Hi, hello, how are you? Welcome back all of you. Crestന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് +1 ഫിസിക്സ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ +2 ഫിസിക്സിൻ്റെ ഡീറ്റെയിൽഡ് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ +2ൻ്റെ ഫിസിക്സ് എക്സാം ആയിരുന്നു. കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തോ അത് മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ഒരുപാട് കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ റെസ്പോൺസും അടിപൊളിയാണെന്നാണ്. വളരെ വളരെ സിമ്പിളായിട്ട് എക്സാം എഴുതി പോയി എന്നുള്ള രീതിയിലാണ് എല്ലാ കുട്ടികളും പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങൾ ഉഷാറായിട്ട് എന്താക്കുക, ഈ ലൈവ് കാണുക, ഈ ലൈവിൽ നമ്മളോട് കൂടെ ഇൻട്രാക്ട് ചെയ്ത് പോവുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വരുന്ന നിങ്ങളുടെ ഈ എക്സാമും നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നു അത് തന്നെ എക്സാമിന് വരുള്ളൂ. 100% ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കാരണം കഴിഞ്ഞ കെമിസ്ട്രിയും മാത്സും എല്ലാം നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ ലൈവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോ, ഏതൊക്കെ പോയിന്റുകൾ നിങ്ങളോട് പഠിക്കണം എന്ന് പറഞ്ഞോ അത് മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൂ. അതേപോലെ ആയിരിക്കും ഫിസിക്സിൻ്റെ ലൈവും. നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നോ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സമയം വൈകാതെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ മീൻസ് ഞാൻ ഒരു കറക്റ്റ് ഓർഡറിലല്ല പോകുന്നത്. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. നിങ്ങളുടെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഇതിന് ശേഷം വരുന്നതായിരിക്കും. എനിവേ, ലെറ്റ്സ് സ്റ്റാർട്ട് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, യെസ്, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സാധാരണ രീതിയിൽ +1 തുടങ്ങുന്ന സമയത്ത് +1 ഫിസിക്സിലെ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് അടങ്ങിയ ഒരു ഭാഗമാണ് മെക്കാനിക്സ്. എന്താ മക്കളെ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സ്റ്റഡി അബൌട്ട് മോഷനെ പറ്റിയിട്ടുള്ള, ചലനത്തിനെ പറ്റിയിട്ടുള്ള പഠനത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെക്കാനിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുന്ന ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും ആദ്യം എടുത്ത് തുടങ്ങുന്ന ചാപ്റ്ററും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആവാറുണ്ട് സാധാരണ രീതിയിൽ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു പോയിന്റ് എടുത്തു, എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുത്തു. കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ട് എത്തുന്ന ഒരു പോയിന്റാണ് ബി. ഓക്കെ, സോ എ നിന്ന് ബിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചു. ഈ റോഡിന്റെ ദൂരം എത്രയാണ്? 10 കിലോമീറ്റർ ആണ്. എ നിന്ന് ബിയിലേക്കുള്ള റോഡിന്റെ ദൂരം 10 കിലോമീറ്റർ ആണ്. റെഡി? സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. ആ റോഡിലൂടെ ഒരാൾ പോയിട്ട് എ നിന്ന് ബിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 10 കിലോമീറ്റർ ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത് രണ്ടും കണക്ട് ചെയ്യുന്നതായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതാ, ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഈ റെഡ് കളർ കൊണ്ട് വരച്ചതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓൾറൈറ്റ്, സോ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമുക്ക് പറയാനുള്ളത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അതേപോലെ തന്നെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, യെസ്. ദെൻ വെലോസിറ്റീനെ നമുക്ക് v ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റിനെ s എന്നോ x എന്നോ നമ്മൾ എടുക്കാം. v ഈസ് ഈക്വൽ ടു s/t എന്ന് എടുക്കാം, അല്ലെങ്കിൽ എന്തെന്ന് എടുക്കാം? x/t എന്ന് എടുക്കാം. ഓർ v ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് dx/dt എന്ന് നമുക്ക് എന്താക്കാവുന്നതാണ്? എടുക്കാവുന്നതാണ്. ഓക്കെ, യെസ്, റെഡി. സോ ഇതാണ് സ്പീഡ്, വെലോസിറ്റി, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എന്താണ് ആക്സിലറേഷൻ നോക്കാം. ആക്സിലറേഷൻ, ഓക്കെ, അതിനു മുന്നേ വേറെ ചെറിയൊരു കാര്യം. സ്പീഡും വെലോസിറ്റിയും എപ്പോഴാണ് ഈക്വൽ ആവുക, അല്ലെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴാണ് ഈക്വൽ ആവുക? എ എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ട്, ബി എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഒരാൾ നേരെ ബിയിലെത്തിയെന്ന് വെച്ചോ.
ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്, എ എന്ന് ഒരാൾ ബിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ സ്പീഡ് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയായിരിക്കും. സോറി, സ്പീഡല്ല, അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത്. ഫോർ എക്സാമ്പിൾ 4 കിലോമീറ്റർ ആണെങ്കിൽ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 4 കിലോമീറ്റർ ആണ്. അയാൾക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 4 കിലോമീറ്റർ ആണ്. ഓക്കെ, യെസ്. സോ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണ്, സെയിം ആണ്. അതേപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഒരാൾ 4 കിലോമീറ്റർ ട്രാവൽ ഒരു 2 സെക്കൻഡ് കൊണ്ട്, സോറി 2 സെക്കൻഡ് കൊണ്ട് എന്തായാലും 4 കിലോമീറ്റർ ഒന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോട്ടെ, ഒരു 2000 സെക്കൻഡ് കൊണ്ട് 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ, ദാറ്റ് മീൻസ് 4000 മീറ്റർ ഡിവൈഡ് ബൈ 2000 സെക്കൻഡ്. ഓക്കെ, അപ്പം എത്ര കിട്ടും, 4/2 is equal to 2 meter per second കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ അയാളുടെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇയാൾ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് ട്രാവൽ ചെയ്തത്. അപ്പം ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റും ഈ പറഞ്ഞ 4 കിലോമീറ്റർ അഥവാ 4000 മീറ്റർ തന്നെയായിരിക്കും. ബൈ ടൈം 2000 സെക്കൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക, 2 meter per second തന്നെയാണ് കിട്ടുക. ഓൾറൈറ്റ്, അപ്പം മോഷൻ ഈസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ സ്പീഡും വെലോസിറ്റിയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പം ചില ക്വസ്റ്റ്യൻസിൽ സ്പീഡും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. യെസ്, ദെൻ നേരത്തെ പറഞ്ഞ ആക്സിലറേഷൻ എന്താ നോക്കാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വസ്തുവിൻ്റെ സ്പീഡ് കൂടുക അല്ലെങ്കിൽ വെലോസിറ്റി കൂടുക, വെലോസിറ്റി കുറയുക, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുക. ഈ 3 കേസിലാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറയാം. ഒന്നുകൂടെ പറയാം, ഒന്നുകിൽ വെലോസിറ്റി കൂടുന്നു, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബസ്സിൻ്റെ സ്പീഡ് കൂടുന്നു, ദാറ്റ് മീൻസ് ബസ്സിൻ്റെ വെലോസിറ്റി കൂടുന്നു. ഓക്കെ, പിന്നെ പെട്ടെന്ന് മുന്നിൽ എന്തെങ്കിലും കാണുന്ന സമയത്ത് അവിടെ എന്താക്കുന്നു, ബ്രേക്ക് ചെയ്യുന്നു, ആ സമയത്ത് എന്താണ്, വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഒരു വളവ് കാണുന്ന സമയത്ത് ബസ് ഇങ്ങനെ വളച്ചെടുക്കുന്നു, ദാറ്റ് മീൻസ് അതിൻ്റെ ഡയറക്ഷൻ എന്താവുക ചെയ്യുന്നത്, മാറുക ചെയ്യുന്നത്. ഈ 3 കേസിലും വെലോസിറ്റിയിൽ എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, വെലോസിറ്റിയിലെ ചേഞ്ച് ബൈ ടൈമിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിലെ ചേഞ്ച് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, സോ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്, എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെൻ്റലായിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓൾറൈറ്റ്, യാ, നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രീ ഫോൾ ഈസ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ഫ്രീ ഫോൾ. ഓക്കെ, ഫ്രീ ഫോളിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം നോക്കാം, ഫ്രീ ഫോള് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മറ്റൊരു തടസ്സവുമില്ലാതെ നേരെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രം താഴോട്ടേക്ക് വീഴുന്നതിനാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയാം. എൻ്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിച്ചു, ഓക്കെ, അല്ലെങ്കിൽ ഈ പെന്ന് ഞാനിങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താക്കി, മറ്റൊരു തടസ്സവും ഇല്ലാതെ നേരെ താഴേക്ക് വീണു. ഓക്കെ, അതുമാത്രമല്ല ഇതിൻ്റെ എഫക്റ്റ്, ഇതിനെ താഴോട്ട് വീഴാനുള്ള ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് മാത്രമാണ്. നേരെ പറഞ്ഞാൽ ഞാനിതിനെ എറിയാണെങ്കിൽ ഞാനൊരു ഫോഴ്സും കൂടി അവിടെ കൊടുക്കും, അതൊരിക്കലും എന്തല്ല, ഫ്രീ ഫോൾ അല്ല. നേരെ മറിച്ച് എന്തെങ്കിലും സാധനം ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുൾ കൊണ്ട് മാത്രം താഴോട്ട് പോകുന്നതിനെയാണ്, ഫോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഒരു ബോഡി ഫ്രീ ഫോളിലാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി ആയിരിക്കും. ജി ഈസ് ഈക്വൽ ടു 9.8 meter per second square. ഇതാണ്. ബട്ട് ജി അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തെന്ന് എടുക്കാം, 10 meter per second square എന്ന് പ്രോബ്ലങ്ങളിലൊക്കെ എടുക്കാവുന്നതാണ്, എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ ചില പ്രോബ്ലത്തിൽ 9.8 എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. എനിവേ, ഇതാണ്. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഫ്രീ ഫോളിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് കാണിച്ചത്. അതിപ്പോൾ 0 ആണെങ്കിൽ ഇങ്ങനെ താഴോട്ടേക്ക് കാണിക്കുകയാണെങ്കിൽ അത് എന്ത് ഡയറക്ഷനാണ്, നെഗറ്റീവ് ഡയറക്ഷനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ബൈ കൺവെൻഷൻ മുകളിലോട്ടുള്ള മോഷന് പോസിറ്റീവായിട്ടും താഴോട്ടുള്ള മോഷൻ നെഗറ്റീവായിട്ടും എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രം തൽക്കാലം എന്തെന്ന് വന്നു, ഏതൊരു ഡയറക്ഷനിലേക്ക് വന്നതാണ്, ഈ നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് വന്നതാണ്. ഓക്കെ, ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ 9.8
ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് ഓർ മൈനസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, യെസ്. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആക്സിസിലും ഇങ്ങനെ വരയ്ക്കാവുന്നതാണ്. വെലോസിറ്റി ഈ രീതിയിൽ വരയ്ക്കാവുന്നതാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഗ്രാഫാണ് കൊടുത്തത്. സോ ഈ ഗ്രാഫാണ് എക്സാമിന് നിങ്ങൾ എന്താക്കേണ്ടത്, വരയ്ക്കേണ്ടത്. ഓൾ റൈറ്റ്, ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി. സാർ ഇന്ന് ഫുൾ ചാപ്റ്റേഴ്സും എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അശ്വിനി ചോദിക്കുന്നുണ്ട്. അശ്വിനി മോളെ ഇന്ന് ഫുൾ ചാപ്റ്റേഴ്സും എടുക്കും. ഓക്കെ, നമ്മൾ തുടക്കം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനത്തിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ നിന്ന് തുടങ്ങുന്നത്. ഇന്ന് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമ്മൾ പൂർത്തിയാക്കിയിട്ട് മാത്രമേ ഈ ലൈവ് അവസാനിപ്പിക്കുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലെ കംപ്ലീറ്റ് പോയിന്റ് നമ്മൾ പറയും. എക്സാമിന് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള എല്ലാ പോയിന്റുകളും നമ്മൾ പറഞ്ഞിട്ടേ ഇന്നത്തെ ലൈവ് അവസാനിക്കുള്ളൂ. ഓക്കെ, യാ, ലെറ്റ്സ് കണ്ടിന്യൂ. A ball is thrown vertically upward with a velocity of 20 meter per second from the top of a building. ഒരു ബിൽഡിംഗ് വരയ്ക്കണമല്ലോ. യെസ്, ഇതാ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡിൽ എന്താണ് ഒരു ബോൾ എന്താക്കുവാണ്, മുകളിലേക്ക് വിടുകയാണ്. ഓക്കെ, ദെൻ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ അത് അതേപോലെ തന്നെ എന്താക്കും, താഴോട്ടേക്ക് വരും, താഴെ വന്ന് വീഴും. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. പക്ഷേ അത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ആക്ച്വലി എന്താണ്, ഈ ബോൾ നേരെ മുകളിൽ പോയി അങ്ങനെ തന്നെ താഴെ വീഴും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. എനിവേ, the height of the point from where the ball is thrown is 25 meter. ഈ ബിൽഡിങ്ങിന്റെ എവിടെ നിന്നാണോ ബോൾ എറിഞ്ഞത് അവിടേക്ക് നിലത്തു നിന്നുള്ള ദൂരം എത്രയാണ്, 25 മീറ്റർ ആണ്. അപ്പം നമ്മൾ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്കുള്ള ദൂരം എത്ര എന്ന് എടുത്തു, 25 മീറ്റർ എന്ന് എടുത്തു. ഓക്കെ, യെസ്. ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? ഓക്കെ, എത്ര ഹൈറ്റിൽ ഈ ബോൾ എന്താക്കും, മുകളിലേക്ക് പൊങ്ങും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. ഈ 3 ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു ഇക്വേഷൻസ് ഓഫ് മോഷൻ? V is equal to U plus AT, S is equal to UT plus half AT square, then V square is equal to U square plus 2AS. ഈ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇതിലേതാണോ നമുക്കിവിടെ ആപ്റ്റ് ആയിട്ടുള്ളത് അതെടുത്ത് ചെയ്യാന്നുള്ളതിലാണ് കാര്യം. പിന്നെ അതുപോലെ തന്നെ മക്കളെ, ഇങ്ങനത്തെ വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, അതായത് ഒരു സാധനം ഗ്രാവിറ്റീൻ്റെ എഫക്റ്റ് കൊണ്ട് എന്താക്കുക, അല്ലെങ്കിൽ ഗ്രാവിറ്റീൻ്റെ എഫക്റ്റ് ഉള്ള സ്ഥലത്തുള്ള വെർട്ടിക്കൽ മോഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബോൾ ഞാൻ ഇങ്ങനെ കുത്തനെ മുകളിലേക്ക് എറിയുന്നു, മുകളിൽ പോയിട്ട് താഴോട്ട് വീഴുന്നുണ്ട്. താഴോട്ട് വീഴാനുള്ള കാരണം എന്താണ്, ഗ്രാവിറ്റി ഉണ്ട്. ഓക്കെ, സോ ഈ കേസിൽ അല്ലെങ്കിൽ എന്താണ്, ഒരു ബോൾ ഞാൻ താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാനൊരു ബോൾ മുകളിലേക്ക് എറിയുന്ന ആ ഒരു ഏറ്റവും മുകളിലെത്തുന്ന വരെയുള്ള ദൂരം മാത്രമേ ഞാൻ കൺസിഡറും ചെയ്യുന്നുള്ളൂ. ഇവിടെയൊക്കെ കുത്തനെയുള്ള മോഷനാണ്. കുത്തനെ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ അല്ലെങ്കിൽ മുകളിൽ പോയി താഴേക്കോ ആണ്. ഇങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ ഒരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. ചില സാധനങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കേണ്ടി വരും, ചില സാധനങ്ങൾ നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടി വരും, നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. അവിടെയാണ് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ വരിക. ആ കൺഫ്യൂഷൻ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോ. 3 കണ്ടീഷൻസ് ആണ് ഇവിടെ. ഓക്കെ, 3 കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ബോള് മുകളിലേക്ക് പോയിട്ട് താഴോട്ടേക്ക് വീഴുക. ഓക്കെ, മുകളിലേക്ക് പോയിട്ട് എന്താക്കുന്നുണ്ട്, താഴോട്ടേക്ക് വീഴുന്നുണ്ട്. അപ്പം നോക്കിക്കോ, ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എങ്ങോട്ടാ, മുകളിലേക്ക് അല്ലേ, തുടക്കം മുകളിലേക്കാണ്. ദെൻ പിന്നെയാണ് താഴോട്ടേക്ക് വീഴുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് മുകളിലേക്കാണ്. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാണ്, ഇറ്റ് ഈസ് ഓൾവേസ് ഡൗൺവേർഡ്സ്. ഓക്കെ, അപ്പോൾ നോക്ക്, ഇവിടെ നിങ്ങൾ യു പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതായത് മുകളിലേക്കുള്ള ഡയറക്ഷൻ അപ്പോഴെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, കാരണം യുവിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. അപ്പോൾ ജി എന്തായിട്ട് എടുക്കണം, ജി നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, റെഡി. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത്, ഒരു ബോള് മുകളിലേക്ക് മാത്രം പോവുകയാണ്. അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവില്ല. ആക്ച്വലി മുകളിൽ പോയി മാക്സിമം ഹൈറ്റിലെത്തിരി താഴേക്ക് വീഴും.
പക്ഷെ ചില ക്വസ്റ്റ്യൻ നമ്മൾ മുകളിലേക്ക് പോകുന്ന കേസ് മാത്രമായിരിക്കും ചില സിറ്റുവേഷനിൽ എടുക്കേണ്ടി വരും. അപ്പോഴും നിങ്ങൾ നോക്ക്, യു ഇനീഷ്യൽ വെലോസിറ്റി എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ജി എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പം യുവിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ജി. അപ്പോൾ യു പോസിറ്റീവ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ജി എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ജി മാത്രമല്ല മക്കളെ, എന്തൊക്കെ സാധനങ്ങൾ താഴോട്ടേക്ക് ഉണ്ടോ അതൊക്കെ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. എപ്പോൾ? യു മുകളിലോട്ടുള്ള പോസിറ്റീവ് എന്ന് എടുത്തു കഴിഞ്ഞാൽ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ദെൻ അടുത്ത കേസ്, ഒരു ബോൾ എന്താക്കുവാണ്? താഴോട്ട് വീഴുന്നത് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയാവുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി താഴോട്ടാണ്, കാരണം ഇത് താഴോട്ട് മാത്രമേ പോകുന്നുള്ളൂ. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതും എങ്ങോട്ടാണ്? താഴോട്ടേക്കാണ്. അപ്പൊ നോക്ക്, യുവിൻ്റെ ഡയറക്ഷനും ജിന്റെ ഡയറക്ഷനും എന്താണ്? രണ്ടും താഴോട്ടേക്കാണ്. സോ യു പോസിറ്റീവ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, യു പോസിറ്റീവ് ആണെങ്കിൽ ജിയു എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ ജി നെഗറ്റീവ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൈൻ കൺവെൻഷൻ എടുക്കുക. അല്ലെങ്കിൽ സൈൻ കൺവെൻഷൻ എടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാണ്. പല രീതിയിലും കുട്ടികൾ എടുക്കാറുണ്ട്. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, യുവിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തോ. യു ഏത് ഡയറക്ഷനിലേക്കാണോ അത് പോസിറ്റീവായിട്ട് എടുത്തോ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പം അത് പോട്ടെ. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? എത്ര ഹൈറ്റിലാണ് ബോൾ പൊങ്ങുക എന്ന് പറയുന്നു. ഓക്കെ, മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതിലൊരു സംശയമില്ല. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളൊന്നും പരീക്ഷയ്ക്ക് എക്സാമിൻ്റെ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ തരൂല കേട്ടോ. ഇവിടെ തന്നിട്ടില്ലല്ലോ. മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി 0. ഇനീഷ്യൽ വെലോസിറ്റി അവിടെ തന്നിട്ടുണ്ട്, u is equal to 20 m/s. ദെൻ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എ ഈസ് ഈക്വൽ ടു പ്ലസ് ജി ആണോ മൈനസ് ജി ആണോ എടുക്കുക? നോക്ക്, ഇനീഷ്യൽ വെലോസിറ്റി മുകളിലോട്ടാണ്, ജിന്റെ വാല്യൂ താഴോട്ട്. സോ എ ഈസ് ഈക്വൽ ടു മൈനസ് ജി. ഓക്കെ, അപ്പം എത്ര ഹൈറ്റിൽ പൊങ്ങുന്ന ചോദിച്ചാൽ, അപ്പം ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. അത് എത്ര ആണെന്ന് കണ്ടുപിടിക്കണം, h. ഓക്കെ, യാ. സോ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്ക്. ഇവിടെ വി ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, എസ് ഉണ്ട്. ഈ 4ഉം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, ഞാൻ നേരത്തെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ പറഞ്ഞിരുന്നു. ഓരോ ഇക്വേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ എടുത്ത് പ്രയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഈ സിറ്റുവേഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ വിയും യുവും എയും എസും, ഇത് 3 അടങ്ങിയിട്ടുള്ളത് ഏതാണ്? ഈ 4 അടങ്ങിയിട്ടുള്ളത് ഏതാണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ഓക്കെ, ഇത് എഴുതുക. എന്നിട്ട് ഇത് എങ്ങനെ മാറുമെന്ന് എഴുതി വെക്കാം. യു വി സ്ക്വയർ, ദാറ്റ് ഇസ് 0 സ്ക്വയർ, അപ്പോൾ 0 ഈക്വൽ ടു യു സ്ക്വയർ, 20ന്റെ സ്ക്വയർ എത്രയാണ്? 20 × 20 400. ഓക്കെ, പ്ലസ് 2a എന്നുള്ളതിന് പകരം -2 ഇൻറ്റു, അല്ലേ, മൈനസ് ജി ആണല്ലോ, അതുകൊണ്ടാണ് എക്ക് പകരം മൈനസ് ജി എന്ന് കൊടുക്കും. അപ്പോൾ പ്ലസ് 2a എന്നുള്ളതിന് പകരം -2g എന്ന് വരും. ജിക്ക് പകരം ഞാൻ ഇവിടെ തൽക്കാലം 10 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയത്, ദാറ്റ് ഇസ് ഈക്വൽ ടു 10 m/s² മൈനസ് 10 m/s² എടുത്താൽ മതി. ഓക്കെ, ദെൻ ഇൻറ്റു എസ് നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് എസ് തന്നെ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ 0 ആണ്, 400 ഇപ്പറുണ്ട്, -2 × 10 20s എന്ന് കിട്ടി. അപ്പോൾ ഈ 20s -20sനെ ഇപ്പുറത്തെ ഇക്വേഷൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 20s ഇസ് ഈക്വൽ ടു 400 എന്ന് കിട്ടി. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 400/20, ദാറ്റ്സ് ഈക്വൽ ടു എത്ര കിട്ടും? 20 കിട്ടും, 20 മീറ്റർ. അപ്പം ബിൽഡിങ്ങിന്റെ ടോപ്പ് നിന്ന് 20 മീറ്ററും കൂടി ഉയരത്തിലേക്ക് പോകും. ഇനി ടോട്ടൽ ഹൈറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? ബിൽഡിംഗ് തന്നെ 25 മീറ്റർ ഉയരത്തിലാണുള്ളത്. ഓക്കെ, അവിടുന്ന് ഒരു 20 മീറ്ററും കൂടി മുകളിലേക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? 45 മീറ്റർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി? നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സൈൻ എടുക്കുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി. യു പോസിറ്റീവ് എന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ ഡയറക്ഷൻ യുവിൻ്റെ അതേ ഡയറക്ഷനിലോ, ഇപ്പം മുകളിലെ താഴേന്നൊന്നും ഞാൻ പറയുന്നില്ല, യു എങ്ങോട്ടാണോ എന്തായിട്ട് എടുക്കുക? പോസിറ്റീവ് എന്ന് എടുക്കുക. ഓക്കെ, ബാക്കിയുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡയറക്ഷൻസ് ഒക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി അതിൻ്റെ അതേ ഡയറക്ഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലേ, ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അല്ലേ? ഓക്കെ, അതും കൂടി നോക്കാം. ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? എത്ര സമയം കൊണ്ടാണ് അതെന്താക്കുന്നത്? താഴെ എത്തുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ,
അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ കേസൊക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ എപ്പോഴും കുട്ടികൾക്ക് തെറ്റിപ്പോകുന്നൊരു സംഗതി ഉണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇനീഷ്യൽ വെലോസിറ്റി u is equal to 20 meter per second. a is equal to minus g ആണ്. അത് നമ്മൾ എന്ത് എടുത്തു? 10 meter per second square എന്ന് എടുത്തു. പിന്നെ എത്ര ടൈം കൊണ്ടാണ് അത് താഴെ എത്തുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ടൈമാണ് കണ്ടുപിടിക്കേണ്ട സാധനത്തിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടൂ. പിന്നെ ഒരു ഡാറ്റയും കൂടി കിട്ടിയാൽ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താഴെ എത്തുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയില്ല. ഏറ്റവും മുകളിലാണെങ്കിൽ നമുക്ക് എന്തെന്ന് എടുക്കായിരുന്നു? 0 എന്ന് എടുക്കായിരുന്നു. അപ്പോൾ താഴേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും മുകളിൽ പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് 0. പിന്നെ താഴേക്ക് വരുമ്പോഴേക്ക് വെലോസിറ്റി കൂടി താഴെ എത്തുന്നതിന് തൊട്ട് മുന്നേ ഏറ്റവും കൂടുതൽ വെലോസിറ്റിയിലായിരിക്കും. അത് ഇത്രയും നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേറെ എന്തോ ഒരു സംഭവം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം. ഓക്കെ, നോക്ക്, ഈ ബോളിൻ്റെ തുടക്കം എവിടെയാണ്? ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ്. ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ് ബോളിൻ്റെ തുടക്കം. ഓക്കെ, ദെൻ ബോൾ അവസാനം വന്ന് നിൽക്കുന്ന എവിടെയാണ്? ബിൽഡിങ്ങിൻ്റെ താഴെയാണ്. ഓക്കെ, മക്കൾ എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, അല്ലെങ്കിൽ ബോൾ ആദ്യം ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നു, പിന്നെ ഇവിടെ എത്തി ബിൽഡിങ്ങിൻ്റെ താഴെ എത്തി. അപ്പം ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ബോൾ എന്താക്കിയിട്ടുണ്ട്? മുകളിലേക്കൊക്കെ പോയി താഴേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുതലാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് നോക്കുന്ന സമയത്ത് ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ്? ഫൈനൽ പൊസിഷൻ എവിടെയാണ്? അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത്. സോ ഇവിടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എടുക്കുന്ന സമയത്ത് ബോൾ ആദ്യം എവിടെയായിരുന്നു? ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ. ബോൾ ലാസ്റ്റ് എവിടെ എത്തി? ബിൽഡിങ്ങിൻ്റെ താഴെ എത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് എടുക്കുക? താഴേക്കാണ് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു u മുകളിലേക്കുള്ളത് പോസിറ്റീവ് എന്ന് എടുത്തു. ഡിസ്പ്ലേസ്മെന്റ് ഇപ്പം നമ്മൾ താഴേക്കാണ് എടുക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. സോ -25 മീറ്റർ. ഓക്കെ, ഇനി u നമ്മുടെ കയ്യിലുണ്ട്, a ഉണ്ട്, t കാണണം, s ഉണ്ട്. ഇത് നാലും ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ s is equal to ut plus half at square ആണ്. വാല്യൂസ് കൊടുത്തേക്കാം. -25 is equal to ut. 20 into t. t ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 20t പ്ലസ് ഹാഫ് a എന്നുള്ളതിന് പകരം -12 g എന്ന് കിട്ടും. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു t സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഹാഫും 10ഉം കട്ട് ചെയ്തിട്ട് ഇവിടെ 5 എന്ന് കിട്ടി. ദെൻ -25 is equal to 20t minus 5t square. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് ടേമിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പം -5t സ്ക്വയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 5t സ്ക്വയർ പ്ലസ് 20t എന്നുള്ളത് എന്താവും? -20t. -25 ഇപ്പുറത്ത് ഓൾറെഡി ഉണ്ട്, അത് അങ്ങനെ തന്നെ. ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് വരും? 0 എന്ന് വരും. ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ, ദെൻ ഇതിൽ 5നെ കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? t സ്ക്വയർ -4t - 5 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ നമ്മളെ കമ്പോണൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇതിനെ t+1 ഇൻറ്റു t - 5 എന്നുള്ള കമ്പോണൻസ് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താക്കിയാൽ മതി? സോൾവ് ചെയ്താലും മതി. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. -b ± √b². എന്താണ്? b² - 4ac എന്നുള്ള ഇക്വേഷൻ ഒക്കെ അല്ലേ? 4ac/2a എന്നുള്ള ഇക്വേഷൻ അല്ലേ? അത് വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, എനിവേ ഇതിപ്പം ഇങ്ങനെ കമ്പോണൻസ് ആക്കി മാറ്റാൻ പറ്റുന്നത് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാം. t+1 = 0 അല്ലെങ്കിൽ t - 5 = 0 എന്ന് വരും. അപ്പോൾ t+1 = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ t+1 = 0 ആണെങ്കിൽ t എന്ത് വരും? -1 വരും. ടൈം ഒരിക്കലും മൈനസ് ആവില്ല, അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ, ഇത് തെറ്റാ മീൻസ് ഇത് എടുക്കൂല നമ്മൾ. ദെൻ t - 5 = 0. അങ്ങനെയാവുന്ന സമയത്ത് t എന്ത് കിട്ടും? -5 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 5 സെക്കൻഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സെക്കൻഡ് ആണ്. ഓക്കെ, യെസ്, നമ്മൾ ഒരു ക്വസ്റ്റ്യനേ ചെയ്തുള്ളൂ, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളെക്കാളും നമ്മൾ അതിൻ്റെ വഴികൾ
കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, യാ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Figure given below shows the motion of a school bus starting from the point 0 and travel along a straight line. Complete the following table. Okay, ഒരു സ്കൂൾ ബസ് പോകുന്നതിൻ്റെ പൊസിഷനും ടൈമും ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നതിന് മുന്നേ നമുക്ക് 3 ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫാണ്. രണ്ടാമത്തെ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. മൂന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ഈ 3 ഗ്രാഫിലും എക്സ് ആക്സിസുകൾ നിങ്ങൾ നോക്കുക. ഇവിടെയും ടൈമാണ്, ഇവിടെയും ടൈമാണ്, ഇവിടെയും ടൈമാണ്. സോ എക്സ് ആക്സിസ് ഷുഡ് ബി ഇൻ ടൈം ഓർ ടൈം ഈസ് ഇൻ എക്സ് ആക്സിസ്. ഓക്കെ, ദെൻ വൈ ആക്സിസിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വൈ ആക്സിസിലുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. വൈ ആക്സിൽ പൊസിഷൻ ആയാൽ പൊസിഷൻ ടൈം ഗ്രാഫ്, വൈ ആക്സിൽ വെലോസിറ്റി ആയാൽ വെലോസിറ്റി ടൈം ഗ്രാഫ്, വൈ ആക്സിൽ ആക്സിലറേഷൻ ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, യാ, അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൻ്റെ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അല്ല, ഓക്കെ, ഒന്നുകൂടെ പറയാം, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയും. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയും ഇതിന്. അതേപോലെ തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതും. ഇപ്പം എക്സാം പേപ്പറിൽ എന്താ ഉണ്ടാവുക എന്നറിയോ? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കൊടുത്തിരിക്കുന്നു, അത് വെച്ചിട്ട് എന്താക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാന്നുള്ള രീതിയിൽ ചോദിക്കും. മക്കളെ, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ തന്നെ മറ്റൊരു പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ദെൻ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവനാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അതേപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനില്ല. ഓക്കെ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് അങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിലെ കൂടുതൽ ന്യൂമറിക്കൽസ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസുകളൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ സിലബസ് വെച്ചിട്ട് എന്താണ്, അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പം നോക്കുക, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. എന്നാൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യനുകളിൽ ഈ ഡാറ്റകളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് മുൻകൂട്ടി ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, യാ, വേണമെങ്കിൽ ഈ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ 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 ഫൈൻ. നമുക്ക് എന്തായാലും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഒരു സ്കൂൾ ബസ്സാണ്. ആ സ്കൂൾ ബസ് ഇത്ര ടൈം കൊണ്ട് ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു എന്നുള്ള ഡാറ്റയാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ടൈം ടേക്കൺ ഈസ് 2 seconds. ഡിസ്പ്ലേസ്മെന്റ് ഫ്രം 0 ഈസ് 10 - 0 10 മീറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 10 മീറ്റർ ആണ്. ടൈം എത്രയാണ്? 2 ആണ്. അപ്പോൾ 10/2 ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നിരിക്കുന്നു, ഇവിടുത്തെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, പക്ഷേ ടൈം എടുത്തിരിക്കുന്നത് 10 സെക്കൻഡ് ആണ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഓക്കെ, അപ്പം വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു എന്താണ്? ടൈം ആണ്. അപ്പോൾ വെലോസിറ്റി എത്രയാണ്? 5 ഇൻറ്റു ടൈം എത്രയാണ്? 10. ദാറ്റ്സ് ഈക്വൽ ടു 50. സോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം, എന്താണ്? 10ാമത്തെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 50 ആണ്. ഓക്കെ, ദെൻ 0 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം 0 എന്ന് പറയുമ്പം 0 എവിടെ എത്തിയിട്ടുണ്ട്? 0 50 മീറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 50 മീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. 50 മീറ്റർ. ഓക്കെ, യാ, ഓക്കെ. കമൻറ്റ് ബോക്സിൽ കുറേ തീയും പുകയും പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ഓക്കെ, താങ്ക് യു. യാ, യെസ്.
next question, I mean, ഇതിന്റെ sub question നോക്കാം. Draw the position time graph for the above motion. ഇതിന്റെ position time graph. ഈ values ഒക്കെ എടുത്തിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ value time ഇവിടെയാണ് കാണിക്കുക, position x ഇവിടെയാണ് കാണിക്കുക. അപ്പം എത്ര മീറ്റർ വരെ പോകുന്നു നോക്കുക, 70 മീറ്റർ വരെ. അപ്പം ഇവിടെ 1 2 3 4 5 6 7 എന്നുള്ള രീതിയിൽ എടുക്കുക. ഇവിടെയും വാല്യൂസ് എടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ വാല്യൂ വെച്ച് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഗ്രാഫ് കിട്ടും. നിങ്ങളൊന്ന് വരച്ചു നോക്കുക. ഈ ഡാറ്റ വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഒരു ദിവസം ഉണ്ടല്ലോ എന്തായാലും പഠിക്കാൻ. ഓക്കെ, അപ്പം ഈ ഗ്രാഫൊക്കെ ഒന്ന് വരച്ചു നോക്കുക. യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് കർവ്. ഓക്കെ. എ സ്റ്റുഡൻറ് ഇൻ ദ സ്കൂൾ ബസ് നോട്ടീസസ് ദ സ്പീഡോമീറ്റർ ഓഫ് ദി ബസ്. വിച്ച് ടൈപ്പ് ഓഫ് സ്പീഡ് ഈസ് ഷോൺ ബൈ ദ സ്പീഡോമീറ്റർ? ഓക്കെ, വാഹനങ്ങളുടെ സ്പീഡോമീറ്ററുകളിൽ കാണിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സമയത്തിലുള്ള അല്ലെങ്കിൽ ഒരു നിമിഷത്തിലുള്ള സ്പീഡിനാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുക. നിങ്ങൾ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഓരോ നിമിഷവും ഈ വെലോസിറ്റിയും സ്പീഡോമീറ്ററിലെ സൂചി ഇങ്ങനെ മാറി 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 നിൽക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചെറിയൊരു ടൈമിലുള്ള വെലോസിറ്റീനെ എന്താ പറയുക ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയും. ആ ചെറിയ ഇൻസ്റ്റന്റിലുള്ള ആക്സലേഷനെ ഇൻസ്റ്റന്റേനിയസ് ആക്സലേഷൻ എന്ന് പറയും. ആ ചെറിയ ടൈമിൽ നമ്മുടെ സ്പീഡോമീറ്റർ കാണിക്കുന്ന സ്പീഡ് നമ്മൾ എന്ത് പറയും? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയും. ഓക്കെ, ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഒക്കെ നമ്മൾ ഡിലീറ്റഡ് പോർഷനിലാണ് ഉള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇത് എന്താണെന്നുള്ള കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഫൈൻ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object released near the surface of the earth is said to be free fall. Okay. Neglect the air resistance. ഫ്രീ ഫോളിൻ്റെ കേസിൽ നമ്മൾ എയർ റെസിസ്റ്റൻസ് ഒക്കെ നെഗ്ലക്ട് ചെയ്യും. കാരണം ഒരു സാധനം താഴേക്ക് വീഴുന്ന സമയത്ത് എയർ ഉണ്ട്, ഇവിടെ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പം എയർ അതിനെന്താക്കും? ഒപ്പോസ് ചെയ്യും. നിങ്ങൾ ഫ്ലൂയിഡ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് വിസ്കസ് ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഉണ്ട്. ഒരു ഫ്ലൂയിഡ് കൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് നമ്മൾ എങ്ങോട്ടേക്ക് തള്ളും? ബാക്കോട്ടേക്ക് തള്ളും. പുഴയിൽ നീന്തുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്ത് പുഴയിലെ വെള്ളം നിങ്ങൾക്ക് എങ്ങോട്ടേക്കോ ഫോഴ്സ് തരിക? ബാക്കോട്ടേക്കായിരിക്കും. ഇതേപോലെ ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ട് എയറിൻ്റെ, അതിനെ നമ്മൾ എയർ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും. അപ്പം ആ എയർ റെസിസ്റ്റൻസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. Choose the correct alternative from the clues given at the end of the statement. Free fall is an example of dash accelerated motion. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. പക്ഷെ മക്കളെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിക്കണം, യൂണിഫോം മോഷനുണ്ട്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനുണ്ട്. ഓക്കെ, എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ യൂണിഫോം മോഷൻ ആൻഡ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ? നിങ്ങൾക്കറിയാം യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള മോഷൻ. ഓക്കെ, സോ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള മോഷൻ. ദാറ്റ് മീൻസ് ഒരേ സ്പീഡിൽ ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഹിയർ വി ഈസ് കോൺസ്റ്റന്റ് യൂണിഫോം മോഷനിൽ. ഓക്കെ, എന്താ മക്കളെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ? വാട്ട് യു മീൻ ബൈ ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഇസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ചിലപ്പം വെലോസിറ്റി കൂടാം അല്ലെങ്കിൽ വെലോസിറ്റി എന്താവാം? കുറയാം. ഈ കേസുകളിൽ ഒരേപോലെ വെലോസിറ്റി കൂടുക അല്ലെങ്കിൽ ഒരേ നിരക്കിൽ വെലോസിറ്റി കുറയുക, ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ദാറ്റ് മീൻസ് ഇവിടെ വെലോസിറ്റി അല്ല കോൺസ്റ്റന്റ്, ഇവിടെ ആരാണ് കോൺസ്റ്റന്റ്? ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെ ആക്സിലറേഷൻ ആണ് കോൺസ്റ്റന്റ് ആവുന്നത്. റെഡി? ഓൾ റൈറ്റ്. കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 0ൽ 0 ആണ്, 1ൽ കൊടുത്തിട്ടില്ല, 2ൽ കൊടുത്തിട്ടില്ല, 3ൽ 30, 4ൽ 40, 5ൽ 50. അങ്ങനെയാവുന്ന സമയത്ത് 1ൽ 10 വരും, 2ൽ എന്ത് വരും? 20 വരും. ഓക്കെ, ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ്, നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് വെച്ചിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നു. ഈ ഡാറ്റ വെച്ച് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പം ഒരേ ആക്സിലറേഷൻ അല്ലേ, അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഇൻഡിക്കേറ്റഡ് ബൈ ദ ബിലോ ഗ്രാഫ്? നമ്മളിപ്പോൾ പറഞ്ഞു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. ഒരേപോലെ ആക്സിലറേറ്റ് ചെയ്യുന്ന മോഷൻ. കാരണം എന്താന്ന് നോക്കിയേ, വെലോസിറ്റി കൂടുന്നുണ്ട്. വെലോസിറ്റി കൂടുമ്പോൾ ഒരിക്കലും നമുക്ക് യൂണിഫോം മോഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരേപോലെ ആ വെലോസിറ്റി കൂടുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ,
Derive a relation connecting the displacement and time for this type of motion. Yeah, S equal to ut plus half at square എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. കുറച്ച് ചില ഡെറിവേഷൻസ് നമുക്ക് ചെയ്യാം. നിങ്ങൾക്കറിയാം എന്താ പറയുക, നമ്മളെ ലൈവ് ക്ലാസ്സുകളിൽ എല്ലാ ഡെറിവേഷൻ ഒന്നും ചെയ്ത് തീർക്കാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ ഞാൻ ചെയ്തു തരും. മറ്റതിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, എന്തായാലും ഇത് ഞാൻ ചെയ്തു തരാം. ഇത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 0 എന്ന് തുടങ്ങുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെറിവേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാവുന്ന സമയത്ത് യു ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്തായി പോകും? 0 ആയിപ്പോകും. അപ്പം ഇവിടെ യു ടി എന്നുള്ളൊരു ടേം നമുക്ക് കിട്ടൂല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ 0 എന്ന് തുടങ്ങാണ്ട് കുറച്ച് ഇപ്പുറത്തും തുടങ്ങാം. ഓക്കെ, ഇവിടെ യു എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ യു എന്ന് കൊടുക്കുക. ഇവിടെ ഫൈനൽ വെലോസിറ്റി വി, ഇവിടെ വെലോസിറ്റി ആണ്. ദിസ് ഈസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ ദിസ് ഈസ് വെലോസിറ്റി ആൻഡ് ഇത് നേരെ താഴെ പോയി മുട്ടുന്നതിലുള്ള ടൈമിനെ നമ്മൾ ടി എന്ന് എടുത്തു. ഓക്കെ, ദെൻ ഇത് ഒറിജിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ആ ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു ഭാഗം, ഈ മഞ്ഞ കളറുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 2 കഷ്ണാക്കാം. ഓക്കെ, ഒരു റെക്റ്റാങ്കിളുമായി ഒരു ട്രയാങ്കിളുമായി. റെക്റ്റാങ്കിളിനെ വേണമെങ്കിൽ നമുക്ക് എ ബി സി ഡി എന്ന് വിളിക്കാം. ട്രയാങ്കിളിനെ ഡി സി ഇ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചെഴുതാം. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ആണ്. ഇതിൽ ഏരിയ ഓഫ് ഈ റെക്റ്റാങ്കിളും ഉണ്ട് പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിളും ഉണ്ട്. ഓക്കെ, റെക്റ്റാങ്കിൾ എ ബി സി ഡി എന്ന് വരും, ട്രയാങ്കിൾ ഡി സി ഇ എന്ന് വരും. ഓക്കെ, അതൊന്നും ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എ ബി ഇൻറ്റു എ ഡി ആണ്. എ ബി ഇൻറ്റു എ ഡി പ്ലസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ബി എച്ച് കൊടുത്താൽ മതി. ഹാഫ് ബി എന്ന് പറയുമ്പോൾ ഡി സി എന്ന് എടുത്തു ഞാൻ, ഡി സി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പം ഈ സി ഇ. ഓക്കെ, ആൻഡ് ഹിയർ എ ബി എന്താ നോക്കിയാൽ, എ ബി എന്ന് പറഞ്ഞാൽ 0 മുതൽ ടി വരെയുള്ള ദൂരമാണ്. ദാറ്റ് മീൻസ് ഇവിടെ ടൈം അല്ലേ കാണിക്കുന്നത്, ടൈം. അതേപോലെ തന്നെ ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമാണ്. ഇതാ ഈ ഒരു ദൂരവും ഈ ഒരു ദൂരവും രണ്ടും കാണിക്കുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതാണ്. അത് എത്രയാണ്? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈമാണ്. ഓക്കെ, സോ എ ബി ഈക്വൽ ടു ഡി സി ഈക്വൽ ടു ടൈം. പിന്നെ എ ഡി എന്ന് പറഞ്ഞാലോ, എ ഡി എന്ന് പറഞ്ഞാൽ 0 മുതൽ യു വരെയുള്ള ദൂരം, എന്താ ഈ ഒരു ദൂരം. അപ്പോൾ അതായത് യു തന്നെ, എ ഡി ഈക്വൽ ടു യു. ആൻഡ് പിന്നെ ആരും കൂടി ഉണ്ട്? സി ഇ കൂടി ഉണ്ട്. സി ഇ എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് നോക്കുക. സി ഇ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ താഴേന്ന് മുകളിൽ വരെയുള്ള ദൂരം മൈനസ് താഴേന്ന് ഇവിടം വരെയുള്ള ദൂരം അല്ലേ, അപ്പോഴല്ലേ ഇത് കിട്ടുക. അപ്പോൾ താഴേന്ന് മുകളിൽ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ദൂരം അല്ലേ വി, മൈനസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ യു ആണ്. അപ്പോൾ സി ഇ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ആണ്, വി മൈനസ് യു. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ മാറും നോക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ബിക്കം എസ് ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു എ ഡി. എ ഡി എന്ന് പറഞ്ഞാൽ യു ആണ്, എ ബി എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ യു ടി എന്ന് കിട്ടി പ്ലസ് ഹാഫ് ഇൻറ്റു ഡി സി എന്ന് പറയുന്ന സമയത്ത് ടി ആണ്, സി ഇ എന്ന് പറയുന്ന സമയത്ത് വി മൈനസ് യു. അപ്പോൾ വി മൈനസ് യു ഇൻറ്റു ടി എന്ന് എടുക്കാം. ഓക്കെ, ബട്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി ആണ്. അപ്പം വി മൈനസ് യു എന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ ഇൻറ്റു ടി ആണ്. ഈ ബൈ ടി എന്താക്കും? ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താവും? ഇൻറ്റു ടി ആവും. ഓക്കെ, സോ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി. അപ്പം ആ വി മൈനസ് യു ഇവിടെയും കൊടുക്കുക,
ഇത് നേരെ ഇക്വേഷൻ 2 കൊടുക്കുമ്പോൾ ഇക്വേഷൻ 2 become s equal to ut plus half v minus u നെ at എന്ന് കൊടുക്കാം, at into t, that is at square. ഓക്കെ, സിമ്പിൾ. ഓക്കെ, സോ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ആണ് അധികവും ഈ 3 ഇക്വേഷൻ ഓഫ് മോഷനിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഈ ഇക്വേഷൻ കാണാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് എ സ്യൂട്ടബിൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിറൈവ് ദ റിലേഷൻ x equal to v0t plus half at square. യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. പിന്നെ ഞാൻ ഈ സ്ലൈഡിൽ ഇത് ഉൾപ്പെടുത്താനുള്ള കാരണം, നമ്മൾ നോർമലി എങ്ങനെ പഠിച്ചു വെച്ച് പോവാ, v equal to u plus at, s equal to ut plus half at square. Okay, v square equal to u square plus 2as. ഇങ്ങനെയാണ് പഠിക്കുക. അതിന് പകരം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ തുറന്നു പോയി കഴിഞ്ഞാൽ അറിയാം, അവർ ഇനീഷ്യൽ വെലോസിറ്റിക്ക് യു എന്ന് കൊടുക്കില്ല, പകരം v0 എന്നാണ് കൊടുക്കുക. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റിക്ക് യുവിന് പകരം അവർ v0, വെലോസിറ്റി അറ്റ് 0 ടൈം, പിന്നീട് t ടൈമിന് ശേഷം വരുന്ന വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റിക്ക് നമ്മൾ v എന്ന് കൊടുക്കും, അവർ vt എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ എഴുതുക, v ന് പകരം vt ഈസ് ഈക്വൽ ടു v0 പ്ലസ് at എന്ന് എഴുതും. രണ്ടാമത്തത് എസ്, ഡിസ്പ്ലേസ്മെന്റ് എസിന് പകരം എക്സ് എന്ന് കൊടുക്കും, എക്സ് എന്നോ വൈ എന്ന് കൊടുക്കും. എക്സ് ഇസ് ഈക്വൽ ടു യുടിക്ക് പകരം v0t പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന് കൊടുക്കും. അതല്ലേ ഇവിടെ മുകളിൽ കൊടുത്തത്. ഓക്കെ, ദെൻ v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as പകരം vt സ്ക്വയർ ഇസ് ഈക്വൽ ടു v0 സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് യുവും വിയും തരാണ്ട് അതിന് പകരം v0 എന്നോ vt എന്നോ ആണ് തരുന്നതെങ്കിൽ നിങ്ങളത് യു എന്ന് വി എന്ന് ആക്കിയിട്ട് അങ്ങോട്ട് എടുത്തോ, ഒരു പ്രശ്നമില്ല. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു രീതിയിൽ കൊടുത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ചിലപ്പോൾ അങ്ങനെ കാണാം. ഇത് കണ്ടിട്ട് വേറെ എന്തോ കാര്യമാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഓക്കെ, യെസ്, ഡെറിവേഷൻ ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, moving on to the next question. The position time graph of a body is given. Estimate the velocity during the time interval t is equal to 2 seconds to t is equal to 3 seconds. Yes, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ഓൺ y ആക്സിസ് ആൻഡ് ടൈം ഓൺ x ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് എന്താ ചോദിച്ചത്, വെലോസിറ്റി കാണാൻ പറയുന്നു. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ v ഈസ് ഈക്വൽ ടു സ്ലോപ്പിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം, ടാൻ തീറ്റ എന്ന് എഴുതാം. നമ്മൾ ടൈം ഇൻ്റർവെൽ ഏതൊക്കെയാണ് കൊടുത്തത്, 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ, 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തിൻ്റെ സ്ലോപ്പ് കാണണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം, ഇതിന് ഇങ്ങനെയും വരയ്ക്കാം. എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എപ്പോഴും തീറ്റ. അപ്പോൾ ഇതിൻ്റെ ടാൻ തീറ്റ എന്ന് പറയുന്ന സമയത്ത് ഇതാ ഈ സൈഡ് ഇത് എ ബി എന്ന് കൊടുക്കാം, ഇത് സി എന്ന് കൊടുക്കുകയാണ്, എ ബി ബൈ ബി സി എന്ന് കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു എ ബി ബൈ ബി സി അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ ടാന് വരിക. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു ബിന്റെ വാല്യൂ എന്ന് പറയുക, അല്ലെങ്കിൽ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ എന്ന് പറയുന്നത് 10 ആണ്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 30. അപ്പം 10 30ലേക്ക് എത്തി എന്ന് പറയുന്നു. അപ്പം എ ബി എന്ന് പറഞ്ഞാൽ 30 മൈനസ് 10, അതിനിടയിലുള്ള ദൂരം, ഡിവൈഡഡ് ബൈ അതിനടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ. അപ്പോൾ 3 മൈനസ് 2, സോ എന്ത് കിട്ടും, 20/1 കിട്ടും, ദാറ്റ് ഈസ് 20 meter per second. Ready? Yeah, 20 meter per second കിട്ടും. ഓക്കെ, അടുത്തത്, ആക്സലറേഷൻ is defined as the rate of change of velocity. Is it possible for a body to have acceleration without velocity? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പലതവണ ചോദിച്ചതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാലും കുട്ടികൾക്ക് ഡൗട്ട് വരുന്നൊരു ഭാഗമാണത്. ഞാൻ നേരത്തെ പറഞ്ഞു, വെലോസിറ്റിയിൽ ചേഞ്ച് സംഭവിച്ചാൽ മാത്രമേ ആക്സലറേഷൻ ഉണ്ടാവുള്ളൂ. വെലോസിറ്റി കൂടിയാൽ ആക്സലറേഷൻ ഉണ്ടാവും, വെലോസിറ്റി കുറഞ്ഞാൽ ആക്സലറേഷൻ ഉണ്ടാവും, വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറിയാലും എന്തുണ്ടാവും, ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് വെലോസിറ്റി 0 ആണെങ്കിൽ ആക്സലറേഷൻ ഉണ്ടാവുമോ? ഉണ്ടാവും. അങ്ങനത്തെ 2 സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ തന്നെയുള്ള 2 സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, 2 അല്ല, വേറെയും സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട 2 സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു ബോഡി നേരെ മുകളിലേക്ക് ഇറങ്ങും. ഈ പെണ്ണ് ഞാൻ നേരെ മുകളിലേക്ക് ഇറങ്ങും. അപ്പോൾ മുകളിലേക്ക് എറിയുന്ന സമയത്തൊക്കെ ഇതിന് താഴോട്ടേക്ക് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് മുകളിലോട്ട് പോകുന്നതോടെ അതിൻ്റെ വെലോസിറ്റി കുറയുന്നത്. വെലോസിറ്റി കുറഞ്ഞ് 0 ആയി, ഏറ്റവും ഹൈറ്റിലെത്തിയിട്ട് 0 ആയി, പിന്നെ അത് താഴോട്ടേക്ക് വീഴാം.
അപ്പോൾ ഈ ഏറ്റവും ഹൈറ്റിലെത്തുന്ന സമയത്ത് ഒരു നിമിഷം വെലോസിറ്റി എന്താവുന്നുണ്ട്, 0 ആവുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൻ്റെ ആക്സിലേഷൻ എങ്ങോട്ടുണ്ട്, താഴോട്ടേക്കുണ്ട്. അണ്ടർസ്റ്റുഡ്? അതുകൊണ്ടാണ് അടുത്ത നിമിഷം അത് താഴോട്ടേക്ക് വരുന്നത്. ഓക്കെ, സോ വെലോസിറ്റി ഇല്ലാഞ്ഞിട്ടും ആക്സിലേഷൻ ഉള്ള ഒരു സിറ്റുവേഷനാണ് ഒരു വെർട്ടിക്കൽ മോഷനിലെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ബോഡിക്ക് വെലോസിറ്റി 0 ആയിരിക്കും, പക്ഷേ ഇറ്റ് ഷുഡ് ഹാവ് എൻ ആക്സിലേഷൻ ഡൗൺവേർഡ്സ്. റെഡി? ഇനി ഓസിലേഷൻ്റെ കേസിൽ, ഓസിലേഷൻ നമ്മൾ അവസാനത്തെ പാഠത്തിൻ്റെ തൊട്ട് മുന്നത്തെ പാഠമാണ് ഓസിലേഷൻ. ഒരു സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടുന്ന് തിരിച്ചിങ്ങോട്ടേക്ക് പോയി. ഈ രണ്ട് എക്സ്ട്രീം പോയിന്റ്സ്, ഇതാ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് ഇവിടെ പോയി തട്ടി മീൻസ് ഇവിടെ എത്തി തിരിച്ചിങ്ങോട്ടേക്ക് വന്നു, ഇവിടെ എത്തി തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ അറ്റത്തും വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ എത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്താവും? 0. പക്ഷെ അടുത്ത നിമിഷം ഇത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എത്തുന്ന സമയത്ത് ഇതിന് എന്തുണ്ട്? ആക്സിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സിറ്റുവേഷൻ എന്താണ്? വെലോസിറ്റി 0 ആണെങ്കിലും ആക്സിലേഷൻ ഉണ്ടാവുന്ന അടുത്ത സിറ്റുവേഷൻ എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ അതിൻ്റെ രണ്ട് എക്സ്ട്രീം പോയിന്റ്സിലും എത്തുന്ന സമയത്ത് എന്താണ്? വെലോസിറ്റി 0 ആയിരിക്കും, ബട്ട് ദ ബോഡി ഷുഡ് ഹാവ് എൻ ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ അത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An astronaut in a space shuttle moves along a straight line. The data given below the measured velocities at every 2 seconds starting from t is equal to 2 seconds. Okay, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് വരയ്ക്കാൻ നമ്മളോട് പറയുന്നത്. നോക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വെലോസിറ്റി എടുത്തു, ഇവിടെ ടൈം എടുത്തു. ഈ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 0ൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ദാറ്റ് മീൻസ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ നമ്മുടെ തന്നിരിക്കുന്ന ഡാറ്റയിൽ നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് നല്ലോണം നോക്കണം. തന്നിരിക്കുന്ന ഡാറ്റ കൃത്യമായിട്ട് വൃത്തിയായിട്ട് നമ്മൾ നോക്കണം. യെസ്, അപ്പോൾ അതിൽ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഇത് പോരാ, നമുക്ക് എന്ത് വേണം? നെഗറ്റീവ് ആക്സിസും കൂടിയുള്ള ഒരു ഗ്രാഫ് നമുക്ക് ആവശ്യമുണ്ട്. സോ ഞാനൊരു ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ദെൻ പിന്നെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇവിടെ 2, 4, 6, ഇവിടെയും 2, 4, 6. പക്ഷേ ഇത് നെഗറ്റീവ് ആണ്. -2, -4, -6 ഇത് 0. ഓക്കെ, പിന്നെ ടൈം 2 മുതൽ എത്ര വരെ ഉണ്ട്? 16 വരെ ഉണ്ട്. അപ്പോൾ 2, 4, 6, 8, 10, 12, 14, 16. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഫുൾ സ്റ്റെപ്പുകളൊന്നും പറയാൻ നിൽക്കുന്നില്ല. വരയ്ക്കുന്ന സമയത്ത് നോക്കുക, 2ൽ 2, 4ൽ 4, 6ൽ 6 എന്നുള്ള രീതിയിൽ പോവും. പിന്നെ നേരെ 8ലെത്തുമ്പോഴേക്കും ഇതിൻ്റെ വാല്യൂ എത്രയാവും? 2 ആവും. പിന്നെ ഏകദേശം ഇവിടെയാണ് വരിക, 2 ആവും. പിന്നെ അത് 10ൽ അത് 0 ആവും. 12ൽ -2 വരും. -2 വരും, -4 വരും. ദെൻ 16ലെത്തുമ്പോൾ -6 വരും. ഓക്കെ, സോ ഈ ഗ്രാഫ് ഇത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും നോക്കാം. ഓക്കെ, 2 നല്ല തുടങ്ങുന്നത് ഇവിടം വരെ. ഓക്കെ, ദെൻ അടുത്തതൊന്ന് ഇങ്ങനെ വരയ്ക്കുക. സോറി, അടുത്തത് അങ്ങോട്ടേക്ക് വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ അടുത്തത് നേരെ ഇങ്ങനെ വരും. ഇങ്ങനെ വരും. സോ ദിസ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പം ഫൈൻഡ് ദി ആവറേജ് ആക്സിലറേഷൻ ദ ടൈം ഇന്റർവെൽ ഫ്രം t1 to 2 seconds to t2 to 6 seconds. ഓക്കെ, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആക്സിലറേഷൻ കാണാൻ പറയുന്നു. ഞാൻ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ,
2 മുതൽ 6 സെക്കൻഡ്സ് വരെ. അപ്പം നേരെ ഇവിടുന്ന് ഒരു വര ഇങ്ങോട്ടേക്ക് വരയ്ക്കാം, ഇവിടുന്ന് ഒരു വര ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഈ ഒരു ഭാഗത്തെ സ്ലോപ്പാണ് നമുക്ക് കാണേണ്ടത്. ഇത് തീറ്റ എന്ന് കൊടുക്കുന്നു, തീറ്റ എന്ന് കൊടുക്കുന്നു. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ഇവിടെ എ ബി സി. ഓക്കെ, സോ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്താണ്, എ ബി ആണ്. അത് ചെയ്യുന്ന സമയത്ത് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ബി സി. ബി സി എന്ന് പറയുന്ന സമയത്ത് എന്താണ്, 2 മുതൽ 6 വരെ. ദാറ്റ് മീൻസ് 6 മൈനസ് 2 ഡിവൈഡഡ് ബൈ എ ബി എന്ന് പറയുമ്പം 2 മുതൽ 6 വരെ അതും. ഓക്കെ, ദാറ്റ് ഈസ് 6 മൈനസ് 2. ഓക്കെ, ദർ ഇസ് എ സ്മോൾ മിസ്റ്റേക്ക്. അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ മക്കളെ, ഞാൻ എവിടെയും പോയിട്ടില്ല, നമ്മൾ വരച്ച കാര്യമൊക്കെ മയഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടൊന്ന് റെഡിയാക്കിയതായിരുന്നു. റെഡി, നമുക്ക് തിരിച്ചു വരാം. ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞു. സംഭവം എന്താ വെച്ചാൽ ഞാൻ T1 2 സെക്കൻഡും T2 6 സെക്കൻഡ് എന്നുള്ള രീതിയിലെടുത്ത്. പക്ഷേ നമ്മളോട് പറഞ്ഞ എന്താണ്, എഗെയിൻ വെരി സോറി, അത് തന്നെയായിരുന്നു ആൻസർ വരേണ്ടത്. ഞാനത് ക്വസ്റ്റ്യൻ വായിച്ചു പോയതാണ്, വെരി സോറി. നമുക്ക് നോക്കാം, ഒന്നുകൂടെ പറയാം. 2 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെയുള്ള ഭാഗത്തെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ടാൻ തീറ്റ, സ്ലോപ്പ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലോപ്പ് കണ്ടാൽ മതി. വെലോസിറ്റി ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ടാൻ തീറ്റ പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് 6 മുതൽ 2 വരെ, ദാറ്റ് ഈസ് 6 മൈനസ് 2. ദെൻ താഴെ ടൈമും 6 minus 2 വരും, that is 1 meter per second. കറക്റ്റ് അല്ലേ? ഓക്കെ ഫൈൻ, യെസ്, യാ. അപ്പോൾ അടുത്ത് ഇൻ ദ ടൈം ഇൻ്റർവെൽ T1 is equal to 12 second to T2 is equal to 14 second. Describe whether the speed of the space shuttle increases or decreases. ടൈം 12 സെക്കൻഡ് മുതൽ 14 സെക്കൻഡ് വരെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് കുറയാണോ കൂടുകയാണോ എന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ വെലോസിറ്റി നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ നോക്കിക്കോ, വെലോസിറ്റി എങ്ങോട്ടാണ്, ഇത് വെലോസിറ്റി കൂടുന്ന ഭാഗം, ഈ ഭാഗം വെലോസിറ്റി കുറയുന്നത്, ഈ ഭാഗം നെഗറ്റീവിലേക്ക് വെലോസിറ്റി എന്താവുക ചെയ്യുന്നത്, കൂടുക ചെയ്യുന്നത്. അപ്പം നെഗറ്റീവിലെ വെലോസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ വെലോസിറ്റി കുറയാന്ന് പറഞ്ഞാൽ എൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. പിന്നെ ഞാൻ ബാക്കോട്ടേക്ക് പോകുന്ന സമയത്താണ് അല്ലെങ്കിൽ പുറകോട്ടേക്ക് പോകുന്ന സമയത്താണ് എന്താക്കുന്നത്, നെഗറ്റീവ് വെലോസിറ്റി വരുന്നത്. അത് കൂടുക എന്ന് പറഞ്ഞാൽ പുറകോട്ടേക്കുള്ള ദൂരം എന്താക്കുവാണ്, പുറകോട്ടേക്കുള്ള സ്പീഡ് എന്താക്കുവാണ്, കൂടുകയാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ നമുക്ക് കുറയുന്നതായിട്ടാണ് കാണാൻ പറ്റുക, പക്ഷേ നെഗറ്റീവിലേക്ക് അത് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്പേസ് ഷട്ടിലിൻ്റെ സ്പീഡ് എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കേണ്ട കാര്യമില്ല, പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് എന്ത് നോക്കണം, ഡയറക്ഷൻ നോക്കണം. ഓക്കെ, സോ സ്പീഡ് ഈസ് ഇൻക്രീസസ്, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, a ball is dropped from the top of the tower. Derive an expression for the velocity of the body after a certain time. ഇത് സിമ്പിൾ ആണ്. A is equal to, ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു സാധനം താഴേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ ആക്സിലേഷൻ ഉണ്ടാവും. A is equal to v minus u by t ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫൈനൽ വെലോസിറ്റി കാണാൻ എന്താ ചെയ്യുക, ഈ താഴെയുള്ള ടീനെ നമ്മൾ ഇങ്ങോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ AT ഈസ് ഈക്വൽ ടു v മൈനസ് യു എന്ന് കിട്ടും. അപ്പോൾ v ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് യു അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് u പ്ലസ് AT എന്ന് വരും. സിമ്പിൾ. ഓക്കെ,
നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. പ്രൂവ് ദാറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് 20 മീറ്റർ ഇഫ് ദ ബോൾ റീച്ചസ് ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാം. ഹൈറ്റ് ഓഫ് ദി ടവർ 20 മീറ്റർ ആണെന്ന് തെളിയിക്കണം. ഇഫ് ദ ബോൾ റീച്ചസ് ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ബോൾ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യാണ്, അപ്പോൾ അതിന് ഇനീഷ്യൽ വെലോസിറ്റി 0 താഴോട്ടേക്കാണ് പോകുന്നത്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും താഴോട്ടേക്കാണ്, രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ജി എന്ന് എടുക്കാം. ജി ദാറ്റ്സ് ഈക്വൽ ടു 10 എടുത്തു, 10 മീറ്റർ പെർ സെക്കൻഡ് എടുത്തു, സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ദെൻ പിന്നെ താഴെ എത്തുന്ന സമയത്തുള്ള ഹൈറ്റ് 20 ആണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഹൈറ്റ് നമുക്ക് 20 ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് വേണ്ടത്. സോ ഹൈറ്റ് എത്രയാണെന്ന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഓക്കെ, ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ പറ്റി. ഹൈറ്റ് 20 മീറ്റർ ആണ്. ഓക്കെ, അത് കൊടുക്കണം, നമ്മൾ 20 മീറ്റർ എന്ന് കൊടുക്കണം. വെലോസിറ്റി ഓക്കെ, അത് രണ്ട് രീതിയിൽ ചെയ്യാം, അതുകൊണ്ടാണ് ഒരു മിസ്റ്റേക്ക്, ഒരു പ്രശ്നം അവിടെ വന്നത്. ഒന്നുകിൽ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം, എന്നിട്ട് വെലോസിറ്റി എത്ര എന്ന് കൊടുക്കാം, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഹൈറ്റ് എത്ര എന്ന് കൊടുക്കാം, 20 മീറ്റർ എന്ന് കൊടുക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഓക്കെ ആയി വന്നാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് എച്ച് തന്നെ കണ്ടുപിടിച്ച് നോക്കാം. നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടല്ലേ തുടങ്ങി, അപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, സോ യു ഉണ്ട്, എ ഉണ്ട്, എച്ചിന് പകരം എസ് ആണ് നമ്മൾ ഇക്വേഷൻസിൽ കാണാറുള്ളത്. സോ എസ്, വി ഉണ്ട്. ഏതാ ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, അപ്പം എച്ച് ഇസ് ഈക്വൽ ടു യു ടി. യു ടി മീൻസ് 0 ഇൻറ്റു ടി, അത് 0 ആയിപ്പോയി, പ്ലസ് ഹാഫ് എക്ക് പകരം 10 കൊടുത്തു ഇൻറ്റു ടി സ്ക്വയർ. ഓ, അവിടെയും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ടി ടൈം നമ്മുടെ കയ്യിലില്ല. അപ്പം ഒന്നുകൂടെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എടുക്കാം. കാര്യം ഇതിൽ ടൈം ഇല്ലല്ലോ, ടൈം ഇല്ലാത്ത ഇക്വേഷൻ ആണ്. നേരത്തെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കുന്ന സമയത്ത് അവിടെ ടൈം ഉണ്ട്, പക്ഷേ നമ്മുടെ ഡീറ്റെയിൽസിലൊന്നും എന്തിനെ പറ്റി പറയുന്നില്ല, ടൈമിനെ പറ്റി പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷൻ പറ്റൂല, ഈ ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം. വി സ്ക്വയർ ഫൈനൽ വെലോസിറ്റി 20 സ്ക്വയർ, ദാറ്റ് ഈസ് 20 സ്ക്വയറിന് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു യു സ്ക്വയർ നമ്മുടെ കയ്യിലില്ല, 0 ആണ്, പ്ലസ് 2as, 2 ഇൻറ്റു എക്ക് പകരം 10 എന്ന് എടുക്കാം, എസിന് പകരം എന്തെന്ന് എടുക്കാം, എച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, yeah, so 20 square, that is 400 is equal to 2 into 10, 20 into h എന്ന് കിട്ടും. അപ്പോൾ h is equal to എത്രയാണ്, 400 by 20, so that is 20 meter. ഓക്കെ, ഒരു ബോൾ താഴെ എത്തുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താണ്. അപ്പോൾ താഴെ എത്തുന്ന സമയത്തുള്ള വെലോസിറ്റി 20 ആണെങ്കിൽ ആ ടവറിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും തെളിയിച്ചു, 20 ആണെന്ന് തെളിയിച്ചു. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, എ ബോൾ ടേക്സ് t1 second to fall from a height h1 and t2 second to fall from a height h2, then h1 by h2 is equal to. ഓക്കെ, ഇതും എളുപ്പത്തിൽ നമുക്ക് തെളിയിക്കാവുന്നതാണ്. ഇതിൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ ആദ്യത്തെ എന്താണ്, h1 ഹൈറ്റിൽ നിന്ന് താഴെ എത്താൻ t1 സെക്കൻഡ് എടുത്തു. സോ എസിന് പകരം h1 കൊടുക്കുക, ഇസ് ഈക്വൽ ടു യു ടി. ഇനീഷ്യൽ വെലോസിറ്റി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഫോൾ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവില്ല, അപ്പോൾ അത് പോട്ടെ, 0 എന്ന് പോയി, യു 0 ആകുമ്പം യു ടി 0 ആയി പോകും. അപ്പം ഹാഫ് ജി ഇൻറ്റു ടൈം t1 ആണ്, അപ്പോൾ t1 സ്ക്വയർ എന്ന് വന്നു. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി h2 ഇസ് ഈക്വൽ ടു യു ടി തന്നെ അവിടെ വരും. യു ടി എന്ന് പറയുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം, ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയി പോകും, അപ്പോൾ യു ടി 0 ആയി പോയി. അപ്പം ഹാഫ് ജി ഇൻറ്റു t1 സ്ക്വയറിന് പകരം അവിടെ എന്താ കൊടുത്തത്, 2t1 ആണ് ടൈം എന്ന് കൊടുത്തു. അപ്പോൾ 2t1 ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ്
H2 is equal to half G into 4T1 square എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി 1/2 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും H1 by H2 is equal to half G T1 square divided by half G into 4 into T1 square എന്ന് കിട്ടും. അപ്പോൾ half G കട്ടായി T1 square കട്ടായി 1/4 എന്ന് കിട്ടും. So H1 by H2 is equal to 1/4. This is the right answer. Okay. Yeah. ഒറ്റ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇവിടെ ചെയ്യാം. A body projected upwards with a maximum height h. The velocity with which it was projected is. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ വന്ന പ്രോബ്ലംസ് പറഞ്ഞാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒരു വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചില കുട്ടികൾക്ക് ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യും. പക്ഷേ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നോക്ക്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ് റീച്ചസ് എ മാക്സിമം ഹൈറ്റ് എച്ച്. ദ വെലോസിറ്റി ഓക്കെ ഇത് മാക്സിമം ഹൈറ്റിലെത്തിയ സമയത്ത് മാക്സിമം ഹൈറ്റ് എച്ച് ആണ്. അപ്പം താഴെ നിന്ന് ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് ഒരു ഫ്ലോറിൽ നിന്ന് ഇതിങ്ങനെ മുകളിലേക്ക് വരുന്നു. അപ്പോൾ ഏറ്റവും മുകളിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ആണ്. അതല്ലേ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. സോ ആദ്യം നമുക്ക് എഴുതാം ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതി എച്ച് എന്ന് എഴുതി കിട്ടി. ഓക്കെ. മാക്സിമം ഹൈറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് ഈക്വൽ ടു മുകളിലേക്ക് എറിയാണ്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ്. അപ്പം മൈനസ് ജി വരും. എ ഈക്വൽ ടു മൈനസ് ജി വരും. ഓക്കെ. എസ് വി യു എ ഏതാ ഇക്വേഷൻ വരിക? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പറ്റുമോ? ഇല്ല, കാരണം ടി ഉണ്ട് അവിടെ, ഇവിടെ ടി ഇല്ല. അപ്പം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതെങ്ങനെ മാറും? വി സ്ക്വയർ 0 സ്ക്വയർ പോട്ടെ 0 ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2asന് പകരം മൈനസ് 2gh. മൈനസ് 2gh ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് 2gh ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് കിട്ടും. സോ യു ഇസ് ഈക്വൽ ടു റൂട്ട് 2gh. സിമ്പിൾ. ഓക്കെ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഡിലീറ്റഡ് പോർഷൻ ഒഴികെയുള്ള എല്ലാ ഭാഗവും നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഡിലീറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, പ്രിലിമിനറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ഡിലീറ്റഡ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ 3-4 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ എന്താക്കുക, നിങ്ങളൊന്ന് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നാളെ ഒരു ദിവസം മുഴുവനായിട്ട് ഫിസിക്സ് പഠിക്കാനുണ്ട്. അപ്പം ഇന്ന് നമ്മൾ തരുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എന്താക്കണം, വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താക്കണം, ചെയ്ത് ഒന്ന് ആൻസർ അത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കമൻ്റായിട്ടോ മെസ്സേജ് ആയിട്ടോ ഒക്കെ ഞങ്ങൾ അറിയിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്ത ചാപ്റ്ററിൽ കാണാം. ഓക്കെ.
ഓക്കെ, അപ്പം ഒരു ചാപ്റ്ററും കൂടി എടുത്തിട്ട് ഞാൻ പോകാമെന്ന് വെച്ചു. അപ്പം മോഷനെ പ്ലെയിനും കൂടി ഞാൻ എടുക്കാം. ഓക്കെ, എന്നിട്ട് വേറൊരു സാറ് വരും. സാറ് വന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. എന്നിട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ തന്നെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറി മാറി നിങ്ങൾക്ക് ഒരാളെ കണ്ടിട്ടുള്ള ആ ഒരു മുഷിപ്പും ഒക്കെ അങ്ങ് മാറി കിട്ടും. ഇങ്ങനെ മാറി മാറി എടുക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ചാപ്റ്റർ ഞാൻ എടുക്കാം. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് വെക്റ്റേഴ്സ്. ഓക്കെ, വെക്റ്റേഴ്സ്, വെക്റ്റർ ആൾജിബ്ര നമ്മൾ പഠിക്കുന്നുണ്ട്. വെക്റ്റർ ആൾജിബ്ര അതായത് വെക്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന മാത്തമാറ്റിക്സ്. എന്തായിരുന്നു വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, a physical quantity which has both magnitude and direction that are called vectors. Okay, അപ്പം വെക്റ്റേഴ്സിൻ്റെ മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലസ് മോഷൻ ഇൻ എ പ്ലെയിൻ, അതായത് 2 dimensional മോഷൻ. മോഷനെ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ 1 dimensional മോഷൻ എന്ന് പറയും. മോഷനെ പ്ലെയിനെ 2 dimensional മോഷൻ എന്ന് പറയും. മോഷൻ ത്രൂ എ സ്പേസിനെ നമ്മൾ എന്ത് പറയും? 3 dimensional മോഷൻ എന്ന് പറയും. അപ്പം ഈ ഒരു 2 dimensional മോഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് നീങ്ങാം. യെസ്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വെക്റ്റർ അഡീഷൻ റൂൾസ് അല്ലെങ്കിൽ വെക്റ്റർ അഡീഷൻ ലോസ് എന്താക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു, ഒരു വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രമല്ല. ആക്ച്വലി ഒരു വെക്റ്റർ എന്ന് പറയുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. അത് വെക്റ്റർ അഡീഷൻ ലോസും എന്താക്കണം, ഒബേ ചെയ്യണം. എന്നാൽ മാത്രമേ അതെന്താ ഉള്ളൂ, വെക്റ്റർ ആവുള്ളൂ. ഇപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾ കറണ്ടിനെ പറ്റി പഠിക്കും. ഓക്കെ, കറണ്ട് ഇലക്ട്രിസിറ്റിയും അല്ലാത്ത നോർമൽ ഇലക്ട്രിസിറ്റിയും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും എല്ലാം നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട് അല്ലേ? ഒരു വയറിൽ കൂടെ കറണ്ടിന് അങ്ങോട്ടേക്ക് പോകാം അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതായത് വാല്യൂ ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. എന്നാൽ കറണ്ടിനെ ഒരിക്കലും നമ്മൾ വെക്റ്ററായിട്ട് കൂട്ടാറില്ല. അതിൻ്റെ കാരണം ഇതാണ്, കറണ്ട് ഒരിക്കലും വെക്റ്റർ അഡീഷൻ ലോസ് എന്താക്കുന്നില്ല, ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വെക്റ്ററിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെക്റ്റർ അഡീഷൻ ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. ഓക്കെ, യെസ്, 2 ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ആണുള്ളത്. ഒന്നാമത്തത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, അടുത്തത് പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. ഓക്കെ, ഇതിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ നമുക്കൊന്ന് നോക്കാം. യെസ്, ആദ്യം തന്നെ ഒരു വെക്റ്ററിനെ നമ്മൾ ഒരു ഭാഗത്തെടുക്കാം. എന്നിട്ട് മറ്റൊരു വെക്റ്ററിനെ എന്താക്കുക, അതിൻ്റെ ടിപ്പിൽ തുടങ്ങുന്ന രീതിയിൽ എന്താക്കുക, വെക്കുക. ഓക്കെ, if 2 vectors can be taken both in magnitude and direction by the 2 sides of a triangle taken in an order. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡിലായിട്ട് 2 വെക്ടേഴ്സിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും കാണിക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ എൻ ഓർഡർ, ഒരു ഓർഡറിൽ എടുക്കണം. അതായത് ആ ഓർഡർ എന്ന് പറഞ്ഞാൽ നോക്കുക, ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, അവിടെ തന്നെയാണ് ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഒന്ന് ഇങ്ങോട്ടും എന്നുള്ള രീതിയിലല്ല, ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ എടുത്തു. അതിനാണ് നമ്മൾ ടേക്കൺ ഇൻ എൻ ഓർഡർ എന്ന് പറയുന്നത്, ഒരു ഓർഡറിലുള്ള പോക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് നമുക്ക് എവിടെ കിട്ടും മക്കളെ? തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ദെൻ ദി റിസൾട്ടന്റ് ഈസ് അറ്റ് ദി തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ടേക്കൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ എന്നാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ തേർഡ് സൈഡ് അങ്ങോട്ട് എടുക്കുക, ഈ മൂന്നാമത്തെ സൈഡ് ഇങ്ങനെ എടുക്കുക, വിച്ച് ഇസ് ടേക്കൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വരരുത്, ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ടേക്കുള്ള വരരുത്, അതിൻ്റെ റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. ഇനി അടുത്തത് പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന 2 വെക്ടേഴ്സ്. ഓക്കെ, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന 2 വെക്ടേഴ്സ്, ഒരു വെക്ടർ നമ്മൾ ഇങ്ങനെ എടുത്തു, മറ്റൊരു വെക്ടർ ഇങ്ങനെ എടുത്തു. ഓക്കെ, നോക്കുക, ഒരൊറ്റ പോയിന്റിലാണ് ഇത് എന്താക്കിയത്, ആക്ട് ചെയ്തത്. അങ്ങനെയാവുന്ന സമയത്ത് ഓക്കെ, ഇങ്ങനെ പറയാം, ഇഫ് 2 വെക്ടേഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദി 2 അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. 2 വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്, അടുത്തടുത്ത 2 സൈഡുകളിലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
ഇതിൻ്റെ റിസൾട്ടൻ്റ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക്, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പാരലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് മക്കളെ നോക്ക്, ഇതാ ഇതിൻ്റെ ഡയഗണൽ, ദെൻ ദി ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം ത്രൂ ദാറ്റ് പോയിന്റ്. അപ്പം ആ പോയിന്റിൽ കൂടെയുള്ള ആ ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ഇതാണ് എന്ത് തരുന്നത്, ഇതിൻ്റെ റിസൾട്ടൻ്റ് തരുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ റിസൾട്ടൻ്റ്? രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടറിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ റിസൾട്ടൻ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോസ് ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, നമുക്ക് നേരെ അടുത്തതിലേക്ക് പോവാം. In figure, two vectors A and B are acting at an angle theta as shown. Complete the diagram and find the magnitude and direction to the resultant of two vectors. Okay, ഇത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, മാഗ്നിറ്റ്യൂഡും റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണുക. ഓക്കെ, ഡെറിവേഷനാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാമല്ലോ. ഇതിൻ്റെ മുകളിൽ തന്നെ വരച്ചാൽ പോരെ? ഓക്കെ, എന്തായാലും ഇതിൻ്റെ മുകളിൽ തന്നെ വരയ്ക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഓക്കെ, പാരലോഗ്രാമായി. എന്നിട്ട് ഇതാ ഈ ഒരു ഡയഗണൽ, ഇവനാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ റിസൾട്ടൻ്റ് ആർ. ഓക്കെ, വെക്റ്റർ ആർ. ഇത് വെക്റ്റർ എ ആണ്, ഇത് വെക്റ്റർ ബി ആണ്. ഓക്കെ, എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. എന്നാൽ എക്കും റിസൾട്ടൻറ്റിനും ഇടയിലുള്ള ആംഗിൾ നമ്മൾ എന്തെന്ന് പറയും, ആൽഫ എന്ന് പറയും. അപ്പം റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡും കാണണം, ആ ആംഗിളും കാണണം. ഏത് ആംഗിൾ? ആൽഫ എന്നുള്ള ആംഗിൾ. വെക്റ്റർ എ എന്ന് എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഉള്ളത് ഈ റിസൾട്ടൻ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഡയറക്ഷൻ കിട്ടുള്ളൂ. സോ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആറിൻ്റെ വാല്യൂവും അതേപോലെ തന്നെ ആൽഫയും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി നീട്ടി വരച്ചു. ഇത്ര നീട്ടി വരച്ചു. 1 സെക്കൻഡ്. ഇത്രയും നീട്ടി വരച്ചു. ദെൻ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ ഒരു ഡയഗണൽ, ഇതാ ഇതിനൊക്കെ പേര് കൊടുത്തു. ഇത് ഒ ആണ്, നേരത്തെ ഉള്ളതാണ്. പി ആണ്, ഇത് ക്യൂ ആണ്. ആറ് റിസൾട്ടൻ്റ് എന്നുള്ളത് കൊണ്ട് വേറെ എന്തെങ്കിലും കൊടുക്കാം. സേ എസ് എന്ന് കൊടുത്തു, ഇവിടെ എൻ എന്ന് കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ ഒ എസ് കണ്ടോ നിങ്ങൾ? ഒ എസ് ഈ ഒരു റിസൾട്ടൻ്റ് അവിടുന്ന് പിയിലേക്ക്, ഇതാ ഈ പിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇതാ ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, എന്നിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇവിടെ ഈ ഒരു ഇതൊരു ജോമെട്രിക്കൽ ഡെറിവേഷൻ ആണ്. ജോമെട്രിക്കൽ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഈ ചിത്രങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ എന്തുണ്ടോ അത് മാത്രം വെച്ചിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ചിത്രം ആ ചിത്രം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡെറിവേഷൻ ആണ്. എന്നാലും നോക്കാം. ഓക്കെ, ഫ്രം ദി ഫിഗർ ഐ ക്യാൻ റൈറ്റ് ഈ OS square is equal to ON square plus SN square. പൈത്തഗോറസ് തിയറം വെച്ച് നമുക്ക് എഴുതാം. ഈ OS square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ON square plus SN square ആണ്. ഓക്കെ, അതെഴുതി. ദെൻ ഈ OS square എന്ന് പറഞ്ഞാൽ ON എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ON എന്ന് പറയുന്ന സമയത്ത് O മുതൽ P വരെയും പിന്നെ P മുതൽ എന്താണ് N വരെയുമാണ്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ എഴുതി, OP പ്ലസ് PN ഹോൾ സ്ക്വയർ പ്ലസ് SN സ്ക്വയർ എന്ന് എഴുതി. പിന്നെ അടുത്തൊരു കാര്യം കാണിച്ചു തരാം. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ഇതാ ഈ A എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഒരു എക്സും Y ആക്സിൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇവിടുന്ന് എക്സ് ഡയറക്ഷനിലേക്കുള്ള ഭാഗമാണ് ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ്. ഇത് തീറ്റയാണെങ്കിൽ ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് A കോസ് തീറ്റ ആയിരിക്കും. ഇതിൻ്റെ Y കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ വൈയിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ദിസ് ഈസ് ദ Y കമ്പോണൻറ്റ് ആൻഡ് ദിസ് ഈസ് A സൈൻ തീറ്റ. ഓക്കെ,
ആയിരിക്കും. ഇതിനാണ് നമ്മൾ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്. ഏതൊരു വെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്തെടുക്കാം. ഒന്ന് അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റ്, ഒന്ന് അതിൻ്റെ വൈ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് സൈൻ കമ്പോണൻറ്റ്. ഓക്കെ, ഈ രണ്ട് രീതിയിൽ ആണ് ഇതിനെ റിസോൾവ് ചെയ്യുക. എനിവേ ഇതിൽ നിങ്ങൾ നോക്ക്, ഒ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഡെറിവേഷനിലേക്ക് തന്നെ വരാം. ഒ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഒ എസ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ആണ്. ഒ പി എന്ന് പറഞ്ഞാലോ, ഒ പി എന്ന് പറഞ്ഞാൽ വെക്ടർ എ ആണ്, അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, പി എൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗമാണ് പി എൻ. ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുക. ഈ പി എസ് എന്നുള്ള ലൈൻ നോക്കുക. ഇത് എ ബി വെക്ടർ ബി എൻ അല്ലേ, ഈ ലൈൻ തന്നെ അല്ലേ ഈ ലൈന്, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ലൈൻ അല്ലേ ഇത്. രണ്ടും ഒരേ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പം വെക്ടർ ബി ഇവിടെ കാണിച്ചതിന് പകരം എവിടെയും കാണിക്കാം, ബി ഇവിടെയും കാണിക്കാം. അങ്ങനെ ആകുന്ന സമയത്ത് അതിൻ്റെ ഈ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റ ആയിരിക്കും. കാര്യം ഇതാ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ എന്താണ്, തീറ്റയാണ്. സോ പി എന്ന് പറഞ്ഞാൽ എന്താണ്, ബി കോസ് തീറ്റയാണ്. സോ ഒ പി ഈസ് ഈക്വൽ ടു, ഒ പി എന്ന് പറഞ്ഞാൽ വെക്ടർ എ ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. പി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി കോസ് തീറ്റയാണ്. അതേപോലെ തന്നെ എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ബീനെ നമ്മളിവിടെ കാണിച്ചു. അപ്പോൾ ഇത് അതിൻ്റെ കോസ് കമ്പോണൻ്റ് ആണ് ഇത്രയും ഭാഗം. ഇത് അതിനെന്തായിരിക്കും, സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. ഈ ഭാഗത്തിന് പകരം നമ്മൾ നേരെ ഇത് എടുക്കുന്നു. ഓക്കെ, സോ പി എൻ ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ ആണെങ്കിൽ എസ് എൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ബി സൈൻ തീറ്റ ആയിരിക്കും. ഇതെല്ലാം ഇക്വേഷൻ നമ്പർ 1 ഇടുന്ന സമയത്ത് ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് പി എൻ. ഒ പി എന്ന് പറഞ്ഞാൽ എ ആണ്, പ്ലസ് പി എൻ എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റ ആണ്, ഹോൾ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ ബി സൈൻ തീറ്റ. അതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ദെൻ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പം എ സ്ക്വയർ പ്ലസ് 2ab cos theta പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇത് ചെയ്യുമ്പം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ഞാൻ അങ്ങോട്ട് കോമൺ ആയിട്ട് എടുത്തു. ഇതാ ഇവിടെയും ബി സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, ഇവിടെയും ബി സ്ക്വയറിൻ്റെ ടേം ഉണ്ട്. അപ്പം ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നെടുത്തു. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. Then what is r? r is equal to root of a square plus b square plus 2ab cos theta. മോഷൻ ഇൻ എ പ്ലെയിനിൽ ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉള്ള ഡെറിവേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പം അത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതാണ്. പിന്നെ ഉള്ളത് ആകെ ഉള്ളത് ഇതാണ്, എന്താ പറയുക, പ്രൊജക്ടൈൽ മോഷനായിട്ട് ബന്ധപ്പെട്ട ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ട്, മാക്സിമം ഹൈറ്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള ഡെറിവേഷൻസ് തന്നെ ചോദിക്കാറുള്ളൂ ഇതിൽ. ഓക്കെ, ഇനി ഇതിൽ ഈ ആൽഫയും കൂടി നമുക്ക് കാണാനുണ്ട്, എന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആറ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് എഴുതിയെടുക്കേണ്ട ആൾക്കാർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഇനി നമുക്കതിൻ്റെ 6 കണ്ടുപിടിക്കാം. സോറി, 6 കണ്ടുപിടിച്ചു. അതിൻ്റെ ആൽഫ ആ ഭാഗം ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടാൻ ആൽഫ എടുത്തു. ഓക്കെ, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു, ടാൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള എസ് എൻ, ആൽഫേൻ്റെതാ ഈ ആൽഫേൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എസ് എൻ ആണ്. എസ് എൻ ബൈ ഒ എൻ കിട്ടും. ഒ എൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒ പി പ്ലസ് എന്താണ്, പി എൻ ആണ്. ഓക്കെ, സോ എസ് എൻ ബൈ ഒ പി പ്ലസ് പി എൻ.
ഇത് ചെയ്യുന്ന സമയത്ത് ടാൻ ആൽഫ ഈക്വൽ ടു എസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോസ് തീറ്റ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോറി, ബി കോസ് തീറ്റ അല്ല, ബി സൈൻ തീറ്റ. ബി സൈൻ തീറ്റ ബൈ ഒ പി എന്ന് പറഞ്ഞാൽ എ ആണ്, എ പ്ലസ് പി എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റ, എ പ്ലസ് ബി കോസ് തീറ്റ. അത്രയേ ഉള്ളൂ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, അപ്പം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി, അതേപോലെ തന്നെ ഇതിൻ്റെ എന്തും കിട്ടി, ഡയറക്ഷനും കിട്ടി. ഓക്കെ, ഇതിൽ ഈ റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് പല സ്ഥലത്ത് ആവശ്യത്തിൽ വരും. സോ അതൊന്ന് മനസ്സിലാക്കി പഠിച്ച് തന്നെ വെക്കാം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് ഹാസ് മിനിമം മാഗ്നിറ്റ്യൂഡ് വെൻ ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ്. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാവുമ്പോഴാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏറ്റവും മിനിമം വരിക എന്ന് ചോദിക്കുന്നു. സോ റിസൾട്ടൻ്റ് ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പോൾ നമ്മളെപ്പോഴും ചിലപ്പോൾ മിക്കവാറും സമയങ്ങളിൽ തെറ്റിപ്പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം കോസ് തീറ്റേൻ്റെ വാല്യൂ തീറ്റ ഇസ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എന്താ പറയുക, ഇഫ് തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. കോസ് 0 എന്ന് പറഞ്ഞാൽ 1, അപ്പം ഇങ്ങനെ വരും. ഓക്കെ, ഇനി തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു എന്ത് വരും, 0 വരും. സോ വാട്ട് യു ഗെറ്റ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും അല്ലേ. ഈ 2ab അങ്ങോട്ട് എന്തായി പോകും, കട്ടായി പോകും. അപ്പം ഏറ്റവും മിനിമം ആവുക തീറ്റ 90 ആവുമ്പോൾ അല്ലേ നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ ഇവിടെ വേറൊരു ആംഗിളും കൂടെ അവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 180 വരുന്ന സമയത്ത് തീറ്റ ഈക്വൽ ടു 180 നോക്ക്. അപ്പം എന്ത് വരും, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 180 എന്ന് പറഞ്ഞാൽ ഇൻറ്റു -1 ആണ്. സോ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -2ab. അപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണോ, ഇതാണോ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണോ? അല്ല, ഇവിടെ 180 വരുന്ന സമയത്ത്, തീറ്റ 180 വരുന്ന സമയത്ത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ കൂടെ -2ab കൂടി ഉണ്ട്. അപ്പം അത്രയും കുറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ തീറ്റ 180 ആകുമ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡ് ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഫോഴ്സസ് 4 Newton and 3 Newton are acting perpendicular to each other. The magnitude of the resultant is, ഇതും ഈ പറഞ്ഞ ഇക്വേഷൻ വെച്ച് തന്നെ എളുപ്പം ചെയ്യാം. R is equal to root of a square plus b square plus 2ab cos theta. Root of a square എന്ന് പറയുമ്പം 4 square plus 3 square plus 2 into 4 into 3 into cos 90. Perpendicular ആണെന്നല്ലേ പറഞ്ഞത്. Root of 4 square is equal to what? 16 plus 3 square is equal to 9 plus cos 90 എന്ന് പറയുന്ന സമയത്ത് ഇത് എന്തായി പോകും, 0 ആയി പോകും. അപ്പം ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത ഈ ഭാഗങ്ങളൊക്കെ എന്തായി പോകും, 0 ആയി പോകും. സോ പ്ലസ് 0. സോ റൂട്ട് ഓഫ് 16 plus 9 is equal to 25. That's equal to 5 Newton. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് വെക്റ്റർ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ചാപ്റ്റർ 2 ഭാഗമാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വെക്റ്ററായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്സ്, അതിന് വെക്റ്റർ ആൾജിബ്ര എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വെക്റ്റർ ആൾജിബ്രയാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിലെ ഫിസിക്സ് പഠിക്കാനുണ്ട്, മോഷനെ പറ്റി പഠിക്കാനുണ്ട്, 2 ഡയമെൻഷണൽ മോഷനെ പറ്റി പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ മോഷനെ പ്ലെയിന് പഠിക്കാനുണ്ട്. ഒരു പ്ലെയിനിൽ കൂടെയുള്ള മോഷനാണ് ഇങ്ങനത്തെ ഒരു പ്രൊജക്ടൈൽ മോഷൻ. നമ്മൾ ജാവലിൻ ത്രോ എറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിസ്കസ് ത്രോ എറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷോർട്ട് പുട്ട് എറിയുന്ന സമയത്ത്, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് പോവുക. ദിസ് ഇസ് കോൾഡ് പ്രൊജക്ടൈൽ മോഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ പരീക്ഷയ്ക്ക് അതേപോലെ ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ഡെറിവേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രൊജക്ടൈൽ മോഷനായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ ഞാനൊന്ന് ഡിറൈവ് ചെയ്ത് തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വരയ്ക്കാം.
യെസ്, ഇവിടെ ഒരു പ്രൊജക്ടൈൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വീഴുന്നു. അങ്ങനെ വീഴുന്നു, അങ്ങനെ വന്ന് വീണു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് പച്ച വെച്ച് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ യു. ഇത് അതിൻ്റെ എക്സ് കമ്പോണൻറ്റ്, ഇത് അതിൻ്റെ വൈ കമ്പോണൻറ്റ്. ഓക്കെ, സോ അതിന് ഇത് യു ആണെങ്കിൽ ഇവിടെ തീറ്റ ആണെങ്കിൽ ദിസ് ഈസ് യു കോസ് തീറ്റ, ഇവിടെ കാണുന്ന യു സൈൻ തീറ്റ. നേരത്തെ ഒരു വെക്ടർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും. ഇത് നോക്ക്, ഇതിൽ യു കോസ് തീറ്റ എന്ന് പറയുന്ന സമയത്ത് യു കോസ് തീറ്റയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല, കാരണം ഇത് മുന്നോട്ടേക്കുള്ള കമ്പോണൻ്റ് ആണ്. എന്നാൽ യു സൈൻ തീറ്റ നിങ്ങൾ നോക്കിയാൽ യു സൈൻ തീറ്റ മുകളിലേക്കുള്ള കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്നതോറും യു സൈൻ തീറ്റയുടെ വാല്യൂ എന്താവും, കുറയും. മുകളിലോട്ടുള്ള സ്പീഡ് ആദ്യം നല്ല കൂടുതലുണ്ടാവും, പിന്നെ കുറഞ്ഞ് പിന്നെ കുറഞ്ഞ് പിന്നെ കുറഞ്ഞ് പിന്നെ അത് സീറോ, പിന്നെ താഴോട്ട് വരുമ്പോൾ കൂടി 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 നന്നായിട്ട് കൂടും. അപ്പം യു സൈൻ തീറ്റയുടെ വാല്യൂ ആണ് ഇവിടെ ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യു കോസ് തീറ്റ എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പം ഇതിലെ ടൈം ഓഫ് ഫ്ലൈറ്റ് നോക്കാം നമുക്ക് ആദ്യം. ടൈം ഓഫ് ഫ്ലൈറ്റ്, ഈ സാധനം ഇവിടുന്ന് പൊങ്ങിയിട്ട് ഇവിടെ വന്ന് വീഴാൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് നോക്കുന്ന സമയത്ത് ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, ഇതിപ്പം നോക്കുക, ഈ പ്രൊജക്ടൈൽ മോഷൻ നമുക്ക് രണ്ട് മോഷനായിട്ട് എടുക്കാം. ഇത് മുകളിലേക്കും പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഇത് മുന്നോട്ടേക്കും പോകുന്നുണ്ട്, ശരിയല്ലേ? അപ്പം മുന്നോട്ടേക്കുള്ള ഹൊറിസോണ്ടൽ മോഷനും ഇതിനുണ്ട്, മുകളിലേക്കുള്ള വെർട്ടിക്കൽ മോഷനും അതിനുണ്ട്. അപ്പോൾ അതിൻ്റെ സഹായകമായിട്ടുള്ള രണ്ട് കമ്പോണൻ്റ് ആണ് യു കോസ് തീറ്റ. ഇത് ഇതിനെ മുന്നോട്ടേക്ക് നയിക്കുന്നു, യു സൈൻ തീറ്റ ഇത് ഇതിനെ മുകളിലേക്ക് നയിക്കുന്നു. ഈ രണ്ട് കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, മുകളിലേക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എക്സ് എന്ന് പറയുന്നു, ഇങ്ങോട്ടേക്കുള്ളതിന് എസ് വൈ എന്ന് പറയാം, അല്ലേ? വൈയിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, എക്സിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. സോ എസ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എക്സിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ഇതാ മുകളിലേക്ക് പോയി തിരിച്ച് താഴെ തന്നെ വന്നു. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് എക്സ് ഡയറക്ഷനിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. സോ ദാറ്റ് ഈസ് സീറോ. ഇതിൻ്റെ യു ഇനീഷ്യൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഡയറക്ഷൻ എടുത്തതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എക്സ് ഡയറക്ഷൻ എടുക്കുക. യു എക്സ് ഇസ് ഈക്വൽ ടു, ദർ ഇസ് എ സ്മോൾ മിസ്റ്റേക്ക്, ഒന്നുകൂടെ പറഞ്ഞത്. ഇത് എക്സ് ഡയറക്ഷൻ, ഇതെന്താണ് വൈ ഡയറക്ഷൻ. അപ്പം ഇങ്ങോട്ടേക്കുള്ളത് എസ് എക്സ് ആണ്, ഇത് ഇങ്ങോട്ടേക്കുള്ളത് എന്താണ് എസ് വൈ ആണ്. അപ്പം വൈ ഡയറക്ഷനിൽ ഒരു സാധനം ഇങ്ങനെ പൊങ്ങിയിട്ട് താഴത്തിന് എത്തുന്ന സമയത്ത് ഇതിൽ വൈ ഡയറക്ഷനിൽ ഒരു മാറ്റവും ഇല്ല, മുകളിലേക്ക് പോയിട്ട് താഴത്തിന് എത്തുന്നു. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് എസ് വൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, സീറോ എന്ന് വരും. അപ്പോൾ അതേപോലെ ഇനീഷ്യൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വൈ കമ്പോണന്റ് എടുത്തുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റിനെ എന്തിന് എടുക്കണം, വൈ കമ്പോണന്റിന് എടുക്കണം. ഇനീഷ്യൽ വെലോസിറ്റിന്റെ വൈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ, യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ഇനി എ ഈക്വൽ ടു എന്താണ്, മൈനസ് ജി ആണ്. ആൻഡ് ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എസ് ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്. ഏത് ഇക്വേഷൻ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഇറ്റ്സ് എ പരാബോള എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. കറക്റ്റ് നിരഞ്ജന, കറക്റ്റ് ആണ് മോളെ, പരാബോളയാണ്. ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ആ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പരാബോള. അതേപോലെ അനന്തു, ഹലോ അസ്ലം സാർ, ഹലോ അനന്തു. യാ, ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കി നോക്കാം. ഈ ഇക്വേഷൻ എങ്ങനെ മാറും? എസ് ഇസ് ഈക്വൽ ടു, എസിന് പകരം എസ് വൈ എന്നാണ് നമ്മൾ എടുത്തത്, വൈ കമ്പോണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അത് സീറോ ആയിപ്പോയി. ഇസ് ഈക്വൽ ടു യു ടി, യു സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളതിന് പകരം മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, കാരണം എ ഈക്വൽ ടു മൈനസ് ജി ഐ. അപ്പം ഈ മൈനസ് കമ്പോണന്റിനെ അല്ലെങ്കിൽ ഈ മൈനസ് ടേമിനെ നമുക്ക് നേരെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് വരും? ഹാഫ്
gt square is equal to u sin theta into t. t square t കട്ടായി പോയി. ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് ഈക്വൽ ടു ഇവിടെ ഹാഫ് ജി എന്നുള്ളത് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഹാഫ് എന്നുള്ളത് 2 ആവും, ജി എന്നുള്ളത് 1/g ആവും. സോ ദിസ് ഇസ് 2u sin theta by g എന്ന് വരും. ദിസ് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിറൈവ് ചെയ്ത് വെക്കുക. ആവശ്യമുള്ളവർക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് പോവാം. അടുത്തത് നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഹൈറ്റ് ആണ്, പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ്. ഹൈറ്റ് പറയുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ y കമ്പോണന്റ് അല്ലെങ്കിൽ y ഡയറക്ഷനിലുള്ള മോഷൻ തന്നെയാണ് പരിഗണിക്കേണ്ടത്. അപ്പം u എടുക്കുന്ന സമയത്ത് uy ആണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, uy ഈസ് ഈക്വൽ ടു u സൈൻ തീറ്റ ആണ്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു -g ആണ്. മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് ഫൈനൽ വെലോസിറ്റി ഓഫ് ഇൻ y ഡയറക്ഷൻ എന്തായി പോവും? 0 ആയി പോവും. ഓക്കെ, ഏറ്റവും മുകളിൽ എത്തുന്ന സമയത്ത് y ഡയറക്ഷനിലേക്ക് ഇതാ ഇപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും, ഇവിടെ കുറയും, ഇവിടെ കുറയും, ഇവിടെ കുറഞ്ഞ് 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 ഇവിടെ എത്തുന്ന സമയത്ത് y ഡയറക്ഷനിലെ വെലോസിറ്റി എന്തായി പോവും? 0 ആയി പോവും. പക്ഷേ x ഡയറക്ഷനിലെ വെലോസിറ്റി എപ്പോഴും എന്താ ഒരേപോലെ തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, സോ ഏറ്റവും ഹൈറ്റിൽ എത്തുന്ന സമയത്ത് വൈഡിലെ ഡയറക്ഷനിലെ വെലോസിറ്റി എന്തായി പോവും? 0 ആയി പോവും. യാ, ഇതിലെ ഹൈറ്റ് ആണ് കാണേണ്ടത്. അപ്പം s is equal to h എടുക്കാം. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണം. ഓക്കെ, സോ s is equal to ഏത് ഇക്വേഷൻ നമ്മൾ എടുക്കുക? s is equal to അല്ല, s കാണാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ v square equal to u square plus 2as ആണ്. s equal to ut plus half at square എടുക്കാൻ പറ്റില്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ടൈം നമ്മുടെ കയ്യിലില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇത് എങ്ങനെ മാറും? v square എന്നുള്ളതിന് പകരം 0 square 0 is equal to u square എന്നുള്ളതിന് പകരം u സൈൻ തീറ്റ ആണ്. അപ്പോൾ u square സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2as പകരം പ്ലസിന് പകരം അവിടെ എന്താ വരിക? -2gh എന്ന് വരും. കാരണം എക്ക് പകരം -g എന്ന് കൊടുത്തു, അതുകൊണ്ടാണ് +2a എന്നുള്ളതിന് പകരം -2g വന്നത്. എസിന് പകരം എച്ചും കൊടുത്തു. ഈ -2gനെ ഇക്വേഷൻ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2gh is equal to u square sin square theta, then h is equal to u square sin square theta by 2g എന്ന് കിട്ടും. This is the derivation. ഓക്കെ, ഫൈൻ. ഇതും ഒന്ന് ചെയ്ത് പരിശീലിച്ച് നോക്കേണ്ടതാണ്. യെസ്, അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇനി വരുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് മക്കളെ, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് എത്ര ദൂരം മുന്നോട്ടേക്ക് പോയി, മുകളിലേക്കല്ല മുന്നോട്ടേക്ക് എത്ര ദൂരം പോയി, ഹൊറിസോണ്ടലി എത്ര ദൂരം പോയി, അതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ത്രോയിങ് ഐറ്റംസ് ഒക്കെ, അതായത് സ്പോർട്സിലെ ത്രോയിങ് ഐറ്റംസ് ആയിട്ടുള്ള ജാവലിൻ ത്രോ, അതേപോലെ തന്നെ ഷോർട്ട് പുട്ട്, അതേപോലെ ഡിസ്കസ് ത്രോ, ഇതെല്ലാം എത്ര ദൂരം മുന്നോട്ടേക്ക് പോയി അതിലാണ് എന്താ പറയുക ഓരോരോ പൊസിഷൻസ് ഒക്കെ നിർണ്ണയിക്കുന്നത്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്ലേസ് ഒക്കെ കിട്ടുന്ന എന്താണ്? എത്ര ദൂരം മുന്നോട്ടേക്ക് പോയി എന്നുള്ളതിലാണ്. ഓക്കെ, അപ്പം എത്ര ദൂരം മുന്നോട്ടേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിൽ എത്തിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ത്രോയിങ് ഐറ്റംസിൽ നമുക്ക് ഫസ്റ്റ് പ്ലേസിലേക്ക് എത്തുള്ളൂ. എനിവേ, ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ, ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ R എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത് യൂഷ്വലി. അപ്പോൾ ആ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നോട്ടേക്കുള്ള ദൂരമാണ്. അപ്പം മുന്നോട്ടേക്കുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഉള്ള കമ്പോണൻസ് ആണ് എടുക്കേണ്ടത്. അപ്പം നമ്മുടെ കയ്യിൽ നേരത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു സാധനം പൊങ്ങിയിട്ട് ഇവിടെ വന്ന് വീഴാൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ 2u sin theta by g എന്ന് എടുത്തത്. ഓക്കെ, ദെൻ ഇതിന്റെ മുന്നോട്ടേക്കുള്ള വെലോസിറ്റി എന്താണ്? u cos theta. അത് ഒരു സമയത്തും മാറുന്നില്ല നമ്മൾ പറഞ്ഞു. അപ്പം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ മുന്നോട്ടേക്കുള്ള വെലോസിറ്റിയാണ് u cos theta ഇൻടു, പ്ലസ് അല്ല ഇൻടു ആണ്, ടൈമിന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് കൊടുക്കും. ഓക്കെ, സോ R is equal to u cos theta into
2u sin theta by g എന്ന് കിട്ടും. So r is equal to u into u square into 2 sin theta cos theta by g. Here 2 sin theta cos theta എന്ന് പറഞ്ഞാൽ sin 2 theta ആണ്. ഓക്കെ, sin 2 theta. അങ്ങനെയാവുന്ന സമയത്ത് r is equal to എന്ത് വരും? u square sin 2 theta by g എന്ന് വരും. അത് മാറ്റി എഴുതാം. r is equal to എന്താണ്? u square sin 2 theta by g. ഈ മൂന്ന് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് വരും. നമുക്ക് അടുത്ത ഇതിൻ്റെ ന്യൂമറിക്കൽസിലേക്കാണ് പോകേണ്ടതുള്ളത്. നോക്കാം. Which of the following do not affect the maximum height? Maximum height ne affect ചെയ്യാത്ത കാര്യം attained by the projectile. Projectile maximum height ne attain ചെയ്യാത്ത കാര്യം. Maximum height equation h is equal to എന്തായിരുന്നു? u square sin square theta by 2g ആയിരുന്നു. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഇതിനെന്താക്കും? അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇത് അഫക്റ്റ് ചെയ്യും. ആക്സലേഷൻ ഓഫ് ദി പ്രൊജക്ടൈൽ g അഫക്റ്റ് ചെയ്യും. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എഫക്റ്റ് ചെയ്യാത്ത ആരാ? മാസ് ഓഫ് ദി പ്രൊജക്ടൈൽ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എം എന്നുള്ളൊരു സംഭവത്തിൽ വന്നിട്ടുണ്ടോ? എം എന്നുള്ളൊരു ടേം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാസ് ഒരു കാരണവശാലും ഇതിന് എന്താക്കൂല? എഫക്റ്റ് ചെയ്യൂല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഷുഡ് ബി ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ സോ ദാറ്റ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു ദ മാക്സിമം ഹൈറ്റ്? ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വൽ ആവുക. ഹൊറിസോണ്ടൽ റേഞ്ച് ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു എന്താവുക? എച്ച് ആവുമ്പോൾ ആംഗിൾ എത്ര? അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ചെയ്തു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് എടുത്തു. എച്ചിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി എന്ന് എടുത്തു. ജിയും കട്ടായി, യു സ്ക്വയറും കട്ടായി. സൈൻ 2 തീറ്റനെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ എന്നുണ്ട്. ഈ ഒരു സൈൻ തീറ്റയും കട്ടായി, ഈ സ്ക്വയറും അങ്ങോട്ട് കട്ടായി. അപ്പോൾ എന്ത് വരും? 2 കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പോൾ ഈ കോസ് തീറ്റനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 2 ആണ്. അപ്പം തീറ്റ ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് 2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യാ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എ ഫ്രോഗ് സീസ് എൻ ഇൻസെക്ട് അറ്റ് എ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് 1 meter ഫ്രം ഇറ്റ്. The frog can jump with a maximum speed of 4 meters per second in any direction. The frog jumps with a maximum initial speed and lands on the insect. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാണ്ട് ഫ്രോഗിനെയൊക്കെ പിടിച്ച് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, ഒരു തവള, ഇവിടെ ഒരു തവള ഉണ്ട്. ഞാനിപ്പോൾ തവളനെ വരച്ചാൽ അത് കോമഡിയാവും, അതുകൊണ്ട് ഞാനിവിടെ ഒരു ഡോട്ട് ഇടാം. ഓക്കെ, തവള. ഇവിടെ വേറൊരു ഇൻസെക്റ്റും ഉണ്ട്. ഈ തവള എന്താക്കിയെന്ന് പറഞ്ഞാൽ 1 meter ദൂരത്താണ് ആരുള്ളത്? ഇൻസെക്റ്റ് ഉള്ളത്. അപ്പോൾ തവള ചാടിയിട്ട് ഇൻസെക്റ്റിൻ്റെ മേത്ത് വീണു. ഓക്കെ, സോ ഇതെന്ത് മോഷനാണ്? ദിസ് ഈസ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയാണ്ട് ഈ കാര്യങ്ങളൊന്ന് തന്നേ ഉള്ളൂ. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ മെയ്ഡ് ബൈ ദ ഫ്രോഗ്? പ്രൊജക്ടൈൽ മോഷൻ നമുക്ക് കിട്ടി. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ദി ഫ്രോഗ്സ് ഇനീഷ്യൽ വെലോസിറ്റി മെയ്ഡ് വിത്ത് ദ ഹൊറിസോണ്ടൽ. ഇവിടുത്തെ ഈ ആംഗിൾ ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഒരു തീറ്റയാണ് ചോദിക്കുന്നത്. ഓക്കെ, എളുപ്പം കണ്ടുപിടിക്കാം. എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്? ഇതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു 1 meter തന്നിട്ടുണ്ട്. അത് നേരെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടല്ല തന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് തന്നത്. കാരണം ഇതിന്ന് 1 meter അപ്പുറത്താര് നിൽക്കുന്നുണ്ട്? പിന്നെ നമ്മുടെ ഫ്രോഗ് നിൽക്കുന്നുണ്ട്, ഇൻസെക്റ്റ് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഫ്രോഗിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 4 meters per second. u is equal to 4 meters per second. ഓക്കെ, g ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g is equal to നമ്മൾ 10 meters per second സ്ക്വയർ എന്ന് എടുക്കാം. തീറ്റയാണ് നമുക്ക് എന്താക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പം r is equal to u square sin 2 theta by g.
എന്നെടുത്തു. നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ഇതിൽ വാല്യൂ ഇടുന്ന സമയത്ത് R is equal to റേഞ്ച് horizontal range is equal to 1 കൊടുത്തു. That's equal to u square 4ന്റെ സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജീൻ്റെ വാല്യൂ എന്തെന്ന് കൊടുത്തു 10 കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 10നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും 10 is equal to 4 സ്ക്വയർ എന്നുള്ളതിന് പകരം 16 സൈൻ 2 തീറ്റ എന്ന് വരും. ദെൻ ഈ 16 ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ 10 by 16 is equal to സൈൻ 2 തീറ്റ. 10 by 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 by 8 വരും. ദാറ്റ്സ് ഈക്വൽ ടു സൈൻ 2 തീറ്റ. അപ്പം ഈ 2 തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 5 by 8 വരും. അങ്ങനെ ആവുന്ന സമയത്ത് തീറ്റ ഇതിൻ്റെ വാല്യൂ എനിക്ക് ചെയ്തിട്ട് കിട്ടിയത് 38.68 സംതിങ് ആണ് കിട്ടിയത്. അങ്ങനെ ആവുന്ന സമയത്ത് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 19.34 ഡിഗ്രി എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പം ഇതും വാല്യൂസ് നിങ്ങൾക്ക് നേരിട്ട് തരുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് പകരം എന്താണ് ഒരു ഫ്രോഗ് ഒരു ഇൻസെക്റ്റിൻ്റെ മേലേക്ക് ചാടി വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തോന്നുന്നേ ഉള്ളൂ. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് പരിചയപ്പെട്ട് വെച്ചോളൂ. ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാം ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഫിസിക്സിലെ പ്രോബ്ലം നിങ്ങൾ ആരും പേടിക്കരുത്. ഓക്കെ, പെട്ടെന്ന് ഈ ഫ്രോഗിനെ ഇൻസെക്റ്റിനെ ഒക്കെ പറയുന്ന സമയത്ത് വിചാരിക്കും നിങ്ങൾ ഇത് എന്താ ഇപ്പം സുവോളജി പരീക്ഷയ്ക്കാണോ എന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഷോക്കേസിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ പ്രോബ്ലം ആയിരിക്കും, വലിയ രീതിയിൽ ഷോക്കേസ് ചെയ്ത് ഇങ്ങനെ വെക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പം അതാണ് ഫൈൻഡ് ദ മിനിമം ഡിസ്റ്റൻസ് ദാറ്റ് ഇൻസെക്റ്റ് ഹാസ് ടു കീപ് ദ ഫ്രോഗ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ എസ്കേപ്പ് ഫ്രം ദി ഫ്രോഗ്. ഓക്കെ, ഫ്രോഗിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഇൻസെക്റ്റിന് മിനിമം എത്ര ദൂരത്തെങ്കിലും നിൽക്കണം. ഓക്കെ, അതെങ്ങനെ ചെയ്യും നോക്ക്. ഫ്രോഗിന് മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ആ 4 മീറ്റർ പെർ സെക്കൻഡിൽ അത് മാക്സിമം റേഞ്ച് നോക്കിയാൽ പോരെ നമുക്ക്. അത് എത്ര മാക്സിമം റേഞ്ചിൽ ഇതിന് ചാടാൻ പറ്റും. ആ ചാടാൻ പറ്റുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഇൻസെക്റ്റിന് രക്ഷപ്പെടാം. ഓക്കെ, സോ മാക്സിമം റേഞ്ച് നമുക്ക് നോക്കാം. റേഞ്ചിൻ്റെ ഇക്വേഷൻ R is equal to u square sin 2 തീറ്റ ബൈ ജി ആണ്. പിന്നെ നിങ്ങൾക്കറിയാം മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ R മാക്സ് കിട്ടണമെങ്കിൽ സൈൻ 2 തീറ്റേൻ്റെ വാല്യൂ എന്താവണം 1 ആവണം. സൈൻ 2 തീറ്റേൻ്റെ വാല്യൂ 1 ആവണമെങ്കിൽ 2 തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരണം. അപ്പം തീറ്റ ഈക്വൽ ടു എന്താ വരണം 45 ഡിഗ്രി എന്ന് വരണം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ മാക്സിമം റേഞ്ച് വരുന്ന സമയത്ത് R മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റേൻ്റെ വാല്യൂ 2 × 45 എന്ന് പറയുമ്പോൾ 90 ആയിപ്പോയി. അപ്പോൾ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ യു സ്ക്വയർ × 1 ബൈ ജി ദാറ്റ് ഈസ് യു സ്ക്വയർ ബൈ ജി. യു സ്ക്വയർ എന്ന് പറയുമ്പം 4 × 4 16 ഡിവൈഡഡ് ബൈ ജീനെ നമ്മൾ 10 എന്ന് എടുത്തു. അപ്പം 1.6 മീറ്റർ. ഫ്രോഗിൻ്റെ അടുത്ത് നിന്ന് ഇൻസെക്റ്റ് ഏകദേശം 1.6 മീറ്റർ എങ്കിലും അപ്പുറം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഫ്രോഗ് ചാടി വരുമ്പോഴേക്കും അതിന് മിനിമം രക്ഷപ്പെടാനെങ്കിലും അതിന് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A boy throws a ball of mass 200 gram with a velocity of 20 meter per second and an angle of 40 degree with the horizontal. What is the kinetic energy of the ball at the highest point of the trajectory? Okay, projectile motion തന്നെ. ഇതിൻ്റെ ഒരു ബോയ് എന്താണ് ഒരു ബോൾ ഇങ്ങനെ എറിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ കൈനറ്റിക് എനർജി ചോദിക്കുന്നു. മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് എടുത്തു. ഓക്കെ, ഫൈനൽ വെലോസിറ്റി വി എന്ന് എടുത്തു. അവിടെ എത്തുന്ന സമയത്ത് വി എക്സ് കമ്പോണൻറ്റ് ഒരു വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ യു എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഉണ്ടാവും. എന്നാൽ ഇതിൻ്റെ വൈ കമ്പോണൻറ്റ് യു വൈ ഇസ് ഈക്വൽ ടു എന്തായി പോവും 0 ആയി പോകും. ഞാൻ നേരത്തെ അത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുകളിലേക്ക് ആദ്യം എറിയുമ്പോൾ മുകളിലേക്കുള്ള സ്പീഡ് കൂടുതൽ, പിന്നെ അത് കുറഞ്ഞു, പിന്നെ അതെന്തായി പോയി 0 ആയി പോയി. പിന്നെ താഴോട്ടേക്ക് സ്പീഡ് കൂടി, പിന്നെ കൂടി എത്തി. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ് വൈ ഡയറക്ഷനിലുള്ള സ്പീഡ് എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി കാണാൻ എളുപ്പത്തിൽ നമുക്ക് കാണാം. എന്താണ്
കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെലോസിറ്റിയാണ്. അവിടെ ഉള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് സ്ക്വയർ. കറക്റ്റ്. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/2 ഇൻറ്റു 200 ഗ്രാം എന്നാണ് കൊടുത്തത്. അപ്പോൾ ശ്രദ്ധിക്കണം, കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പം കിലോഗ്രാമിലേക്ക് മാറ്റണം എന്താ ചെയ്യുക? ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പോൾ 200 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 0.2. ഓക്കെ, 0.2. യു കോസ് തീറ്റ എന്ന് പറയുന്ന സമയത്ത് ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, കാരണം ഓൾ സ്ക്വയർ ആണല്ലോ. യു സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്. അപ്പോൾ 20 ഇൻറ്റു 20 കോസ് സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ 40. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എനിക്ക് അതിന് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ 0.0586 ജൂളാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ്. സിമ്പിളായിട്ട് ചെയ്യാം. യൂണിറ്റ് വെക്റ്റർ, വെക്റ്റർ എ ബൈ മോഡ് എ. യൂണിറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? വെക്റ്റർ എ ബൈ മോഡ് ഓഫ് വെക്റ്റർ എ ആണ്. ഓക്കെ, ഇനി മോഡ് എ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒരു വെക്റ്റർ നമുക്ക് എങ്ങനെ എഴുതാം? വെക്റ്റർ എനെ എ എക്സ് ഐ കമ്പോണൻറ്റ് പ്ലസ് എ വൈ ജെ കമ്പോണൻറ്റ് പ്ലസ് എ സെഡ് കെ കമ്പോണൻറ്റ്. ഓക്കെ, ഒരു ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരുണ്ട്. അതായത് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി എക്സിലേക്കുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്, വൈയിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ്, സെഡിലേക്കുള്ള യൂണിറ്റ് വെക്ടർ എന്താണ്? കെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോരോ വെക്ടറിനെ നമുക്ക് എന്താക്കാൻ പറ്റും? എഴുതാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത കൊല്ലം പഠിക്കും. എന്താണ് വെക്ടേഴ്സിനെ? അടുത്ത കൊല്ലമല്ല, ഇക്കൊല്ലം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെക്ടർ ബി ഈസ് ഈക്വൽ ടു 3i മൈനസ് 2j പ്ലസ് 6k എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ നോക്കണം, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3ക്ക് പകരം 3 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഐൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം എക്സിലേക്കുള്ള കമ്പോണൻ്റ് ആണ്. അപ്പം ബി എക്സ് ഐ മൈനസ് ബി അല്ലെങ്കിൽ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എങ്ങനെയാണ് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് ബി സെഡ് സ്ക്വയർ. ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. വർക്ക് എനർജി പവറിൽ സാറ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എ ബി കോസ് തീറ്റ. മാക്സിമം ഹൈറ്റ് ഇതാ V0 സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യുവിന് പകരം V0 എന്ന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv സ്ക്വയർ ബൈ r ആണ്. സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സർക്കുലർ മോഷൻ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദ ഫിഗർ ബിലോ ഷോസ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ. ഫിഗർ അവിടെ ഇല്ല അല്ലേ? ഫിഗർ ഞാൻ വരച്ചു തരാം. ഓക്കെ, നല്ലൊരു ഫിഗർ വരയ്ക്കണമല്ലോ, നല്ലൊരു വട്ടം. ഏകദേശം നല്ലൊരു വട്ടമായി. ഇതിൻ്റെ സെൻറ്റർ ഇതാ ഏകദേശം കൂടിയാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ സെൻറ്റർ ഇവിടുന്ന് V1 and V2 are the velocities of the particle at two different positions P and Q. ഇവിടെ ഒരു പൊസിഷൻ കൊടുത്തു, ഇതാണ് Q. ഇവിടെ ഉള്ള പൊസിഷൻ ആണെന്ത്? P. ഇവിടുത്തെ ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിലാവുന്ന സമയത്ത് ഓരോ പോയിന്റിലും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ടാൻജൻ്റ് വരച്ചാൽ മതി. അപ്പോൾ പിയിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി വരിക. ഓക്കെ, ക്യൂലുള്ള വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇതാണ്. ഓക്കെ, so this is V1, this is V2, vector V1, vector V2. Okay. Define uniform circular motion. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്പീഡിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം സർക്കുലർ മോഷൻ. ഇത് കറങ്ങുന്ന സമയത്ത് ഓരോ നിമിഷം അതിൻ്റെ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ ഒരിക്കലും സർക്കുലർ മോഷൻ ഒരു യൂണിഫോം മോഷൻ അല്ല. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരേ വെലോസിറ്റിയിൽ പോകുന്നതിനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ പറയുന്നത്. ഓക്കെ, പക്ഷേ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡിൽ കറങ്ങും. സ്പീഡ് കൂടുന്നില്ല കുറയുന്നില്ല, ഒരേ സ്പീഡിൽ കറങ്ങുന്നതിനാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഇനി ചൂസ് ദ കറക്റ്റ് എൻട്രീസ് ഫ്രം ദി ബ്രാക്കറ്റ്.
വെക്ടർ വി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ഓർ നോട്ട് ഈക്വൽ ടു വെക്ടർ v2. യൂണിഫോം സർക്കുലർ മോഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ v1ൻ്റെയും v2ൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആയിരിക്കും. എടാ വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് സ്പീഡ് ആയിരിക്കുമല്ലോ. ഓക്കെ, സോ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്താണ്, സെയിം ആണ്. ഓക്കെ, ആഹാ ഇറ്റ്സ് മീ വാവ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് ആൾ ചോദിക്കുന്നു, സാർ ഏതാ ചാപ്റ്റർ എന്ന്. ഓക്കെ, വാവ ഉറങ്ങുമായിരിക്കും അല്ലേ. ഈ ചാപ്റ്റർ എന്ന് പറയുന്ന മോഷനെ പ്ലെയിൻ ആണ്, മറ്റന്നാൾ പരീക്ഷയല്ലേ, എന്നിട്ട് ഒരു ചാപ്റ്റർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അല്ലേ. വാവ ഉറങ്ങിക്കോളൂ കേട്ടോ. യെസ്, ഓക്കെ. അടുത്തത്, അപ്പം ഇതിൻ്റെ കറക്റ്റ് എന്താണ്, കറക്റ്റ് എൻട്രീസ് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം, v1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡിനാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്പീഡും v1 എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ p എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്പീഡും v2 എന്നുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ q എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്പീഡാണ്. രണ്ടും എന്താണ്, ഈക്വൽ ആണ്. കാരണം അപ്പോഴേ യൂണിഫോം സർക്കുലർ മോഷൻ ആവുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പം ഇത് ഈക്വൽ എന്നാണ് വരിക. ഓക്കെ, ദെൻ ദ പാർട്ടിക്കിൾ ഹാസ് same or different direction for velocities at p. Okay, the particle has same or different direction for velocities at p. p ലുള്ള വെലോസിറ്റിക്ക് ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഉണ്ടാവുമോ, സെയിം ഡയറക്ഷൻ ആയിരിക്കും. എന്താ p ലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കായിരിക്കും. യെസ്, ദ ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് 0 ഓർ നോൺ 0 ഡയറക്റ്റ് ടുവേർഡ്സ് ദി സെൻറ്റർ. ഓക്കെ, ഒരു സർക്കുലർ മോഷനുള്ള സാധനത്തിന് സെൻറ്ററിലോട്ട് ഒരു ആക്സിലേഷൻ ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സെൻറ്ററിലോട്ടുള്ള ആക്സിലേഷൻ ആണ് നമ്മളതിൻ്റെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രിപിറ്റൽ ആക്സിലേഷൻ ലൈക്ക് ദിസ്. സെൻറ്ററിലോട്ടുള്ള ആക്സിലേഷൻ ഈസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ആക്സിലേഷൻ. ഓക്കെ, അപ്പം ദ ആക്സിലേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് നോൺ 0 ആണ്, ഡയറക്റ്റ് ടുവേർഡ്സ് ദി സെൻറ്റർ. And the angular speed of the particle is constant or non-constant. ആംഗുലാർ സ്പീഡ് നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെയും നമ്മൾ പറയാറുണ്ട്, കറക്കത്തിന്റെ വേഗതയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത്. ഇത് ഒരേ സ്പീഡിൽ കറങ്ങുക എന്ന് പറയുന്ന സമയത്ത് ഒരേ വേഗതയിലാണ് കറങ്ങുന്നത്. ദാറ്റ് മീൻസ് ആംഗുലാർ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പം എന്തായാലും ഈ ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഈ ചാപ്റ്റർ പഠിക്കുക. കുറച്ച് ഭാഗങ്ങളിലേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ആ വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ നല്ല വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ സാധനം കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു സർക്കുലർ മോഷനിലാവുന്ന സമയത്ത് ഒരു ബോഡി അതിൻ്റെ സെൻറ്ററിലോട്ട് എന്തുണ്ടാവും, ആക്സിലേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രിപിറ്റൽ ആക്സിലേഷൻ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സിലേഷൻ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, AC centripetal acceleration is equal to r omega square എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ AC ഈക്വൽ ടു v സ്ക്വയർ ബൈ r എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ സെൻട്രലോട്ട് ഒരു ബോഡി കറങ്ങുന്ന സമയത്ത് സെൻട്രലോട്ട് ഒരു ആക്സിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആക്സിലേഷനുള്ള സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും എന്തുണ്ടാവും, ഒരു ഫോഴ്സും ഉണ്ടാവും. F is equal to ma നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സോ ഇവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ്, സെൻട്രലോട്ടുള്ള ഫോഴ്സിനാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുക. സെൻട്രിപിറ്റൽ ഫോഴ്സ് m ഇൻറ്റു AC എന്ന് വരും. അപ്പോൾ AC ക്ക് പകരം ഒന്നുകിൽ r omega സ്ക്വയർ എന്ന് കൊടുക്കാം, അല്ലെങ്കിലോ FC is equal to m ഇൻറ്റു v സ്ക്വയർ ബൈ r എന്ന് കൊടുക്കാം. mv സ്ക്വയർ ബൈ r. ഇതിൽ mv സ്ക്വയർ ബൈ r ആയിരിക്കും നിങ്ങൾ കൂടുതലും സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഇതാ ഇവിടെയും mv സ്ക്വയർ ബൈ r എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ അതും കൂടെ പറഞ്ഞുതരാം. വെലോസിറ്റി ഈക്വൽ ടു r ഒമേഗ എന്ന് പറഞ്ഞ റിലേഷൻ ആണ്. ഇതിൽ r എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറോ സ്മോൾ ആറോ വരാം. ക്യാപിറ്റൽ ആറോ സ്മോൾ ആർ ഇസ് ദ റേഡിയസ്, ഒമേഗ ഈസ് എ ആംഗുലാർ വെലോസിറ്റി. പക്ഷേ ഇതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഒമേഗ ക്രോസ് ആർ എന്നാണ് വരിക. ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, v ഈക്വൽ ടു r ഒമേഗ ആണ് ഇക്വേഷൻ. പക്ഷേ വെക്റ്റർ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഒമേഗ ക്രോസ് ആർ. ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ അതിൻ്റെ ആ ഓർഡർ മാറ്റി എഴുതാൻ പറ്റില്ല. എ ക്രോസ് ബി അല്ല ബി ക്രോസ് എ. അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു മൈനസിൻ്റെ പ്രശ്നം അവിടെ വരും. ഓക്കെ, മൈനസ് ഒരു വില്ലനാണ്, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പം ഇത്ര തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ. ഇത്ര കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിക്കുക, എക്സാം ഉഷാറായിട്ട് എഴുതുക. അടുത്ത 2 ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ഷൗക്കത്ത് സാർ റെഡി ആയി നിൽക്കുന്നുണ്ട്. സോ ആ 2 ചാപ്റ്ററിന് ശേഷം ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.
Okay, dear students, good evening. നമ്മളിന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം എറേഴ്സ് എന്ന് പറയുന്ന ഭാഗം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ ഡയമെൻഷൻ എന്ന് പറയുന്ന ഭാഗം, അതേപോലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, യൂണിറ്റ്സ്, ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മളതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. അതിൽ ആദ്യം ക്വസ്റ്റ്യൻ 1 ഇവിടെ കാണാം. വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. വെലോസിറ്റിയെ ടെമ്പറേച്ചറുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. വെലോസിറ്റിയെ ടെമ്പറേച്ചറുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ? ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഓഫ് ഫിസിക്സ്? അതായത് നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ പഠിക്കുന്ന ലോ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഒരേ ഡയമെൻഷൻസ് ഉള്ളതിനെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്ക്, വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ എന്നാണ്. വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. വെലോസിറ്റിക്ക് LT⁻⁻1 എന്ന് പറയുന്ന ഡയമെൻഷൻ ഫോർമുലയാണ് ഉള്ളത്. ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ K ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിനും വെലോസിറ്റിക്കും ഡയമെൻഷൻ ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഡയമെൻഷൻ ഉള്ളതിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ച്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതുകൊണ്ട് ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഓഫ് ഫിസിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നാണ് പറയേണ്ടത്. എനിക്ക് അതിൽ ബി പാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ PV = Fx, where P is pressure, V is volume, F is force and X is displacement. Check the dimensional correctness of equation എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കുക, PV = Fx. PV = Fx. PV = Fx. ആരാണ് P? പ്രഷറാണ് അല്ലേ. പ്രഷറിന് എന്താ ഡയമെൻഷൻ? പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. എങ്കിൽ എന്താ പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mLT⁻⁻2 ബൈ ഏരിയയുടെ ഡയമെൻഷൻ L². എങ്കിൽ താഴെ നിന്നും മുകളിൽ നിന്നും ഓരോ L ക്യാൻസലായാൽ അടിയിലുള്ള ഒരു L മേലേക്ക് ചെന്നാൽ M അവിടെ ഉണ്ട്, L മേലേക്ക് ചെന്നാൽ L⁻⁻1, അവിടെ T⁻⁻2 ഉണ്ട്. ഇതാണ് പ്രഷറിൻ്റെ ഡയമെൻഷൻ ഫോർമുല. ഓക്കെ, എന്താണ്? mL⁻⁻1 T⁻⁻2. അതാണ് പ്രഷറിൻ്റെത്. പിന്നെ ആരാ അവിടെ ഉള്ളത്? V ആണ്. V എന്ന് പറഞ്ഞാൽ വോളിയാണ്. വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്താ? L³ ആണ്. പഠിച്ചു വെക്കുക. പ്രഷറിൻ്റെ ഡയമെൻഷൻ ഞാൻ ഇവിടെ എഴുതി, അതേപോലെ വോളിയത്തിൻ്റെ ഡയമെൻഷനും എഴുതി. എന്താണ്? L³. വോളിയത്തിൻ്റെ ഡയമെൻഷനൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഏരിയയുടെ ഡയമെൻഷൻ L², വോളിയത്തിൻ്റെത് L³. ഓക്കെ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mLT⁻⁻2. അതിൽ നിന്നാണ് ഈ സംഭവം ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി Fx, F എന്ന് പറഞ്ഞാൽ ആരാ? ഫോഴ്സ് ആണ്. X എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഞാനിവിടെ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. P ആരാണ്? പ്രഷർ. പ്രഷറിൻ്റെ ഡയമെൻഷൻ അത് എഴുതുക. എന്താണ്? mL⁻⁻1 T⁻⁻2. പിന്നെ ഉള്ളത് വോളിയല്ലേ. വോളിയത്തിന് എന്താ ഡയമെൻഷൻ? L³. അതിവിടെ എഴുതുക. ഓക്കെ, = ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? mL⁻⁻2. പിന്നെ ആരാണ്? X എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ L. ഓക്കെ, എങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്യുക. M ഇവിടെ ഉണ്ട്, ഇവിടെ L 2 ഉണ്ട്, ഒരെണ്ണം എഴുതിയാൽ മതി. പിന്നെ പവർ ഇവിടെ -1, ഇവിടെ 3. -1ഉം 3ഉം കൂട്ടിയാൽ 2 അല്ലേ. L ഇവിടെ 2 വന്നവർ L എഴുതിയാൽ മതി. മുകളിലത്തെ പവർ ഇവിടെ -1ഉം ഇവിടെ 3ഉം ആണ്. -1ഉം 3ഉം കൂട്ടിയാൽ 2 ആണ് കിട്ടുക. പിന്നെ അവിടെ ബാക്കിയുള്ളത് T⁻⁻2. അപ്പോൾ ഇങ്ങനെയും അറിയില്ലേ. = ഇവിടെ റൈറ്റ് സൈഡ് ഇവിടെ M ഉണ്ട്, പിന്നെ 2 L ഉണ്ട്, അപ്പോൾ L² ആയി. പിന്നെ T⁻⁻2. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ ഇതാണ്, ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ ഇതാണ്, റൈറ്റ് സൈഡിലെ ഡയമെൻഷൻ ഇതാണ്. ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനും റൈറ്റ് സൈഡിലെ ഡയമെൻഷനും
സെയിം ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡയമെൻഷൻ സെയിം ആയാൽ, ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള ഡയമെൻഷൻ സെയിം ആയാൽ ആ ഇക്വേഷൻ കറക്റ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ എന്നാണ്. എങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്നാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷനാണിത്. ആണല്ലോ. എങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? സെലക്ട് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. ഈ കാണുന്ന ക്വസ്റ്റ്യനിലെ ഇതിലെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇയർ ആൻഡ് ലൈറ്റ് ഇയർ ഹാവ് ദ സെയിം ഡയമെൻഷൻ. ഇയറും ലൈറ്റ് ഇയറും ഒരേ ഡയമെൻഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ഇയർ എന്ന് പറയുന്നത് ടൈമിൻ്റെ, ഇയർ എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ ഒരു യൂണിറ്റ് അല്ലേ ഇയർ അല്ലേ? ഡേ, മിനിറ്റ്, സെക്കൻഡ്, അവർ, ഇയർ എന്നൊക്കെ പറയുന്നത്, മന്ത് എന്നൊക്കെ പറയുന്നത് ടൈമിൻ്റെ യൂണിറ്റാണ്. അതുകൊണ്ട് ഇയറിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? ടൈമിൻ്റെ വരിക, ടിയാ വരിക അല്ലേ? ഇനി ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. ലൈറ്റ് ഇയർ, സണ്ണിലേക്ക് ഇത്ര ലൈറ്റ് ഇയർ ആണ് ദൂരം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറിലേക്ക് ഇത്ര ലൈറ്റ് ഇയർ ദൂരം എന്ന് പറയാം. അപ്പോൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെയാണ്. അതുകൊണ്ട് ഇയറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടി ആണ്, ടൈമിൻ്റെ യൂണിറ്റാണ് ഇയർ. അതേപോലെ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെയാണ്. അതുകൊണ്ട് ലൈറ്റ് ഇയറിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? എല്ലാണ് വരിക. അതുകൊണ്ട് സെയിം ഡയമെൻഷൻ ആണോ? അല്ല, ഒരിക്കലും ഇയറിൻ്റെയും ലൈറ്റ് ഇയറിൻ്റെയും ഡയമെൻഷൻ സെയിം അല്ല. ഒന്ന് ടൈമിനെ കാണാൻ വേണ്ടി പറയുന്നതാണ്, മറ്റത് ദൂരത്തിനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ കാണാൻ വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് ഡയമെൻഷൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ, കേൾക്കുമ്പോൾ ഇയറും ലൈറ്റ് ഇയറും ഒരേ സംഭവമായിട്ട് തോന്നിയേക്കാം, അത് തെറ്റാണ്. ഇനി രണ്ടാമത്, ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെയും ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ആക്സിലറേഷനും ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡും ഒരേ ഡയമെൻഷനുള്ള സാധനമാണ്. ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ 1 ആങ്സ്ട്രം ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ആണോ? അല്ല. ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻⁻10 മീറ്റർ ആണ്. അതാണ് ശരി. ഇത് മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് എന്ന് പറയുന്നത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് കേട്ടോ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റിന് മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് എന്ന് പറയാം. ഇനി പാർ സെക്കൻഡ് ഈസ് യൂണിറ്റ് ഓഫ് ടൈം. അതും തെറ്റാണ്. ഒരു പാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3.08 × 10⁻16 മീറ്റർ ആണ്. ലെങ്ത് ആണത്. ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അളക്കാനുള്ള യൂണിറ്റാണ് ഈ പാർ സെക്കൻഡ്. ഓക്കെ, അതുകൊണ്ട് ഇതും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ്? ക്വസ്റ്റ്യൻ 3. മാർക്ക് ദ പാരലാക്സ് ആംഗിൾ തീറ്റ ഇൻ ദി ഫിഗർ. ഈ ഫിഗറിൽ പാരലാക്സ് ആംഗിൾ മാർക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഫിഗർ ജസ്റ്റ് ഒന്നുകൂടി വരക്കാം. ഇതാണ് ആ ഫിഗർ. ഇവിടെയാണ് സ്റ്റാർ അല്ലെങ്കിൽ പ്ലാനറ്റ് ഉണ്ടാകുക. ഇവിടെ ഭൂമിയിലുള്ള പോയിൻ്റാണ് ഇത് എ. ബി എന്ന് പറയുന്നതും ഭൂമിയിലുള്ള പോയിൻ്റാണ്. ഈ ഭൂമിയിലുള്ള 2 പോയിന്റുകൾക്കിടയിലുള്ള അകലത്തിനെയാണ് ബി എന്ന് വിളിക്കുക, ബേസിസ്. പിന്നെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാറിലേക്ക് അല്ലെങ്കിൽ പ്ലാനറ്റിലേക്കുള്ള ദൂരമാണ് ക്യാപിറ്റൽ ഡി. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാറിലേക്ക് അല്ലെങ്കിൽ പ്ലാനറ്റിലേക്ക് ഈ സെയിം ദൂരമാണ് ഉണ്ടാകുക, അതും ക്യാപിറ്റൽ ഡി ആണ്. അതായത് എയിൽ നിന്ന് എസ്സിലേക്കും ബിയിൽ നിന്ന് എസ്സിലേക്കും സെയിം ദൂരമാണ് ഉണ്ടാകുക. രണ്ടും ക്യാപിറ്റൽ ഡി എന്നാണ് എടുക്കേണ്ടത്. ഇത് ബേസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എങ്കിൽ ഇവിടെ ഒരു ആംഗിൾ നിങ്ങൾക്ക് കാണാം. ഈ ആംഗിളാണ് പാരലാക്സ് ആംഗിൾ. അപ്പോൾ നിങ്ങളോട് ഈ ഫിഗറിൽ പാരലാക്സ് ആംഗിൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇതാണ് പാരലാക്സ് ആംഗിൾ. ഇതാണ് പാരലാക്സ് ആംഗിൾ. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ ദ ഡിസ്റ്റൻസ് ഡി ക്യാൻ ബി മെഷേർഡ്. ഇതെങ്ങനെയാണ് ഡിസ്റ്റൻസ് ഡി മെഷർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് പഠിച്ചിട്ടില്ലേ? പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് എന്ന് പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഇവിടെ പ്ലെയിൻ ആംഗിളായിട്ടാണ് ഈ തീറ്റനെ എടുക്കേണ്ടത്. എങ്കിൽ പ്ലെയിൻ ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക് എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഭാഗം,
നമ്മൾ ആർക്കായിട്ടാണ് എടുക്കേണ്ടത്. ആർക്ക് എന്ന് പറയുന്നത് ഇവിടെ ബി ആണ്, ഈ സൈഡ്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം. പിന്നെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ഡി, ക്യാപിറ്റൽ ഡി. ഓക്കെ, എങ്കിൽ ഡി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ തീറ്റ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താവും, ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ. ഇങ്ങനെയാണ് ഡി ഇതിൽ നിന്ന് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ എന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ, അതായത് എക്സ്പ്ലെയിൻ ഹൗ ദ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ക്യാൻ ബി മെഷേർഡ് എന്നല്ലേ. ഈ ക്യാപിറ്റൽ ഡി മെഷർ ചെയ്യുന്നത് ഈ രീതിയിലാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എങ്കിൽ ഇതിൽ അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ചെക്ക് വെദർ ദി ഇക്വേഷൻ എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് ഈസ് ഡയമെൻഷനലി കൺസിസ്റ്റൻറ്റ്. എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ബേസ്ഡ് ഓൺ ദി എബോ ഇക്വേഷൻ ജസ്റ്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി ആൻ എക്സാക്റ്റ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ആദ്യം എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതാണ്. ഓക്കെ, എങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യട്ടെ. എന്താണ് ഇക്വേഷൻ? എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച്, എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് ചെക്ക് ചെയ്യുക അല്ലേ. എം എന്താ, മാസ് അല്ലേ, എന്താ ഡയമെൻഷൻ എം. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ, എന്താ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1. അതിനെന്തുണ്ട്, സ്ക്വയർ ഉണ്ട്, ഈക്വൽ ടു. ഈ എം എന്താണ്, മാസാണ്, എന്താ ഡയമെൻഷൻ എം. ഈ ജി എന്താ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എന്താ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2. ഈ എച്ച് എന്താ, ഹൈറ്റ് ആണ്, എന്താ ഡയമെൻഷൻ എൽ. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ എം ഉണ്ട്, ഈ എല്ലിന് സ്ക്വയർ ഉണ്ട്, അപ്പോൾ എൽ സ്ക്വയർ. ടി റേസ് ടു -1 സ്ക്വയർ വന്നാൽ, ടി റേസ് ടു -1 വീണ്ടും സ്ക്വയർ വന്നാൽ എന്താ സംഭവിക്കുക, ടി റേസ് ടു -1 ഇൻറ്റു 2 എന്നാണ് വരിക, എന്ന് പറഞ്ഞാൽ ടി റേസ് ടു -2 എന്നായി മാറും കേട്ടോ. അതുകൊണ്ട് ടി റേസ് ടു -1 സ്ക്വയർ വന്നാൽ ടി റേസ് ടു -2. ഓക്കെ, ഈക്വൽ ടു എം, എല്ല് 2 ഉണ്ട്, അപ്പോൾ എൽ സ്ക്വയർ ആവും, പിന്നെ ടി റേസ് ടു -2. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താണ് കാണുന്നത്, ഇതാ ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ കണ്ടോ, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. റൈറ്റ് സൈഡിലെ ഡയമെൻഷൻ എന്താ, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ഡയമെൻഷൻ വന്ന ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. എങ്കിൽ ഇത് ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ആണ്. ചെക്ക് വെദർ ദി ഇക്വേഷൻ എം വി സ്ക്വയർ ഈക്വൽ എം ജി എച്ച് ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്നല്ലേ. എങ്കിൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താ, എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി ആൻ എക്സാക്റ്റ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിലും അത് എക്സാക്റ്റ് ഇക്വേഷൻ ആവണമെന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഇക്വേഷൻ എക്സാക്റ്റ് ഇക്വേഷൻ അല്ല, ഇത് ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷനാണ്. ശരിക്കും ഇത് എക്സാക്റ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. എന്താ, ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് എന്നാണ് വരുന്നത്. ഈ ഹാഫ് ഇവിടെ ഉണ്ട് ശരിക്കും, പക്ഷേ ഈ ഡയമെൻഷൻ എഴുതുമ്പോൾ നമ്മൾ എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് എന്ന് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു വന്നപ്പോൾ അത് ഡയമെൻഷനലി കറക്റ്റാന്ന് കിട്ടി. പക്ഷേ എക്സാക്റ്റ് ഇക്വേഷനിൽ ഒരു ഹാഫ് കൂടിയില്ലേ, അതുകൊണ്ട് ഒരു ഡയമെൻഷനലി കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ എക്സാക്റ്റ് ഇക്വേഷൻ ആവണമെന്നുണ്ടോ? എം വി സ്ക്വയർ ഈക്വൽ എം ജി എച്ച് എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് അല്ലേ, പക്ഷേ എക്സാക്റ്റ് ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ എം ജി എച്ച് അല്ലേ. അതുകൊണ്ട് ഡയമെൻഷനലി കറക്റ്റായ ഇക്വേഷൻ എക്സാക്റ്റ് ഇക്വേഷൻ ആവണമെന്നില്ല. അതുകൊണ്ട് എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി ആൻ എക്സാക്റ്റ് ഇക്വേഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ പറയാം. അതിന് കാരണം എന്താ, കോൺസ്റ്റൻറ്റുകൾക്ക് നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇവിടെ ശരിക്കൊരു ഹാഫ് വേണമായിരുന്നു, ഇതിലൊരു ഹാഫ് വേണമായിരുന്നു. ഈ ഹാഫിന് ഡയമെൻഷൻ കണ്ടുപിടിക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് കോൺസ്റ്റൻറ്റുകൾക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ഒരു എക്സാക്റ്റ് ഇക്വേഷൻ ആവണമെന്നില്ല. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാൻ ശ്രദ്ധിക്കുക. നെയിം ദ പ്രിൻസിപ്പിൾ യൂസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉറപ്പായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഒരു ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് എ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ
ദിസ് വാല്യൂ, ഈ വാല്യൂയിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണാനുള്ള വഴി എന്താ? നോക്കൂ നിങ്ങൾ, ഇതിൽ എന്താണ് വാല്യൂ? 0.00820 ജൂൾ. ഇങ്ങനെ വാല്യൂ വന്നാൽ ഒരു വാല്യൂ ഡെസിമൽ പോയിന്റിലാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ 0 പോയിന്റ് എന്ന് പറഞ്ഞാണ് ഒരു വാല്യൂ തുടങ്ങുന്നതെങ്കിൽ ആദ്യത്തെ സീറോസിനെ നിങ്ങൾ പരിഗണിക്കണ്ട. ഓക്കെ, ഒരു വാല്യൂ തുടങ്ങുന്നത് 0 പോയിന്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഡെസിമൽ പോയിന്റിലാണ് ഒരു വാല്യൂ ആരംഭിക്കുന്നതെങ്കിൽ ആദ്യം വരുന്ന സീറോസിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ബാക്കിയെല്ലാം നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എണ്ണണം. എങ്കിൽ 8ഉം 2ഉം ഈ 0യാണ് സിഗ്നിഫിക്കൻറ്റ്. എങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് വാട്ട് ഈസ് എ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.00820 ജൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 3 ആണ്. ഓക്കെ, ആ രീതിയിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെസിമൽ പോയിന്റിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ആദ്യത്തെ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല, ബാക്കിയുള്ളതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ h equal to fv square by L. F is force, v is velocity and L is the angular momentum. Find dimension of h എന്നാണ് ചോദിച്ചത്. എച്ചിൻ്റെ ഡയമെൻഷൻ കാണാനാണ് ചോദ്യം. h equal to fv square by L എന്നാണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. എന്താ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. MLT⁻²- ആണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, ഇനി പിന്നെയുള്ളത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എല്ലാവർക്കും അറിയുന്നതാണ്, LT⁻⁻1. ബ്രാക്കറ്റൊക്കെ കൊടുക്കണം. പിന്നെ എൽ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻ്റ് ആണ്. ആംഗുലാർ മൊമെൻ്റ് ആണ്. എന്താ ഡയമെൻഷൻ? എല്ലിൻ്റെ ഇക്വേഷൻ അറിയോ? എന്താ ആംഗുലാർ മൊമെൻ്റ് എല്ലിൻ്റെ ഇക്വേഷൻ? എൽ എന്ന് പറഞ്ഞാൽ MVR ആണ്. എൽ എന്ന് പറഞ്ഞാൽ MVR അല്ലേ? ആംഗുലാർ മൊമെൻ്റത്തിനെ MVR എന്ന് എഴുതിക്കൂടെ? മാസ്, വെലോസിറ്റി, റേഡിയസ്. എങ്കിൽ ഇതൊന്ന് ഡയമെൻഷൻ കണ്ടുപിടിക്കാം കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം, ഈസി ആയിട്ട് അറിയുന്ന കാര്യമാണ്. ആംഗുലാർ മൊമെൻ്റത്തിൻ്റെ ഡയമെൻഷൻ വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ L=MVR എന്നുള്ള ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. മാസിന് ഡയമെൻഷൻ എന്താ? M. വെലോസിറ്റിക്ക് എന്താ? LT⁻⁻1. പിന്നെ റേഡിയസിന് എന്താ? റേഡിയസിന് L ആണ് വരിക. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, റേഡിയസ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് പോലുള്ളതിനൊക്കെ L ആണ് ഡയമെൻഷൻ വരിക കേട്ടോ. ഇനി ഇവിടെ എന്ത് കിട്ടി? M. L 2 ഉണ്ട്, അപ്പോൾ L². പിന്നെ T⁻⁻1. ഇതാണ് എന്ത്? ഡയമെൻഷൻ ഫോർമുല ഓഫ് L. എങ്കിൽ ഇവിടെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ചിൻ്റെ ഡയമെൻഷൻ കിട്ടും. എഫിന് എന്താ ഡയമെൻഷൻ? MLT⁻². ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻². പിന്നെ വെലോസിറ്റിക്ക് എന്താ? LT⁻⁻1. അതിന് സ്ക്വയർ വേണം അല്ലേ? സ്ക്വയറുണ്ട്. അടിയിൽ എല്ലിൻ്റെ ഡയമെൻഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ML²T⁻⁻1. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കണം, ഞാനിത് റീഅറേഞ്ച് ചെയ്ത ഇതാണ്. ഒന്ന് ആദ്യം M, പിന്നെ L T⁻². പിന്നെ ഈ എല്ലിന് സ്ക്വയർ ഉണ്ട്, അപ്പോൾ L². പിന്നെ T⁻⁻1ന് സ്ക്വയർ വന്നാൽ T⁻⁻2 ആവും. T⁻⁻2 ബൈ ആര്? M L² T⁻⁻1. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക, ഈ M ക്യാൻസലായിപ്പോയി. പിന്നെ M ആണ് ക്യാൻസലായിപ്പോയത്. പിന്നെ ഈ L²ഉം ക്യാൻസലായിപ്പോയി. ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് എന്നുള്ളതൊന്ന് പറയൂ. ഈക്വൽ ടു ഇവിടെ ഒരു L ബാക്കിയുണ്ട് അല്ലേ? ഇവിടെ ഒരു L ബാക്കിയില്ലേ? ഉണ്ട്. പിന്നെ ഇവിടെ T⁻⁻2 ഉണ്ട്, ഇവിടെ ഒരു T⁻⁻2 ഉണ്ട്. അത് രണ്ടും കൂടി T⁻⁻4 ആവും. ഓക്കെ, അടിയിലായതുകൊണ്ട് ഒരു T⁻⁻1 ഉണ്ട്. ഓക്കെ, എങ്കിൽ അല്ലേ, അതല്ലേ ബാക്കിയുള്ളൂ. M വെട്ടിപ്പോയിട്ടുണ്ട്, L² വെട്ടിപ്പോയിട്ടുണ്ട്. T⁻⁻1 ആണ് ഇവിടെ അടിയിൽ ബാക്കിയുള്ളത്. അത് മുകളിലേക്ക് പോയാൽ ഇതെന്തായി മാറും? അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്നൊരു T⁻⁻1ഉം ഇതിന്നൊരു T⁻⁻1ഉം വെട്ടിപ്പോയാൽ ഇവിടെ ഒരു -3 ബാക്കി ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് ഇത് ഇങ്ങനെയായി മാറും, LT⁻⁻3. ഇതാണ് എച്ചിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്, LT⁻⁻3. ഓക്കെ, എച്ച് ആരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. LT⁻⁻3 എന്ന് പറയുന്ന ഡയമെൻഷനാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഈ T⁻⁻1ഉം ഇവിടുന്ന് ഒരു T⁻⁻1ഉം വെട്ടിയിട്ടാണ് ഇതിങ്ങനെ ആയത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ T⁻⁻1 മേലെ പോയാൽ T⁻1 ആവും. -4ഉം 1ഉം കൂടി
-3 ആയി മാറും. അങ്ങനെ അത് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി ഇൻ സർക്കുലർ മോഷൻ ഈസ് ഗിവൺ ബൈ F ഈസ് ഈക്വൽ ടു mv²/r. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് F ഈസ് ഈക്വൽ ടു mv²/r. റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ mlt⁻² അല്ലേ? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഴുതാൻ അറിയാലോ. എന്താ? mlt⁻², എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.050 ന്യൂട്ടൺ? എന്താണ് 0.050 ന്യൂട്ടൺ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു വാല്യൂ തുടങ്ങുന്നത് 0 പോയിൻറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ, അതായത് ഡെസിമൽ പോയിന്റിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ആദ്യത്തെ സീറോസിനെ സിഗ്നിഫിക്കൻ്റായി പരിഗണിക്കണ്ട. ഇത് 2 മാത്രമേ പരിഗണിക്കണ്ടൂ. അതുകൊണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം ഇവിടെ എത്ര? 2 ഈ 5ഉം ഈ 0യും മാത്രമാണ്. അതുകൊണ്ട് 2 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് വെലോസിറ്റി E. Dimension formula of E is ml⁻⁻1 t⁻². ഈയുടെ ഡയമെൻഷൻ ഇവിടെ ml⁻⁻1 t⁻² എന്ന് തന്നിട്ടുണ്ട്. ആരുടെയാണത്? ഈയുടേത്. ഓക്കെ, എന്നിട്ട് ചോദ്യം സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിക്കുന്നത് എന്തിന്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്നാൽ ചില എക്സാമുകളിൽ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് ചോദിക്കും. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്. ഇത് ഇതേപോലെ പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് that dimensions of each of the terms of a dimensional equation on both sides should be the same. Okay, എന്താണ്? It states that dimensions of each of the terms of a dimensional equation on both sides should be same. ഒരു ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ സെയിം ആണ്. എക്സാമ്പിളായിട്ട് v = u+at. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ ഈ ടേം ഉണ്ട്, ഈ ടേം ഉണ്ട്. എങ്കിൽ ഈ വിയുടേതും ഈ യുടേതും ഈ ATയുടേതും ഈ 3 ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ വിയുടേത് യുടേത് ATയുടേത് ഈ 3 ടേമാണ് ഈ ഇക്വേഷനിലുള്ളത്. ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ആണെന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു ഇക്വേഷൻ തന്നാൽ ഇതിൻ്റെയും ഡയമെൻഷൻ സെയിം ആയാൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. വേറൊരു ഇക്വേഷൻ S = ut + ½ നമുക്കറിയുന്നതാണ്. ഇതിൽ എസ് ഒരു ടേമാണ്, ut ഒരു ടേമാണ്, ½ ഒരു ടേമാണ്. ഈ 3 ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയാൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. അതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അതാണ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ. ഓക്കെ, എന്നാൽ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ B ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ? യൂസിങ് എബോ പ്രിൻസിപ്പിൾ. ഈ മോളിൽ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് യൂസിങ് എബോ പ്രിൻസിപ്പിൾ എറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് സൗണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ടിന് ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ശരിക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് വെലോസിറ്റി എന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്ന് ഡെൻസിറ്റീനെ,
പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഓഫ് സൗണ്ട് ഡെൻസിറ്റിനെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് എഴുതാം, വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ഓക്കെ, ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്താണ്, വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. വെലോസിറ്റി ഓഫ് സൗണ്ട് ഡെൻസിറ്റിനെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് എന്താണ് നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ, യൂസിങ് എബോ പ്രിൻസിപ്പിൾ അറൈവ് അറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് സൗണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ടിന് ഇക്വേഷൻ ഉണ്ടാക്കണം. എന്ത് വെച്ച്, ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ വെച്ചിട്ട് വെലോസിറ്റി ഓഫ് സൗണ്ടിന് ഇക്വേഷൻ ഉണ്ടാക്കണം. ഓക്കെ, എങ്കിൽ ഞാൻ അതിലേക്കാണ് പോകുന്നത്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഡെൻസിറ്റിനെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിൽ അതാണ് ഞാൻ ഇങ്ങനെ ആദ്യം എഴുതിയത്. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ, വി ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ചേർക്കാം, അതാണ് കെ. അത് നമുക്ക് വേണമെങ്കിൽ 1 എന്നൊക്കെ എടുക്കാം, പക്ഷേ കെ എന്ന് മാത്രം അവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ റോ, പിന്നെ ഈ റോയ്ക്കും ഇക്കും ഓരോ പവർ വെറുതെ കൊടുക്കുക, എ അതേപോലെ ബി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എങ്കിൽ ഇതാണ് ഇക്വേഷൻ 1 ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയപ്പോൾ ഒരു കോൺസ്റ്റന്റ് വന്നു കെ, റോയ്ക്ക് ഒരു പവർ വന്നു, ഇക്കും ഒരു പവർ വന്നു. ഓക്കെ, ഈ ഇക്വേഷൻ അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡയമെൻഷൻസ് എഴുതാൻ പോവാണ്. ഇതാരാ, വെലോസിറ്റി അല്ലേ. വെലോസിറ്റിക്ക് എന്താ ഡയമെൻഷൻ, LT⁻⁻1 ഈക്വൽ ടു കെ കോൺസ്റ്റൻ്റ് ആണ്, ഡയമെൻഷനെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ. ഡെൻസിറ്റി മീൻസ് മാസ് ബൈ വോളിയം. മാസിൻ്റെ ഡയമെൻഷൻ എന്താ, എം. വോളിയത്തിൻ്റെ എന്താ, എൽ. അടിയിലല്ലേ വരിക, വോളിയത്തിൻ്റെത് L³ ആണ്, അത് അടിയിലാണ് വരിക. മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ L⁻⁻3. ഇതാണ് ഡയമെൻഷൻ്റെ കേട്ടോ. ഇതാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻസിറ്റിയുടെ ഡയമെൻഷനാണ് ml⁻⁻3. ഓക്കെ, മാസ് ബൈ വോളിയാണ് ഡെൻസിറ്റി. മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം ആണ്, വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L³ ആണ്. ആ L³ മുകളിൽ പോയപ്പോഴാണ് L⁻⁻3 ആയത് കേട്ടോ. ഓക്കെ, ഈ കാര്യം ശ്രദ്ധിക്കാം. എങ്കിൽ ഞാനിവിടെ എഴുതാൻ പോവാണ്, ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താ, mL⁻⁻3. അതിന് പവർ കൊടുക്കണം. എന്താ പവർ, എ അല്ലേ. ഇവിടെ എ എന്ന് പറയുന്ന പവർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനി പിന്നെ ആരാ അവിടെ ഉള്ളത്, ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ ആരാ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെ ഡയമെൻഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ്, അതവിടെ തന്നിട്ടുണ്ട്. എത്രയത്, mL⁻⁻1 T⁻⁻2. അതിന് പവർ എന്താ, ബി അല്ലേ. അപ്പോൾ അതിന് മൊത്തമായിട്ട് പവർ കൊടുക്കുക, ബി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എം ഉണ്ടോ, ഇല്ല. എം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എം ചേർക്കാം, m⁻0 എന്ന് എഴുതിയാൽ മതി. ഇല്ലാത്ത സ്ഥലത്ത് ആ സംഭവം ചേർക്കാം, പവർ 0 എന്ന് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ഇനി പിന്നെ ആരുണ്ട് അവിടെ, L⁻⁻1. എം എന്തിനാ ചേർക്കുന്നതെന്ന് പിന്നെ മനസ്സിലാവും. ഈക്വൽ ടു ഇവിടെ എം ഉണ്ട്, എമ്മിന് എന്താ പവർ, എ. അപ്പോൾ m⁻A അല്ലേ, പവർ എ വരും. പിന്നെ L⁻⁻3, അതിന് വീണ്ടും പവർ എ. അപ്പോൾ എന്താ വരിക, L⁻⁻3 ഒരു പവർ ഉണ്ട്, പിന്നെ ഒരു പവറും കൂടി ഉണ്ട് എ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എയും കൂടി ചേർക്കുക, അപ്പോൾ 3a. ഓക്കെ, എമ്മിന് പവർ ഉണ്ട് എ, എല്ലിന് -3 ഉണ്ട്, എ ഉണ്ട്. അപ്പോൾ -3 എന്നാണ് പവർ വരിക. പിന്നെ ഇവിടെ എം ഉണ്ട്, എമ്മിന് എന്താ പവർ, ബി. പിന്നെ ഇവിടെ എൽ ഉണ്ട്, എല്ലിന് പവർ -1 ഉണ്ട്, ബിയും ഉണ്ട്. അപ്പോൾ -1 × ബി എന്നല്ലേ വരിക. -1 × ബി എന്ന് പറഞ്ഞാൽ -b എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ T⁻2 എന്ന് പവർ ഉണ്ട്, ബി എന്നും പവർ ഉണ്ട്. -2 ഉണ്ട് പവർ, ബിയും ഉണ്ട്. എങ്കിൽ -2 × ബി അല്ലേ, അപ്പോൾ -2b. ഓക്കെ, ഇത്രയാണ്. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ബാക്കി എഴുതുന്നത് ശ്രദ്ധിച്ചോ. എം പവർ 0 ആണ്, L T⁻⁻1. റൈറ്റ് സൈഡിൽ എം എത്ര ഉണ്ട് നോക്കുക, 2m ആണുള്ളത്. 2m ഒറ്റ എം എഴുതിയാൽ മതി, 2m വന്നാൽ ഒരു എം എഴുതിയാൽ മതി. പവർ ആഡ് ചെയ്യാതാ മതി. പവർ എന്താ ഇവിടെ, എ. ഇവിടെ എന്താ പവർ, ബി. എങ്കിൽ പവർ ആഡ് ചെയ്യാം, A+B. ഓക്കെ, പിന്നെ അവിടെ ഉള്ളത് L, 2 ഉണ്ട് അല്ലേ L. അപ്പോൾ ഒരു L എഴുതിയാൽ മതി. എന്തൊക്കെയാണ് പവർ, -3a ബിയും, എല്ലിനൊരു പവർ എന്താ, -3a. ഇവിടെ എന്താ പവർ, -b. അത് രണ്ടും കൂടി കൂട്ടുക, -3a പിന്നെ +-b രണ്ടും കൂടി കൂട്ടി. ഓക്കെ,
അപ്പോൾ ശ്രദ്ധിക്കുക, എം രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരു എം എഴുതി, അതിൻ്റെ പവർ രണ്ടും കൂട്ടി എയും ബിയും, എ പ്ലസ് ബി. പിന്നെ എൽ രണ്ടെണ്ണം ഉണ്ട്, ഒരു എൽ എഴുതി, പവർ രണ്ടും കൂട്ടുക, -3 മൈനസ് ബിയും, -3 മൈനസ് ബിയും കൂട്ടി എങ്ങനെ കിട്ടുക. പിന്നെ അവിടെ ഉള്ളത് ടി ആണ്. ടി എന്താ പവർ? -2b. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡിലെയും പവറുകൾ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എമ്മിൻ്റെ പവർ എ പ്ലസ് ബി, ഇവിടെ എമ്മിൻ്റെ പവർ 0 എങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു 0. ശ്രദ്ധിക്കുക, എന്തെഴുതാം? എ പ്ലസ് ബി ഈക്വൽ ടു 0 എഴുതിക്കൂടെ? ഈ ഇവിടെ എമ്മിൻ്റെ പവർ എ പ്ലസ് ബിയും ഇവിടെ എമ്മിൻ്റെ പവർ 0 ആണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇവിടെ എല്ലിൻ്റെ പവർ എന്താ? -3a. പിന്നെ പ്ലസ് ഓർ മൈനസ് വന്നാലും മൈനസ് വരും, മൈനസ് അല്ലേ? പ്ലസ് മൈനസും വന്നാൽ അവിടെ മൈനസ് വരൂല്ലേ? അപ്പോൾ -3a മൈനസ് ബി ഈക്വൽ ടു, ഇവിടെ എല്ലിൻ്റെ പവർ എന്താ? -3a മൈനസ് ബി. ഇവിടെ എല്ലിൻ്റെ പവർ എന്താ? 1 അല്ലേ? ഇവിടെ കാണുന്നത് ശരിക്കും 1 അല്ലേ? അവിടെ എഴുതിയിട്ടില്ല എന്ന് മാത്രം. ഈക്വൽ ടു 1. അപ്പോൾ റൈറ്റ് സൈഡിലെ എല്ലിൻ്റെ പവർ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലെ എല്ലിൻ്റെ പവർ, അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി ടീൻ്റെ പവർ എന്താ? ഇവിടെ -2b. ഇവിടെ ടീൻ്റെ പവർ എന്താ? -1. ഓക്കെ, കണ്ടോ? എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ -2b ഈക്വൽ ടു -1 എങ്കിൽ 2b ഈക്വൽ ടു 1 അല്ലേ? എഴുതിക്കൂടെ? -2b ഈക്വൽ ടു -1 ആണെങ്കിൽ 2b ഈക്വൽ ടു 1. അതായത് ലെഫ്റ്റ് സൈഡിലെ മൈനസും റൈറ്റ് സൈഡിലെ മൈനസും രണ്ടും വെട്ടിപ്പോയി. ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലത്തെ സാധനങ്ങൾ എന്നാൽ വെട്ടിക്കൂടെ? അപ്പോൾ ലെഫ്റ്റിലെ മൈനസും റൈറ്റിലെ മൈനസും വെട്ടി. അപ്പോൾ 2b ഈക്വൽ ടു 1 എങ്കിൽ ബി എന്താ? ഇവിടെ 1 ഉണ്ട്, ഈ 2 അപ്പുറത്ത് പോയാൽ അടിയിൽ വരും. അപ്പോൾ ബി ഈക്വൽ ടു 1/2 ഉണ്ടോ? ബിക്ക് 1/2 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടി. ബി ഈക്വൽ ടു 1/2. ഓക്കെ, ഇനി അപ്പോൾ ബിക്ക് 1/2 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് പോട്ടെ. എ പ്ലസ് ബി ഈക്വൽ ടു 0 എന്നല്ലേ? എങ്കിൽ എ പ്ലസ് ബിക്ക് എന്താ വാല്യൂ കിട്ടിയേ? 1/2 അല്ലേ? ബിക്ക് വരെ 1/2 എന്ന് കൊടുത്തു, ഈക്വൽ ടു എന്ത്? 0 ഉണ്ടോ? എ അതേപോലെ എഴുതി, ബിക്ക് വരെ 1/2 ഈക്വൽ ടു 0. ഇനി എ ഈക്വൽ ടു ഈ 1/2 റൈറ്റ് സൈഡിലേക്ക് പോയാൽ എന്താവും? ഇത് +1/2 അപ്പുറത്ത് പോയാൽ -1/2 ആവും, -1/2. അപ്പോൾ എയും കിട്ടി. അപ്പോൾ എയും കിട്ടി, ബിയും കിട്ടി, എയും കിട്ടി, ബിയും കിട്ടി. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഇക്വേഷൻ 1ലേക്ക് തിരിച്ചു പോവുകയാണ്. ഇക്വേഷൻ 1ലേക്ക് തിരിച്ചു പോട്ടെ. ഇതാണ് ഇക്വേഷൻ 1. അതിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു. ശ്രദ്ധിക്കുക, എന്താ ഇക്വേഷൻ 1ലേക്ക് തിരിച്ചു പോകുന്നു. ഇതാണ് ഇക്വേഷൻ 1 ബിക്കംസ് എന്താ? വി ഈക്വൽ ടു കെ. അതേപോലെ അവിടെ എഴുതി വെക്കുക. കെ അതേപോലെ എഴുതിയ അല്ലേ? അവിടെ തന്നെ എഴുതി. പിന്നെ റോൻ്റെ പവർ എന്താ? എ അല്ലേ? എ എത്രയാ? -1/2. ഓക്കെ, പിന്നെ ആരാ ഉള്ളത്? ഇ അല്ലേ? യെസ്. ഇക്ക് എന്താ പവർ? ബി അല്ലേ? ബീൻ്റെ വാല്യൂ എന്താ? 1/2. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക, വി ഈക്വൽ ടു കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ശരിക്കും പവർ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടല്ലേ? അപ്പോൾ റോയ്ക്കും ഇക്കും രണ്ടിനും പവറുണ്ട് 1/2 അല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ ശരിക്കും റൂട്ടല്ലേ? അതുകൊണ്ട് ആദ്യം ഞാൻ ഇ എഴുതാണ്. ഇ അത് √e ആണ് എഴുതുന്നത്. √e എന്തുകൊണ്ടാ? e⁻1/2നെ √e എന്ന് എഴുതി കൂടെ? ഇനി റോയ്ക്കും പവർ 1/2 അതും റൂട്ടായിരിക്കും, പക്ഷെ മൈനസ് അല്ലേ? അതുകൊണ്ട് താഴെയാണ് റൂട്ട് എഴുതേണ്ടത്. ഓക്കെ, എങ്കിൽ ഇത് ഒന്നുകൂടി മാറ്റി എഴുതാം. വി ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് മേലെയും താഴെ രണ്ടിനുമില്ലേ? അപ്പോൾ ഒറ്റ റൂട്ട് എഴുതിയാൽ പോരെ. എന്നിട്ട് മുകളിൽ ഇയും അടിയിൽ റോ ചെയ്ത് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് വരിക. ഈ കെയുടെ വാല്യൂ നമുക്ക് ഡയമെൻഷനിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല, പക്ഷേ കെയുടെ വാല്യൂ 1 ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറി? വി ഈക്വൽ ടു √e/ρ. വെലോസിറ്റി ഓഫ് സൗണ്ട് നിങ്ങൾ √e/ρ എന്ന് പഠിച്ചിട്ടുണ്ടാകാം അല്ലേ? പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇങ്ങനെ ഈ രീതിയിൽ ഡയമെൻഷൻസും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ. ചോദ്യം ഇതാണ്, റൈറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദി ഫോളോയിങ് ഡയമെൻഷൻ. എം എൽ T⁻⁻1. നിങ്ങൾ നോക്ക്, എം ഇത് മാസാണ് അല്ലേ? എം പറഞ്ഞാൽ മാസാണ്. എം എന്ന് പറഞ്ഞാൽ മാസാണ്. ഈ എൽ T⁻⁻1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ് അല്ലേ? എം മാസാണ്, എൽ T⁻⁻1 എന്ന വെലോസിറ്റിയാണ്. എങ്കിൽ മാസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് അല്ലേ? അപ്പോൾ ഇത് മൊമെൻ്റത്തിൻ്റെയാണ് 1
ആരാണ്? മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനാണത്. മൊമെൻറ്റം അല്ലേ? എം എന്ന് പറയുന്നത് മാസ്, എൽ ടി റേസ്റ്റ് മൈനസ് 1 എന്ന് പറയുന്നത് വെലോസിറ്റി. മാസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണ്. ഇനി രണ്ടാമത്തത് നോക്ക്, എം എൽ സ്ക്വയർ ടി റേസ്റ്റ് മൈനസ് 2 അല്ലേ? എം പറഞ്ഞ മാസ്, എൽ ടി റേസ്റ്റ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്. പിന്നെ ഒരു എല്ലും കൂടി എക്സ്ട്രാ ഉണ്ട് അല്ലേ? അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ലെങ്ത് എന്നുള്ള രീതിയിൽ വരുന്ന സാധനമാണ് ഇത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എനർജിക്ക് അല്ലെങ്കിൽ വർക്കിന് അല്ലെങ്കിൽ ടോർക്കിന്, വർക്ക്, എനർജി, അതേപോലെ ടോർക്ക്, ഇതിനൊക്കെ ഈ ഡയമെൻഷനാണ് വരിക. ഓക്കെ, എങ്ങനെ വരുന്നത്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? എം എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. പിന്നെ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താ? എല്ല്. എങ്കിൽ ഇതെന്തായി മാറി? എം, ഈ രണ്ട് എല്ലും കൂടി എൽ സ്ക്വയർ, പിന്നെ ആര്? ടി റേസ് ടു മൈനസ് 2. അപ്പോൾ ഇത് കണ്ടോ, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. ഓക്കെ, അപ്പോൾ അത് വർക്കിനും എനർജിക്കും ടോർക്കിനൊക്കെ ഒരേ ഡയമെൻഷനാണ് വരിക. ആ കാര്യം ഓർത്തിരുന്നാൽ മതി. എങ്കിൽ അതിലെ ബി പാർട്ട് നോക്കൂ. ചെക്ക് വെദർ ദി ഇക്വേഷൻ ടി ഈക്വൽ ടു 2π√m/g ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? ടി ഈക്വൽ ടു 2π√m/g അല്ലേ? അവിടെ ടി ആരാണ്? ടൈം പീരീഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എം മാസ് ആണെന്ന് തന്നിട്ടുണ്ട്. ജി ആക്സലറേഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഡയമെൻഷനലി ഈക്വൽ ആവണ്ടേ? ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനും റൈറ്റ് സൈഡിലെ ഡയമെൻഷനും ഈക്വൽ ആയാലല്ലേ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആവുള്ളൂ. എങ്കിൽ ടി ആരാ? ടൈം പീരീഡാണ്. ടൈം പീരീഡിന് എന്താ ഡയമെൻഷൻ? ടി ഈക്വൽ ടു, പിന്നെ 2π എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഡയമെൻഷൻ എഴുതൂല കോൺസ്റ്റൻറ്റുകൾക്ക്. എങ്കിൽ 2π പോയി. പിന്നെ ആരാ ഉള്ളത്? എം, മാസ് അല്ലേ? മാസിന് എന്താ ഡയമെൻഷൻ? എം. പക്ഷെ അതിന് റൂട്ടുള്ളത് കൊണ്ട് പവർ എഴുതണം 1/2. ഓക്കെ, ഇനി അടിയിൽ ജി ആണുള്ളത്. ജി എന്ന് പറഞ്ഞാൽ ആരാ? ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. അതിനും റൂട്ടുണ്ട് അല്ലേ? റൂട്ടില്ലേ? അതുകൊണ്ട് പവർ എന്ത് കൊടുക്കണം? 1/2 കൊടുക്കണം. ഓക്കെ, എങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടി, റൈറ്റ് സൈഡിൽ എം റേസ് ടു 1/2. അടിയിൽ എല്ലിന് പവർ എന്താ? 1/2 വരും ഇല്ലേ? ഈ എല്ലിന് ഈ പവർ ബാധകല്ലേ? 1/2. പിന്നെ ടിക്ക് എന്താ പവർ? -2 ഉണ്ട്, 1/2 ഉണ്ട്. എങ്കിൽ -2 ഇൻറ്റു 1/2 എന്നാ. എങ്കിൽ ഈ 2 ഇൻറ്റും വെട്ടിപ്പോവും. അപ്പോൾ ഇതെന്തായി മാറി? ടി ഈക്വൽ ടു എം റേസ് ടു 1/2. അടിയിൽ എന്തൊക്കെയുള്ളത്? എൽ റേസ് ടു 1/2. പിന്നെ ടി ഉണ്ട്, മൈനസ് ഉണ്ട്, പിന്നെ 1 ഉണ്ട്. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റിലെയും റൈറ്റിലെയും ഡയമെൻഷൻസ് സെയിം ആയിട്ടാണോ നിങ്ങൾക്ക് കിട്ടിയത്? ഡയമെൻഷൻ സെയിം ആയിട്ട് കിട്ടിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ അല്ല. ഒരു സിമ്പിൾ പെല്ലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷനായിട്ടാണ് ഇത് തന്നിട്ടുള്ളത്. സിമ്പിൾ പെല്ലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഇതല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഡയമെൻഷനലി കറക്റ്റ് അല്ല, ഇത് എക്സാക്റ്റ് ഇക്വേഷനും അല്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എങ്കിൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട സംഭവം ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്തിനാ? ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, പിന്നെ ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ തന്നാൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ച് ഒരു പുതിയൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. അതാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് അല്ലേ? വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തില്ലേ? അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. പിന്നെ ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് ഓരോ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ പാരലാക്സ് മെത്തേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. ഓക്കെ, അതുപോലെ ഒരു ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ. ഒരു പാർ സെക്കൻഡ് എത്ര? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വാല്യൂ എന്താണ്? ആ കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. അതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ.
ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് വർക്ക് എനർജി ആൻഡ് പവർ. വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വർക്കുമായി ബന്ധപ്പെട്ട് എനർജി, അതേപോലെ പവർ ഇതുമായി ബന്ധപ്പെട്ട്, അതേപോലെ കൊളീഷൻസുമായി ബന്ധപ്പെട്ടൊക്കെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഞാൻ അതിനുവേണ്ടി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതാണ്: റൈറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, ഇത് പ്രീവിയസ് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്. ഓക്കെ, നിർബന്ധമായും പഠിക്കണം. അപ്പോൾ ഇതിൽ റൈറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് ആദ്യം അറിയാം. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ ആദ്യം പറയാം. റൈറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ്. അതിൽ ഒരു പ്രോപ്പർട്ടി ഞാനിവിടെ എഴുതാം. ഒരു പ്രോപ്പർട്ടി ഇതാണ്: ദ വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ്. വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് ഈസ് 0. വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് ഈസ് 0. അതാണ് വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് ഈസ് 0. അതാണ് ഒരു പ്രോപ്പർട്ടി. വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് ഈസ് 0. വേറൊരു പ്രോപ്പർട്ടിയാണ് ദേ ആർ സെൻട്രൽ ഫോഴ്സസ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ സെൻട്രൽ ഫോഴ്സസ്. കൺസർവേറ്റീവ് ഫോഴ്സുകൾ സെൻട്രൽ ഫോഴ്സുകളാണ്. അതുപോലെ വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് ഈസ് 0. ഈ 2 പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രൽ ഫോഴ്സ് ആയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. എന്നാൽ എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് ഒരു പക്ഷേ ചോദിച്ചാൽ അതിനുള്ള മറുപടി കൂടി നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കുക. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് ചോദിച്ചാലുള്ള മറുപടിയാണ് ഞാനിവിടെ പറയുന്നത്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്? അതിന് ആൻസർ ഇതാണ്: ഇഫ് ദ വർക്ക് ഡൺ ബൈ ഓർ against a force is independent of the path followed by the object. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് പറയേണ്ടത്. എന്താണ്? ഇഫ് ദ വർക്ക് ഡൺ ബൈ ഓർ എഗെയിൻസ്റ്റ് എ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റ്. വർക്ക് ഡൺ ബൈ ഓർ എഗെയിൻസ്റ്റ് എ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഫോളോഡ്. ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ? ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വർക്ക്. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണം, ഇഫ് ദ വർക്ക് ഡൺ ബൈ ഓർ എഗെയിൻസ്റ്റ് എ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഫോളോഡ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ കേസിലാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഞങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് അല്ലേ? ഇതാ ഈ പോയിൻ്റാണ് ഓർത്തിരിക്കേണ്ടത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഫോളോഡ്. ഓക്കെ, ആ പോയിൻ്റാണ് അവിടെ പ്രധാനപ്പെട്ടത്. അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിന് കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. അതേപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. അതേപോലെ മാഗ്നറ്റിക് ഫോഴ്സ്, ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്നാൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ ഇൻഡിപെൻഡൻ്റ് എന്നുള്ളിടത്തിൽ ഡിപ്പെൻഡൻ്റ് ആവും, ഡിപ്പെൻസ് എന്നാവും. ഓക്കെ, ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്, നോൺ കൺസർവേറ്റീവ് ആണ്, അവിടെ ഡിപ്പെൻഡ് എന്ന് വരും. പിന്നെ നോൺ കൺസർവേറ്റീവിന് എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഒക്കെയാണ്. അതേപോലെ നോൺ കൺസർവേറ്റീവ് ആണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്: വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് ഈസ് നോട്ട് 0. ദേ ആർ നോട്ട് സെൻട്രൽ ഫോഴ്സസ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങൾ വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻ: പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററാണിത്. എങ്കിൽ പവറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. പവറിനെ ഫോഴ്സിൻ്റെയും വെലോസിറ്റിയുടെയും ടേമിലേക്ക് എഴുതാനാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പവർ എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ എയുടെ ആൻസറാണ് ഞാൻ പറയുന്നത്.
ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പവറിനെ പഠിച്ചിട്ടുള്ളത് വർക്ക് ബൈ ടൈം എന്നാണ്. ഓക്കെ, പവറിൻ്റെ ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. എങ്കിൽ പവർ ഈക്വൽ ടു വർക്കിനെ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ഡോട്ട് എസ് എന്ന് പറയൂലേ. വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എസ് ബൈ ടി അല്ലേ, ഇങ്ങനെ എഴുതാറുണ്ടല്ലോ. എങ്കിൽ പവർ ഈസ് ഈക്വൽ ടു, ഞാൻ പവറിനെ ആദ്യം വർക്ക് ബൈ ടൈം എന്ന് എഴുതി, വർക്കിനെ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെ എഴുതി, അടിയിൽ ടൈം എഴുതി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ, ഈ ഫോഴ്സ് അതേപോലെ താഴേക്ക് എഴുതി, പിന്നെ ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി. എങ്കിൽ പവറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായി മാറിയില്ലേ, എഫ് ഡോട്ട് വി എന്നായി മാറിയില്ലേ. പവർ ഈക്വൽ ടു എഫ് ഡോട്ട് വി. നിങ്ങളോട് ചോദിച്ചെന്താ, എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി എന്നല്ലേ. പവറിനെ ഫോഴ്സിൻ്റെയും വെലോസിറ്റീൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതിയില്ലേ. അപ്പോൾ ഇതാണ് ആൻസർ, ക്വസ്റ്റ്യൻ എയുടെ ആൻസർ ഇതാണ്. ഓക്കെ, ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കൂ. എന്താണ്, ആൻ ഇലവേറ്റർ കാരിയിങ് ദ മാക്സിമം ലോഡ് ഓഫ് 1800 kilogram is moving up with a constant speed of 2 meters per second. The frictional force opposing the motion is 4000 Newton. Determine minimum power delivered by the motor to the elevator. ഓക്കെ, അപ്പോൾ പവറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇതിൽ പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പവർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു എന്ത്, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാണ് ആര്, പവർ. ഓക്കെ, എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു എലവേറ്ററാണ്. ഒരു എലവേറ്ററിൽ ക്യാരി ചെയ്യുന്ന മാക്സിമം ലോഡ് എത്രയാണ്, 1800 കിലോഗ്രാമാണ് അല്ലേ. അപ്പോൾ മാസ്, എലവേറ്ററിലെ മാസ് 1800 കിലോഗ്രാമാണ് മാക്സിമം. ഈസ് മൂവിങ് അപ്പ്, മുകളിലോട്ടാണ് എലവേറ്റർ പോകുന്നത്. അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, സ്പീഡ് എത്രയാണ്, 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിങ് ദ മോഷൻ ഈസ് 4000 ന്യൂട്ടൺ. എലവേറ്റർ മേലേക്ക് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനെ ഓപ്പോസ് ചെയ്യാണ് താഴേക്ക്. ഓക്കെ, അതെത്രയാണ്, 4000 ന്യൂട്ടൺ. എങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഡിറ്റർമൈൻ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടോർ ടു ദി എലവേറ്റർ എന്നല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പവർ, അതായത് മോട്ടറാണ് ഈ എലവേറ്ററിന് പവർ കൊടുക്കേണ്ടത്. എന്തിനാണ് ഈ എലവേറ്ററിന് പവർ കൊടുക്കേണ്ടത്? ഈ 1800 കിലോഗ്രാം ലോഡ് മേലേക്ക് പോകാനും, പിന്നെയോ ഫ്രിക്ഷനെ മറികടക്കാനും. ഫ്രിക്ഷൻ എങ്ങോട്ടാ, ഓപ്പോസിറ്റായിട്ട്. അതിനെ മറികടക്കാനും എന്ത് കൊടുക്കണം, പവർ കൊടുക്കണം. ആര്, മോട്ടർ. എലവേറ്ററിന് പവർ കൊടുക്കണം ആര്, മോട്ടർ. എന്തിനൊക്കെ മറികടക്കണം, ഈ 1800 കിലോഗ്രാം ലോഡിനെ വഹിക്കാനും അതേപോലെ അതിന് ഓപ്പോസിറ്റായിട്ട് അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെ മറികടക്കാനുള്ള ഒരു പവറാണ് കൊടുക്കേണ്ടത്. എങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ആ എലവേറ്ററിൽ താഴോട്ട് എത്ര ഫോഴ്സാണ് അനുഭവപ്പെടുന്നത്, ആ ഫോഴ്സിനെ മറികടക്കാനുള്ള പവറല്ലേ കൊടുക്കേണ്ടത്. താഴോട്ട് എത്രയാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്, താഴോട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്, നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ്, ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ് അത് 1 mg ആണ് അല്ലേ. ആ എലവേറ്ററിലെ മൊത്തം വെയിറ്റ് അത് താഴോട്ടാണ് അനുഭവപ്പെടുന്നത്. പിന്നെ താഴോട്ട് അനുഭവപ്പെടുന്നത് ഫ്രിക്ഷനാണ്. എലവേറ്റർ മേലേക്ക് പോകുമ്പോൾ ഫ്രിക്ഷന് ഓപ്പോസിറ്റ് താഴേക്ക്. അപ്പോൾ പ്ലസ് ഫ്രിക്ഷൻ അല്ലേ, പ്ലസ് ഫ്രിക്ഷൻ അല്ലേ താഴേക്ക് അനുഭവപ്പെടുന്നത്. യെസ്. എങ്കിൽ മൊത്തം ഫോഴ്സ് എത്രയാണെന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എം എത്രയാണ്, 1800 ഇൻറ്റു ജി എത്രയാണ്, 10 പ്ലസ് ഫ്രിക്ഷൻ എത്രയാണ്, 4000 അല്ലേ. എങ്കിൽ ഇത് എത്ര കിട്ടി,
800 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 18,000 ആയി അല്ലേ? ഓക്കെ, പ്ലസ് 4,000. ഓക്കെ, എങ്കിൽ ഇത് എത്രയാ ശരിക്കും? മൊത്തം എത്രയായി? 18,000 4,000 എത്രയായി? 22,000. ഓക്കെ, ഇതാണ് മൊത്തം ഫോഴ്സ്. അവിടെ ആ എലവേറ്ററിൽ താഴേക്ക് അനുഭവപ്പെടുന്ന മൊത്തം ഫോഴ്സാണിത്. ഓക്കെ, എങ്കിൽ വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 2. എങ്കിൽ പവർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇതിൽ പവർ കണ്ടുപിടിച്ചൂടെ നമുക്ക് എളുപ്പം? എങ്കിൽ പവർ എങ്ങനെ കണ്ടുപിടിക്കുക പറ? എങ്ങനെ പവർ കിട്ടുക പറ? പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് എത്രയാ? 22,000 ഇൻറ്റു വെലോസിറ്റി എത്രയാ? 2 അല്ലേ? ഇങ്ങനെയല്ലേ കിട്ടുന്നത്? അപ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു 22 എന്ന് പറഞ്ഞാൽ 44 ആണ്. 44ഉം പിന്നെ 3 0യും ഇത്രയും വാട്ട് അല്ലേ? അല്ലേ, പവറിൻ്റെ യൂണിറ്റ് വാട്ടല്ലേ പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ട മിനിമം പവർ എന്ന് പറയുന്നത്. അപ്പോൾ 44,000 വാട്ടാണ് നിങ്ങൾക്ക് പവർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസറാണ് ചെയ്തിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ സി, എക്സ്പ്രസ് യുവർ ആൻസർ ഇൻ ഹോഴ്സ് പവർ. ഈ ആൻസർ ഹോഴ്സ് പവറിലേക്ക് മാറ്റാൻ, ഇതിപ്പോൾ വാട്ടിലാണ്. നമ്മൾ ഇതെല്ലാം SI യൂണിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വാട്ടിലാണ് കിട്ടുക. എന്നാൽ നമ്മളോട് ഹോഴ്സ് പവറിലേക്ക് മാറ്റാനാണ് ചോദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. എങ്കിൽ ഒരു വാട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 746 ഇങ്ങോട്ട് കൊണ്ടുവരിക. ഒരു HP ബൈ 746 ആണ് ഒരു വാട്ട്. ഒരു HP ബൈ 746 ആണ് ഒരു വാട്ട്. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക, എനിക്ക് ഈ വാല്യൂവിനെ ഹോഴ്സ് പവറിലേക്ക് മാറ്റണം. എങ്കിൽ ഇതല്ലേ പവർ? എത്രയാ? 44,330. അത്രയും വാട്ടല്ലേ? ഒരു വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു HP ബൈ 746 എന്ന് എഴുതി കൂടെ? HP ബൈ 746. ഞാൻ എന്തിനാ HP ബൈ 746 എന്ന് എഴുതിയത്? ഒരു വാട്ടിനെയാണ് അല്ലേ? ഇവിടെ ഒരു വാട്ടില്ലേ? അതാ ഈ വാട്ടിന് പകരം എന്ത് കൊടുത്തു? HP ബൈ 746. ഒരു HP എന്നാണ്, ഒന്നും നട എഴുതേണ്ട ആവശ്യമില്ല. HP ബൈ 746. എങ്കിൽ ഈ 44,000 ബൈ 746 ചെയ്യാം. 44,000 ബൈ 746 ചെയ്താൽ 58.98 എന്ന് കിട്ടും. പിന്നെ അവിടെ HP ഉണ്ട്. അപ്പോൾ നമുക്ക് പവർ HPയിലേക്ക് മാറിയില്ലേ? ഇത്രയും ഹോഴ്സ് പവറാണ്. അപ്പോൾ ഇത്രയും വാട്ട് പവർ, ഇത്രയും HP, അതായത് ഹോഴ്സ് പവർ പവറായിട്ട് മാറി. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ സിയുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ വർക്ക് ഡൺ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് ആസ് 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വർക്ക് 3 ടൈപ്പാണ് പഠിക്കുന്നത്. ഒന്ന് പോസിറ്റീവ് വർക്ക്, പിന്നെ ഒന്ന് നെഗറ്റീവ് വർക്ക്, പിന്നെ ഒന്ന് 0 വർക്ക്. പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷൻ, അതായത് ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ തന്നെ ബോഡി മൂവ് ചെയ്യാം. ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ബോഡി മൂവ് ചെയ്താൽ വർക്ക് പോസിറ്റീവാണ്. ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ടാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ വർക്ക് നെഗറ്റീവാണ്. ഇനി ഫോഴ്സും ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ വർക്ക് 0 ആണ്. ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനും ഫോഴ്സും പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് എന്താണ്? വർക്ക് 0 ആണ്. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് വർക്കാണ് ഇവിടെ വരുന്നത്. ആ കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. അതിൽ എ നോക്ക്, വർക്ക് ഡൺ ബൈ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. വർക്ക് 0 ആണ് കേട്ടോ. എന്താ കാര്യം? ഇങ്ങനെ സർക്കിളിലൊരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും, എന്നാൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. റൗണ്ടിൽ കറങ്ങുന്ന ബോഡിക്ക് എപ്പോഴും സെൻറ്ററിലേക്കല്ലേ ഫോഴ്സ് ഉണ്ടാകുക? വട്ടത്തിൽ കറങ്ങുന്ന ബോഡിയിലെ ഫോഴ്സ്, സെൻട്രിപീറ്റൽ ഫോഴ്സ് സെൻറ്ററിക്കല്ലേ ഉണ്ടാകുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്, ഫോഴ്സ് ഇങ്ങോട്ട്. ആംഗിൾ എത്രയാണ്? 90. വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? FS cos θ എന്നാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ F.S എന്ന് എഴുതാം, അല്ലെങ്കിൽ FS cos θ എന്ന് എഴുതാം. എങ്കിൽ ഇവിടെ ആംഗിൾ 90 ആണ്, അതുകൊണ്ട് FS cos 90 എന്നാണ് വരിക. cos 90 എത്രയാ? 0 അതുകൊണ്ട് വർക്ക് 0 ആയി പോകും. അതുകൊണ്ട് വർക്ക് ഡൺ ബൈ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ ഈസ് 0 എന്നാണ് പറയേണ്ടത്. ഇനി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് വർക്കാണ്. എന്താ കാരണം? ഒരു ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിനെതിരായിട്ടാണ് എപ്പോഴും ഫ്രിക്ഷൻ ഉണ്ടാകുക. അതുകൊണ്ട് ഫോഴ്സും ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ വർക്ക് നെഗറ്റീവാന്ന് ഞാൻ പറഞ്ഞില്ലേ.
ഫോഴ്സും ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ വർക്ക് പോസിറ്റീവാണ്. ഫോഴ്സും ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ വർക്ക് നെഗറ്റീവാണ്. അതുകൊണ്ട് ഫ്രിക്ഷൻ കാരണമായിട്ടുള്ള വർക്ക് എപ്പോഴും നെഗറ്റീവാണ് വരിക. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ കേസിലുള്ള വർക്ക് എപ്പോഴും 0 ആണ് വരിക. ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഫ്രീലി ഫാളിംഗ് ബോഡി. നിങ്ങൾ നോക്ക്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ശരിക്കും എങ്ങോട്ടാണ് ഉണ്ടാകുക? താഴേക്കാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും താഴേക്കല്ലേ പിടിച്ചു വലിക്കുന്നത്. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് അല്ലേ പറയാം? എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക്, ഫ്രീലി ഫാളിംഗ് ബോഡി വരുന്നതും താഴേക്ക്, ബോഡി വരുന്നതും താഴേക്ക്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴേക്ക്. ബോഡി വരുന്ന ഡയറക്ഷനിൽ തന്നെ ഫോഴ്സ് വന്നാൽ വർക്ക് പോസിറ്റീവാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഡയറക്ഷൻ അത് വരുന്നതും താഴേക്കാണ്. അതുകൊണ്ട് വർക്ക് പോസിറ്റീവാണ്. പിന്നെ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ്. ഒരു ബോഡീനെ ലിഫ്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് കാരണമായിട്ടുള്ള വർക്ക് അത് പോസിറ്റീവ് അല്ലേ? എന്താ കാരണം? ഞാൻ എന്തെങ്കിലും ഒരു സാധനം തൂക്കിയെടുക്കണം, ഒരു ബാഗ് ഇങ്ങനെ തൂക്കിയെടുക്കണം. ഞാൻ എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്? മേലേക്ക്. ബോഡി വരുന്നതും എങ്ങോട്ട്? മേലേക്ക് അല്ലേ? ഞാനൊരു ബാഗ് ഇങ്ങനെ മേലേക്ക് തൂക്കിയെടുക്കുമ്പോൾ ആ ബാഗ് മേലേക്ക് തന്നെ വരുന്നത്, ഞാൻ ഫോഴ്സ് കൊടുക്കുന്നതും മേലേക്ക്, ബാഗ് വരുന്നതും മേലേക്ക്. അതല്ലേ ചോദിച്ചത്? അപ്പോൾ ഫോഴ്സും ബോഡിയുടെ മോഷനും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് എന്താ? പോസിറ്റീവ്. ഓക്കെ. അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നതും ഫോഴ്സും ഓപ്പോസിറ്റ് ആയാൽ നെഗറ്റീവ് വർക്ക്. ബോഡി മൂവ് ചെയ്യുന്നതും ഫോഴ്സും ഒരേ ഡയറക്ഷൻ ആയാൽ വർക്ക് പോസിറ്റീവ്. ബോഡി മൂവ് ചെയ്യുന്നതും ഫോഴ്സും പെർപെൻഡിക്കുലർ ആയാൽ 90 ഡിഗ്രി വന്നാൽ വർക്ക് 0. ഓക്കെ, ആ കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യനാണിത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് ബി? എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്താണ്? ഇതാണ് എ എന്ന് വിചാരിക്കുക, ഇതാണ് ബി എന്ന് വിചാരിക്കുക. എങ്കിൽ എയും ബിയും പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ ആംഗിൾ എത്രയാണ്? 90 അല്ലേ? അല്ലേ? എസ്. ഇത് എയും ഇത് ബി ആണെങ്കിൽ ആംഗിൾ 90 ആണ്. എങ്കിൽ എ ഡോട്ട് ബി കാണാനല്ലേ ചോദിച്ചത്? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി കോസ് തീറ്റ. എ ക്രോസ് ബി ആണെങ്കിൽ എ ബി സൈൻ തീറ്റ എന്നാണ് വരിക. എ ഡോട്ട് ബി ആണെങ്കിൽ എ ബി കോസ് തീറ്റ. ഓക്കെ. എങ്കിൽ ഇവിടെ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്നല്ലേ? എങ്കിൽ ശ്രദ്ധിക്കുക, എ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 90 അല്ലേ? 90 ഡിഗ്രി. ഓക്കെ. കോസ് 90 പറഞ്ഞാൽ 0 അല്ലേ? അതുകൊണ്ട് ഇത് 0 ആയിപ്പോവും. അപ്പോൾ എ ഡോട്ട് ബി എന്താ? 0 ആണ് അല്ലേ? ഇവിടെ ചോദ്യം എന്താണ്? ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് ബി എന്നല്ലേ ചോദിച്ചത്? എ ഡോട്ട് ബി 0 ആണ്. ഓക്കെ. എങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചത്? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് എഫ് ഈക്വൽ ടു 3i + 4j - 5k ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഈക്വൽ ടു 5i + 4j + 3k. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കുക, എഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡോട്ട് ഡി എന്ന് എഴുതി കൂടെ? സാധാരണ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ഫോഴ്സ് എഫ്, ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ എസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഡി ആണ് തന്നതുകൊണ്ട് ഡി എന്ന് എടുത്തു. എഫ് ഡോട്ട് ഡി എന്ന് എഴുതി കൂടെ വർക്കിനെ എഴുതാം. ഓക്കെ. എങ്കിൽ ഞാനിവിടെ എഫ് ഡോട്ട് ഡി കണ്ടുപിടിക്കുകയാണ്. എഫ് ഡോട്ട് ഡി കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ എഫ് ഡോട്ട് ഡി കണ്ടുപിടിക്കുക? എഫ് എത്രേ? 3i + 4j - 5k ആണല്ലോ. ഡോട്ട് ഡി എത്രയാണ്? 5i + 4j + 3k. ഓക്കെ. ഇങ്ങനെയാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഐ ടേമുകളെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക, ജെ ടേമിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക, കെ ടേമിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്കിയൊക്കെ 0 ആയി പോകും. അതുകൊണ്ട് i × i, j × j, k × k ആ രീതിയിലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ബാക്കിയെല്ലാം 0 ആയി പോകും. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ ഈ ഐ ടേമും ഈ ഐ ടേമും മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ ഐ ടേമും ഈ ഐ ടേമും മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 5 15. ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് പോയി. ഓക്കെ. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ജെ ടേമും മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 4 16 പ്ലസ് അല്ലേ വരിക? +16. ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1 ആയി പോകും. അതുകൊണ്ട് അത് വേണ്ട. ഇനി കെ ടേമും മൾട്ടിപ്ലൈ ചെയ്യാം. കെ ടേമും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? കെ ടേമും
-5ഉം 3ഉം അല്ലേ? -5ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -15 അല്ലേ? കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാൽ 1 ആയി പോകും. അപ്പം ഇങ്ങനെയാണ് വരിക. ഓക്കെ, -15 ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. -15. ഓക്കെ, എങ്കിൽ ഇതെന്തായി മാറി? -15ഉം +15ഉം ക്യാൻസൽ ആയി പോലെ. എന്ത് മാത്രം ബാക്കി? 16 ജൂൾ. ഇതല്ലേ വർക്ക്? ഇതാണ് കിട്ടുക. 16 എന്ന് കിട്ടി. 16. ഓക്കെ, 16 ജൂൾ എന്ന് വർക്ക് കിട്ടി. ചോദ്യം എന്താ? ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നല്ലേ ചോദ്യം. വർക്ക് ഇത്ര കിട്ടി. ഓക്കെ, ഇനി ഞാൻ എഴുതുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഡോട്ട് ഡി അല്ലേ? ആണല്ലോ. എങ്കിൽ എഫ് ഡോട്ട് ഡിനെ എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? സോറി, എഫ് എസ് അല്ല, എഫ് ഡി അല്ലേ? എഫ് ഡോട്ട് ഡിന് എന്ത് എഴുതാം? എഫ് ഡി കോസ് തീറ്റ. എഫ് ഡോട്ട് എസ് എന്നാണെങ്കിൽ എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതാം. എഫ് ഡോട്ട് ഡി ആണ് ഇവിടെ, അതുകൊണ്ട് എഫ് ഡി കോസ് തീറ്റ. ഇതല്ലേ വർക്കിൻ്റെ ഇക്വേഷൻ? നമുക്ക് വർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എഫും ഡി ഒക്കെ കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? ഇതെന്ന് എങ്ങനെ എഫ് കണ്ടുപിടിക്കുക? എഫ് കണ്ടുപിടിക്കുന്ന വഴി പറയാം. എഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇതിൻ്റെ ഓരോ വാല്യൂവിൻ്റെ സ്ക്വയർ എടുത്താൽ മതി എഫ് കണ്ടുപിടിക്കാൻ. ഇത് എഫ് എന്ന് പറയുന്നത്, ഇതിലുള്ള എഫ് എന്ന് പറയുന്നത് അതാരാ? വെക്ടറാണ്. ഇതിലുള്ള എഫ് എന്ന് പറയുന്നത് ഈ എഫ് എന്ന് പറയുന്നത് വെക്ടറാണ്. പക്ഷേ ഇതിന്ന് എഫ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇത് നമുക്ക് എഫിൻ്റെ മുകളിൽ ആരോ മാർക്ക് കാണുന്നില്ലേ നിങ്ങൾ? അതുകൊണ്ട് അത് വെക്ടറാണ്. നമുക്കിവിടെ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കാണേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള വഴി ഇതാണ്. ഈ ഐൻ്റെ കൂടെയുള്ള 3 ഇല്ലേ, അതിൻ്റെ സ്ക്വയർ എടുക്കുക. 3 സ്ക്വയർ പ്ലസ് ഈ 4 ഇല്ലേ, അതിൻ്റെ സ്ക്വയർ പ്ലസ് ഈ -5ൻ്റെ സ്ക്വയർ. -5ൻ്റെ സ്ക്വയർ, അത് -5ൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് -5ന് സ്ക്വയർ എടുത്താൽ മൈനസ് പോകും. അതുകൊണ്ട് ഞാൻ -ഒന്നും എഴുതുന്നില്ല. അതുകൊണ്ട് 5 സ്ക്വയർ എന്ന് മാത്രം എഴുതുന്നു. -5ന് സ്ക്വയർ വന്നാൽ 5ൻ്റെ സ്ക്വയറും -5ൻ്റെ സ്ക്വയറും ഒരേ റിസൾട്ട്. അതുകൊണ്ട് 5 സ്ക്വയർ എന്നാണ് എഴുതുന്നത് കേട്ടോ. എന്ത് കിട്ടും? റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. എങ്കിൽ റൂട്ട് ഓഫ് 16 + 9 25, 25 + 25 50. റൂട്ട് 50 ആണ്. ഇതേപോലെ ഡിയും കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് ഡി കണ്ടുപിടിക്കുക? ഡി ഇതാ ഞാൻ ഇവിടെ കണ്ടുപിടിക്കാം. ഡി ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് എന്താ? 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. സെയിം വാല്യൂ തന്നെയാണ് വരിക. 25 + 16 + 9 റൂട്ട് 50. ഓക്കെ, അപ്പോൾ എഫ് കിട്ടി, ഡി കിട്ടി, വർക്കും അറിയാം. എങ്കിൽ ഇവിടെ കൊടുക്കട്ടെ. വർക്കിന് എത്ര വാല്യൂ? 16 ഈക്വൽ ടു എഫ് എത്ര? റൂട്ട് 50. ഡി എത്ര? റൂട്ട് 50. പിന്നെ കോസ് തീറ്റ. ഓക്കെ, എങ്കിൽ 16 ഈക്വൽ ടു റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50 50 ആയി മാറും അല്ലേ? റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50 എന്ന് പറഞ്ഞാൽ 50 ആയി മാറൂല്ലേ? മാറും. ഓക്കെ, എങ്കിൽ പിന്നെ ആരാ ഉള്ളത്? കോസ് തീറ്റ. എങ്കിൽ കോസ് തീറ്റ കിട്ടാൻ എന്താ ചെയ്യുക? ഈ 50 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 16/50 ഈക്വൽ ടു കോസ് തീറ്റ അല്ലേ? ഇത് സോൾവ് ചെയ്യണം. നമുക്ക് ആംഗിളാണ് കാണേണ്ടത്. ഫൈൻ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. തീറ്റയാണ് കാണേണ്ടത്. എങ്കിൽ കോസ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താ? കോസ് ഇൻവേഴ്സ് 16/50. 16/50 ഈക്വൽ ടു തീറ്റ. ഇവിടുത്തെ കോസ് ഇപ്പുറത്ത് വന്നാൽ മൈനസ് ഇൻവേഴ്സ് ആവും. കോസ് ഇൻവേഴ്സ് 16/50. ഇത് നമുക്ക് കാൽക്കുലേറ്റ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് അവിടെ കോസ് ഇൻവേഴ്സ് 16/50 കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതാണ് ആൻസർ. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 16/50. ഓക്കെ, ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ? എനർജി ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക്. എന്നിട്ട് ക്വസ്റ്റ്യൻ, ദ എനർജി പോസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യു ഓഫ് മോഷൻ ഈസ് നോൺ ആസ് അല്ലേ? മോഷൻ കാരണമായിട്ട് കിട്ടുന്ന എനർജീൻ്റെ പേരെന്താ? കൈനറ്റിക് എനർജി. മോഷൻ കാരണമായിട്ട് ഒരു ബോഡിക്ക് കിട്ടുന്ന എനർജിയാണേത്? കൈനറ്റിക് എനർജി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? കൈനറ്റിക് എനർജി. ദ എനർജി പോസസ്ഡ് ബൈ ബോഡി ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് നോൺ ആസ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ ബി എന്താ? എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം. മാസ് എത്ര? 5 കിലോഗ്രാം. 5 കിലോഗ്രാം മാസ് 5 കിലോഗ്രാം. ഓക്കെ, ഇനീഷ്യലി അറ്റ് റെസ്റ്റ്
ആദ്യം റെസ്റ്റിലായിരുന്നു. ഈ സബ്ജക്റ്റഡ് ടു എ ഹൊറിസോണ്ടൽ ഫോഴ്സ് കിട്ടി. അതിന് എത്രയാണ്? 20 ന്യൂട്ടൺ അല്ലേ. 5 കിലോഗ്രാം മാസ്സുള്ളൊരു ബോഡി ആദ്യം റെസ്റ്റിലായിരുന്നു, അതിലേക്കൊരു ഫോഴ്സ് കിട്ടി. എത്ര? 20 ന്യൂട്ടൺ. ഓക്കെ. വാട്ട് ഇസ് ദ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദ ബോഡി അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്? ടൈം തന്നിരിക്കുന്നു 10 സെക്കൻഡ്. ശ്രദ്ധിക്കുക, 5 കിലോഗ്രാം മാസ്സുള്ള ബോഡി ആദ്യം റെസ്റ്റിലായിരുന്നു. 20 ന്യൂട്ടൺ ഫോഴ്സ് അതിലേക്ക് കിട്ടിയപ്പോൾ ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ. കൈനറ്റിക് എനർജി കാണാനുള്ള വഴി എന്താ? കൈനറ്റിക് എനർജി കാണാനുള്ള വഴി ½ mv² അല്ലേ. ഇവിടെ എം അറിയാം, വെലോസിറ്റി അറിയോ? ഇല്ല. വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ u+at ഉപയോഗിച്ചൂടെ? അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ u+at ഉപയോഗിക്കാം. u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ബോഡി ഇനീഷ്യലി റെസ്റ്റിലാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് u 0 ആണ്. പിന്നെ എ എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്, അത് കണ്ടുപിടിക്കണം ആദ്യം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു വഴിയുണ്ട്. എന്താ? F = ma. എങ്കിൽ എം ഇപ്പുറത്തെടുത്താൽ F/m = a. എഫ് എത്രയാ? 20. എം എത്രയാ? 5 = a. 20/5 4. 4 = a. അപ്പോൾ ആക്സലറേഷൻ 4 ആണ്. എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാം. യു എത്രയാ? 0 പ്ലസ് യു എന്തുകൊണ്ട് 0 ആയത്? ബോഡി ആദ്യം ഇനീഷ്യലി റെസ്റ്റിലാന്ന് പറഞ്ഞുകൊണ്ട് u 0. പിന്നെ എ എത്രയാ? 4 എന്ന് കിട്ടി. പിന്നെ ടൈം 10 സെക്കൻഡാന്ന് തന്നിട്ടുണ്ട്, 10. എങ്കിൽ വെലോസിറ്റി 40 എന്ന് കിട്ടി. ഓക്കെ. എങ്കിൽ ഞാൻ കൈനറ്റിക് എനർജി കാണുകയാണ്. ½ ഇൻറ്റു മാസ് എത്രയാ? 5 ഇൻറ്റു വെലോസിറ്റി 40 ആണ്. 40 സ്ക്വയർ. 40 സ്ക്വയർ അല്ലേ. 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40 × 40 എന്ന് എഴുതിയാൽ പോരെ അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് ഇവിടെ. വെലോസിറ്റി 40 ആണെങ്കിൽ 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40 × 40. എങ്കിൽ ഇത് ഞാൻ വെട്ടാണ്. 40/2 എന്ന് പറഞ്ഞാൽ 20. എങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 2 × 5 10, പിന്നെ 0 കൂടി 100 ഇൻറ്റു 40 അല്ലേ. എന്ത് കിട്ടി? 4000 അല്ലേ. 4000 ഇത്രയും ജൂളാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 4000 ജൂളാണ് ഇവിടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത് അല്ലേ. യെസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 4000 ജൂൾ. ഓക്കെ. എങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ സിയിലേക്ക് പോകണം. എന്താ ക്വസ്റ്റ്യൻ സി? ക്വസ്റ്റ്യൻ സി എന്താ? സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഓൺ ഇറ്റ് ബൈ ദ നെറ്റ് ഫോഴ്സ് അല്ലേ. എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ഓൺ ഇറ്റ് ബൈ ദ നെറ്റ് ഫോഴ്സ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് എനർജി തിയറം അല്ലേ. നിങ്ങൾ വർക്ക് എനർജി തിയറം പഠിച്ചു വെക്കുക. എന്താ വർക്ക് എനർജി തിയറം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ എന്നാണ് എന്ത് പഠിച്ചിട്ടുള്ളത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ എന്നാണ് വർക്ക് എനർജി തിയറം പഠിച്ചിട്ടുള്ളത്. എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക്. ഇതാണ് വർക്ക് എനർജി തിയറം. ആ വർക്ക് എനർജി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നോക്കൂ. ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ബോഡി ഫ്രം ദി ഗ്രൗണ്ട് ടു എ ഹൈറ്റ് h ആൻഡ് വർക്ക് ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ക്വസ്റ്റ്യൻ എ. നെയിം ദ എനർജി പോസസ്ഡ് ബൈ ബോഡി അറ്റ് മാക്സിമം ഹൈറ്റ്. റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ ഇറ്റ്. ഒരു ബോഡീനെ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ബോഡിക്ക് ഏത് എനർജിയാണുള്ളത്? ഹൈറ്റിൽ നിൽക്കുന്ന ബോഡിക്ക് ഉള്ള എനർജി ഏതാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ മതി. ഹൈറ്റിൽ നിൽക്കുന്ന ബോഡിക്കുള്ള എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നെയിം ദ എനർജി എന്നാണ് ചോദിച്ചത്. പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ആൻസർ. റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ ഇറ്റ്. ഹൈറ്റിൽ നിൽക്കുന്ന ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് mgh അല്ലേ. അപ്പോൾ ഹൈറ്റിൽ നിൽക്കുന്ന ബോഡിക്കുള്ള എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിൻ്റെ ഇക്വേഷൻ mgh ആണ്. ഇനി അതിൽ ക്വസ്റ്റ്യൻ ബി എന്താണ്? എ മാൻ ഓഫ് മാസ് 60 കിലോഗ്രാം, മാസ് 60 കിലോഗ്രാം, ക്യാരീസ് എ സ്റ്റോൺ ഓഫ് മാസ് 20 കിലോഗ്രാം. സ്റ്റോണിൻ്റെ മാസ് 20 കിലോഗ്രാം അല്ലേ. എ മാൻ ഓഫ് മാസ് 20 കിലോഗ്രാം ആൻഡ് ക്യാരീസ് എ സ്റ്റോൺ ഓഫ് മാസ് 20 കിലോഗ്രാം.
ടു ദി ടോപ്പ് ഓഫ് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് 50. ഹൈറ്റ് എത്ര? 50 മീറ്റർ. കാൽക്കുലേറ്റ് ടോട്ടൽ എനർജി സ്പെൻഡ് ബൈ ഹിം. അദ്ദേഹം സ്പെൻഡ് ചെയ്ത എനർജി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്പെൻഡ് ചെയ്ത എനർജി, അതായത് ഒരു മാൻ, അയാളുടെ മാസ് 60 കിലോ ആണ്. അയാൾ എത്ര കിലോ ഉള്ള സ്റ്റോണാണ് ക്യാരി ചെയ്യുന്നത്? 20 കിലോഗ്രാം. എങ്കിൽ മൊത്തം മാസ് എത്രയാണ്? അയാളുടെ മാസ് 60, അയാൾ ക്യാരി ചെയ്യുന്ന സ്റ്റോണിൻ്റെ മാസ് 20. എങ്കിൽ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഈ 60 + 20 ആയിരിക്കും അല്ലേ? ഈ സ്റ്റോണും അയാളുടെ മുകളിൽ തന്നെയല്ലേ ഉള്ളത്? അയാൾ തന്നെയല്ലേ ആ സ്റ്റോണിനെയും പിടിച്ചിരിക്കുന്നത്. അയാളുടെ മാസ് 60, അയാൾ എടുത്തിരിക്കുന്ന സ്റ്റോണിൻ്റെ മാസ് 20 ആകും. മൊത്തം മാസ് എത്ര? 60 + 20 80 കിലോഗ്രാമാണ് മൊത്തം മാസ്. ഓക്കെ, ഇനി ടു ദ ടോപ്പ് ഓഫ് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്, എത്ര ഹൈറ്റിക്കാണ് അയാൾ പോകുന്നത്? 50 മീറ്റർ. ഹൈറ്റ് 50 ആണ്. ടോട്ടൽ എനർജി സ്പെൻഡ് ചെയ്തത് എത്രയാണെന്നല്ലേ ചോദ്യം. ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് എനർജിയാണ് പറയുക? പൊട്ടൻഷ്യൽ എനർജി അല്ലേ പറയുക. അതുകൊണ്ട് എനർജി = mgh. എം എത്ര? 80 ഇൻറ്റു ജി എത്ര? ജി ഈ ക്വസ്റ്റ്യനിൽ 9.8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു ഹൈറ്റ് എത്ര? 50. എങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. എന്താണ് ആൻസർ കിട്ടുക? പറയും. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ? 80 ഇൻറ്റു 9.8. 80 ഇൻറ്റു 9.8 ഇൻറ്റു 50 അല്ലേ? എന്താ ആൻസർ വരിക? ഏകദേശം 39200. ഇത്രയും ജൂളാണ് ആൻസർ വരിക. ഓക്കെ, ഇതാണ് ഹൈറ്റിലേക്ക് ആ മാൻ ആ സ്റ്റോണിനെ കൊണ്ടുപോകുമ്പോൾ അയാൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ജൂളാണ് നമുക്ക് എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. ദ സ്കെയിലർ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗിവ്സ് വർക്ക്. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും സ്കെയിലർ പ്രൊഡക്റ്റാണ് ആര്? വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, 0 ഓർ പോസിറ്റീവ് അല്ലേ? എന്താണ് സ്കെയിലർ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗിവ്സ് വർക്ക്? ഇറ്റ് ക്യാൻ ബി 0, നെഗറ്റീവ് ഓർ പോസിറ്റീവ് അല്ലേ? വർക്ക് പോസിറ്റീവ് ആകാം, 0 ആകാം, നെഗറ്റീവ് ആകാം. ക്വസ്റ്റ്യൻ എ, വർക്ക് ഡൺ ഇൻ സ്ലൈഡിങ് എ ലോഡ് വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ബോഡി മൂവ് ചെയ്യുന്നതിന് എതിരായിട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കേസിൽ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ഫോഴ്സും ബോഡിയുടെ മോഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വർക്ക് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ വർക്ക് ഡൺ ഇൻ സ്ലൈഡിങ് എ ലോഡ് വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എന്നാണ് ആൻസർ വരിക. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ ബി നോക്കൂ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വർക്ക് എനർജി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? വർക്ക് എനർജി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആദ്യം പറയാം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. വർക്ക് എനർജി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ദാറ്റ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? നിങ്ങൾ നോക്കൂ, നമുക്കറിയാം ഇക്വേഷൻ ഓഫ് മോഷൻ v² - u² = 2as. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാലോ അല്ലേ? ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. v = u + at, അതുപോലെ s = ut + ½ at², v² - u² = 2as. അതിൽ ഒന്നാണ് ഇത്. എങ്കിൽ ഇതിൽ എല്ലായിടത്തിലും ഒരു ½ ഞാൻ വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാം ഇക്വേഷനിൽ. ഇവിടെ ഒരു ½ കൊടുക്കട്ടെ, ½ അപ്പോൾ അവിടെ ഒരു v² ഉണ്ട് അല്ലേ? ½ ഞാൻ വെറുതെ കൊടുത്തു. മൈനസ് ഈ യുവിൻ്റെ സ്ഥാനത്തും ഒരു ½ കൊടുക്കുകയാണ്. അവിടെ ആരുണ്ട്? u² ഉണ്ട്. ഈക്വൽ ടു ഈ 2as-നും ഒരു ½ കൊടുക്കുകയാണ്. പിന്നെ അവിടെ ആരുണ്ട്? 2as. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ഒരു ½ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. എങ്കിൽ ഇത് ½ v² അല്ലേ? ഇത് ½ mu² അല്ലേ? ഈ v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയും u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയും അല്ലേ? എങ്കിൽ ഇത് ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. ഇത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇത് രണ്ടും കൈനറ്റിക് എനർജിയാണ്. ഒന്ന് ½ v², മറ്റേത് ½ mu². രണ്ടും കൈനറ്റിക് എനർജിയാണ്. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയും u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയും. എങ്കിൽ ഒന്ന് ഫൈനൽ കൈനറ്റിക് എനർജി, ഒന്ന് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ? ഫൈനൽ വെലോസിറ്റി ഉള്ളത് ഫൈനൽ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ വെലോസിറ്റി ഉള്ളത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഈക്വൽ ടു 2 വെട്ടിപ്പോയി. എം എ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്.
എങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വാല്യൂ എങ്കിൽ ഇത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് അല്ലേ. ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വാല്യൂ അല്ലേ. എങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലേ, പോസിറ്റീവ് വർക്ക്. എങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് എന്ന് കിട്ടിയില്ലേ. ഇതാണ് ഈ വർക്ക് എനർജി തിയറത്തിൻ്റെ പ്രൂഫ്. വർക്ക് എനർജി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ഈ രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? ഫ്രം ദി ടേബിൾ ഗിവൺ ബിലോ ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താണ് ചോദ്യം? ഡ്രോ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരയ്ക്കുക? ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരയ്ക്കുക എങ്ങനെ നോക്കൂ. ഇവിടെയാണ് ഞാൻ ഫോഴ്സ് എടുക്കുന്നത്, ഇവിടെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്ററും. എങ്കിൽ നോക്ക് നിങ്ങൾ, ഫോഴ്സ് എവിടെയാണ് കൊടുക്കേണ്ടത്? ഇവിടെ ഇതാ 2, പിന്നെ 4, പിന്നെ 6, 8, 10 ഇങ്ങനെയാണ് ഫോഴ്സിൻ്റെ വാല്യൂസ് ഉള്ളത്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂസ് 1, 2, 3, 4, 5. അപ്പോൾ നിങ്ങളിത് വരയ്ക്കുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിൽ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാ ഈ 1 എടുക്കുന്നത് 2 എടുക്കുന്നത് 3 ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ പിന്നെ അളന്നിട്ട് വരച്ച് വൃത്തിയിൽ വരയ്ക്കുക. ഈക്വൽ ഡിസ്റ്റൻസിൽ വേണം ഇത് എടുക്കാനാണ് വരയ്ക്കുമ്പോൾ. ഓക്കെ, എങ്കിൽ ഫോഴ്സ് 2 ആയിരിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 1 ആണ്. എങ്കിൽ 2നും നോക്ക്, ഫോഴ്സ് 2 ആയിരിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 1 ആണ്. എങ്കിൽ ഈ 2നും 1നും നേരെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ 2നും 1നും നേരെ അല്ലേ, ഈ 1നും 2നും നേരെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി 4 ആയിരിക്കുമ്പോൾ 2 ആണ് അല്ലേ, ഫോഴ്സ് 4 ആയിരിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 2 ആണ്. എങ്കിൽ 4നും ഈ 2നും നേരെ പോയിന്റ് മാർക്ക് ചെയ്യുക അവിടെ. ഇനി 6 ആയിരിക്കുമ്പോൾ 3 ആണ്, അപ്പോൾ 6നും 3ക്കും നേരെ പോയിന്റ് മാർക്ക് ചെയ്യുക അവിടെ. പിന്നെ 8 ആയിരിക്കുമ്പോൾ 4 ആണ്, എങ്കിൽ 8നും ഈ 4നും നേരെ പോയിന്റ് മാർക്ക് ചെയ്യുക. പിന്നെ 10 ആയിരിക്കുമ്പോൾ 5, 10നും 5നും നേരെ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിന്റുകളെ യോജിപ്പിക്കുക. സ്ട്രെയിറ്റ് ലൈനാണ് ഗ്രാഫ് കിട്ടുക. ഇതാണ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. ചോദ്യം ഡ്രോ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എന്നാണ്. വൈ ആക്സിൽ ഫോഴ്സും എക്സ് ആക്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്താണ് ഞാൻ ഈ ഗ്രാഫ് വരച്ചത്. ഗ്രാഫ് എങ്ങനെ കിട്ടിയത്? സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ബി നോക്കൂ. ഹൗ ക്യാൻ യു ഫൈൻഡ് വർക്ക് ഡൺ ഫ്രം ദി അബോ ഗ്രാഫ്? ഇതിൽ എങ്ങനെ വർക്ക് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എന്ന് വർക്ക് കണ്ടുപിടിക്കുന്നത് ആ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നോക്കോ, ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ വർക്ക് കിട്ടും. ഈ ഗ്രാഫിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്, ഇവിടെ വരെ. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ താഴെ ഭാഗം ഇതാ ഇത്രയുമാണ് ഏരിയ. ഇതാ ഇത്രയും. ഈ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? വർക്ക് കിട്ടും. ആ ഗ്രാഫിൻ്റെ താഴെ ഭാഗത്തെ ഏരിയ കണ്ടുപിടിച്ചാൽ വർക്ക് കിട്ടും. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ വർക്ക് കിട്ടും. എങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദിസ് ഗ്രാഫാണ്. ഈ ഗ്രാഫിൻ്റെ ഈ ഏരിയ ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏത് ഷേപ്പാണ് തോന്നുന്നത്? ട്രയാങ്കിൾ അല്ലേ. അതുകൊണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാഫ് BH ചെയ്താൽ മതി. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ വർക്ക് കിട്ടും. എങ്കിൽ ഈ ഏരിയ ഏത് ഷേപ്പിലാണ് ഉള്ളത്? ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതുകൊണ്ട് ഇവിടെ വർക്ക് കണ്ടുപിടിക്കാൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. എങ്കിൽ ഹാഫ് ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. ഇവിടുന്ന് ഇത് 0 ആണ്, 0 മുതൽ ഇവിടെ വരെ അല്ലേ, ഈ ദൂരാണ് എന്ത്? ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 0 മുതൽ 5 വരെ അല്ലേ, അപ്പോൾ 5 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഹൈറ്റാണ്. ഇത് ഇത്രയും ഹൈറ്റാണ്. ഇത്രയും ദൂരം. ഈ ദൂരം എന്ന് പറയുന്നത് ഇതാ ഇവിടെ കാണാം. ഈ ദൂരവും സെയിം അല്ലേ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത് 10 അല്ലേ കിട്ടുക അല്ലേ. ഇവിടുന്ന് ഇവിടം വരെ ഹൈറ്റ് എത്രയാണ്? 10 അല്ലേ. 10 എങ്കിൽ 10/2 എന്ന് പറഞ്ഞാൽ 5, 5 × 5 25 ജൂൾ എന്നാണ് ആൻസർ വരിക. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. വർക്ക് 25 ജൂൾ നമുക്ക് കിട്ടി. എങ്കിൽ ക്വസ്റ്റ്യൻ സി നോക്കൂ. സജസ്റ്റ് എനി 2 സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് 0. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് 0 ആകുന്ന 2 സിറ്റുവേഷൻസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സജസ്റ്റ് എനി 2 സിറ്റുവേഷൻസ് ഇൻ വിച്ച് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് 0. വർക്ക് 0 ആകുന്ന 2 സിറ്റുവേഷൻ. ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, സെൻട്രിപീറ്റൽ ഫോഴ്സ് കാരണമായിട്ടുള്ള വർക്ക് എപ്പോഴും 0 ആണ്.
അല്ലേ? വർക്ക് ഡൺ എപ്പോഴും 0 ആയിരിക്കും. ഏത് കേസിൽ? സെൻട്രിപീറ്റൽ ഫോഴ്സ് കാരണമായിട്ടുള്ള വർക്ക് 0 ആണ്. വേറൊരു കേസ്, ഒരാൾ ഒരു വാളിനെ വെറുതെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക, ആ വാൾ വീഴുന്നില്ല. അയാൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് വാളിന്, അല്ലേ? അയാൾ വാളിന് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ വാള് വീഴുന്നില്ല. എങ്കിൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, അതുകൊണ്ട് വർക്ക് 0 ആണ്. അതുകൊണ്ട് ഒരാൾ വെറുതെ ഒരു വാൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് വർക്ക് 0 ആണ്. അതുപോലെ സെൻട്രിപീറ്റൽ ഫോഴ്സ് കാരണമായിട്ടുള്ള വർക്ക് 0 ആണ്. ഇനി ഒരാൾ ഒരു ലോഡ് തലയിൽ വെച്ച് നടന്നു പോവുകയാണ്, അയാളുടെ കേസിലും വർക്ക് 0 ആണ്. എന്താ കാരണം? അയാളുടെ തലയിൽ നിന്ന് ആ ലോഡിൽ കൊടുക്കുന്ന ഫോഴ്സ് മേലേക്കാണ്, എന്നാൽ ലോഡ് പോകുന്നത് ഇങ്ങനെ, ഫോഴ്സ് മേലേക്ക്, ലോഡ് പോകുന്നത് മുന്നോട്ട്. എങ്കിൽ അവിടെ ലോഡ് പോകുന്ന ഡയറക്ഷനും ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലറാണ്. ആ കേസിലും ആംഗിൾ 90 വരും. വർക്ക് എന്ന് പറഞ്ഞാൽ FS കോസ് തീറ്റ, തീറ്റ 90 ആയ കോസ് 90 വന്നാൽ വർക്ക് 0 ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനത്തെ കേസിലൊക്കെ വർക്ക് 0 ആണ്, ഓർത്തിരിക്കുക. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അതിലാദ്യം എന്താ? എ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. എ എന്താണ്? ഡാഷ്. എന്താ സംഭവം? എ ഡാഷ് എന്ന് കൊടുത്താൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതാ ബിയിൽ ഇതാ രണ്ടാമത്തെ കോളത്തിൽ F.S എന്നുണ്ട്. F.S ആരുടെ ഇക്വേഷൻ ആയിരിക്കും? വർക്കിൻ്റെ. അതുകൊണ്ട് എ എന്ന് പറയുന്നത് വർക്ക് അല്ല, അവിടെ വർക്കല്ല കൊടുക്കേണ്ടത്, വർക്കിൻ്റെ ഇക്വേഷനാണ് F.S. വർക്ക് സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ബിയിൽ നോക്ക്, മാസ് M. അപ്പോൾ എയുടെ ആൻസർ കിട്ടി, എന്ത്? വർക്ക്. ഇനി ബിയിൽ ഇവിടെ മാസ് M, ഇവിടെ മൊമെൻറ്റം P, കൈനറ്റിക് എനർജി എന്താണെന്നാണ്? കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും മാസും തമ്മിലുള്ള ബന്ധം അതിങ്ങനെയാണ് ഇക്വേഷൻ. കൈനറ്റിക് എനർജി = P²/2m. ഇതാണ് ഇക്വേഷൻ. കൈനറ്റിക് എനർജി = P²/2m. അങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു നോക്കണം. കൈനറ്റിക് എനർജി = P²/2m എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു നോക്കണം. ആരൊക്കെ തമ്മിലുള്ള ബന്ധം? അത് മൊമെൻറ്റവും മാസും കൈനറ്റിക് എനർജിയും. ഓക്കെ. ഇനി സി ഡാഷ് കൊളീഷൻ, മൊമെൻറ്റം കൺസേർവ്ഡ്, എനർജി കൺസേർവ്ഡ്. ഏത് എനർജി എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ കൊളീഷൻസിലും മൊമെൻറ്റവും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും കേട്ടോ. എന്നാൽ ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ മാത്രമേ എന്ത് കൺസേർവ്ഡ് ആവുള്ളൂ? കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവുള്ളൂ. അപ്പോൾ ഇത് ശരിക്ക് മൊമെൻറ്റം കൺസേർവ്ഡ്, എനർജി കൺസേർവ്ഡ്, ഇത് ഏത് എനർജിയാണെന്ന് പറഞ്ഞിട്ടില്ല. ടോട്ടൽ എനർജി ആണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റവും ടോട്ടൽ എനർജിയും എല്ലാ തരം കൊളീഷനിലും എന്താണ്? കൺസേർവ്ഡ് ആണ്. ഇത് മൊമെൻറ്റം കൺസേർവ്ഡ്, എനർജി കൺസേർവ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏത് എനർജിയാണെന്ന് പറയാത്തതുകൊണ്ട് ഇത് ഏതാ കൊളീഷൻ എന്ന് പറയാൻ കഴിയില്ല. എല്ലാ കൊളീഷനിലും എനർജിയും മൊമെൻറ്റവും കൺസേർവ്ഡാണ്. പിന്നെ ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ്, ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ്. അങ്ങനെയാണ്. ഇവിടെ എനർജി കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ഇലാസ്റ്റിക് എന്ന് എഴുതിയാൽ മതി. ഇലാസ്റ്റിക് എന്തുകൊണ്ട്? ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ എല്ലാ എനർജിയും, അതായത് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, മൊമെൻറ്റം പിന്നെ എല്ലാത്തിലും കൺസേർവ്ഡ് ആണ്. ഓക്കെ. അതുകൊണ്ട് ഇലാസ്റ്റിക് കൊളീഷനാണ് എല്ലാ എനർജിയും കൺസേർവ്ഡ് ആയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇലാസ്റ്റിക് എന്ന് എഴുതിയാൽ മതി. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. എന്നാൽ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ്, എനർജി ടോട്ടൽ എനർജി കൺസേർവ്ഡ്, ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ്. അപ്പോൾ ടോട്ടൽ എനർജിയും ടോട്ടൽ മൊമെൻറ്റവും എല്ലാ കൊളീഷനിലും കൺസേർവ്ഡ് ആണ്. എന്നാൽ ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ്, ഇൻഇലാസ്റ്റിക്കിൽ കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ്. അതാണ് വ്യത്യാസം. ഇനി ഡി നോക്ക്, യൂണിറ്റ് ഓഫ് പവർ വാട്ട് അല്ലേ? ഡിയുടെ ആൻസർ എന്താ? വാട്ട്. പിന്നെ ഈ ബോഡി ഓഫ് മാസ് M അറ്റ് എ ഹൈറ്റ് H, പൊട്ടൻഷ്യൽ എനർജി എന്താ? പൊട്ടൻഷ്യൽ എനർജിക്ക് mgh അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh. പിന്നെ F എന്താ? പവർ P = ഡാഷ് എന്ന് തന്നിട്ടുണ്ട്, സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അതായത് പിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ലേ? F.V, ഫോഴ്സിൻ്റെയും വെലോസിറ്റിയുടെയും ഡോട്ട് പ്രൊഡക്റ്റിനെ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ P = F.V എന്ന് എഴുതിയത് സ്കേലാർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അവിടെ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കും. എന്താണ്? സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്ക് ഡൺ ഇൻ ദി ഫോളോയിങ് സിറ്റുവേഷൻസ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ
the work done in the following situations. ഒന്ന് a person carrying heavy load walks on a level road. A person carrying a heavy load walks on a level road. ഇതിൽ വർക്ക് എന്താണ്? പേഴ്സൺ ക്യാരിങ് എ ഹെവി ലോഡ് വാക്സ് ഓൺ എ ലെവൽ റോഡ്. അപ്പോൾ നമുക്ക് ഒരു ആൾ തലയിൽ ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്, എന്നിട്ട് ലെവൽ റോഡിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അയാൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്, പക്ഷേ ലോഡിൽ അയാൾ കൊടുക്കുന്ന ഫോഴ്സ് മേലേക്കാണ്. അതുകൊണ്ട് അവിടെ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനും ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വർക്ക് എന്തായി പോകും? 0 ആയി പോകും. ആംഗിൾ 90 വന്നാൽ വർക്ക് 0 ആവും. അതുകൊണ്ട് വർക്ക് 0 ആണ്. 0 വർക്ക്. ഓക്കെ. ക്വസ്റ്റ്യൻ അതിൽ ബി എന്താ? എ മാൻ സ്പെൻഡിങ് ഹിസ് എനർജി ബൈ പുഷിങ് ഓൺ എ കോൺക്രീറ്റ് വാൾ. അതായത് ഒരു കോൺക്രീറ്റ് വാൾ ഇങ്ങനെ വെറുതെ ഒരുത്തം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആ വാള് എന്തെങ്കിലും സംഭവിക്കുമോ? വാൾ മറിഞ്ഞു വീഴുമോ? നീങ്ങോ? ഒന്നുമില്ല. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഫോഴ്സ് ഉണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നില്ല, മൂവ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് വർക്ക് എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ വർക്ക് 0 ആവുന്ന 2 സിറ്റുവേഷൻസ് എഴുതാൻ ചോദിച്ചാൽ ഇത് 2 എഴുതിയാൽ മതി. നേരത്തെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, തൊട്ട് മുമ്പ്. സജസ്റ്റ് എനി 2 സിറ്റുവേഷൻസ് ഇൻ വിച്ച് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് 0 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? അതിന് ആൻസർ ഈ 2 എഴുതിയാൽ മതി. ഈ 2 അതിന് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ ഇതിൽ ബി എന്താ? എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഓഫ് 200 Newton ഡിസ്പ്ലേസസ് എ ബോഡി ത്രൂ 5 meter ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എന്താണ്? എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഓഫ് 200 Newton ഡിസ്പ്ലേസസ് എ ബോഡി ത്രൂ 5 meter ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഫൈൻഡ് ദ വർക്ക് ഡൺ ഓൺ ദി ബോഡി. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്താണ്? 200 Newton. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് 200 Newton ഡിസ്പ്ലേസസ് എ ബോഡി ത്രൂ ഡിസ്പ്ലേസ്മെൻറ്റ് 5 meter ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാണ്. ഇനി ഫൈൻ വർക്ക് ഡൺ. വർക്ക് പറഞ്ഞാൽ എന്താ? ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് വർക്ക് പോസിറ്റീവാണ്. അതുകൊണ്ട് വർക്ക് ഈക്വൽ ടു എഫ് എസ് എന്ന് എഴുതിയാൽ മതി. എഫ് എത്ര? 200 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 5. എത്ര കിട്ടി? 1000 ജൂൾ എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ പഠിച്ചു വെക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും ആണ് ഈ ചാപ്റ്ററിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ.
Hello students, welcome back. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപേ ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. സാർ, മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ക്വസ്റ്റ്യൻ 4 ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ആക്സിലേഷൻ എന്നാണ് കൊടുത്തത്, അത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ സാർ? അതെ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ നമ്മൾ മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഒക്കെ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഞാൻ എവിടെയോ പറഞ്ഞതിലൊരു ചെറിയ മിസ്റ്റേക്ക് അപ്പോൾ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ചെയ്താൽ കിട്ടുക. ഓക്കെ, ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു. അത് ജോയൽ ആണ് ചൂണ്ടിക്കാണിച്ചു തന്നത്. താങ്ക് യു. ഓക്കെ, യാ. സോ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോവാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾക്കതൊരു വലിയൊരു ചാപ്റ്റർ അല്ല. കാരണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഡിലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പഠിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റിയൊരു ചാപ്റ്റർ തന്നെയാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇതിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ ഭാഗമായിട്ട് വരുന്ന പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ വരാവുന്ന ഒരു ഏരിയ ആയിരുന്നു. അതേപോലെ തന്നെ റോളിംഗ് മോഷനും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അവസാനത്തേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കുറച്ചുകൂടി നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാവുന്നതായിരുന്നു. ബട്ട് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ക്ലാസ് മുതലേ നിങ്ങൾ മെക്കാനിക്സ് പഠിച്ചു വരുന്നുണ്ട്, മോഷനെ പറ്റി പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലും നമ്മൾ പഠിച്ചിട്ടുള്ളത് ലീനിയർ മോഷനെ പറ്റി മാത്രമാണ്. അതായത് നേരെയുള്ള മോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷൻ, ഒരു ബോഡി മുഴുവനായിട്ട് നീങ്ങുന്ന മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ മോഷൻ. അത് ചിലപ്പം നേരെ ആവാം, അതിനാണ് നമ്മൾ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വളഞ്ഞിട്ടാവാം, അതിനെ നമ്മൾ കർവിലീനിയർ മോഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ ബോഡി മൊത്തമായിട്ട് നീങ്ങുന്നതിനെ നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയും. ഓക്കെ, എന്നാൽ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ബോഡി കിടന്ന് കറങ്ങുമായിരിക്കും. ഓക്കെ, അപ്പോൾ കറക്കത്തിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ ലീനിയർ മോഷനാണ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആയിരിക്കും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവുക. അപ്പം പെട്ടെന്ന് തന്നെ റൊട്ടേഷൻ മോഷനിലെ കുറേ പുതിയ ടേം വരുന്ന സമയത്ത് കുട്ടിക്ക് കൺഫ്യൂഷൻ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴി, ആ കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ലീനിയർ മോഷനുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസ് ലീനിയർ മോഷനിൽ എഴുതി നോക്കാം. അതിൻ്റെ തന്നെ റൊട്ടേഷണൽ അനലോഗ്, അതായത് ലീനിയറിൽ എന്താണോ അതിന് ഇക്വലൻ്റ് ആയിട്ട് റൊട്ടേഷൻ ഉള്ളതിനെയാണ് നമ്മൾ അതിൻ്റെ അനലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലീനിയർ മോഷൻ്റെ റൊട്ടേഷണൽ അനലോഗ് നമ്മളൊന്ന് എഴുതി വെക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് ലീനിയർ മോഷനുണ്ട്, മറ്റേ ഭാഗത്ത് എന്തുണ്ട്, റൊട്ടേഷണൽ മോഷനുണ്ട്. തുടങ്ങാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓക്കെ, ഫൈൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. ലീനിയർ മോഷനിൽ ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നു. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സോ അല്ലെങ്കിൽ എസ്ഒ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റിനെ കാണിക്കുന്നത്. എന്നാൽ അതേപോലെ റൊട്ടേഷണൽ മോഷനിൽ ഇപ്പം റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ പെന്നിൻ്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കറങ്ങുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ആംഗിളിലുള്ള സാധനം എന്താക്കി കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ദാറ്റ് മീൻസ് ലീനിയർ മോഷൻ അത് നേരെ ഇങ്ങോട്ടേക്കാണ് പോവുക. അപ്പം ഇതിന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായോ അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ആംഗിളാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം റൊട്ടേഷണൽ മോഷനിൽ വരുന്നത് ആംഗിൾ ആണ്, or angular displacement. Angular displacement. ഓക്കെ, തീറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ടേം വരുന്നത് വെലോസിറ്റിയാണ്. ലീനിയർ മോഷനിലെ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു എസ് ബൈ ടി എന്ന് പറയാം, അല്ലെങ്കിൽ v ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയാം. ഓക്കെ, യാ.
കറക്കത്തിൻ്റെ കേസിൽ, അതായത് ലീനിയർ മോഷൻ്റെ കേസിൽ നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പീഡ് കൂടുന്ന സമയത്ത് എന്താണ് വെലോസിറ്റി കൂടുതലാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതേപോലെ കറക്കത്തിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാനൊക്കെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റർ 1-ൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പീഡിലാണ് കറങ്ങുക. 2-ലേക്കും 3-ലേക്കും 5-ലേക്കൊക്കെ മാറ്റുന്ന സമയത്ത് ആ കറക്കത്തിൻ്റെ സ്പീഡ് എന്താ ചെയ്യുന്നത്? കൂടുക ചെയ്യുന്നത്. അപ്പോൾ കൂടുന്ന ആ ഒരു ക്വാണ്ടിറ്റീനാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറക്കത്തിൻ്റെ സ്പീഡ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, യാ. So angular velocity നമ്മൾ ഒമേഗ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടൈം എന്ന് പറയും, അല്ലെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയും. ഓക്കെ, യാ. നെക്സ്റ്റ് ഈക്വൽ ടു ആണ്, അത് മൈനസ് അല്ല, ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിനാണ് നമ്മൾ ആക്സലേഷൻ എന്ന് പറയാം. നേരത്തെ പറഞ്ഞു വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ആക്സലേഷൻ ഉണ്ടാവുക. സോ ലീനിയർ മോഷനിൽ നമ്മൾ എന്തിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്? ആക്സിലറേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ഡെൽറ്റ വി ബൈ ടൈം, or acceleration is equal to d square x by dt square. എന്നാൽ അതേപോലെ റൊട്ടേഷണൽ മോഷനിലുള്ള ആക്സിലേഷൻ, അതായത് ആംഗുലാർ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സിലേഷനെയാണ് നമ്മൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, റൊട്ടേഷൻ മോഷനായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും ക്വാണ്ടിറ്റീസിൻ്റെ കൂടെ വരുന്ന ഒരു ടേമാണ് ആംഗുലാർ. റെഡി? എല്ലാത്തിനും വരുന്നില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദി ടേംസിനും എന്താക്കുന്നുണ്ട്? ആംഗുലാർ എന്നുള്ള വേർഡ് അതിൻ്റെ സഫിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പ്രിഫിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, യാ. ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ചേഞ്ച് ഇൻ ഒമേഗ ബൈ ടി, ഓർ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം, ഓർ ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ഓക്കെ, യെസ്. ഈ ചാപ്റ്റർ ഒട്ടും അറിയാത്ത കുട്ടികൾ എൻ്റെ കൂടെ ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. ഈ ഒരു ഭാഗം ഞാൻ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും, അതായത് ഈ ലീനിയർ മോഷനും റൊട്ടേഷൻ മോഷനുള്ള കമ്പാരിസൺ നടക്കുമ്പോഴേക്കും ഈ ചാപ്റ്ററിലെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ കൂടെ നിങ്ങളൊന്ന് എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചടപടയെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും. റെഡി? സോ ബാക്ക് ടു ദിസ്. നെക്സ്റ്റ് ഇസ് മാസ്. ഓക്കെ, മാസ് എം. ഒരു ബോഡി അതിൻ്റെ മോഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിനെ എന്താ പറയുക, മോഷനിലാണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് റെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റിലാവുന്ന സമയത്ത് പെട്ടെന്ന് ആ സ്റ്റേറ്റ് മാറ്റുമ്പോൾ മോഷനിലാവുന്ന സമയത്ത് അതിനൊരു ഒരു പെട്ടെന്ന് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനുള്ളൊരു ഇനബിലിറ്റി ഉണ്ട്. ആ ഇനബിലിറ്റിനെയാണ് നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നത്. ശരിയല്ലേ? ലീനിയർ മോഷൻ്റെ സ്റ്റേറ്റ് മാറ്റാനുള്ള ഒരു ഇനബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനേഷ്യ എന്ന് പറയുന്നത്. ഈ ഇനേഷ്യ മാസ് കൂടുതലായിട്ടുള്ള വസ്തുക്കൾക്ക് എന്ത് കൂടുതലായിരിക്കും? ഇനേഷ്യ കൂടുതലായിരിക്കും. ഇതേപോലെ തന്നെ റൊട്ടേഷണൽ ആയിട്ടുള്ള ഒരു ഇനേഷ്യ ഉണ്ട്. അതായത് കറങ്ങാത്തൊരു സാധനത്തിനെ പെട്ടെന്ന് കറക്കാൻ നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി സമയം എടുത്തിട്ട് അത് എന്താക്കുള്ളൂ? കറങ്ങുള്ളൂ. അതേപോലെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനൊക്കെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി സമയം അത് കറക്കത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ റൊട്ടേഷണൽ ആയിട്ടുള്ള എന്താണ്? ഇനേഷ്യയാണ്. ഈ റൊട്ടേഷണൽ ആയിട്ടുള്ള ഇനേഷ്യ കൂടാൻ കാരണം അതിൻ്റെ മാസ് മാത്രമല്ല, മാസും അതിൻ്റെ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടി സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ആ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുമ്പോൾ എന്ത് കൂടും? ഈ റൊട്ടേഷണൽ ഇനേഷ്യയും കൂടും. ഓക്കെ, അപ്പം മാസ് കൂടുമ്പോൾ ഇനേഷ്യ കൂടും. അതേപോലെ തന്നെ റൊട്ടേഷണൽ മോഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുമ്പോൾ എന്ത് കൂടും? റൊട്ടേഷണൽ ഇനേഷ്യ കൂടും. അപ്പോൾ മാസിന് ലീനിയർ മോഷനിൽ എന്ത് റോളാണോ അതേ റോളാണ് റൊട്ടേഷണൽ മോഷനിൽ ആർക്ക് ഉണ്ടാവുക? മൊമെൻ്റ് ഓഫ് ഇനേഷ്യക്ക് ഉണ്ടാവുക. സോ ഹിയർ വി ഗോട്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ഐ. ഓക്കെ, ഐൻ്റെ ഇക്വേഷൻ നമുക്ക് ലേറ്റർ ഓൺ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്, പറയാം. റെഡി? ദെൻ അതിനുശേഷം നമുക്ക് ആക്സിലറേഷൻ കിട്ടി, അതേപോലെ തന്നെ വെലോസിറ്റിയും കിട്ടി. അപ്പോൾ വെലോസിറ്റി, മാസിൻ്റെ വെലോസിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊമെൻറ്റം കിട്ടും. സോ ലീനിയർ മൊമെൻറ്റം
പി ഇസ് ഈക്വൽ ടു എം വി എന്ന് എഴുതാം. ഇതേപോലെ തന്നെ ലീനിയർ മൊമെൻറ്റം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലെ മൊമെൻറ്റമാണ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം which is denoted by the letter L, small l capital L രണ്ടും എടുക്കാം. ഓക്കെ, സോ L is equal to ഇവിടെ നോക്ക്, ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ എം ഇൻറ്റു വി എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസിലുള്ള ഇക്വേഷൻ കിട്ടണമെങ്കിൽ എന്താക്കിയാൽ മതി എന്നറിയോ? എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ ഇവിടെ വരുന്നത് നോക്കുക, അതേപോലെ തന്നെ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ ഇവിടെ വരിക നോക്കുക, അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്ക്, എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ആളാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവിടെ എം ഇൻറ്റു വി ആണെങ്കിൽ ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇൻറ്റു ഇവിടെ വെലോസിറ്റി ആണെങ്കിൽ റൊട്ടേഷൻ മോഷൻ എന്താ വരിക? ആംഗുലാർ വെലോസിറ്റി നേരത്തെ പറഞ്ഞു. അപ്പം I ഒമേഗ എന്ന് വരും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നിങ്ങൾക്ക് റൊട്ടേഷൻ മോഷനും ലീനിയർ മോഷൻ തമ്മിലുള്ളൊരു ബന്ധം നിങ്ങൾക്ക് അറിയാമെങ്കിൽ റൊട്ടേഷൻ മോഷനിലെ എല്ലാ ഇക്വേഷനും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ലീനിയർ മോഷനിൽ എന്ത് പഠിച്ചോ അതിന് കറസ്പോണ്ടിങ് ചേഞ്ചസ് എവിടെ വരുത്തിയാൽ മതി? റൊട്ടേഷനിൽ വരുത്തിയാൽ മതി. ഓക്കെ, യാ. അടുത്തത് ഇവിടെ നമ്മൾ ഫോഴ്സ് പറയുന്നുണ്ട്. ലീനിയർ മോഷനിൽ ഫോഴ്സ് F is equal to ma എന്ന് എഴുതും. അതേപോലെ റൊട്ടേഷൻ ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ അനലോഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഇവിടെ മാസ് ഇൻറ്റു ആക്സലേഷൻ ആണെങ്കിൽ അവിടെ എന്താ വരിക? മാസിന് പകരം വരുന്ന ആളാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അതേപോലെ തന്നെ ആക്സലേഷന് പകരം റൊട്ടേഷനിൽ വരുന്ന ആളാണ് ആംഗുലാർ ആക്സലേഷൻ. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു I ആൽഫ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതല്ലാതെ വേറെയും ഇക്വേഷൻസ് ഉണ്ട്. തൽക്കാലം നമ്മൾ ആദ്യം ഇത് രണ്ടും എന്താക്കുകയാണ്? ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുകയാണ്. മറ്റ് ഇക്വേഷനുകൾ ഉണ്ട്, ടോർക്കിനും ആംഗുലാർ മൊമെൻറ്റത്തിനൊക്കെ വേറെ ഇക്വേഷൻസും കൂടി ഉണ്ട്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻ. യാ, ഇനി ഇവിടെ കൈനറ്റിക് എനർജീൻ്റെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. അതേപോലെ ഇവിടെയും കൈനറ്റിക് എനർജി റൊട്ടേഷണൽ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഷനാണ്. മോഷനുള്ള വസ്തുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, അതിന് ആ പേര് മാറ്റൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് പറയുക, കൈനറ്റിക് എനർജി തന്നെയാണ് പറയാം. ഓക്കെ, അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു ഇവിടെ എം വരുന്ന സമയത്ത് ഇവിടെ എന്ത് വരണം? I വരണം. വി സ്ക്വയർ എന്നാണെങ്കിൽ റൊട്ടേഷൻ്റെ കേസിൽ എന്ത് വരണം? ഒമേഗ സ്ക്വയർ എന്ന് വരണം. കിട്ടി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് I ഒമേഗ സ്ക്വയർ. ഇതേപോലെ തന്നെ കൈനറ്റിക് എനർജീൻ്റെ മറ്റൊരു ഇക്വേഷൻ നിങ്ങൾ +1 പഠിക്കുന്നതാണ്. പി സ്ക്വയർ ബൈ 2m. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ഇവിടെ എന്താ ഉണ്ടാവുക? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാം. ഓക്കെ, പിക്ക് പകരം പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം, ഇവിടെ എന്ത് വരും? ആംഗുലാർ മൊമെൻറ്റം L സ്ക്വയർ ബൈ ഇവിടെ 2m ആണെങ്കിൽ ഇവിടെ 2I വരും. കാരണം മാസിന് പകരക്കാരൻ ഇവിടെ ആരാണ്? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ദെൻ ഇനി ഇവിടെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്ന ഒരു സംഭവമാണത്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഒരു ബോഡിക്ക് എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ബോഡിക്ക് ഒരു സിസ്റ്റത്തിലോ എന്താ പറയുക ഉള്ള എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിൻ്റെ ലീനിയർ മൊമെൻറ്റം എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു ബോഡീൻ്റെ എക്സ്റ്റേണൽ ടോർക്ക്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയിലോ ഒരു സിസ്റ്റത്തിലോ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ അതിന് ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് ആണ് വരുന്നതെങ്കിൽ അപ്പുറത്ത് എന്താ വരിക? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിന് പകരം അവിടെ ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, സോ കൺസർവേഷൻ ഓഫ് ആംഗുലാർ എന്ന് ഞാൻ ഫുൾ എഴുതുന്നില്ല, ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, അപ്പം ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താക്കി വെക്കണം? ഇവിടെ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ഉണ്ട്. ആ 3 നമ്മൾ നേരത്തെ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? റൊട്ടേഷൻ്റെ കേസിലേക്ക് മാറ്റാം. അതും കൂടി ഞാനൊന്ന് മാറ്റിത്തരാം. നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്നും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഭാഗം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത് എന്നിട്ട് നോട്ടിലേക്ക് ഒന്ന് എഴുതി വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാനൊന്ന് ഇങ്ങോട്ട് മാറുന്നുണ്ട്. ഈ സ്ക്രീനിലുള്ള കാര്യങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ, സെറ്റല്ലേ? ഓൾ റൈറ്റ്, ഫൈൻ. യെസ്,
ഇനി നമുക്ക് 2-3 കാര്യങ്ങളും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ കഴിയും. എന്നിട്ട് നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, യാ V is equal to U plus AT. S is equal to UT plus half AT square. V square is equal to U square plus 2AS. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ V ആണെങ്കിൽ ഇവിടെ വിയും യുവും ഒക്കെ ഉണ്ടല്ലോ. ഈ എസിന് പകരം ഡിസ്പ്ലേസ്മെന്റിന് പകരം നമുക്ക് എന്തെന്ന് എടുക്കാം? തീറ്റ എന്ന് എടുക്കാം. അതേപോലെ തന്നെ ആക്സിലറേഷന് പകരം എന്താ? ഇവിടെ ഒരു ആക്സിലറേഷൻ വരുന്നുണ്ട്. ഇവിടെ 3 സ്ഥലത്തും ആക്സിലേഷൻ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ആക്സിലേഷൻ ഉണ്ട്. അതിന് പകരം ഇപ്പുറത്ത് നമുക്ക് എന്തെടുക്കാം? ആംഗുലാർ ആക്സിലേഷൻ ആയിട്ടുള്ള ആൽഫ എടുക്കാം. എന്നാൽ വിയും യുവും അത് എന്തെടുക്കും നമ്മൾ? അത് ഞാൻ പറഞ്ഞുതരാം. യു ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ? യുവിനെ നമുക്ക് എന്തെന്ന് എഴുതാം? V0 എന്ന് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞു 0 ടൈമിലുള്ള വെലോസിറ്റി. അതേപോലെ തന്നെ ഇവിടെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ് വരിക. അപ്പോൾ 0 ടൈമിലല്ല, അതായത് തുടക്കത്തിൽ ഇനീഷ്യലി ഉള്ള ആംഗുലാർ വെലോസിറ്റിന് ω0 എന്ന് എഴുതാം. ഒരു ടി ടൈമിന് ശേഷമുള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ അതിന് നമ്മൾ VT എന്ന് എഴുതാമെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെ എന്ത് എഴുതും? ω_t എന്ന് എഴുതും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. നമ്മുടെ എഴുതരാം V equal to U plus AT, that is ω_t is equal to യുവിന് പകരം ω0 പ്ലസ് എക്ക് പകരം ആൽഫ ടി. എസിന് പകരം തീറ്റ is equal to UT ω0t പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ദെൻ V സ്ക്വയറിന് പകരം ω_t the whole square is equal to ω0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആൽഫ ഇൻറ്റു തീറ്റ. ഡൺ. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്താക്കേണ്ടത്? കൃത്യമായിട്ട് ലീനിയർ മോഷനും റൊട്ടേഷൻ മോഷനും കണക്ട് ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, യാ. സോ ഇതും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ, ആവശ്യം വരും. യെസ്. ഇനി അടുത്ത കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ പറഞ്ഞു ഈ ഒരു കമ്പാരിസൺ മാത്രമല്ല, ഇവിടെ കുറച്ച് ഇക്വേഷൻസും കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ അതിന് മുന്നേ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് ഒമേഗ. വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, വി ആൻഡ് ഒമേഗ. അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാം? വെക്റ്റർ V is equal to ഒമേഗ ക്രോസ് R. നമ്മൾ മോഷനെ പ്ലെയിൻ്റെ അവസാന ഭാഗത്ത് സർക്കുലാർ മോഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഇക്വേഷൻ. അപ്പം സർക്കുലാർ മോഷനും റൊട്ടേഷൻ മോഷൻ നമുക്ക് ബന്ധിപ്പിച്ച് പറയാവുന്നതേ ഉള്ളൂ. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഒന്ന് സ്വയം കറങ്ങാണ്, ഒന്ന് മറ്റൊന്നിന് എന്താക്കാണ്? ചുറ്റുകയാണ്, അല്ലെങ്കിൽ വട്ടത്തിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, പക്ഷേ ഒരു ബോഡി സ്വയം കറങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പെൻ ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ ഈ പെന്നിൽ ഈ ആയിരിക്കും ആ പോയിന്റ് ഇങ്ങനെ ഒരു വലിയ വട്ടത്തിൽ ഇതിനിങ്ങനെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ആ പോയിന്റ് ഇതിലേക്കും സർക്കുലാർ മോഷനിലായിരിക്കും. അപ്പോൾ ഒരു ബോഡി കറങ്ങുമ്പോൾ അതിലുള്ള പോയിന്റുകളെല്ലാം എന്താണ്? സർക്കുലാർ മോഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റൊട്ടേഷൻ മോഷൻ്റെ ഇക്വേഷനെയും സർക്കുലാർ മോഷൻ്റെ ചില ഇക്വേഷൻസിനെ നമുക്ക് ബന്ധിപ്പിച്ച് പറയാവുന്നതാണ്. അങ്ങനത്തെ ഒരു ഇക്വേഷനാണിത്. V equal to ഒമേഗ ക്രോസ് R. ദെൻ അടുത്തത് അതേപോലെ തന്നെ ആക്സിലറേഷൻ A is equal to ആൽഫ ക്രോസ് R നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ ആംഗുലാർ മൊമെൻറ്റം I ഒമേഗ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. L is equal to വെക്റ്റർ L is equal to R ക്രോസ് P എന്നുള്ളൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. R ക്രോസ് P. അതേപോലെ തന്നെ ടോർക്ക്, ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് എന്തെന്ന് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുപ്പിയുടെ മൂടിയൊക്കെ നമ്മൾ തുറക്കാൻ വേണ്ടി, അടപ്പൊക്കെ നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് അത് പിടിച്ച് തിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഒരു ഫോഴ്സ് ലീനിയർ ആയിട്ടല്ല കൊടുക്കുക, നമ്മൾ തിരിച്ചുകൊണ്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ടോർക്ക്. ഓക്കെ, സോ ടോർക്ക്. അപ്പോൾ ടോർക്ക്
നമ്മൾ ഈ സ്പാനറുകളൊക്കെ ഈ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ആക്കാനും ലൂസാക്കാനും ഒക്കെ നോക്കാറുണ്ട്, നെട്ടുകളൊക്കെ ടൈറ്റ് ആക്കാനും ലൂസാക്കാനൊക്കെ നോക്കാറുണ്ട്. അപ്പം ഈ സ്പാനർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ പിടിച്ച് തിരിക്കുക ചെയ്യുക. ഓക്കെ, അപ്പം കൊടുക്കുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരു ലീനിയർ ആയിട്ട് ഈ സ്പാനർ പിടിച്ച് നമ്മളിങ്ങനെ അടിക്കുകയല്ല ചെയ്യുന്നത്, ഇത് പിടിച്ച് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൊട്ടേഷണൽ മോഷനിലൂടെയാണ് എന്താക്കുന്നത്, ഒരു ഫോഴ്സ് അവിടേക്ക് എന്താക്കുന്നത്, അപ്ലൈഡ് ആവുന്നത്. യാ, സോ ദാറ്റ് ഈസ് കോൾഡ് ടോർക്ക്. എനിവേ, ടോർക്കിൻ്റെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. സോറി, പി അല്ല, ആർ ക്രോസ് എഫ് ആണ് വരിക കേട്ടോ, ആർ ക്രോസ് എഫ്. ഓക്കെ, ടോർക്കും ഫോഴ്സും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ദെൻ മൊമെൻറ്റോ ആംഗുലാർ മൊമെൻറ്റോ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, സിമിലാരിറ്റി കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ടോർക്കിൻ്റെ ഇക്വേഷൻ ആർ ക്രോസ് എഫ്. ഓൾറെഡി നമ്മൾ എന്താക്കിയാണ് ഇവിടെ ചെയ്താണ്, ആർ ക്രോസ് എഫ്. ദെൻ ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റം ഈസ് പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി. എന്താ മക്കളെ അങ്ങനെ? നിങ്ങൾ എവിടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാലും ആ ക്രോസ് പ്രോഡക്റ്റിൻ്റെ കിട്ടുന്ന ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് രണ്ടെണ്ണാണോ ക്രോസ് ചെയ്യുന്നത് അത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണ്, എയും ബിയും. ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി, സി കിട്ടി. അപ്പോൾ എ ക്രോസ് ബി ഈക്വൽ ടു സി എന്ന് എഴുതി നമ്മൾ. സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആണ്. ഓക്കെ, അപ്പോൾ എവിടെ നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് കണ്ടാലും, ഇവിടെ മാത്രമല്ല എവിടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടാലും ആ പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് രണ്ട് വെക്ടേഴ്സ് ആണോ ക്രോസ് ചെയ്തത് അത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നമുക്കറിയാം എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എല്ലിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ആറിനും പിക്കും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് ഓപ്ഷൻ നമ്പർ 1 കൊടുത്തിട്ടുള്ളത്. ഫൈൻ. ദെൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം, അത് അവിടെ നിൽക്കട്ടെ. അടുത്ത് കഴിഞ്ഞിട്ട് ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ഇപ്പം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇവിടെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയവും ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയവും ഈ ചാപ്റ്ററിൽ ചെറുതായിട്ട് നമ്മളൊന്ന് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയവും ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയവും. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഒരു ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതിൻ്റെ മൊത്തം ഫോഴ്സും എന്തായിരിക്കും, എല്ലാ ഫോഴ്സുകളുടെ സമ്മും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഒരു ബോഡീൻ്റെ മുകളിൽ, അതായത് ഒന്നുകിൽ അത് റെസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. ഓക്കെ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബോഡി റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ആയിരിക്കും എപ്പോൾ, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ. അപ്പം ഫോഴ്സ് 0 ആണെങ്കിൽ ഒന്നുകിൽ അത് റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. അങ്ങനെ ഒരു ബോഡീൻ്റെ മുകളിലെ നെറ്റ് ഫോഴ്സ് 0 ആവുന്ന അവസ്ഥേനെയാണ് നമ്മൾ അതിനെ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. ഇതിൻ്റെ നേരെ റൊട്ടേഷണൽ സാധനമാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. നോക്കാം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സമ്മേഷൻ ഓഫ് അല്ലെങ്കിൽ സം ഓഫ് ഓൾ ദി, അവിടെ ഫോഴ്സ് ആണ്, ഇവിടെ എന്താണ് ടോർക്ക്, ദാറ്റ് വുഡ് ബി 0. ഒരു ബോഡീൻ്റെ മുകളിലെ നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ അതിൻ്റെ അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ അത് റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഒരേ സ്പീഡിൽ എന്തായിക്കൊണ്ടിരിക്കുകയായിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദീസ് ആർ കോൾഡ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയംസ്. റെഡി? ഓക്കെ, അപ്പം റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷൻ എന്താ അവിടെ വരിക, എപ്സിലോൺ അല്ല, സമ്മേഷൻ ഓവർ ഫോഴ്സ് ഈക്വൽ ടു 0 ആണോ, സമ്മേഷൻ ഓവർ ടോർക്ക് ഇസ് ഈക്വൽ ടു 0 ആണോ വരിക? റൊട്ടേഷൻ എന്ന് പറയുമ്പം ടോർക്ക്, അപ്പം ഇങ്ങോട്ടേക്കാണ് വരിക. ഓൾ റൈറ്റ്, സോ ഇതെല്ലാം ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു, ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. Figure shows the path of an object in uniform circular motion. Redraw the figure and mark the directions of velocity and acceleration of the particle P. ഓക്കെ, നമ്മൾ റീഡ്രോ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഇതിൻ്റെ വെലോസിറ്റിയും ആക്സിലേഷനും ഒക്കെയാണ് ചോദിച്ചത്. ഇതൊരു സർക്കുലാർ മോഷനാണ്, യൂണിഫോം സർക്കുലാർ മോഷനാണ്. യൂണിഫോം സർക്കുലാർ മോഷൻ ആവുന്ന സമയത്ത് നേരത്തെ സർക്കുലാർ മോഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, സ്പീഡ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, ഒരേ സ്പീഡിൽ കറങ്ങുന്നതിനെയാണ് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, കറക്കത്തിൻ്റെ സ്പീഡിനെയാണല്ലോ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഓക്കെ, സോ
ഇതിൻ്റെ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ ഇതിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. So this could be the direction of velocity. Okay. Acceleration is, ഇതെന്താ acceleration അതിനുണ്ടാവുക? ഇതിന് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവുക, സെൻട്രലോട്ടാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. സോ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ is this. Okay. So ഇത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണല്ലോ, എഫ് അല്ല എ ആണ് വരിക. എ സി. ഓക്കെ, വെക്ടർ സൈനും കൊടുത്തേക്കാം. ഓൾ റൈറ്റ്. യാ, അപ്പോൾ അത് ചെയ്തു. ദെൻ an object moving uniformly in a circular path of radius 12 cm completes 7 revolutions in 100 seconds. What is the angular speed and linear speed of the motion? Okay. So ഇതിൻ്റെ കേസിൽ എന്താണ്, ഒരു ബോഡി എന്താക്കുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുക, സർക്കുലർ പാത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 സെക്കൻഡ് കൊണ്ട് 7 റെവല്യൂഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെവല്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ 7 റെവല്യൂഷനാണ് നടത്തി, അതിനെടുത്ത ടൈമാണ് 100 സെക്കൻഡ്. സോ 100 സെക്കൻഡ് ബൈ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, total time divided by number of revolutions. That is, total time is 100 by 7 ചെയ്യുന്ന സമയത്ത് എത്രയാണോ അത്ര വരും. അപ്പം ഞാൻ ചെയ്യുന്നില്ല, തൽക്കാലം ഇവിടെ വെച്ചേക്കാം. ആംഗുലാർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 2π by t എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓർ ആംഗുലാർ വെലോസിറ്റി ഈക്വൽ ടു 2π ന്യൂ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഫ്രീക്വൻസി വരുന്ന സമയത്ത്, ഇത് ടൈം പീരീഡ് വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ടൈം പീരീഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ കാണാം, ഒമേഗ ഈസ് ഈക്വൽ ടു 2π by t. ടൈം പീരീഡിന് പകരം 100 by 7. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദ വാല്യൂ 0.44 റേഡിയൻ പെർ സെക്കൻഡ്. അതിൻ്റെ SI യൂണിറ്റ് നോക്കി വെച്ച മക്കളെ, ഒമേഗേൻ്റെ SI യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഓക്കെ. നസീദ പി, സാർ കോഴിക്കോട് നിന്നാണോ? അതെ, ഞാൻ കോഴിക്കോട് നിന്നാണ്. ഓക്കെ, യെസ്. എനിവേ, ഇതിൻ്റെ ലീനിയർ സ്പീഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. ലീനിയർ സ്പീഡ് കാണാൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ഉണ്ട്. പക്ഷേ ഇത് വെക്ടർ ഇക്വേഷൻ ആണ്. നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് അല്ലേ തന്നെ, അപ്പോൾ നമുക്ക് സ്കേലാർ ഇക്വേഷൻസ് മതി. അത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് ആലോചിച്ചാൽ മതി. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് എത്ര ഉണ്ട്, 12 സെൻറ്റിമീറ്റർ. 12 ഇൻറ്റു 10⁻⁻² സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇൻറ്റു ഒമേഗ 0.44. ബൈ കാൽക്കുലേറ്റിംഗ് ദിസ് വി ഗെറ്റ് ദ വാല്യൂ 0.0528 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് ഉറപ്പിക്കുക കേട്ടോ, ഈ വാല്യൂസ് ഒക്കെ. യാ, ഓക്കെ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് its linear momentum. The equation connecting angular momentum and linear momentum is L is equal to R cross P എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. യെസ്. Starting from the equation connecting angular momentum and linear momentum, deduce the relation between torque and angular momentum. ഇതൊരു ഡെറിവേഷൻ ആണ്. പക്ഷേ ഈ ഡെറിവേഷൻ ഒന്നും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചോദിച്ചിട്ടില്ല. അത് ഒരുപാട് മുന്നേ ചോദിച്ചൊരു ഡെറിവേഷൻ ആണ്. ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ഡിഫറൻസിയേഷൻ, നിങ്ങൾ അടുത്ത കൊല്ലം പഠിക്കുന്ന ഡിഫറൻസിയേഷൻ്റെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് ചെയ്യുക. ഓക്കെ, പക്ഷേ ഞാൻ ആ ഇക്വേഷൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം അവിടെ വെച്ചത്. ടോർക്കും അതേപോലെ തന്നെ ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. അതേപോലെ തന്നെ ടോർക്കും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം, ടോർക്ക് ആംഗുലാർ മൊമെൻറ്റം എൽ. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചിലപ്പോൾ ഡൗട്ട് അടിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഇപ്പോൾ എന്ത് ഭാഗത്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും ഓക്കെ, എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലീനിയർ മോഷനിലെ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇത് ടോർക്ക് ആണ്, അപ്പോൾ ലീനിയർ മോഷനിൽ എന്ത് വരും, ഫോഴ്സ് വരും. ഓക്കെ, ദെൻ ഇത് ആംഗുലാർ മൊമെൻറ്റം ആണ്. ആംഗുലാർ മൊമെൻറ്റത്തിന് പകരം അവിടെ എന്ത് വരും, ലീനിയർ മൊമെൻറ്റം പി വരും. എഫും പിയും റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഏതെങ്കിലും ഉണ്ടായിരുന്നോ, ആലോചിച്ച് നോക്കിയേ.
Newton's second law of motion. F is equal to dp by dt ഉണ്ട്. Okay, so F is equal to dp by dt ഉണ്ട്. Okay, അതേപോലെ തന്നെ ടോർക്ക് is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? dl by dt എന്ന് എഴുതാൻ പറ്റും. സിമ്പിൾ ആണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ടാവില്ല, പക്ഷേ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, റെഡി. അടുത്ത്, the rotational analog of force is moment of force, also called torque. നമ്മളിപ്പോൾ പറഞ്ഞു the turning effect of force is maximum. Turning effect of force നെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. maximum when the angle between r and f is torque is equal to r cross f. അല്ലേ? r cross f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് is equal to rf sin theta. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സൈൻ തീറ്റ ആണ് വരിക. എ ക്രോസ് ബി is equal to ab sin theta എന്ന് വരും. സൈൻ തീറ്റൻ്റെ വാല്യൂ മാക്സിമം ആവുക. തീറ്റ is equal to 1. സൈൻ തീറ്റ 1 ആവുന്ന സമയത്താണ് അത് മാക്സിമം ആവുക. സൈൻ തീറ്റ എപ്പോഴാണ് 1 ആവുക? തീറ്റ is equal to 1 ആവുന്ന സമയത്ത്. സോറി, തീറ്റ equal to 90 ആവുന്ന സമയത്ത്. സോറി, തീറ്റ equal to 90 ഡിഗ്രി. ഓക്കെ, സോ ആറും എഫും കറക്റ്റ് പെർപെൻഡിക്കുലർ ആവുന്ന സമയത്താണ് മാക്സിമം ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത്, എ വീൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് അക്വയർസ് ആൻ ആംഗുലർ വെലോസിറ്റി ഓഫ് 10 radian per second in 2 seconds. The moment of inertia of the wheel is 0.4 kilogram meter square. Calculate the torque acting on it. Okay, torque ആണ് കാണാൻ പറഞ്ഞത്. ടോർക്ക് is equal to I ആൽഫ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതിന് ആദ്യം ആരെ കണ്ടുപിടിക്കണം? ആൽഫേനെ കണ്ടുപിടിക്കണം. ആൽഫ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി 10 radian per second ആണ് റെസ്റ്റിന്ന് എക്വയർ ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതായത് 0 10 പോയി. അപ്പം 10 - 0 ദാറ്റ് ഇസ് 10 ബൈ അതിനടുത്ത ടൈം 2 ആയിരുന്നു. അപ്പോൾ എത്രയാണ് ആംഗുലാർ വെലോസിറ്റി? സോറി, ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 5 radian per second square ആണ്. എന്തായാലും 5 എന്ന് എടുത്തു. ദെൻ ടോർക്ക് is equal to I ആൽഫ. I ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി വീൽ ഈസ് 0.4. സോ 0.4 into 5 ദാറ്റ് ഈസ് 2 ന്യൂട്ടൺ മീറ്റർ. ടോർക്കിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. റെഡി. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ, ബട്ട് അൺലൈക്ക് മാസ് ഇറ്റ്സ് നോട്ട് എ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ക്യാൻ ബി റിഗാർഡഡ് ആസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ. വൈ? ഇതിൻ്റെ ആൻസർ ആണ് നേരത്തെ ഞാൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, എന്താണ് റൊട്ടേഷണൽ ഇനേർഷ്യ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടി കഴിഞ്ഞാൽ റൊട്ടേഷണൽ ഇനേർഷ്യ കൂടും. ഓക്കെ, അതേപോലെ തന്നെ മാസ് കൂടി കഴിഞ്ഞാൽ എന്താണ്? ഇനേർഷ്യയും കൂടും. അപ്പം മാസിന് ഏത് റോളാണോ ലീനിയർ മോഷൻ ഉള്ളത് അതേ റോളാണ് റൊട്ടേഷണൽ മോഷൻ ആർക്കുള്ളത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യക്കുള്ളത്. യെസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to m into k square എന്ന് എഴുതാറുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ പെന്നിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ല ഇത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഉണ്ടാവുക. ഓക്കെ, കറങ്ങുന്നതിൻ്റെ ആക്സിസ് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും വ്യത്യാസപ്പെടും. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി അല്ല എന്ന് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നു. ഓക്കെ, ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mk square എന്ന് പറഞ്ഞു. അപ്പോൾ m എന്ന് പറഞ്ഞാൽ മാസ് ആണ്. അപ്പം ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ mk square എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ ആ kനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരും. അപ്പോൾ അതിന് ആൻസർ ഇതാണ്. ഇഫ് എ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി ഈസ് റെപ്രസെൻറ്റഡ് ആസ് I equal to mk square, then that k is known as റേഡിയസ് ഓഫ് ഗൈറേഷൻ. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, വേറെയും ഡെഫിനിഷൻ ഉണ്ട്, പക്ഷേ ഏറ്റവും എളുപ്പത്തിലുള്ള ഡെഫിനിഷൻ അതാണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ k square is equal to I/m എന്ന് വരും. അപ്പോൾ k equal to √I/m എന്ന് വരും. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ പറയാനുണ്ട്. എനിവേ, അപ്പോൾ മൊമെന്റ് സ്റ്റേറ്റ് എനി 2 factors in which the moment of inertia of a rigid body depends. പല കാര്യങ്ങളുണ്ട്. റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് മാസാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഏത് ആക്സിസിൽ കറങ്ങുന്നു.
മൂന്നാമത്തത് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ്, ഇതെല്ലാം എന്താക്കുന്നുണ്ട്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ടു റൊട്ടേറ്റിംഗ് ബോഡീസ് എ ആൻഡ് ബി ആർ IA and IB, where IA is greater than IB and their angular momentum are equal. Which one has greater kinetic energy? Explain. Okay, explain ചെയ്യാം. കൈനറ്റിക് എനർജിയും മൊമെന്റ് ഓഫ് ഇനേഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞു ആംഗുലാർ മൊമെന്റ് ഈക്വൽ ആണ്. അപ്പോൾ ആംഗുലാർ മൊമെന്റ് ഉണ്ട്, അതേപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ, ആംഗുലാർ മൊമെന്റം L ഉണ്ട്, മൊമെന്റ് ഓഫ് ഇനേഷ്യ I ഉണ്ട്, പിന്നെ കൈനറ്റിക് എനർജി ഉണ്ട്. ഇത് മൂന്നും ഇക്വേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് മൂന്നും വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷനാണ്. അവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ കൈനറ്റിക് എനർജി, അത് വായിച്ചോ? ഓക്കെ, അത് പോട്ടെ, പറഞ്ഞുതരാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു L²/2I. ഓക്കെ, ഇവിടെ കൈനറ്റിക് എനർജിയും മൊമെന്റ് ഓഫ് ഇനേഷ്യയും എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ IA ഗ്രേറ്റർ ദാൻ IB ആണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് A ഈസ് ലെസ് ദാൻ കൈനറ്റിക് എനർജി ഓഫ് എന്തായിരിക്കും, B ആയിരിക്കും. ഓക്കെ, കാരണം ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഓൾ റൈറ്റ്, ഓക്കെ, ഫൈൻ, എക്സ്പ്ലെയിനും ചെയ്തു. അടുത്തത്, റൊട്ടേഷണൽ ഇനേഷ്യ is the tendency of a rotating body to resist any change in state of rotation motion. What do you mean by the radius of gyration of a rolling body? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Then the figure shows two different spinning poses of a ballet dancer. In which spinning pose does the ballet dancer have less angular velocity? Justify your answer. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആണ്. നേരത്തെ ഞാൻ ലീനിയർ മൊമെൻറ്റത്തിന് കൺസർവേഷനായിട്ട് ബന്ധപ്പെടുത്തി അതിനെ പറഞ്ഞു. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോർക്ക് 0 ആണെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. സോ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോൾ ഇഫ് ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് 0. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നോക്ക്, L ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ്. എല്ലിനെ നമുക്ക് എന്തെന്ന് എഴുതാം, I ഒമേഗ എന്ന് എഴുതാം. I ഒമേഗ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, ഒരു കോൺസ്റ്റൻ്റ് എന്ന് വരും. അപ്പം എന്തെങ്കിലും കാരണവശാൽ I കൂടിയാൽ ഒമേഗ എന്താവും, കുറയും. അപ്പം ഒരു ബാലെ ഡാൻസേഴ്സ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവർ സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടൊക്കെ നിൽക്കും. ഓക്കെ, അങ്ങനെ കറങ്ങുന്ന സമയത്ത് അവർ കൈ അടുത്ത് വെച്ചിട്ടും ഇങ്ങനെ ബോഡിനോട് ചേർത്ത് വെച്ചിട്ടും കറങ്ങും, അതേപോലെ തന്നെ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടും അവർ കറങ്ങും. ഓക്കെ മക്കളെ, കൈ ഇങ്ങനെ അടുത്ത് വെച്ച് കറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ കൈ എന്ന് പറഞ്ഞാൽ കുറേ മാസുള്ള സംഗതിയാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് വെക്കുന്ന സമയത്ത് മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടി ചുരുങ്ങും. ഓക്കെ, ദെൻ അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറയും. നേരെ മറിച്ചിട്ട് കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടും. അപ്പം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താവുക ചെയ്യുക, കൂടുക ചെയ്യുക. അപ്പം കൈ നിവർത്തി വെച്ച് കറങ്ങുന്ന സമയത്ത് എന്താണ്, അതായത് ഈ ഒരു രീതിയിൽ കറങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കറങ്ങുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റം, if moment of inertia increases, omega decreases. So ഇവൻ്റെ ആംഗുലാർ സ്പീഡ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ വളരെ സ്പീഡ് കറങ്ങണമെങ്കിൽ കൈ അടുപ്പിച്ച് വെച്ച് എന്താക്കണം, കറങ്ങണം. എന്നാൽ അതിൻ്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ എന്താണ്, കൈ നിവർത്തി വെച്ചിട്ട് എന്താക്കണം, കുറയ്ക്കണം. ഇത് തന്നെയാണ് ഡൈവേഴ്സിൻ്റെ കേസിലും. നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് വലിയ ഹൈറ്റിൽ നിന്ന് ഡൈവ് ചെയ്യുന്ന ഒരു സ്പോർട്സ് ഐറ്റം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒളിമ്പിക്സിലും മറ്റ് ഗെയിംസിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒരു നീണ്ട വടി ഉണ്ടാവും, അതിൻ്റെ മുകളിൽ കയറി 2-3 ജമ്പൊക്കെ ചെയ്ത് എന്താകുന്ന കറങ്ങിയും മറിഞ്ഞൊക്കെ ചാടും. ഓക്കെ, അവർ ചാടുന്ന സമയത്ത് വെറുതെ അങ്ങ് ചാടുകയല്ല ചെയ്യുന്നത്, അവർ ശരീരം എന്താക്കുന്നുണ്ട്, നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം, അവർ ശരീരം ഇങ്ങനെ മടക്കിയിട്ട് കൈയും കാലും ഒക്കെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ചിട്ടായിരിക്കും എന്താക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം അങ്ങനെ ആവുന്ന സമയത്ത് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്താക്കും, ഒരു ചെറിയ സ്ഥലത്തേക്ക് ചുരുങ്ങും. അങ്ങനെ ആവുന്ന സമയത്ത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറയും. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞാൽ, ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടിയാൽ ഒമേഗ കുറയും എന്ന് പറഞ്ഞു. നേരെ മറിച്ചിട്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞാൽ ഒമേഗ എന്താവും, കൂടും. ഓക്കെ, അവരങ്ങനെ കറങ്ങിയിട്ട് ജസ്റ്റ് പൂളിലേക്ക് ഡൈവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ശരീരം നിവർത്തിയിട്ടാണ് എന്താക്കുക, ഡൈവ് ചെയ്യുക. കാരണം നല്ല സ്പീഡ് പോയി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താക്കും,
ശരീരം നിവർത്തുന്ന സമയത്ത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടും, ഒമേഗ കുറയും. അപ്പം കുറച്ചുകൂടി കുറഞ്ഞ സ്പീഡിലാണ് നേരെ വെള്ളത്തിലേക്ക് പോയി വീഴുക. ഓക്കെ, സോ ഇത് വെച്ചിട്ടും ഈ പറഞ്ഞ ബാലെ ഡാൻസേഴ്സിൻ്റെ കേസ് മാത്രമല്ല, സ്വിമ്മേഴ്സിൻ്റെ കേസിലും ചിലപ്പോൾ എന്താക്കാം, ഈ കാര്യങ്ങൾ ചോദിച്ചേക്കാം. ഓക്കെ, യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ആംഗുലാർ സ്പീഡ് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഓക്കെ, എർത്തിൻ്റെ ആക്സിസിലെ കറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന റൊട്ടേഷണൽ സ്പീഡ് നോക്കാം. യെസ്, ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. 2π എർത്തിൻ്റെ ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ. എർത്ത് സ്വയം കറങ്ങാനുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസമല്ലേ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് ഒരു തവണ സ്വയം കറങ്ങാൻ എടുക്കുന്ന ടൈമിനാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 hours. 24 hours സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 24 × 60 × 60. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ അത് എത്രയാണോ അതാണെന്ത്, അത്രയും റേഡിയൻ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, യെസ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എർത്ത് ഷ്രിങ്സ് ടു ഹാഫ് ഇറ്റ്സ് റേഡിയസ് വിതൗട്ട് ചേഞ്ച് ഇൻ ഇറ്റ്സ് മാസ് ഡ്യൂ ടു ദ ഇന്റേണൽ ഫോഴ്സസ് ഡെവലപ്ഡ് വിത്തിൻ. ഓക്കെ, എർത്ത് എന്തോ ഒരു കാരണവശാൽ അതിൻ്റെ ഉള്ളിലൊരു ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സിൻ്റെ കാരണം എർത്ത് നേരെ ചുരുങ്ങിപ്പോയി. എന്താണ് അതിൻ്റെ റേഡിയസ് നേരെ പകുതിയായിട്ട് അങ്ങോട്ട് ചുരുങ്ങിപ്പോയി. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് മൂലമല്ല എന്ന് പറഞ്ഞു, ഇന്റേണൽ ഫോഴ്സ് മൂലമാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിൻ്റെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? ആംഗുലാർ മൊമെൻ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബി കൺസേർവ്ഡ്? ഇങ്ങനെയാവുന്ന സമയത്ത് എന്ത് ക്വാണ്ടിറ്റിയാണ് അവിടെ കൺസേർവ്ഡ് ആവുക? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ല കൺസേർവ്ഡ് ആവുക, ആംഗുലാർ മൊമെൻ്റം ആണ് എന്താക്കുക? കൺസേർവ്ഡ് ആവുക. ഓക്കെ, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ്. കാരണം എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലല്ലോ, ഇന്റേണൽ ഫോഴ്സ് ആണല്ലോ. റെഡി. ദെൻ വാട്ട് വിൽ ബി ദ ഡ്യൂറേഷൻ ഓഫ് എ ഡേ? എന്തായിരിക്കും ഒരു ഡേൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക? ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇഫ് ആർ ബിക്കംസ് എന്തായി മാറി? r/2 ആയി മാറി. ഓക്കെ, അല്ലെങ്കിൽ r' പുതിയ റേഡിയസിന് r' എന്ന് പറയുന്നു. അപ്പം നോർമൽ റേഡിയസിൻ്റെ പകുതി, ആദ്യത്തെ റേഡിയസിൻ്റെ പകുതിയെ. ഓക്കെ, ദെൻ അങ്ങനെയാവുന്ന സമയത്ത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ബിക്കം അല്ലെങ്കിൽ പുതിയ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ബിക്കം I/4 ആവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I is equal to mr² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് എന്താക്കാം, എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 2/5 mr² എന്നൊക്കെ പറയാം ഒരു സ്ഫിയറിൻ്റെ കേസിൽ, സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ. ഓക്കെ, എനിവേ I is equal to 2/5 mr² എന്ന് പറയുന്ന സമയത്ത് ഈ 2/5 മാറ്റില്ല, 2/5 എമ്മിന് മാറ്റില്ല, r² മാറി, r എന്നുള്ളത് r/2 ആണെങ്കിൽ r² എന്ന് പറയുമ്പോൾ r/4 ആവും. അപ്പോൾ നേരത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ 1/4 ആയി മാറും. ഓക്കെ, ദെൻ ഇനി നമുക്കറിയാം എന്താണ്, I⍵ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോഴും. അപ്പം I എന്നുള്ളത് I/4 ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺസ്റ്റൻ്റ് ഇങ്ങനെ കീപ്പ് ചെയ്യണമെങ്കിൽ ഒമേഗ എന്താവണം? 4 times ആവണം. സോ ω' ബിക്കംസ് അല്ലെങ്കിൽ ω' ഈക്വൽ ടു 4 times ഓഫ് ആദ്യത്തെ ഒമേഗ. റെഡി. ഇനി ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? 2π/t ആണ്. ഓക്കെ, ഒമേഗ 4 times ആയിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡ് എന്താവണം? 1/4 ആവണം. എന്നാലേ അതിന് എന്താക്കാൻ പറ്റുള്ളൂ? കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ടൈം പീരീഡ്, പുതിയ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈം പീരീഡ് /4 ആയിരിക്കും. ടൈം പീരീഡ് ഓഫ് the earth, rotation of the earth is 24 hours by 4, that's equal to 6 hours. അപ്പോൾ എന്തെങ്കിലും ഇന്റേണൽ ഫോഴ്സ് മൂലം എർത്ത് അതിൻ്റെ പകുതി റേഡിയസിലേക്ക് ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ, മാസിൽ ഒരു വ്യത്യാസം വരാത്ത പകുതി റേഡിയസിലേക്ക് ചുരുങ്ങി കഴിഞ്ഞാൽ എർത്തിൻ്റെ എന്താക്കും? റൊട്ടേഷണൽ സ്പീഡ് കൂടും, നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഒരു ദിവസം 6 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് എന്തായാലും അടുത്ത കാലത്തൊന്നും സംഭവിക്കില്ല. ഓക്കെ, യെസ്. ദെൻ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ 2 non-zero vectors, ഇഫ് എ ക്രോസ് ബി ഈക്വൽ ടു എ ഡോട്ട് ബി, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി? ഇത് വെക്ടറിനെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ക്രോസ് പ്രോഡക്റ്റ് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, വെക്ടറിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ്. എന്തായാലും നോക്കാം. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എന്താണ്?
എ ഡോട്ട് ബി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ മോഡ് എ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി എന്ന് പറയുന്ന സമയത്ത് എ ബി കോസ് തീറ്റ. എ ബി കട്ടായി. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. എപ്പോഴാണ് സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആവുന്നത്? തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി വരുമ്പോഴാണ് സൈൻ തീറ്റേൻ്റെ വാല്യൂം കോസ് തീറ്റേൻ്റെ വാല്യൂം ഈക്വൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ക്വസ്റ്റ്യനോട് കൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത ചാപ്റ്റർ എടുക്കാൻ വേണ്ടി ഷൗക്കത്ത് സാർ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ, താങ്ക്
ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ചാപ്റ്റർ ഗ്രാവിറ്റേഷനാണ്. പ്ലസ് വണ്ണിലെ ഫസ്റ്റ് പാർട്ടിലെ അവസാനത്തെ ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. നമുക്കതിൽ എക്സാമുകളിൽ എന്തൊക്കെയാണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതെന്നും എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നോ ചെക്ക് ചെയ്യാം. അതിൽ ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എസ്കേപ്പ് വെലോസിറ്റിയായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. ദ എസ്കേപ്പ് സ്പീഡ് ഫോർ ആൻ ഒബ്ജക്റ്റ് ഫ്രം ദി എർത്ത് ഈസ് 11.2 km/s. വാട്ട് ഈസ് മീൻ ബൈ എസ്കേപ്പ് വെലോസിറ്റി? എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്നുള്ളത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? എസ്കേപ്പ് വെലോസിറ്റിനെ ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ എഴുതി വെക്കണം. ക്വസ്റ്റ്യൻ എയുടെ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നു. ഇറ്റ് ഈസ് ദ, എപ്പോഴും ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എസ്കേപ്പ് വെലോസിറ്റിയുടേത്. ഇറ്റ് ഈസ് ദ മിനിമം വെലോസിറ്റി. It is the minimum velocity with which a body must be projected. A body must be projected so that it is the minimum velocity with which a body must be projected so that it escapes from the gravitational attraction of Earth. Gravitational attraction of Earth. Okay. എന്താണ്? It is a minimum velocity with which a body must be projected so that it escapes from the gravitational attraction of Earth. അതായത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഉണ്ടല്ലോ, ആ അട്രാക്ഷനിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ഒരു ബോഡിക്ക് വേണ്ട മിനിമം വെലോസിറ്റി. അതായത് ഒരു ബോഡി ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് പോവുകയാണ്. ആ പ്രൊജക്റ്റ് ചെയ്ത് പോകുന്ന ബോഡിക്ക് ഒരു മിനിമം വെലോസിറ്റി വേണം. എന്തിന്? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനും മറികടന്ന് പുറത്തേക്ക് എസ്കേപ്പ് ആകാൻ. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു മിനിമം വെലോസിറ്റിയിൽ വേണം പുറത്തേക്ക് പോകാൻ. ആ വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ്. ഒരു മിനിമം വെലോസിറ്റിയിലാണ് ബോഡി ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. എന്തിന്? സോ ദാറ്റ് ഇറ്റ് എസ്കേപ്സ് ഫ്രം ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഓഫ് എർത്ത്. ഭൂമിക്ക് ചുറ്റും ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്ത് കിടക്കണം. എന്നാലേ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അതേപടി പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ബി, അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി എസ്കേപ്പ് സ്പീഡ് ഫ്രം എർത്ത്. എസ്കേപ്പ് സ്പീഡിൻ്റെ ഈക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് പോവാം. അതിൻ്റെ ഡെറിവേഷൻ, അതായത് എസ്കേപ്പ് സ്പീഡിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒരു ബോഡി എർത്തിൻ്റെ സർഫേസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് പോവുകയാണ്. ആ സമയത്ത് ആ ബോഡിയുടെ അറ്റ് സർഫേസ് അറ്റ് ദ ടൈം ഓഫ് പ്രൊജക്ഷൻ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് പോവുകയാണ്. ആ സമയത്ത് സർഫേസിലാണല്ലോ ഉണ്ടാകുക. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പോകുന്ന ആ സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി ഇവിടുന്ന് പുറപ്പെടുന്ന സമയത്തുള്ള അതിൻ്റെ കൈനറ്റിക് എനർജി 12 mv². ഒരു ബോഡി ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് പോകുമ്പോഴുള്ള ആ പ്രൊജക്റ്റ് ചെയ്ത ഉടനെയുള്ള ആ കൈനറ്റിക് എനർജിയാണ് 12 mv². അത് സർഫേസിൽ തൊട്ട് ഉള്ള അവസ്ഥയാണല്ലോ. സർഫേസിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത്, അതായത് ഭൂമിയുടെ സർഫേസിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജിയാണ് 12 mv². പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ പൊട്ടൻഷ്യൽ എനർജിക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്? Gmm/r. എവിടെ? അറ്റ് ദ സർഫേസ് ഓഫ് എർത്ത്. മാത്രമല്ല ഇതിലൊരു മൈനസ് കൂടിയുണ്ട്. -Gmm/r ആണ് പുറപ്പെടുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ സർഫേസിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ -Gmm/R. എന്നാൽ ഒരു ഹൈറ്റിലാണെങ്കിൽ ഇത് സ്മോൾ ആറാണ് വരിക. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ r+r. സ്മോൾ ആർ ആണെങ്കിൽ ഇത് r+h ആണ് കേട്ടോ. സ്മോൾ ആർ ആണെങ്കിൽ r+h ആണ്. ഇത് സർഫേസിലായതുകൊണ്ടാണ് ഇവിടെ r വരുന്നത്, അല്ലെങ്കിൽ സ്മോൾ ആർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി പുറപ്പെടുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജി 12 mv², പൊട്ടൻഷ്യൽ എനർജി -Gmm/r. എങ്കിൽ ടോട്ടൽ എനർജി എന്ത്? ടോട്ടൽ എനർജി
ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്യുന്ന വേറൊരു സംഭവമുണ്ട്, അതിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഞാൻ നേരിട്ട് എഴുതിയതാണ്. ഇങ്ങനെ ടോട്ടൽ എനർജി എന്താ, രണ്ടും കൂടി കൂട്ടുക, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, എത്രയത് കൈനറ്റിക് എനർജി എത്രയാണ്, ഹാഫ് mv² പ്ലസ് പൊട്ടൻഷ്യൽ എനർജി മൈനസ് Gmm/r. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അങ്ങനെ ഇവിടുന്ന് ആ ബോഡി പോയി, പ്രൊജക്റ്റ് ചെയ്ത് പോയിട്ട് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും കടന്ന് പുറത്തു പോയി. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു, എസ്കേപ്പായി. എങ്കിൽ അത് ഇൻഫിനിറ്റിയിലാണ് എത്തുക. അറ്റ് ഇൻഫിനിറ്റിയിലെത്തി. എവിടെയോ എത്തി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ എപ്പോഴും കൈനറ്റിക് എനർജി 0 പറയാം, പൊട്ടൻഷ്യൽ എനർജിയും 0 പറയാം. എങ്കിൽ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും 0 ആണെങ്കിൽ ടോട്ടൽ എനർജി 0 ആവില്ലേ, അല്ലേ? രണ്ടും കൂടി കൂട്ടിയാലല്ലേ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ ടോട്ടൽ എനർജിയും 0. ഓക്കെ, എങ്കിൽ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഉള്ള ടോട്ടൽ എനർജിയും അവിടെ എത്തിയാലുള്ള ടോട്ടൽ എനർജി ഈക്വൽ ആവണ്ടേ? എങ്കിൽ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഉള്ള ടോട്ടൽ എനർജി എന്തായിരുന്നു, ഇതല്ലേ? ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഉള്ള സർഫേസിലുള്ളപ്പോൾ എന്താണ്, ഹാഫ് mv² പ്ലസ് ഓർ മൈനസ്, ഇവിടെ പ്ലസ് മൈനസ് വന്നാൽ മൈനസ് Gmm/r. ഇതല്ലേ പുറപ്പെടുമ്പോൾ ഉള്ള ടോട്ടൽ എനർജി, ഈക്വൽ ടു അവിടെ എത്തിയാലുള്ള ടോട്ടൽ എനർജി എത്രയാണ്, 0. ഇവിടുന്ന് പുറപ്പെടുമ്പോഴുള്ള ടോട്ടൽ എനർജി ഈക്വൽ ടു അവിടെ എത്തിയുള്ള എനർജി, അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് അങ്ങനെ എഴുതണ്ടേ? ഇവിടുന്ന് ആദ്യമുള്ള ടോട്ടൽ എനർജിയും അവസാനമുള്ള ടോട്ടൽ എനർജിയും ഈക്വൽ ആവണ്ടേ? അതല്ലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഇവിടുന്ന് പുറപ്പെടുമ്പോഴുള്ള ടോട്ടൽ എനർജിയും അവിടെ എത്തിയുള്ള ടോട്ടൽ എനർജിയും ഈക്വൽ ആവണം. എങ്കിൽ ഇവിടുന്ന് പുറപ്പെടുമ്പോഴുള്ള ടോട്ടൽ എനർജി ഈക്വൽ ടു അവിടെ എത്തിയുള്ള ടോട്ടൽ എനർജി, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്കിൽ ഈ മൈനസ് Gmm/r റൈറ്റ് സൈഡ് കൊണ്ടുപോയാൽ പ്ലസ് ആവില്ലേ? എങ്കിൽ ഇതിങ്ങനെയാവും, ഹാഫ് mv² ഈക്വൽ ടു ഈ മൈനസ് ടേം അപ്പുറത്ത് പോയാൽ പ്ലസ് Gmm/r. ഓക്കെ, എങ്കിൽ ഈ സ്മോൾ എം രണ്ട് സൈഡിൽ നിന്നും വെട്ടിപ്പോവും, പിന്നെ 2 അപ്പുറത്തേക്ക് പോവും. അപ്പോൾ എന്താവും, v² ഈക്വൽ ടു 2 അപ്പുറത്ത് പോയാൽ മേലെ വരും 2Gm/r. ഇങ്ങനെ ഇക്വേഷൻ വരും. എങ്കിൽ v ഈക്വൽ ടു സ്ക്വയർ മാറ്റുമ്പോൾ അപ്പുറത്ത് റൂട്ട് കൊടുക്കണ്ടേ, √2Gm/r. ഇങ്ങനെ ഒരു ഇക്വേഷനാണ് എസ്കേപ്പ് വെലോസിറ്റിക്ക് കിട്ടുക. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇതിനെ VE എന്നാണ് എഴുതുക. എസ്കേപ്പ് വെലോസിറ്റി എന്ന് തിരിച്ചറിയാൻ വേണ്ടി VE എന്ന് എഴുതാം. VE ഈക്വൽ ടു √2Gm/r. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇത് ഇവിടെ ഈ എഴുതിയിലും കുഴപ്പമൊന്നുമില്ല, VE എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ള അർത്ഥത്തിൽ എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസറാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ സി, എക്സ്പ്ലെയിൻ വെദർ ദ എസ്കേപ്പ് സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓർ നോട്ട്. നിങ്ങൾ നോക്ക്, ക്വസ്റ്റ്യൻ സിയുടെ ആൻസറിലേക്ക് വരാം, ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഇക്വേഷൻ പറഞ്ഞത് ഇതാണ്, √2G ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ബൈ ക്യാപിറ്റൽ R. ഇങ്ങനെയാണ് ഞാൻ ഇക്വേഷൻ പറഞ്ഞത്, അല്ലേ? എനിക്ക് ക്വസ്റ്റ്യൻ സിയുടെ ആൻസർ നോക്കുക. എക്സ്പ്ലെയിൻ വെദർ എസ്കേപ്പ് സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓർ നോട്ട്. ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് പോയ ബോഡിയുടെ മാസ് ഈ ഇക്വേഷനിലുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ നോക്ക്, ക്യാപിറ്റൽ G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. ക്യാപിറ്റൽ M ഭൂമിയുടെ മാസാണ്, ക്യാപിറ്റൽ R ഭൂമിയുടെ റേഡിയസ് ആണ്. അതായത് എസ്കേപ്പ് വെലോസിറ്റീൻ്റെ ഇക്വേഷനിൽ ക്യാപിറ്റൽ G ഉണ്ട്, 2 ഉണ്ട്, അത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. പിന്നെ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും, ഈ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും പ്ലാനറ്റിൻ്റെ മാസും പ്ലാനറ്റിൻ്റെ റേഡിയസും ആണ്. ഭൂമിയാണെങ്കിൽ ഭൂമിൻ്റെ മാസും ഭൂമിൻ്റെ റേഡിയസും, മൂണാണെങ്കിൽ മൂണിൻ്റെ മാസും മൂണിൻ്റെ റേഡിയസും. ഏതെങ്കിലും ഒരു പ്ലാനറ്റ് ആണെങ്കിൽ ആ പ്ലാനറ്റിൻ്റെ മാസും ആ പ്ലാനറ്റിൻ്റെ റേഡിയസും ആണ്. അല്ലാതെ ഇവിടുന്ന് പോയ ബോഡിയുടെ മാസ് അതിലുണ്ടോ? ഇവിടുന്ന് പോയ ബോഡിയുടെ മാസ് ആണെങ്കിൽ അത് സ്മോൾ എം ആണ്, അത് സ്മോൾ എം അതിലില്ല. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പ്രൊജക്റ്റ് ചെയ്ത് പോകുന്ന ആ ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എക്സ്പ്ലെയിൻ വെദർ എസ്കേപ്പ് സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓർ നോട്ട്. മാസ് ഓഫ് ദി ഒബ്ജക്റ്റിനെ എസ്കേപ്പ് വെലോസിറ്റി നോട്ട് ഡിപ്പെൻസ്. എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആരെ? മാസ് ഓഫ് ഒബ്ജക്റ്റ്. മാസ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടുന്ന് പോകുന്ന ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഇവിടുന്ന് ഒരു ആനക്ക്
എസ്കേപ്പ് ആവണമെങ്കിലും ഉറുമ്പിന് എസ്കേപ്പ് ആവണമെങ്കിലും ഒരേ എസ്കേപ്പ് വെലോസിറ്റിയാണ്. അവിടെ ആനൻ്റെ മാസിനെ അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. എവിടുന്നാണോ എസ്കേപ്പ് ആവുന്നത്, ഭൂമിയിൽ നിന്നാണോ മൂണിൽ നിന്നാണോ എവിടുന്നാണോ എസ്കേപ്പ് ആവുന്നത് അവിടുത്തെ മാസമാണ് അവിടെ പ്രധാനം, അല്ലാതെ പോകുന്ന ആളുടെ മാസമല്ല അവിടെ വരുന്നത്. അതുകൊണ്ട് പോകുന്ന ആളുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പഠിച്ചു വെക്കേണ്ടത്. എങ്കിൽ ക്വസ്റ്റ്യൻ ഡി, ദ എർത്ത് കണ്ടെയ്ൻസ് ആൻ അറ്റ്മോസ്ഫിയർ വൈൽ ദ മൂൺ ഡസ് നോട്ട് ഗിവ് ദ റീസൺ. എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ട്, എർത്തിന് എയർ അടങ്ങിയിട്ടുള്ളൊരു വലിയ ഭാഗമുണ്ട്, എന്നാൽ മൂണിന് അതില്ല, അറ്റ്മോസ്ഫിയർ ഇല്ല. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അതിലേക്ക് നമുക്ക് വരാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എർത്ത് എന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എന്നാൽ മൂണിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി ഫ്രം മൂൺ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2.38 km/s ആണ്. ഓക്കെ, ഇത് ഭൂമിയിൽ നിന്നാണ്, ഫ്രം എർത്താണിത്. എർത്ത് എന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11.2 km/s ആണ്. എന്നാൽ മൂണിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി 2.38 km/s ആണ്. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക, മൂണിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ഇതല്ലേ വെലോസിറ്റി വേണ്ടത്? 2.38 km/s അല്ലേ വേണ്ടത്? മൂണിൽ അവിടുത്തെ എയർ മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റി, എയർ മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റി എന്ന് പറയുന്നത് 2.5 km/s ആണ്. എന്ത്? RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഓൺ ദ സർഫേസ് ഓഫ് മൂൺ. RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഓൺ ദി മൂൺ ഈസ് 2.5 km/s. നിങ്ങൾ നോക്ക്, മൂണിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റി 2.5 km/s ആണ്. എന്നാൽ മൂണിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ട സ്പീഡ് അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 2.38 ആണ്. മൂണിൽ നിന്ന് എസ്കേപ്പ് ആകാൻ എത്രയാണ് വെലോസിറ്റി വേണ്ടത്? 2.38 km/s. എന്നാൽ അവിടുത്തെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റി എത്രയാണ്? 2.5 km/s. എസ്കേപ്പ് ആകാൻ വേണ്ട വെലോസിറ്റിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിലാണ് ഗ്യാസ് മോളിക്യൂൾസ് സഞ്ചരിക്കുന്നത് അല്ലേ? എങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് അവിടുന്ന് എസ്കേപ്പ് ആവില്ലേ? അതുകൊണ്ടാണ് മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്. ഗ്യാസ് മോളിക്യൂൾസ് അവിടുന്ന് എസ്കേപ്പ് ആയി പോവും. ഓക്കെ, അപ്പോൾ നിങ്ങളതിന് ആൻസർ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ആൻസർ ഇങ്ങനെ എഴുതി വെക്കുക. ഇതാണ് ആൻസർ. എസ്കേപ്പ് വെലോസിറ്റി at moon is 2.38 km/s. But RMS velocity എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. RMS velocity of gas molecules at the surface of moon is 2.5 km/s. It is more than escape velocity. Then gas molecules escapes. അല്ലേ? ഗ്യാസ് മോളിക്യൂൾസ് എസ്കേപ്പ് ആവും. എന്തുകൊണ്ട്? എസ്കേപ്പ് ആകാൻ വേണ്ടത് 2.38 km/s മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ഗ്യാസ് മോളിക്യൂൾസ് സഞ്ചരിക്കുന്ന RMS വെലോസിറ്റി 2.5 ആണ്. എസ്കേപ്പ് ആകാൻ വേണ്ട വെലോസിറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആയി പോവും. അതാണ് കേസ്. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. അതാണ് ക്വസ്റ്റ്യൻ ഡിയുടെ ആൻസർ. ഇതാണ് ക്വസ്റ്റ്യൻ ഡിയുടെ ആൻസറായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഓബ്ജക്ട്സ് വിച്ച് റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത്. എർത്ത് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ബോഡീസാണ് അല്ലേ? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ബോഡീസാണ് സാറ്റലൈറ്റ്. ഭൂമിക്ക് നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട്, അത് മൂണാണ്. എന്നാൽ നമ്മളിവിടുന്ന് അയച്ച കുറേ സാറ്റലൈറ്റുകളുണ്ട്, ഇൻസാറ്റ്, എജുസാറ്റ് പോലുള്ള സാറ്റലൈറ്റുകൾ. അപ്പോൾ എന്തായാലും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ബോഡീസാണ് സാറ്റലൈറ്റ്സ്. ക്വസ്റ്റ്യൻ എ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്.
സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ഡിറൈവ് ചെയ്യാം? സാധാരണ ഞാനിവിടെ ജസ്റ്റ് ഡിറൈവ് ചെയ്ത് കാണിക്കാം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, എങ്കിൽ ടൈം പീരീഡിനെ നമ്മൾ എപ്പോഴും അല്ലേ, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ടൈം പീരീഡിനെ ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. ഡിസ്റ്റൻസ്, സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് റൗണ്ടിലല്ലേ, സർക്കിളല്ലേ, കറക്റ്റ് സർക്കിളാണെന്ന് പറയില്ല, എന്തായാലും സർക്കിളാണല്ലോ. സർക്കിളായതുകൊണ്ട് 2πr. ഓക്കെ, ഡിസ്റ്റൻസ് 2πr ആയിരിക്കും. ഒരു റൗണ്ട് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമല്ലേ ടൈം പീരീഡ്. നിങ്ങളോട് ചോദിച്ചത് എന്താ? ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാനല്ലേ. ഭൂമിക്ക് ചുറ്റും ഒരു സാറ്റലൈറ്റ് ഒരു തവണ കറങ്ങാനെടുക്കുന്ന സമയമാണ് അതിൻ്റെ ടൈം പീരീഡ്. അപ്പോൾ ഒരു തവണ കറങ്ങാൻ എത്രയാണ് ഡിസ്റ്റൻസ്? 2πr. ടൈം പീരീഡിനെ ടി എന്ന് വിളിക്കുന്നു. ഓക്കെ, ബൈ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ സ്പീഡാണ്, VO. അതായത് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റിന് ഒരു സ്പീഡുണ്ട്. ആ സ്പീഡിനെയാണ് ഓർബിറ്റൽ സ്പീഡ് VO എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഭൂമിക്ക് ചുറ്റും ഒരു സാറ്റലൈറ്റ് ഒരു തവണ കറങ്ങാനെടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. ആ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് കറക്കം പൂർത്തിയാകാൻ എത്രയാണ് ഡിസ്റ്റൻസ്? 2πr. ആ കറങ്ങുന്ന സാറ്റലൈറ്റിൻ്റെ സ്പീഡിനെ ഓർബിറ്റൽ സ്പീഡ് VO എന്നാണ് വിളിക്കുക. അതാണ് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്. എങ്കിൽ ടി ഈക്വൽ ടു 2πr ബൈ VO. ഓർബിറ്റൽ സ്പീഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓർബിറ്റൽ സ്പീഡിൻ്റെ ഇക്വേഷൻ ശേഷം ഞാൻ പറയുന്നുണ്ട്. ഇതാണ് ഇക്വേഷൻ, GM ബൈ സ്മോൾ r. ഇതാണ് ഓർബിറ്റൽ സ്പീഡിൻ്റെ ഇക്വേഷൻ. റൂട്ട് GM ബൈ സ്മോൾ r. റൂട്ട് GM ബൈ സ്മോൾ r ആണ് ഓർബിറ്റൽ സ്പീഡിൻ്റെ ഇക്വേഷൻ. അതിവിടെ അപ്ലൈ ആണ്. റൂട്ട് GM ബൈ സ്മോൾ r. ഓക്കെ, ഇനി ഇതിനെ മൊത്തമായിട്ട് സ്ക്വയർ ചെയ്യാണ്. ടി സ്ക്വയർ അല്ലേ, ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്തു, അപ്പോൾ റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ടിനെ സ്ക്വയർ ചെയ്തപ്പോൾ ടി സ്ക്വയർ ആയി. റൈറ്റ് സൈഡ് 2നെ സ്ക്വയർ ചെയ്താൽ 4, പൈനെ സ്ക്വയർ ചെയ്താൽ പൈ സ്ക്വയർ, ആറിനെ സ്ക്വയർ ചെയ്താൽ r സ്ക്വയർ. ഓക്കെ, ഇനി അടിയിൽ റൂട്ട് വാല്യൂവിനെ സ്ക്വയർ ചെയ്താൽ റൂട്ട് പോവും. അതുകൊണ്ട് എന്ത് മാത്രം ബാക്കി? GM ബൈ സ്മോൾ r. ഓക്കെ, എങ്കിൽ ടി സ്ക്വയർ ഈക്വൽ ടു 4 പൈ സ്ക്വയർ r സ്ക്വയർ. അടിയത്തെ 6 മേലെ പോവും, അപ്പോൾ എന്തായി? ഒരു 6 കൂടി അവിടെ വരും. അടിയിലാരുണ്ട്? GM. എങ്കിൽ ഇതെന്തായി? ടി സ്ക്വയർ ഈക്വൽ ടു 4 പൈ സ്ക്വയർ r സ്ക്വയറും 6 കൂടി r³ ബൈ GM. ഓക്കെ, ഇങ്ങനൊരു സംഭവം കിട്ടിയില്ലേ? എങ്കിൽ ഇതിൽ നിന്ന് ടി കണ്ടുപിടിച്ചൂടെ? എന്താ സ്ക്വയർ, ഇവിടെ ഇത് ടി സ്ക്വയർ അല്ലേ, എങ്കിൽ ടി കണ്ടുപിടിക്കാൻ ടൈം പീരീഡ് അല്ലേ കണ്ടേ. ടി കാണാൻ അവിടെ ടി എന്ന് ചെയ്താൽ അപ്പുറത്ത് റൂട്ട് കൊടുക്കുക. അപ്പുറത്ത് റൂട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 4 പൈ സ്ക്വയർ r³ ബൈ GM. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 4 റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്താൽ 2, പൈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്താൽ പൈ, പിന്നെ റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് ബാക്കി? r³ ബൈ GM. ഇതാണ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. ഇതാണ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. നിങ്ങളോട് ചോദിച്ചത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് എന്നാണ്. ഇതാണ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ ബി, ബൈ യൂസിങ് ദ എക്സ്പ്രഷൻ യു ഡിറൈവ്ഡ് എബോ. നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഷോ ദാറ്റ് മോഷൻ ഓഫ് സാറ്റലൈറ്റ് ഒബൈസ് കെപ്ലർസ് ലോ ഓഫ് പീരീഡ്സ്. ഇതിൽ നിന്ന് ലോ ഓഫ് പീരീഡ്സ് പറയാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഈ സാധനമല്ലേ ഇത്, അതായത് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിൽ ടി സ്ക്വയർ ഈക്വൽ ടു 4 പൈ സ്ക്വയർ r³ ബൈ GM എന്നല്ലേ. ഇതിൽ 4 കോൺസ്റ്റൻറ്റ്, പൈ സ്ക്വയർ കോൺസ്റ്റൻറ്റ്, G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, M മാസ് ഓഫ് എർത്ത് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കോൺസ്റ്റൻറ്റാണ്. ഓക്കെ, എങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് പറയാം? ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു r³ എന്ന് പറഞ്ഞൂടെ അല്ലേ. 4 പൈ സ്ക്വയർ ബൈ GM കോൺസ്റ്റൻ്റ് അല്ലേ, എങ്കിൽ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു r³ എന്ന് പറഞ്ഞൂടെ. ഈ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു r³ ആണ് കെപ്ലറിൻ്റെ ലോ ഓഫ് പീരീഡ്സ്. അപ്പോൾ ഈ ടൈം പീരീഡിൻ്റെ ഈ സംഭവം പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കെപ്ലറിൻ്റെ ലോ ഓഫ് പീരീഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലേ? അതാണ് ഈ ക്വസ്റ്റ്യൻ ബി. ബൈ യൂസിങ് ദ എക്സ്പ്രഷൻ യു ഡിറൈവ്ഡ് എബോ ഷോ ദാറ്റ് മോഷൻ ഓഫ് സാറ്റലൈറ്റ് ഒബൈസ് കെപ്ലർസ് ലോ ഓഫ് പീരീഡ്സ് അല്ലേ. സാറ്റലൈറ്റിൻ്റെ ഈ ടൈം പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കെപ്ലറിൻ്റെ ലോ ഓഫ് പീരീഡ്സ് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ആ സംഭവം. അപ്പോൾ ഈ കാര്യം ഇവിടെ അവതരിപ്പിച്ചാൽ മതി. ഈ ഇക്വേഷനിൽ നിന്ന് ടി സ്ക്വയർ പ്ലസ് r³ ഈസ് ലോ ഓഫ് പീരീഡ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത് അല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്താ ഇക്വേഷൻ? gm/r². ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ ഇക്വേഷൻ അല്ലേ. ഇത് പ്ലേസ് ടു പ്ലേസ് ചേഞ്ച് ആവുന്ന സാധനമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്മോൾ ജി എന്ന് പറയുന്ന സാധനം ഓരോ സ്ഥലം മാറുന്നതനുസരിച്ച് ചേഞ്ച് ആവും. ഹൈറ്റിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂ കുറയും, ഡെപ്തിലേക്ക് പോയാലും ജിയുടെ വാല്യൂ കുറയും, പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് വരുമ്പോഴും ജിയുടെ വാല്യൂ കുറയും. ജിയുടെ വാല്യൂ ഇക്വേറ്ററിൽ കുറവാണ്, അതേപോലെ ഹൈറ്റിൽ കുറവാണ്, ഡെപ്തിൽ കുറവാണ്. കൂടുതലുള്ളത് സർഫേസിലാണ്. സർഫേസിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് പോൾസിലാണ്. ഓക്കെ, ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതലുള്ള സ്ഥലം പോളാണ്. സർഫേസിലെ പോളാണ് ഏറ്റവും കൂടുതൽ ജിയുടെ വാല്യൂ ഉള്ളത്. ഇക്വേറ്ററിൽ കുറവാണ്, ഹൈറ്റിൽ കുറവാണ്, ഡെപ്തിലും കുറവാണ്. ജിയുടെ വാല്യൂ ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറുമെന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ എ, പ്രൂവ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഡിറൈവിംഗ് പ്രോപ്പർ ഇക്വേഷൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്. അതായത് ഡെപ്തിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നതാണ്. അത് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ ഞാൻ അതിലേക്ക് വരാം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അറ്റ് സർഫേസ് ഓഫ് എർത്ത്, എർത്തിൻ്റെ സർഫേസിൽ ജിയുടെ ഇക്വേഷൻ ഇതാണ്, gm/r². ഇതാണ് എർത്തിൻ്റെ സർഫേസിലെ ജിയുടെ ഇക്വേഷൻ. അതാണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത്. ഈ ഇക്വേഷൻ, ഈ ഇക്വേഷനായിരുന്നു എർത്തിൻ്റെ സർഫേസിലെ ജീൻ്റെ ഇക്വേഷൻ. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയ. എങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയ അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം, എങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. എങ്കിൽ ഡെൻസിറ്റി റോ, വോളിയം. എർത്തിനെ ഒരു സ്ഫെറിക്കൽ ഷേപ്പായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്തുകൂടെ? എർത്ത് എക്സാക്റ്റ് സ്ഫിയർ അല്ല, പക്ഷേ ഒരു സ്ഫെറിക്കൽ ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. അതുകൊണ്ട് വോളിയം 4/3πr³ എന്നാണ് എഴുതാറ്. ഓക്കെ, അതുകൊണ്ട് മാസിനെ എങ്ങനെ എഴുതിക്കൂടെ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം, മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. എങ്കിൽ മാസ് ഡെൻസിറ്റി താഴെ എഴുതി, വോളിയത്തിനെ 4/3πr³ എന്ന് എഴുതാം, എർത്തിനെ ഒരു സ്ഫെറിക്കൽ ഷേപ്പായിട്ട് എടുത്തിട്ട്. ഓക്കെ, എങ്കിൽ ഞാനിവിടെ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ്. അതാ ഈ ഇക്വേഷൻ ജി, എമ്മിന് പകരം ഈ സാധനം എഴുതട്ടെ. എമ്മിന് പകരം ഇത് എഴുതാൻ പോവാണ്. എമ്മിന് പകരം ഇത് എഴുതാൻ പോവാണ്. എന്താ എമ്മിന് പകരം കൊടുക്കുന്നത്? ശ്രദ്ധിക്കുക, ഇതാണ് കൊടുക്കുന്നത്. എന്താ? റോ, പിന്നെയോ 4/3πr³ കൊടുത്തു. ഓക്കെ, എമ്മിന് പകരമാണ് കൊടുത്തത്. ഇനി അടിയിൽ ആരുണ്ട്? r² ഉണ്ട്. ഇനി മുകളിലത്തെ r³ നിന്ന് ഒരു r²ഉം താഴത്തെ r² വെട്ടിപ്പോവും. അപ്പോൾ മുകളിലൊരു 6 ബാക്കി ഉണ്ടാവേ. എങ്കിൽ ശ്രദ്ധിച്ചോ, g = 4/3 ആദ്യം എഴുതാം, പിന്നെ പൈ എഴുതാം, പിന്നെ g എഴുതാം, പിന്നെ റോ എഴുതാം. അപ്പോൾ 4/3 എഴുതി, പൈ എഴുതി, g എഴുതി, റോ എഴുതി, പിന്നെ ഒരു 6ഉം കൂടി ഉണ്ട് അല്ലേ. r³ ഒരു 6 അവിടെ ബാക്കിയില്ലേ? താഴത്തെ r²ഉം മേലിന്നൊരു r² വെട്ടിപ്പോയത്, ഒരു 6 ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് ജിയുടെ ഇക്വേഷൻ. എവിടുത്തെ? സർഫേസിലെ ഇക്വേഷൻ ശരിക്കും ഇതാണ്. എന്ത്? g = gm/r². പക്ഷേ അതിനെ ഒന്നുകൂടി ചേഞ്ച് ആക്കിയിട്ട് സർഫേസിലെ ഇക്വേഷൻ ഇങ്ങനെയാക്കി. ഓക്കെ, അതാണ് ഇക്വേഷൻ 1 ആയിട്ട് ഞാൻ എടുക്കുന്നത്. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു ഫിഗർ വരക്കാം. ഇതാണ് ഭൂമി എന്ന് വിചാരിക്കുക. സർഫേസിലാണ് ആദ്യം ബോഡി ഉണ്ടായിരുന്നത്. ഇത് ഭൂമിൻ്റെ സെൻറ്റർ, ഇത് ഭൂമിയുടെ സെൻറ്ററാണ്. ഓക്കെ, ഭൂമിയുടെ സെൻറ്റർ. എങ്കിൽ ഭൂമിനെ ഞാൻ ഒന്നുകൂടി വൃത്തിയിൽ വരക്കാം. ഇതാണ് ഭൂമി, ഇതാണ് ഭൂമി. ഭൂമിയുടെ റേഡിയസ് ഇത്രയുമാണ്. ഇതാണ് റേഡിയസ്. ഇവിടെയാണ് ആദ്യം ബോഡി ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഭൂമിയാണ്. ഭൂമിയുടെ മാസ് എന്താ? M. ഭൂമിയുടെ റേഡിയസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് 6. ആദ്യം ബോഡി ഉണ്ടായിരുന്നത് ഈ സർഫേസിലാണ്, ടോപ്പിലാണ്, സർഫേസിലാണ് ഉണ്ടായിരുന്നത്. ഇത് എവിടെയാണ് ഉണ്ടായിരുന്നത്? എന്നാൽ ഇപ്പോൾ ബോഡി ഡെപ്തിലേക്ക് പോയി എന്ന് വിചാരിക്കുക. ആദ്യം സർഫേസിലാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ ആ ബോഡി ഇപ്പോൾ ഡെപ്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഡെപ്തിലേക്ക് പോയാൽ
ഇതാ ഇവിടേക്ക് എത്തി, ഇതാ ഇവിടെ ഞാനിവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അത് എത്തി എങ്കിൽ ഇത്രയാണ് ഡെപ്ത്ത്. ഓക്കെ, ഭൂമിൻ്റെ മൊത്തം റേഡിയസ് 6, ഡെപ്ത്ത് d. ഓക്കെ, എങ്കിൽ ഇതാ ഈ ഭാഗമല്ലേ, ഈ ഗ്രീനിൽ കാണുന്ന ഈ ഭാഗമാണ് ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ബോഡിയിലേക്കുള്ള ദൂരം. അത് r-d ആണ്. ഓക്കെ, അപ്പോൾ ഭൂമിൻ്റെ റേഡിയസ് 6, ഡെപ്ത്ത് d, ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ ബോഡിയിലേക്കുള്ള ദൂരം r-d. ഓക്കെ, അപ്പോൾ ബോഡി ഇപ്പോൾ ഡെപ്തിലേക്ക് പോയല്ലോ, പോയില്ലേ, എങ്കിൽ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ബോഡിയിലേക്കുള്ള ദൂരം r-d ആണ്. ഇപ്പോൾ നേരത്തെ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ബോഡിയിലേക്കുള്ള ദൂരം 6 ആയിരുന്നു. നേരത്തെ ബോഡി എവിടെ ഉണ്ടായിരുന്ന, ഭൂമിൻ്റെ സർഫേസിലല്ലേ, എങ്കിൽ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ബോഡിയിലേക്കുള്ള ദൂരം 6 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ബോഡി കുറച്ച് ഡെപ്തിലേക്ക് താഴേക്ക് പോകുന്നു, എങ്കിൽ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ബോഡിയിലേക്കുള്ള ദൂരം r-d ആണ്. ഡെപ്ത് കുറച്ചിട്ടുള്ള ഭാഗം, റേഡിയസ് നിന്ന് ഡെപ്ത് കുറച്ചാലുള്ള ദൂരമാണ് ഇപ്പോൾ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ബോഡിയിലേക്കുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ദൂരം r-d ആണ്. എങ്കിൽ ഡെപ്തിൽ ജീൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നു നോക്കിക്കോ. ഡെപ്തിൽ ജീൻ്റെ ഇക്വേഷൻ അറ്റ് ഡെപ്ത്, ജീനെ ഞാൻ GD എന്ന് എഴുതുന്നു തിരിച്ചറിയാൻ വേണ്ടി. ഡെപ്ത് 4/3, ഈ 4/3 അതേപോലെ ഇതിലുണ്ടാവും, പൈ ഉണ്ടാവും, ക്യാപിറ്റൽ G ഉണ്ടാവും, റോ ഉണ്ടാവും. ഈ ആറിന് പകരം r-d ആണ് ഉണ്ടാകുക. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സർഫേസിൽ ജീൻ്റെ ഇക്വേഷൻ 4/3 പൈ G റോ r, എന്നാൽ ഡെപ്തിൽ ജീൻ്റെ ഇക്വേഷൻ 4/3 പൈ G റോ r-d. ഓക്കെ, എങ്കിൽ ഇക്വേഷൻ 2/1, ഇക്വേഷൻ 2/1, ഇക്വേഷൻ 2 ആദ്യം എഴുതുക. എന്താ, GD ബൈ ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താ, G ഈക്വൽ ടു 4/3 പൈ G റോ r-d ഡിവൈഡ് ബൈ 4/3 പൈ G റോ r. ഓക്കെ, നിങ്ങൾ മുകളിൽ കാണുന്നത് ഇക്വേഷൻ 2 ആണ്, താഴെ കാണുന്നത് ഇക്വേഷൻ 1 ആണ്. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1. എങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് വെട്ടിപ്പോവുക, 4/3 പൈ G റോ, ഇത്രയും സാധനങ്ങൾ വെട്ടിപ്പോവും. എങ്കിൽ ഇതിൽ എന്താ ബാക്കി ഉണ്ടാകുക എന്ന് പറയും. ബാക്കി ഉണ്ടാവുക ഇതാണ്, GD ബൈ G ഈക്വൽ ടു, മുകളിൽ r-d ഉണ്ട്, അടിയിലൊരു r ഉണ്ട്. ഓക്കെ, എങ്കിൽ ഞാനത് മുകളിലേക്ക് മാറ്റി ഇവിടെ എഴുതാം. നോക്കിക്കോ, GD, ഈ താഴെയുള്ള ഈ G ഇല്ലേ, ആ ജീനെ റൈറ്റ് സൈഡ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ G ഇൻറ്റു r-d ബൈ r, ഇങ്ങനൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. എങ്കിൽ ഇതിനെ ഒന്നുകൂടി മാറ്റാം. GD ഈക്വൽ ടു G ഇൻറ്റു ഈ r-dയിൽ 2 6 പുറത്തെടുക്കുക. ഈ 6 പുറത്തെടുത്താൽ അവിടെ 1 ഉണ്ടാകുക. എങ്ങനെ, ഈ r-dയിൽ 6, r-dയിൽ 6ൽ മാത്രമേ 6 ഉള്ളൂ, ഡിയിൽ 6 ഇല്ല. 2 6 പുറത്തെടുക്കുക, 6 പുറത്തെടുത്തു. എങ്കിൽ ഈ 6 ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ 6 പുറത്തെടുത്ത അവിടെ 1 മൈനസ് ഡീൻ്റെ കൂടെ 6 ഇല്ലായിരുന്നു, അവിടുന്ന് ഒരു 6 പുറത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അടിയിലൊരു 6 കൊടുക്കണം. ഓക്കെ, ഇനി അടിയിൽ 6, ഈ താഴെയുള്ള ഈ 6 ആണ് അടിയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, r-dന്ന് 6 പുറത്തെടുത്തപ്പോൾ ഈ 6 ഉള്ളിടത്തിൽ 1 ആയി, 6 ഇല്ലാത്ത ആ ഡീൻ്റെ സ്ഥലത്ത് അടിയിലൊരു 6 വരും. ഓക്കെ, അപ്പോൾ r-dന്ന് 6 പുറത്തെടുത്താൽ 6 പുറത്തുണ്ട്, 1 - d ബൈ r എന്നാണ് അവിടെ വരിക. എങ്കിൽ 6 വെട്ടിപ്പോയി. എങ്കിൽ GDയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, G ഇൻറ്റു 1 - d ബൈ r. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, GD ഈക്വൽ ടു G ഇൻറ്റു 1 - d ബൈ r. ഇതാണ് ഡെപ്തിലെ G കാണാനുള്ള ഇക്വേഷൻ. അതാണ് അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ അത് ഡെറൈവ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ബി നോക്കൂ. യൂസിങ് ദ ഇക്വേഷൻ ഷോ ദാറ്റ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദ സർഫേസ് ആൻഡ് 0 അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത്. എർത്തിൻ്റെ സെൻറ്ററിൽ ജിയുടെ വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സർഫേസിൽ മാക്സിമം ആണ്, സർഫേസിലെ ഇക്വേഷനാണ് ഇക്വേഷൻ 1.
സർഫേസിലാണ് മാക്സിമം, ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ എർത്തിൻ്റെ സെൻറ്ററിലെത്തുമ്പോൾ ജി എന്തായി പോവും? 0 ആയി പോവും. അതെങ്ങനെയാണ് 0 ആകുക? ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ പറയാം. അതായത് ഇതല്ലേ നമുക്ക് ഡെപ്തിലെ ഇക്വേഷൻ കിട്ടിയത്? എന്താ? ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r. ഓക്കെ, എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇതല്ലേ ഭൂമിയുടെ റേഡിയസ് ഇതല്ലേ? ബോഡി സർഫേസിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇവിടെ അല്ലേ എത്തിയത്? എങ്കിൽ ഇതല്ലേ ഡെപ്ത് അല്ലേ? എങ്കിൽ ഈ ദൂരത്തിനെയല്ലേ r - d എന്ന് ഞാൻ വിളിച്ചത്? ഓക്കെ ഓക്കെ, ഈ മൊത്തം ദൂരമല്ലേ 6 ആണല്ലോ. എന്നാൽ ബോഡി സെൻറ്ററിലേക്ക് എത്തിയാൽ ഈ ഡി എന്ന് പറയുന്നത് ഇവിടം വരെ ഉണ്ടാവില്ലേ? ഡി എന്ന് പറയുന്നത് ഇവിടെ സെൻറ്റർ വരെ ഉണ്ടാവില്ലേ ഡി? അപ്പോൾ ഡിയും ആറും തുല്യാവൂലേ? ബോഡി സെൻറ്ററിലേക്ക് എത്തിയാൽ ഡിയും ആറും തുല്യാവൂലേ? അറ്റ് സെൻറ്റർ ഡി ഈക്വൽ ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത്. ബോഡി സെൻറ്ററിലേക്ക് എത്തിയാൽ ഡെപ്തും റേഡിയസും തുല്യമാവും. കാരണം സെൻറ്ററിൽ നിന്ന് സർഫേസിലേക്കുള്ള ദൂരം റേഡിയസ്. സെൻറ്ററിൽ നിന്ന് സർഫേസിലേക്കുള്ള ദൂരമല്ലേ റേഡിയസ്? സർഫേസിൽ നിന്ന് സെൻറ്ററിലേക്ക് ബോഡി എത്തിയാൽ ഡെപ്ത് ഡി, ആറും ഡിയും തുല്യമാവും. ആറും ഡിയും തുല്യമായാലും ഇതാ ഈ ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r എന്നാ. ഡിയും ആറും തുല്യമായാൽ ഡിയും ആറും അങ്ങ് വെട്ടിപ്പോവും, അവിടെ 1 ഉണ്ടാവും. അപ്പോൾ 1 - 1 എത്ര? 0 ആണ്. അതുകൊണ്ട് ജി ഡി എന്തായി പോവും? 0 ആവും. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ ജി ഡിയുടെ വാല്യൂ, അതായത് ജി ഡി എന്ന് ഞാൻ പറയാൻ കാരണം ഡെപ്തിലെ ജി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഭൂമിയുടെ സെൻറ്ററിൽ ആക്സലറേഷൻ ഇട്ട് ഗ്രാവിറ്റി 0 എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഭൂമിയുടെ സെൻറ്ററിൽ നമ്മുടെ വെയിറ്റ് ഒക്കെ 0 ആയി പോകും. കാരണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. ജി 0 ആയാൽ വെയിറ്റും 0 ആയി പോകും. ഓക്കെ, ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് കെപ്ലർസ് ലോ ഓഫ് ഓർബിറ്റ്. കെപ്ലറിൻ്റെ ലോ ഓഫ് ഓർബിറ്റ് എന്താണെന്നാണ് ചോദ്യം. ഇത് എക്സാമുകളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ലോ ഓഫ് ഓർബിറ്റ് ഉണ്ട്, ലോ ഓഫ് ഏരിയാസ് ഉണ്ട്, ലോ ഓഫ് പീരീഡ്സ് ഉണ്ട്. ഞാൻ ലോ ഓഫ് ഓർബിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇറ്റ് states that every planets revolving around the sun in an elliptical it states that every planet is revolving around the sun in an elliptical path. Every planet is revolving around the sun in an elliptical path. പിന്നെ with sun is situated at one of the foci of the ellipse. അപ്പോൾ എന്താ പറയുന്നത്? എന്താ ലോ ഓഫ് ഓർബിറ്റ്? എവറി പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്ത് വിത്ത് സൺ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോക്കി ഓഫ് ദി എലിപ്സ്. അതായത് ഇതാണ് എലിപ്സ്. ഈ എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടാവും. 2 ഫോക്കസ്. ഇതിലേതെങ്കിലും ഒരു ഫോക്കസിലാണ് സൺ ഉണ്ടാകുക. സൺ ഇവിടെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, എങ്കിൽ പ്ലാനറ്റ്സ് ഒക്കെ ഈ എലിപ്റ്റിക്കൽ പാത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ എലിപ്റ്റിക്കൽ പാത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആര്? പ്ലാനറ്റ്സ്. സണ്ണ് ആ 2-ലേതെങ്കിലും ഒരു ഫോക്കസിലാണ് ഉണ്ടാകുക. അതാണ് ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്സ് ദാറ്റ് എവറി പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്ത് വിത്ത് സൺ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോക്കി ഓഫ് ദി എലിപ്സ്. ഫോക്കി എന്നോ ഫോസി എന്നൊക്കെ പറയാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോക്കി ഓഫ് ദി എലിപ്സ്. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ ലോ ഓഫ് ഏരിയാസ് ചോദിച്ചാലോ? ലോ ഓഫ് ഏരിയാസ് ചോദിച്ചാൽ എന്താ പറയുക നിങ്ങൾ? ലോ ഓഫ് ഏരിയാസ് ചോദിച്ചാൽ പറയേണ്ടത് ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ലോ ഓഫ് ഏരിയാസ് അതാണ്. ലോ ഓഫ് ഏരിയാസ്, കെപ്ലറിൻ്റെ ലോ ഓഫ് ഏരിയാസ് എന്താണ്? ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഓക്കെ, എന്നാൽ ലോ ഓഫ് പീരീഡ്സ് ചോദിച്ചാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോ ഓഫ് പീരീഡ്സ് ചോദിച്ചാൽ T² പ്രൊപ്പോർഷൻ ടു R³
ഇത്രയേ ഉള്ളൂ. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ്. എന്താണ്? സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്റ്റിക്കൽ പാത്ത് അല്ലെങ്കിൽ എലിപ്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് കെപ്ലറിൻ്റെ ലോ ഓഫ് പീരീഡ്സ്. ഈ 3 ലോയും നിങ്ങൾ ഓർത്തിരിക്കുക. ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഇറ്റ്സ് വാല്യൂ ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഡിഫൈൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ ഡിഫൈൻ ചെയ്യുക? എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നിങ്ങൾക്കറിയാം. ഭൂമി ഒരു വസ്തുവിനെ, ഇപ്പോൾ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി താഴേക്ക് വലിക്കുന്നുണ്ട്. ആ ഭൂമിയുടെ വലി കാരണമായിട്ടുള്ള ആ ബോഡിക്ക് കിട്ടുന്ന ആക്സലറേഷനാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മളൊരു ബോഡിക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ബോഡി മൂവ് ചെയ്യും. ആ ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ആക്സലറേഷനാണ് നമ്മൾ സാധാരണ ആക്സലറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ മുകളിലുള്ളൊരു ബോഡീനെ ഭൂമി താഴേക്ക് വലിക്കൂലേ? അപ്പോൾ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോഡി താഴേക്ക് വരൂലേ? അങ്ങനെ താഴേക്ക് വരുമ്പോൾ ആ ബോഡിക്ക് കിട്ടുന്ന ആക്സലറേഷനാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്നാൽ അതിനെ ഡിഫൈൻ ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എങ്കിൽ ആ ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതാം. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. ദ ആക്സലറേഷൻ വിത്ത് വിച്ച് എ body falls towards the surface of earth when dropped from a height is called ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ജി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ദ ആക്സലറേഷൻ വിത്ത് വിച്ച് എ ബോഡി ഫോൾസ് ടുവാർഡ്സ് ദ സർഫേസ് ഓഫ് എർത്ത് വെൻ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. അല്ലേ, ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോഡീനെ താഴേക്ക് ഇട്ടാൽ അത് താഴേക്ക് വരുമ്പോൾ അതിന് കിട്ടുന്ന ആക്സലറേഷനാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ആക്സലറേഷൻ കിട്ടാനുള്ള കാരണം നമ്മളാരെങ്കിലും കൊടുത്തതാണോ? അല്ല, ഭൂമി പിടിച്ചു വലിക്കുന്നതുകൊണ്ട് ആ ബോഡിക്ക് സ്വയം കിട്ടുന്ന ഒരു ആക്സലറേഷനാണത്. അതുകൊണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. എങ്കിൽ ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോകണം. ഇഫ് എ ബോഡി ഓഫ് മാസ് എം ഈസ് സിറ്റുവേറ്റഡ് അറ്റ് എ ഹൈറ്റ് എച്ച് എബോ ദി സർഫേസ് ഓഫ് എർത്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ്. ഓക്കെ, ഹൈറ്റിലെ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഹൈറ്റിലെ ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തെന്നുള്ളത് നമ്മൾ ഡിറൈവ് ചെയ്യാനുണ്ട്. അതിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം ഹൈറ്റിലെ ജി കാണാനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ബി, ക്വസ്റ്റ്യൻ ബിയുടെ ആൻസറാണ് പറയുന്നത്. ഹൈറ്റിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ ഇതാണ് ഭൂമി. ഭൂമിയുടെ റേഡിയസ് നിങ്ങൾക്ക് കാണാം 6. ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ M. ഓക്കെ, എങ്കിൽ ബോഡി ആദ്യം സർഫേസിലാണ് ഉള്ളത്. എങ്കിൽ അറ്റ് സർഫേസ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് GM/r² ആണ്. എർത്തിൻ്റെ സർഫേസിൽ ജിയുടെ വാല്യൂ എന്താണ്? GM/r² ആണ്. ഇതാണ് ഇക്വേഷൻ 1. ഓക്കെ, എന്നാൽ ബോഡി ഈ സർഫേസിൽ നിന്ന് മേലേക്ക് പോയി ഇവിടെ എത്തി. ഇവിടെയാണ് ഇപ്പോൾ ബോഡി ഉള്ളതെന്ന് വിചാരിക്കുക. എങ്കിൽ ഇത് H എന്ന് പറയുന്ന ഹൈറ്റാണ്. ഓക്കെ, എങ്കിൽ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ബോഡിയിലേക്ക് ഇപ്പോൾ എത്രയാണ് ദൂരം? R+H അല്ലേ? ഭൂമിൻ്റെ സർഫേസിലായിരിക്കുമ്പോൾ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ബോഡിയിലേക്കുള്ള ദൂരം 6 ആണ്. എന്നാൽ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഭൂമിൻ്റെ സർഫേസിലായിരിക്കുമ്പോൾ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് സർഫേസിലേക്കുള്ള ദൂരം 6 ആണ്. എന്നാൽ ബോഡി ഇപ്പോൾ H എന്ന് പറയുന്ന ഹൈറ്റിലാണ് നിൽക്കുന്നത്. എങ്കിൽ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഹൈറ്റിൽ നിൽക്കുന്ന ബോഡിയിലേക്കുള്ള ദൂരം R+H അല്ലേ? അതുകൊണ്ട് അറ്റ് ഹൈറ്റ് ഇക്വേഷൻ ഇതാണ്. അറ്റ് ഹൈറ്റ് ഇക്വേഷൻ GH = GM/r+H² ആണ്. ആറിൻ്റെ സ്ഥാനത്ത് R+H വരും. ഭൂമിൻ്റെ സർഫേസിൽ നിൽക്കുമ്പോൾ ജിയുടെ വാല്യൂ GM/r². എന്നാൽ ഹൈറ്റിൽ നിൽക്കുമ്പോൾ ജിയുടെ വാല്യൂ GM/r+H². ആറിൻ്റെ സ്ഥാനത്ത് R+H എന്ന് കൊടുക്കണം.
ഓക്കെ, എങ്കിൽ ഇതാണ് ഇക്വേഷൻ 2. എങ്കിൽ ഞാൻ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യാണ്. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1. എങ്കിൽ നോക്കിക്കോ, ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താ? ജി എച്ച്. ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് ജി ഈക്വൽ ടു രണ്ടിൻ്റെ റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യാം. ജി എം ബൈ ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ ജി എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയല്ല ഉണ്ടാകുക. ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1. എങ്കിൽ ജി എമ്മും വെട്ടിപ്പോയി, ജി എമ്മും വെട്ടിപ്പോയി. ബാക്കി ഈ അടിയിലുള്ള ആർ സ്ക്വയർ ഏറ്റവും മേലെ പോവും. എങ്കിൽ ഇതെന്തായി മാറി? ജി എച്ച് ബൈ ജി ഈക്വൽ ടു ഈ ആർ സ്ക്വയർ ഏറ്റവും മുകൾക്ക് പോയി കേട്ടോ. എങ്കിൽ അടിയിൽ ആര് ബാക്കിയുണ്ട്? ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ആണ് അടിയിൽ ബാക്കിയുള്ളത് ആണല്ലോ. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ ഒന്നുകൂടി നമുക്ക് സോൾവ് ചെയ്ത് മാറ്റി എഴുതാം. അതായത് ഇതിൽ ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. നമ്മളിതിൽ ഇതിന്ന് ഈ താഴത്തെ വാല്യൂ ഇല്ലേ, അതിൽ നിന്ന് 6 പുറത്തെടുത്ത് നോക്കിയാലോ. നോക്കുക, ആർ സ്ക്വയർ ബൈ ഈ ബ്രാക്കറ്റിൽ നിന്ന് 6 പുറത്തെടുക്കട്ടെ. 6 പുറത്തെടുത്തു. എങ്കിൽ ഈ 6ൽ നിന്ന് 6 പോയാൽ 1 അല്ലേ ഉണ്ടാകുക, പ്ലസ് എച്ചിൻ്റെ സ്ഥലത്ത് 6 ഇല്ലായിരുന്നു, പക്ഷെ 6 പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എച്ച് ബൈ 6 എന്ന് വരും. അവിടെ ഒരു ക്വാണ്ടിറ്റി അവിടെ ഇല്ലെങ്കിൽ അവിടുന്ന് ആ ക്വാണ്ടിറ്റി പുറത്തെടുത്താൽ അവിടെ ഡിവൈഡ് ബൈ ആ ക്വാണ്ടിറ്റി കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഇതിന് മൊത്തമായിട്ട് എന്തുണ്ട്? സ്ക്വയർ ഇല്ലേ? ഉണ്ട്, മൊത്തമായിട്ട് സ്ക്വയർ ഉണ്ടല്ലോ അല്ലേ. ഈ ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയറിൽ നിന്ന് ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ഇല്ലേ, ആ ആർ പ്ലസ് എച്ചിൽ നിന്നാണ് 6 പുറത്തെടുത്തത്. അപ്പോൾ 6ൻ്റെ സ്ഥലത്ത് നിന്ന് 6 പുറത്തെടുത്താൽ 1, എച്ചിൻ്റെ സ്ഥലത്ത് നിന്ന് 6 പുറത്തെടുത്താൽ എച്ച് ബൈ 6. ഓക്കെ, പിന്നെ ഓൾ സ്ക്വയർ അവിടെ ഉണ്ട്. മൊത്തമായിട്ട് എല്ലാത്തിനും സ്ക്വയർ വേണം. എങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. ജി എച്ച് ബൈ ജി ഈക്വൽ ടു മുകളിൽ ആർ സ്ക്വയർ ഉണ്ട്, അടിയിൽ ഈ ആറിന് സ്ക്വയർ ഉണ്ട്, പിന്നെ 1 പ്ലസ് എച്ച് ബൈ ആറിനും ഓൾ സ്ക്വയർ ഉണ്ട് അല്ലേ. ആറിനും സ്ക്വയർ ഉണ്ട്, 1 പ്ലസ് എച്ച് ബൈ ആറിനും സ്ക്വയർ വരും. ഓക്കെ, എങ്കിൽ ഈ ആർ സ്ക്വയറും വെട്ടിപ്പോവും. ആർ സ്ക്വയറും വെട്ടിപ്പോയി. 1 പ്ലസ് എച്ച് ബൈ ആറ് ഓൾ സ്ക്വയർ അവിടെ ബാക്കിയുണ്ട്. അത് വേണമെങ്കിൽ മുകളിലേക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാനത് ഇവിടെ എഴുതുന്നത് ശ്രദ്ധിച്ചോ. ജി എച്ച് ബൈ ജി ഈക്വൽ ടു 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ സ്ക്വയർ എന്നുള്ളത് മേലേക്ക് എടുത്താൽ -2 ആവും. -2. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടിയത്. എങ്കിൽ അത് താഴെ എഴുതാം. ജി എച്ച് ഈക്വൽ ടു ഈ അടിയത്തെ ജി അപ്പുറത്ത് പോയാൽ ഇൻറ്റു ആവും. ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു -2. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജി എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു -2. ഈ ഇക്വേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ ബാക്കി വരുന്നുണ്ട്. ഈ ഇക്വേഷനാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ പിന്നെ ബാക്കി ഞാൻ ഇപ്പുറത്ത് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ജി എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു -2. ഇങ്ങനെയല്ലേ ഇപ്പോൾ കിട്ടിയത്. എന്നാൽ ഇത് എച്ചിൻ്റെ വാല്യൂ വലുതായിരിക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ദിസ് വാല്യൂ സൂട്ടബിൾ ഓൺലി ഫോർ ലാർജ് വാല്യൂ ഓഫ് എച്ച്. എച്ചിൻ്റെ വാല്യൂ വലുതായിരിക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുള്ളൂ. എന്നാൽ ഇഫ് എച്ച് ആറിനേക്കാൾ ഒരുപാട് ചെറുതാണെന്ന് വിചാരിക്കുക. ആറ് റേഡിയസ് ഓഫ് എർത്താണ്. എച്ച് എന്താ? ഹൈറ്റാണ്. ഹൈറ്റ് റേഡിയസിനേക്കാൾ ഒരുപാട് ചെറുതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ ബൈനോമിയലായിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനെ ബൈനോമിയലായിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ എച്ച് ബൈ ആറിൻ്റെ ഹയർ ടേമുകളുണ്ട്. എച്ച് ബൈ ആർ ഓൾ സ്ക്വയർ, എച്ച് ബൈ ആർ ഓൾ ക്യൂബ്, എച്ച് ബൈ ആർ ഓൾ റേസ് ടു 4 ഒക്കെ വരുന്ന ടേമുകൾ വരും. ഇതിനെ ബൈനോമിയലായിട്ട് എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എ പ്ലസ് ബി ഓൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അറിയാം. എന്നാൽ എ പ്ലസ് ബി ഓൾ റേസ് ടു -2ൻ്റെ എക്സ്പാൻഷൻ അറിയോ? അതറിയണം. ഇവിടെ ഇതാണ് ഓൾ റേസ് ടു -2 വരുന്നത്. അതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഇതിനെ ബൈനോമിയലായിട്ട് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബൈ ആറിന് സ്ക്വയർ വരാം, എച്ച് ബൈ ആറിന് ക്യൂബ് വരാം. അങ്ങനെ ഹയർ ടേം വരുന്നതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അല്ല നെഗ്ലക്റ്റ് ചെയ്ത് കളയുക. ഇതിനെ ബൈനോമിയലായിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ബൈനോമിയലി. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി. ബൈനോമിയലി എക്സ്പാൻഡ് ചെയ്യാനൊന്നും പോണ്ട, എക്സ്പാൻഡ് ബൈനോമിയലി എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് എന്താണ് കിട്ടുക റിസൾട്ട്? ജി എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു ഇതിനെ ബൈനോമിയലായിട്ട് എക്സ്പാൻഡ് ചെയ്താൽ 1 - 2h/r എന്ന് പറയുന്ന ഇക്വേഷനാണ് കിട്ടുക.
ഇതിൽ ശരിക്കും h/r² h/r³ ഒക്കെ വരുന്ന ടേമുകൾ വരുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞാണ്. അത് വേണമെങ്കിൽ ഇവിടെ പറയാം. നെഗ്ലക്റ്റ് ഹയർ ടേംസ് ഓഫ് h/r ഹയർ ടേംസിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞതാണ്. അതൊക്കെ ശരിക്കും ആ ബൈനോമിയൽ എക്സ്പാൻഷനിൽ വരും. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കുന്നില്ല. ബൈനോമിയലായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുമെന്ന് മാത്രം പറയാണ്. ഇതാണ് ഇവിടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തേണ്ടത് ആണല്ലോ. എങ്കിൽ അപ്പോൾ GH = G × 1 - 2h/r എന്നാണ് നമ്മളെ ഇക്വേഷൻ. അപ്പോൾ ഈ ഡെറിവേഷൻസ് നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കുക. ഓക്കെ, എങ്കിൽ അതിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്കൊന്ന് പോവാം. എന്താ ക്വസ്റ്റ്യൻ? Question C. At what height the value of acceleration due to gravity becomes 0? ഏത് ഹൈറ്റിലാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 0 ആകുക എന്നാണ്. At what height value of acceleration due to gravity becomes 0? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 0 ആകുക ഏത് ഹൈറ്റിലാണ്? നിങ്ങൾ നോക്ക്. ഇതാണ് ഹൈറ്റിലെ G കാണാനുള്ള ഇക്വേഷൻ. G × 1 - 2h/r. ഇതല്ല ഇക്വേഷൻ. എങ്കിൽ ഏത് ഹൈറ്റ് എടുത്താലാണ് ഈ ജിയുടെ വാല്യൂ 0 ആകുക? നോക്ക്, എച്ചിന് r/2 എന്ന് കൊടുക്കുക. എന്താ ഈ r? റേഡിയസ് ഓഫ് എർത്ത്. ഹൈറ്റ് റേഡിയസ് ഓഫ് എർത്തിൻ്റെ പകുതിയായി എന്ന് വിചാരിക്കുക. ഹൈറ്റ് ഇത് ഭൂമിൻ്റെ സർഫേസിൽ നിന്ന് ബോഡി പോകുന്ന ഹൈറ്റ് ഭൂമിൻ്റെ റേഡിയസിൻ്റെ പകുതി. ഭൂമിൻ്റെ റേഡിയസ് 6400 കിലോമീറ്ററാണ്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3200 കിലോമീറ്റർ അല്ലേ? അപ്പോൾ ഭൂമിൻ്റെ റേഡിയസിൻ്റെ പകുതിയായി ഹൈറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ സ്ഥാനത്ത് r/2 വരൂല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? G × 1 - 2 എച്ചിന് പകരം r/2 വരും. r/2 വന്നു, അടിയിലൊരു r ഉണ്ട്. എങ്കിൽ 6 മൾട്ടിപ്ലൈ 2 മൾട്ടിപ്ലൈ ഇവിടെ 1 ഉണ്ടാവും. 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് എന്തായിപ്പോയി? GH 0 ആവും. അതുകൊണ്ട് ഏത് ഹൈറ്റിലാണ് G 0 ആകുക? r/2 എന്ന് പറയുന്ന ഹൈറ്റിൽ. ഇതാണ് ആൻസർ. h = r/2 വന്നാലാണ് G 0 ആകുക. അറ്റ് വാട്ട് ഹൈറ്റ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കം 0 എന്ന് ചോദിച്ചാൽ നിങ്ങൾ h = r/2 എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ D നോക്കൂ. എ മാൻ ഗോസ് ഫ്രം ഇക്വേറ്റർ ടു പോൾ, വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് വെയ്റ്റ്? ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് ഒരാൾ പോയാൽ അയാളുടെ വെയ്റ്റിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചത്. നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ജനറൽ ഇക്വേഷൻ എർത്തിൻ്റെ സർഫേസിൽ G = gm/r² ആണ്. ഓക്കെ, എങ്കിൽ ജിയും ആറും തമ്മിൽ എന്താ ബന്ധം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് അല്ലേ? G ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ r² ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമിൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെ. അതുകൊണ്ട് ഇവിടുന്ന് ഇത് പോള്, ഇത് രണ്ടും ഇത് പോളാണ്. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. എങ്കിൽ ഇതാണ് പോളാർ റേഡിയസ് RP. ഇതാണ് ഇക്വേറ്റർ, ഇതാണ് ഇക്വറ്റോറിയൽ റേഡിയസ്. ഭൂമിൻ്റെ കേസിൽ ഭൂമി കറക്റ്റ് സ്ഫിയർ അല്ലാത്തത് കൊണ്ട് പോളാർ റേഡിയസ് ചെറുതും ഇക്വറ്റോറിയൽ റേഡിയസ് വലുതുമാണ്. നിങ്ങൾക്ക് ഈ വരച്ചതിൽ തന്നെ കാണാൻ പറ്റും. ഇക്വറ്റോറിയൽ റേഡിയസ് കൂടുതലും പോളാർ റേഡിയസ് കുറവാണ്. അപ്പോൾ എവിടെയാണ് റേഡിയസ് കുറവ്? പോളിൽ. എവിടെയാണ് റേഡിയസ് കൂടുതൽ? ഇക്വേറ്ററിൽ. നിങ്ങൾ നോക്ക്, റേഡിയസും ജിയും തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാലിറ്റി അല്ലേ? അപ്പോൾ റേഡിയസ് കൂടിയാൽ G കുറയും, റേഡിയസ് കുറഞ്ഞാൽ G കൂടും. അപ്പോൾ എവിടെയാണ് റേഡിയസ് കൂടുതൽ? ഇക്വേറ്ററിലാണ് റേഡിയസ് കൂടുതൽ ആരെക്കാൾ? പോളിനേക്കാൾ. എങ്കിൽ ജിയുടെ വാല്യൂ ഇക്വേറ്ററിലാണോ പോളിലാണോ കൂടുതൽ? ജിയുടെ വാല്യൂ പോളിലായിരിക്കും കൂടുതൽ. എന്താ കാരണം? റേഡിയസ് എവിടെയാണോ കൂടുതൽ അവിടെ G കുറവായിരിക്കും. പോളിൽ റേഡിയസ് കുറവാണ്, അതുകൊണ്ട് G കൂടുതലാണ്. അപ്പോൾ പോളിൽ G കൂടുതലാണ്. ഓക്കെ, ഇനി വെയിറ്റ് എന്ന് പറയുന്നത് mg അല്ലേ? G കൂടിയാൽ വെയിറ്റ് കൂടൂലേ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. G കൂടിയാൽ വെയിറ്റ് കൂടുമല്ലോ. അപ്പോൾ ഇക്വേറ്ററിലുള്ള ഒരാൾ പോളിലേക്ക് പോയാൽ പോളിലല്ലേ G കൂടുതൽ? എങ്കിൽ G കൂടുതലുള്ള സ്ഥലത്ത് വെയിറ്റും കൂടുതലായിരിക്കൂലേ? അപ്പോൾ ഒരാൾ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോയാൽ അയാളുടെ വെയിറ്റ് എന്ത് സംഭവിക്കും? ഇൻക്രീസസ്. ഓക്കെ, ആ കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എങ്കിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വർക്ക് ഹാസ് ടു ബി ഡൺ ഓൺ മൂവിങ് എ ബോഡി ഇൻ എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഡിഫൈൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ at a point
in a gravitational field is defined as the work done in bringing a body of unit mass from infinity to that point. Gravitational potential at a point in a gravitational field is defined as the work done in bringing a body of unit mass from infinity to that point. ഗ്രാവിറ്റേഷണൽ ഫീൽഡിലെ ഒരു പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലുള്ള ഒരു യൂണിറ്റ് മാസിനെ ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലെ ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക. ഗ്രാവിറ്റേഷണൽ ഫീൽഡിലെ ഒരു പോയിന്റിലാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ പറയുക. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഗ്രാവിറ്റേഷണൽ ഫീൽഡിലെ ഒരു പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലുള്ള ഒരു യൂണിറ്റ് മാസിനെ ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റിയിലുള്ളൊരു യൂണിറ്റ് മാസിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട വർക്കാണ് ആ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അങ്ങനെ ഡിഫൈൻ ചെയ്യുക. ക്വസ്റ്റ്യൻ ബി, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇൻ മൂവിങ് എ ബോഡി ഫ്രം ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ പോയിന്റ് ഇൻ ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ ഡിറൈവ് ചെയ്തെടുക്കണം. അതിലേക്കാണ് ഞാൻ ജസ്റ്റ് പോകുന്നത്, ശ്രദ്ധിക്കുക. ഡെറിവേഷനാണ്. കുറച്ച് ഡെറിവേഷൻസ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. ആ ഡെറിവേഷൻസൊക്കെ നമ്മൾ ഈ രീതിയിൽ കൃത്യമായി പഠിക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫിഗർ വരക്കാം. ഇതാണ് ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ. ഇതാണ് ഇൻഫിനിറ്റി എങ്കിൽ ഇങ്ങനൊരു ലൈൻ ജസ്റ്റ് ഇങ്ങനെ വരക്കാം ഭൂമിയിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക്. ഓക്കെ, ഇവിടെ പി എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. പിന്നെ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം സ്മോൾ ആണ്. ഓക്കെ, എങ്കിൽ ഒരു ബോഡി ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പിയിലേക്കാണ് വരേണ്ടത്. ഇൻഫിനിറ്റിയിലുള്ള ബോഡീനെ ഈ പിയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ് ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് ഇൻഫിനിറ്റിയിലുള്ള യൂണിറ്റ് മാസിനെ പിയിലേക്ക് എത്തിക്കാനുള്ള വർക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ ഇൻഫിനിറ്റിയിലുള്ള യൂണിറ്റ് മാസിനെ ഈ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കാനുള്ള വർക്കാണ് ആ പിയിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക. ഒരു ബോഡി ഇൻഫിനിറ്റിയിൽ നിന്ന് വരികയാണ്. ഇപ്പോൾ ഇവിടെയാണ് ബോഡി ഉള്ളത്. ആ ബോഡിയുടെ മാസ് യൂണിറ്റ് മാസ് ആയതുകൊണ്ട് നമ്മൾ 1 എന്ന് എഴുതിയാൽ മതി. യൂണിറ്റ് മാസ് 1 ആണല്ലോ. എം മാസ് ആണെങ്കിൽ എം എന്ന് എഴുതാം. യൂണിറ്റ് മാസ് ആയതുകൊണ്ട് 1 ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എഴുതണ്ട. ഇവിടെയാണ് ബോഡി ഉള്ളത്. ബോഡിയുടെ മാസ് യൂണിറ്റ് മാസാണ്. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് ആ ബോഡിയിലേക്ക് ഇപ്പോൾ ഉള്ള ദൂരം എക്സ് ആണ്. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക. ഫോഴ്സ് ഓൺ യൂണിറ്റ് മാസ് എന്തായിരിക്കും? ഫോഴ്സ് ഓൺ യൂണിറ്റ് മാസ്. ഇവിടെയല്ലേ യൂണിറ്റ് മാസ് ഉള്ളത്. എങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? F = നിങ്ങൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ G(m1m2/r²) എന്നാണ് പഠിച്ചത്. ഇവിടെ G m1ന് പകരം ഭൂമിയുടെ മാസ്, m2 എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാസാണ്. യൂണിറ്റ് മാസ് ഇല്ലാത്തതുകൊണ്ട് 1 ആയതുകൊണ്ട് 1 എന്ന് എഴുതിയാൽ മതി. G(m1m2/r²) എന്നാൽ m1ന് പകരം ഭൂമിയുടെ മാസ്, m2ന് പകരം ഈ യൂണിറ്റ് മാസ്, അത് 1 ആണ്, ബൈ r² എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് ആ മാസിലേക്കുള്ള ദൂരമാണ്. ഭൂമിയിൽ നിന്ന് ആ മാസിലേക്കുള്ള ദൂരം എക്സ് ആണ്. r² പകരം ഇവിടെ x². അപ്പോൾ F = gm/x² എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ഈ മാസിനെ ഒരു dx ദൂരം ഇങ്ങോട്ട് കൊണ്ടുവരണം. dx ദൂരം. ഇവിടെയുള്ള മാസിനെ dx ദൂരം കൊണ്ടുവരാനുള്ള വർക്ക്, അതാണ് ഞാൻ ജസ്റ്റ് എഴുതുന്നത്. വർക്ക് ഡൺ to displace the body through a distance
dx ഈസ് സാധാരണ വർക്കിന് നമ്മൾ എഴുതാറുള്ളത് W ഈക്വൽ ടു എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. ഇവിടെ എഫ് ഇൻറ്റു ഡി എക്സ്. എന്തുകൊണ്ട്? ഇവിടെ ഉണ്ടായിരുന്ന ബോഡീനെ ഡി എക്സ് ദൂരം കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്ക്. അപ്പോൾ ഇത് സ്മോൾ വർക്കായിരിക്കും, അതുകൊണ്ടാണ് DW എന്ന് എഴുതുന്നത്. ഫോഴ്സ് എഫ്, ദൂരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്. വർക്ക് സ്മോൾ വർക്ക്, അതുകൊണ്ട് DW. ഡിസ്പ്ലേസ്മെൻറ്റ് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, അതുകൊണ്ട് ഡി എക്സ്. ഫോഴ്സ് എഫ്. ഓക്കെ, അപ്പോൾ DW ഈക്വൽ ടു എഫ് ഡി എക്സ്. എങ്കിൽ ഇതാണ് സ്മോൾ വർക്കാണ്, അതുകൊണ്ട് അങ്ങനെ എഴുതി. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വർക്കാണ്. ടോട്ടൽ വർക്ക് എന്തിനു വേണ്ടി? ടു ബ്രിങ് ടോട്ടൽ വർക്ക് ടു ബ്രിങ് ദ യൂണിറ്റ് മാസ് ഫ്രം എവിടുന്ന്? ഇൻഫിനിറ്റി ടു പോയിൻ്റ് പി. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിൻ്റ് പിയിലേക്ക് യൂണിറ്റ് മാസിനെ കൊണ്ടുവരാനുള്ള ടോട്ടൽ വർക്ക് കിട്ടണം. എങ്കിൽ ഈ മോളത്തെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ DW ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി എക്സ്. ഓക്കെ, DWനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ W എന്നാണ് കിട്ടുക. ഇൻ്റഗ്രൽ എഫിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുക. എന്താ? GM/x². പിന്നെ ആരുണ്ട്? DX. എങ്കിൽ ആ ജിയും എമ്മും കോൺസ്റ്റൻസ് ആണ്, പുറത്തേക്ക് എടുക്കുക. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ DX/x². അല്ലേ? ഇൻ്റഗ്രൽ DX/x² എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, അത് ഇൻ്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ്റഗ്രൽ DX/x² എന്ന് പറഞ്ഞാൽ -1/x ആണ്. അതറിയാത്തവരുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. മാത്സിൽ ഇൻ്റഗ്രേഷൻ പഠിച്ചാണ്. ഇൻ്റഗ്രൽ DX/x² എന്ന് പറഞ്ഞാൽ എന്താണ്? -1/x ആണ്. ഓക്കെ, എങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാണ്. GM ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്താ? -1/x. ഓക്കെ, എങ്കിൽ വർക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ടു R എന്ന് കൊടുക്കണം. എന്തിനാ ഇൻഫിനിറ്റി ടു R? ആദ്യം ഭൂമിയിൽ നിന്ന് ബോഡിയിലേക്കുള്ള ദൂരം ഇൻഫിനിറ്റി ആയിരുന്നു. എന്നാൽ പിയിലെത്തിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം R അല്ലേ? അപ്പോൾ ഇൻഫിനിറ്റി ദൂരത്തിലുണ്ടായിരുന്ന ബോഡീനെ R ദൂരത്തിലേക്കല്ലേ കൊണ്ടുവരുന്നത്? ആദ്യം ബോഡി ഇൻഫിനിറ്റിയിലാണ് ഉണ്ടായിരുന്നത്, എങ്കിൽ ഭൂമിയിൽ നിന്ന് ബോഡിയിലേക്കുള്ള ദൂരം ഇൻഫിനിറ്റി. എന്നാൽ പിയിലേക്ക് ബോഡി എത്തിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം R ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ദൂരത്തു നിന്ന് R ദൂരത്തിലേക്കാണ് അതിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇൻഫിനിറ്റി ടു R എന്ന് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R എന്ന് എല്ലായിടത്തും കൊടുക്കണം. ഓക്കെ, എങ്കിൽ ഇവിടെ ഉണ്ടാവും ബ്രാക്കറ്റിൽ ഇൻഫിനിറ്റി ടു R. എങ്കിൽ ഇത് ശ്രദ്ധിക്കുക. ഈ മൈനസ് പുറത്തെടുക്കുക, -GM പുറത്ത്. പിന്നെ ബ്രാക്കറ്റിലുള്ളത് 1/x ഉണ്ട്, പിന്നെ മുകളിൽ R, അടിയിൽ ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ടു R എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. എങ്കിൽ W ഈക്വൽ ടു -GM. പിന്നെ 1/xന് ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ആദ്യം 1/xൻ്റെ സ്ഥാനത്ത് R കൊടുക്കും, -1/xൻ്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുക്കും. ഇങ്ങനെയല്ലേ ഇതിനെ ഡെറൈവ് ചെയ്യൽ? എസ്. അതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാണ്. W ഈക്വൽ ടു -GM. പിന്നെ 1/R അവിടെ ഉണ്ട് അല്ലേ? ഇൻറ്റു 1/R. 1/∞ എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോവും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ? W ഈക്വൽ ടു -GM ഇൻറ്റു 1/R എന്ന് പറഞ്ഞാൽ R എഴുതിയാൽ മതി. ഇതല്ലേ വർക്ക്? ഈ വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V ഈക്വൽ ടു -GM/R എന്ന് എഴുതിയാൽ മതി. വർക്കിൻ്റെ അതേ വാല്യൂ തന്നെയാണ് പൊട്ടൻഷ്യലിന് വരിക. അപ്പോൾ -GM/R ആണ് ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. എന്നാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ മാസ് യൂണിറ്റ് മാസ് ആയിരിക്കില്ല, M മാസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഇക്വേഷനിലെല്ലാം ഒരു സ്മോൾ m വരും. ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ കൂടെ എല്ലായിടത്തും സ്മോൾ m വരും. എന്ത് പറയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് പറയുന്നതെങ്കിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഒബ്ജക്ട്സ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ എർത്ത്. കൺസിഡർ എ സാറ്റലൈറ്റ് അറ്റ് എ ഹൈറ്റ് h ഫ്രം ദി സർഫേസ് ഓഫ് എർത്ത്. ഗിവ് ആൻ ഇക്വേഷൻ ഫോർ ഇറ്റ്സ് ഓർബിറ്റൽ വെലോസിറ്റി. ഒബ്റ്റൈൻ ആൻ ഇക്വേഷൻ ഫോർ പീരീഡ് ഓഫ് എബോവ് സാറ്റലൈറ്റ്. ഈ പീരീഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എങ്ങനെയാണ് ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് നേരത്തെ പറഞ്ഞതാണ്. ഗിവ് ആൻ ഇക്വേഷൻ ഫോർ ഇറ്റ്സ് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചത്. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്.
റൂട്ട് ജി എം ബൈ സ്മോൾ ആർ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇക്വേഷൻ. അത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് ജസ്റ്റ് ഞാൻ പറയാം. ഇതാണ് ഇക്വേഷൻ. എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അതായത് ഇത് ഭൂമി, ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ എം, ഭൂമിയുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, എങ്കിൽ ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ഇതൊരു സാറ്റലൈറ്റാണ്. ഈ സാറ്റലൈറ്റ് ഇങ്ങനെ റൗണ്ടിൽ കറങ്ങുകയാണ്. എങ്കിൽ ഭൂമിൻ്റെ സർഫേസിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ദൂരം എച്ച് ആണ്. എങ്കിൽ ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള മൊത്തം ദൂരം ആർ പ്ലസ് എച്ച് ആണ്. എങ്കിൽ ഈ സാറ്റലൈറ്റ് കറങ്ങുന്ന റേഡിയസ് ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആർ പ്ലസ് എച്ച് ആണ്. ഭൂമിൻ്റെ സെൻറ്ററിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ദൂരമാണ്. ആ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് ആർ പ്ലസ് എച്ച്. ഓക്കെ, റേഡിയസ് ഓഫ് സാറ്റലൈറ്റ് ആർ പ്ലസ് എച്ച് ആണ്. ഓക്കെ, എങ്കിൽ ഈ സാറ്റലൈറ്റിന് ഭൂമിക്ക് ചുറ്റും കറങ്ങണമെങ്കിൽ ഒരു ഫോഴ്സ് ആവശ്യമാണ്. ആ ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റിന് കറങ്ങാൻ ആവശ്യമായ ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. എങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റിന് കറങ്ങാൻ ആവശ്യമായ ഫോഴ്സാണ് എന്ത്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. അതുകൊണ്ട് ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈക്വൽ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സിനെ mv²/r എന്നാണ് എഴുതുക. ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ G(m1m2/r²) എന്നാണ് നിങ്ങൾ പഠിച്ചത്. പക്ഷേ ഇവിടെ m1 m2 അല്ല, പിന്നെ ഇവിടെ m1 m2 എന്നല്ല എഴുതേണ്ടത്. ഇവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്, G(m)m. എന്താ എം എന്താ? ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മാസ്, സ്മോൾ എം എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിൻ്റെ മാസ്. m1 m2 രണ്ട് മാസ് വരുമ്പോഴാണ് m1 m2 വരുന്നത്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഇവിടെ m1 പകരം ക്യാപിറ്റൽ എം, m2 പകരം സ്മോൾ എം. ഭൂമിയും സാറ്റലൈറ്റും, ഭൂമിൻ്റെ മാസാണ് ക്യാപിറ്റൽ എം, സാറ്റലൈറ്റിൻ്റെ മാസാണ് സ്മോൾ എം. അടിയിൽ r². ഓക്കെ, എങ്കിൽ രണ്ട് സൈഡിൽ സ്മോൾ എം ഉണ്ട്, വെട്ടിപ്പോവും. പിന്നെ രണ്ട് സൈഡിൽ ഓരോ r ഉണ്ട്, വെട്ടിപ്പോവും. എങ്കിൽ ഇവിടെ എന്ത് ബാക്കി? v² = Gm/r. ഓക്കെ, പിന്നെ എങ്കിൽ v = എന്താ? റൂട്ട് Gm/r. ഓക്കെ, റൂട്ട് Gm/r. ഇവിടുത്തെ സ്ക്വയർ മാറ്റുമ്പോൾ അപ്പുറത്ത് റൂട്ട് വേണ്ടേ? അപ്പോൾ ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. v = റൂട്ട് Gm/r. ഓക്കെ, v = റൂട്ട് Gm/r. ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് എച്ച് ആണ്. അതാണ് ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞത്. റേഡിയസ് ഓഫ് സാറ്റലൈറ്റ് സ്മോൾ ആർ = ആർ പ്ലസ് എച്ച്. സ്മോൾ ആറിൻ്റെ വാല്യൂ ആണ് ഈ ആർ പ്ലസ് എച്ച്. അപ്പോൾ സ്മോൾ ആറിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർ പ്ലസ് എച്ച് എന്നും കൊടുക്കാം. എർത്ത് സാറ്റലൈറ്റ് ആണെങ്കിൽ ഈ എച്ച് ഉണ്ടാവില്ല. അപ്പോൾ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ എന്നാണ് വരിക. അപ്പോൾ എർത്ത് സാറ്റലൈറ്റിൻ്റെ കേസിൽ ഓർബിറ്റൽ വെലോസിറ്റി ചോദിച്ചാൽ v = റൂട്ട് Gm/r പകരം ക്യാപിറ്റൽ ആർ എഴുതിയാൽ മതി. ഓക്കെ, എർത്ത് സാറ്റലൈറ്റിൻ്റെ കേസിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാവിറ്റേഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇത്രയും സംഭവങ്ങളാണ് എക്സാമിന് എപ്പോഴും ചോദിക്കുക. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ.
ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ നേരെ പോകുന്നത് ഓസിലേഷൻസിലേക്കാണ്. ഒരു ചെറിയ ചാപ്റ്ററാണ്. ഓസിലേഷൻ്റെ അവസാന ഭാഗത്തുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഓസിലേഷനിലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ നോക്കാം. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓർ SHM എന്ന് പറയുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം നിങ്ങൾക്ക് രണ്ട് ഡെറിവേഷനാണ് ഇതിൽ ചെയ്യാനുണ്ടാവുക. ആ രണ്ട് ഡെറിവേഷൻ എന്ന് പറയുന്നത്, ആ രണ്ട് ഡെറിവേഷനിൽ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഇക്വേഷനാണ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. d²x/dt² പ്ലസ് ω² x is equal to 0. ഓക്കെ, ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ആണ്, ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയബിൾ എന്ന് പറയും. അതാണ്. പിന്നെ ഉള്ളത് എക്സിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ തീറ്റ വരും. അങ്ങനെ എന്ത് വേരിയബിൾ എന്താണോ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ മാറിക്കൊള്ളണമെന്നില്ല. ബാക്കി എന്ത് സാധനങ്ങളും ഒരു ക്വാണ്ടിറ്റി എന്താക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂഷ്വലി മെക്കാനിക്കലായിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെങ്കിൽ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മാറുക. അല്ലാത്ത കേസുകളിൽ എന്താ പറയുക, ആംഗിൾ മാറുന്നതുണ്ട്, ഇലക്ട്രിക് കറണ്ട് മാറുന്നുണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മാറുന്നുണ്ട്. അതൊക്കെ ഓസിലേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ എനിവേ നമുക്ക് പഠിക്കാനുള്ളത് ഈ രീതിയിലുള്ള മെക്കാനിക്കൽ ഓസിലേഷൻസ് ആണ്. അപ്പോൾ d²x/dt² പ്ലസ് ω² x = 0 എന്ന് വരും. ചിലപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, തീറ്റ വരും. ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിലൊക്കെ അതിൽ തീറ്റ ആണ് ഉപയോഗിക്കാറുള്ളത്. റെഡി. ഇനി ഇതിൽ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 2π/t. ഓക്കെ, ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും, അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെക്കാം. റെഡി. ദെൻ ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനിലാവുക, അല്ലെങ്കിൽ ഒരു ബോഡി ഓസിലേഷനിലാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് മക്കളെ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഓസിലേഷൻ്റെ കേസിൽ എടുക്കാറുള്ളത് സിമ്പിൾ പെൻഡുലത്തിനെയാണ്. ഒരു ബോളിൻ്റെ ഒരു ബോൾ, അല്ലെങ്കിൽ നമ്മൾ ബോബ് എന്ന് പറയും, ഒരു മാസ്, അതിനെ നമ്മൾ എന്താക്കുന്നത്, ഒരു കയറ് കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കുന്നു. മുകൾ ഭാഗത്ത് എവിടെയെങ്കിലും കയറ് കെട്ടിയിട്ട് താഴോട്ടേക്ക് ഒരു ബോബ് തൂക്കിയിടണം. എന്നിട്ട് അതിങ്ങനെ ആട്ടി വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓസിലേഷനായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, സിമ്പിൾ പെൻഡുലം എന്ന് പറയും. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ഇതിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും? ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും, അത് ഇതിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. ദെൻ ഈ അറ്റത്തേക്ക് പോകുന്ന സമയത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അപ്പം എന്താണ് SHM എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഈ SHM എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ മോഷൻ ഓഫ് എ ബോഡി വിച്ച് ഈസ് ആക്റ്റഡ് അണ്ടർ എ റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ബോഡിക്ക് എന്താണ്, ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഈ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഒരു സിമ്പിൾ പെൻഡുലം, ഇതിൻ്റെ മെയിൻ പൊസിഷനാണ്. എക്സോ അല്ലെങ്കിൽ വൈയോ രണ്ട് വേരിയബിളും നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ. ഒന്നുകിൽ എക്സ് എന്നുള്ള രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ വൈ എന്നുള്ള രീതിയിൽ എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്നാണ് നമ്മൾ പറയാം. നേരത്തെ പറഞ്ഞ പോലെ ഏതോ ഒരു ക്വാണ്ടിറ്റി അവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ മാറിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എക്സ് ഓർ വൈ. ഓക്കെ, യാ. സോ x is equal to 0 അല്ലെങ്കിൽ y is equal to 0, ഇതിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറയും, ഇതിൻ്റെ മെയിൻ പൊസിഷൻ. ദെൻ ഇവിടുന്ന് ഈ അറ്റത്തേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എക്സ്ട്രീം പൊസിഷനാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ x = a എന്ന് വരും ഇവിടെ, അല്ലെങ്കിൽ y = എന്തായിരിക്കും, a ആയിരിക്കും. ദെൻ നേരെ തിരിച്ചിപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് x = -a ഓർ y = എന്താണ്, -a. എക്സോ വൈയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ നടുവിലുള്ള പൊസിഷൻ, മെയിൻ പൊസിഷൻ, ഈ രണ്ടറ്റത്തുള്ള പൊസിഷൻസ് എക്സ്ട്രീം പൊസിഷൻസ് എന്ന് പറയും. മാക്സിമം പൊസിഷൻ ആൻഡ് മിനിമം പൊസിഷൻ എന്നാണ് പറയുക. അത് രണ്ടിനെയും കൂടി ചേർത്ത് നമുക്ക് രണ്ടറ്റത്തെ പൊസിഷൻസും, അതായത് രണ്ട് എക്സ്ട്രീം പൊസിഷൻസ് എന്ന് പറയും. അപ്പോൾ രണ്ട് എക്സ്ട്രീം പൊസിഷൻസിനിടയിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാവുന്ന സമയത്ത് ഇറ്റ് ഈസ് ആക്റ്റഡ് ബൈ എ ഫോഴ്സ്, ഇതിനൊരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. അതായത് ഇത് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫോഴ്സ് ബാക്കോട്ടേക്ക് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടം വരെ എത്തിയിട്ട് തിരിച്ചു വരുന്നത്. ദെൻ ഇത് ബാക്കോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫോഴ്സ് എങ്ങോട്ടായിരിക്കും,
മുന്നോട്ടേക്കായിരിക്കും. അതുകൊണ്ടാണ് അത് ബാക്കോട്ട് പോയി തിരിച്ചെന്താക്കുന്നത് മുന്നോട്ടേക്ക് വരുന്നത്. സോ ഇറ്റ് ഈസ് ആക്റ്റഡ് ബൈ എ ഫോഴ്സ്. ഒരു ഫോഴ്സ് എന്താക്കുന്നുണ്ട്, ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ആ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഈ ബോബ് ഇവിടെ എത്തുമ്പോൾ ഫോഴ്സ് കുറവായിരിക്കും, ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും, ഈ അറ്റത്തെത്തുമ്പോൾ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ആ മാക്സിമം ഫോഴ്സിലാണ് ഇത് ഇങ്ങോട്ടേക്ക് പോവുക. ഇതുപോലെ തന്നെ തിരിച്ച് നടുവുന്നത് ഇവിടെ എത്തുമ്പോൾ ഫോഴ്സ് കുറവായിരിക്കും, ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടി കൂടും, ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടി കൂടും. ആ മാക്സിമം ഫോഴ്സിലാണ് ഇത് തിരിച്ച് ബാക്കോട്ടേക്ക് പോവുക. സോ SHMൻ്റെ കേസിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. എക്സ്നോ വൈന്നോ എടുക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദി മെയിൻ പൊസിഷൻ. ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ബോബിനെ തിരിച്ച് ഇത് ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഓക്കെ, അത് തിരിച്ച് മെയിൻ പൊസിഷനിലേക്ക് എത്തി. അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്ന ബോബിനെ പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കും, അതും മെയിൻ പൊസിഷനിലേക്ക് എത്തി. സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ മോഷൻ undergoing by a body which is acted by a force, restoring force, and that restoring force is directly proportional to the displacement, and it is always acting towards the mean position. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. SHM എന്താണെന്ന് ചോദിക്കും, ഞാനൊന്ന് എഴുതി തരാം. ഓക്കെ, SHM ഈസ് ദ മോഷൻ ഓഫ് എ ബോഡി which is acted by a restoring force, അല്ലെങ്കിൽ വെറും ഫോഴ്സ് എഴുതിയാലും മതി, restoring force in which the force is directly proportional to the displacement and directed towards the mean position. എന്താണ് SHM, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കണം SHMൻ്റെ കണ്ടീഷൻ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്താക്കാം, ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, യാ. സോ SHM. ഇനി നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. റൈറ്റ്, പ്രൂവ് ദാറ്റ് ദ ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ആർ സിമ്പിൾ ഹാർമോണിക് ആൻഡ് ഹെൻസ് ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദി ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിന് ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. സോ ഇത് SHMൻ്റെ ഡെഫിനേഷനാണ്. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്, നമുക്ക് ആദ്യം ഒരു സിമ്പിൾ പെൻഡുലത്തിനെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ മാസ്, ഈ ബോബിനൊരു മാസ് ഉണ്ട്, ആ മാസ് നേരെ ഈ വെയിറ്റ് mg നേരെ താഴോട്ടാണ്. ദെൻ ഇത് ഏതെങ്കിലും ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതൊരു തീറ്റ ആംഗിൾ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് ഈ വെയിറ്റും എങ്ങോട്ടായിരിക്കും, താഴേക്കായിരിക്കും mg. പക്ഷേ ആ വെയിറ്റിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ആ കമ്പോണൻസ് ഞാനൊന്ന് വരച്ചു തരാം. ഒരു കമ്പോണൻ്റ് നേരെ ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, മറ്റൊരു കമ്പോണൻ്റ് നേരെ ഈ ഭാഗത്തേക്ക് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഈ താഴത്തെ കമ്പോണൻറ്റ്, ഈ ഭാഗത്തേക്കുള്ള കമ്പോണൻറ്റിനെ mg, one second, this is mg sin തീറ്റ. അത് mg sin തീറ്റയാണ്. ഓക്കെ, കാണുന്നുണ്ടോ? mg sin തീറ്റ. ആൻഡ് ഇങ്ങോട്ടേക്കുള്ള കമ്പോണൻറ്റ്, അതായത് ഈ ഭാഗത്തേക്കുള്ള മെയിൻ പൊസിഷന് ഇങ്ങോട്ടേക്ക് വരുന്ന കമ്പോണൻ്റാണ് mg cos തീറ്റ. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഇവിടെ തീറ്റയല്ലേ, അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ തീറ്റയ്ക്ക് അടുത്തുള്ള കമ്പോണൻറ്റ്, അവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നു, സോറി. തീറ്റയ്ക്ക് അടുത്തുള്ള കമ്പോണൻറ്റ് എപ്പോഴും
തീറ്റയ്ക്ക് അടുത്തുള്ള കമ്പോണൻറ്റ് എപ്പോഴും കോസ് കമ്പോണൻ്റ് ആയിരിക്കും. സോ ഹിയർ ഇസ് എം ജി കോസ് തീറ്റ ആയിരിക്കും ഇങ്ങോട്ട് ഉണ്ടാവുക. ആൻഡ് ദിസ് ഈസ് എം ജി സൈൻ തീറ്റ. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിനെ ഈ ഒരു ബോബിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ആക്കുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞ കമ്പോണൻ്റ് അല്ലേ, അതല്ലേ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങോട്ടേക്കുള്ള ഒരു ടോർക്ക് ഉണ്ടാക്കുന്നത്, അതായത് ഇതിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഇങ്ങോട്ടേക്കും 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 ഒക്കെയാണ്. ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കുലർ മോഷൻ കിട്ടും, അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ കിട്ടും. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്ന ഫോഴ്സ് ആക്ച്വലി ഫോഴ്സ് അല്ല, എന്താണ്, ടോർക്കാണ്. തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴും ഒരു റീസ്റ്റോറിങ് ടോർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് പോകുന്ന ടോർക്ക് പോസിറ്റീവ് ആണെങ്കിൽ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന ടോർക്ക് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിങ് ഫോഴ്സ്, റീസ്റ്റോറിങ് ടോർക്ക് കൊടുക്കുന്ന ആൾ എം ജി സൈൻ തീറ്റയാണ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് എടുത്തു, എൽ എന്ന് എടുക്കും. ഓക്കെ, സോ റീസ്റ്റോറിങ് ടോർക്ക് tau is equal to മൈനസ് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഞാൻ നേരത്തെ ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഇതിൻ്റെ സ്കേലാർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് ഇസ് ഈക്വൽ ടു, ഇത് വെക്ടർ ഇക്വേഷൻ ആണ്, ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ ഉള്ളത്. അപ്പം ആർ ഇൻറ്റു എഫ് എന്ന് വരും. ഓക്കെ, ആർ ഇൻറ്റു എഫ് എന്ന് പറയുന്ന സമയത്ത് ആർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ്. സോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് വരിക. ഓക്കെ, സോ ടോർക്ക് ഇസ് ഈക്വൽ ടു, റീസ്റ്റോറിങ് ആയതുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് വന്നത്. ഫോഴ്സ് ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് പറഞ്ഞാൽ എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞു. എം ജി സൈൻ തീറ്റ ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരെയുള്ള ദൂരം, ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, എൽ ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ട് വരും, എന്തുകൊണ്ട് എം ജി സൈൻ തീറ്റ എന്ന് സാർ എടുത്തു, ഈ എം ജി കോസ് തീറ്റ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പം ആ കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ എം ജി കോസ് തീറ്റ നേരെ ഇങ്ങോട്ടേക്കാണ്, ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ കണ്ടു. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ കയറ് കെട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കയറ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നേരെ ഇങ്ങോട്ടേക്കൊരു എന്താ പറയുക, ഒരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ടെൻഷൻ ഓഫ് ദി സ്ട്രിങ്. ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ, ആ ടെൻഷനും അങ്ങോട്ടേക്കുള്ള ടെൻഷനും താഴോട്ടേക്കുള്ള എന്താണ്, എം ജി കോസ് തീറ്റ എന്തായിപ്പോയി, ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എം ജി കോസ് തീറ്റയ്ക്ക് ഇവിടെ ഒരു റോളും ഇല്ല. ഇതിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ആക്കുന്നതിന്, ഒരു കൗണ്ടർ ടോർക്ക് കൊടുക്കുന്നതിൽ ആർക്ക് മാത്രമേ റോളുള്ളൂ, എം ജി സൈൻ തീറ്റയ്ക്ക് മാത്രമേ റോളുള്ളൂ. ഓക്കെ, സോ മൈനസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ എന്ന് എഴുതി. അതാണ് റീസ്റ്റോറിങ് ടോർക്ക്. ഇനി ടോർക്കിന് പകരം നമുക്ക് ഐ ആൽഫ എന്ന് കൊടുക്കാം. കഴിഞ്ഞ റൊട്ടേഷൻ മോഷനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എം ജി എൽ ഇൻറ്റു സൈൻ തീറ്റ. അങ്ങേയറ്റത്തെ എല്ലിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. യെസ്, ധനഞ്ജയ് ടി എസ്, ഹേയ് ഹായ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ധനഞ്ജയനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആ ധനഞ്ജയനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിവേ, ഐ ആൽഫ ഇസ് ഈക്വൽ ടു, ഐ ആൽഫ ഈക്വൽ ടു അല്ല, മൈനസ് ടേമിനെ നമ്മൾ നേരെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പ്ലസ് എം ജി എൽ സൈൻ തീറ്റ is equal to 0 എന്ന് കിട്ടി. ആൻഡ് ഐ ഇൻറ്റു ആൽഫയ്ക്ക് പകരം ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ജി എൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു അഗെയിൻ 0. ദെൻ നോക്കിക്കോ, ഐനെ കൊണ്ട് ഇതിനെല്ലാത്തിനും ഡിവൈഡ് ചെയ്തു. സോ എങ്ങനെ കിട്ടും, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. അതായത് ഞാനിപ്പോൾ ചെയ്തതാ, ഈ ഐനെ കൊണ്ട് ഇവിടെയും ഡിവൈഡ് ബൈ ഐ എഴുതി. അപ്പോൾ ഈ ഐയും ക്യാൻസൽ ആയി പോകും. ഇത് ഡിവൈഡ് ബൈ ഐ വരും, അതാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയത്. ദെൻ 0 ബൈ ഐ എന്ന് വരും, അത് 0 എന്നായി പോവുകയും ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. ദെൻ ഇനി നമ്മൾ എടുക്കുന്ന ഒരു അപ്രോക്സിമേഷൻ ആണ് ഫോർ സ്മോൾ ആംഗിൾസ്. സ്മോൾ ആംഗിൾസ് ആണെങ്കിൽ സൈൻ തീറ്റയും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആയിരിക്കും. സൈൻ തീറ്റയും ടാൻ തീറ്റയും സ്മോൾ ആംഗിൾസ് ആണെങ്കിൽ എന്തിന് ഈക്വൽ ആയിരിക്കും, തീറ്റയ്ക്ക് ഈക്വലായി മാറും. ഓക്കെ, സോ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എന്താണ് എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1.
കുറച്ച് മുന്നേ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. കമ്പയറിംഗ് ദാറ്റ് ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു ആ ഇക്വേഷൻ. നോക്ക്, ഈ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ 1ഉം 2ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, രണ്ടും ഒരേപോലെയാണ്. ഇവിടെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഇവിടെ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞു എക്സിന് പകരം ചിലപ്പോൾ തീറ്റ വരാം, ഇവിടെ വന്നു. ഓക്കെ, അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഇവിടെ എക്സിൻ്റെ കൂടെ ഒരു ഒമേഗ സ്ക്വയർ ഉണ്ട്, ഇവിടെ അതിന് പകരം തീറ്റൻ്റെ കൂടെ മറ്റൊരു ടേം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ആകെയുള്ള വ്യത്യാസം ഇതാണ്. ഇവിടെ ഒമേഗ സ്ക്വയർ ഉണ്ട്, ഇവിടെ അതിൻ്റെ സ്ഥാനത്ത് mgl/i ഉണ്ട്. ഇത് രണ്ടും നമുക്ക് എന്താക്കാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രം 1 and 2 from 1 and 2 we got omega square is equal to mgl/i. ഓക്കെ, ഇനി ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ എന്ത് വരും എന്നറിയോ, m × l² എന്ന് വരും. ഓക്കെ, സോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു mgl/ml². അപ്പം m കട്ടായി, എൽ സ്ക്വയറിൻ്റെ സ്ക്വയറും മുകളിലത്തെ എല്ലും എന്തായി, കട്ടായി. ഓക്കെ, യെസ്. സോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു g/l എന്ന് കിട്ടി. ദെൻ ഒമേഗ ഇസ് ഈക്വൽ ടു √g/l എന്ന് വന്നു. ഒമേഗനെ നമുക്ക് ടൈം പീരീഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 2π/ അതിൻ്റെ ടൈം പീരീഡ് എന്താണ്, t ഇസ് ഈക്വൽ ടു √g/l. ആൻഡ് 1/t is equal to, ഈ 2πനെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി, അപ്പോൾ 1/2π എന്ന് വരും. 1/2π √g/l എന്ന് വന്നു. ഇനി ടൈം പീരീഡ് കാണാൻ വേണ്ടിയിട്ട് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2πനെ ഓക്കെ 1/, ടൈം പീരീഡ് ആണ് നമുക്ക് മുകളിൽ കിട്ടിയ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ നേരെ റെസിപ്രോക്കൽ കാണാം. അപ്പോൾ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/2π എന്നുള്ളത് 2π ആവും. ദെൻ ആ റൂട്ടിനകത്തുള്ളത് എന്താക്കും, അതിൻ്റെ റെസിപ്രോക്കൽ ആക്കും, l/, എന്തെന്ന് വരും, g എന്ന് വരും. ഓക്കെ, 2π √l/g എന്ന് വരും. സോ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π √l/g. ഈ ചാപ്റ്ററിൽ ആകെ നിങ്ങളോട് 2 ഡെറിവേഷനെ ചോദിക്കുള്ളൂ. ഓക്കെ, വലിയ ഡെറിവേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്, 2 ഡെറിവേഷനെ ആകെ ചോദിക്കുള്ളൂ. അതിലൊന്ന് ഇതാണ്. ഓക്കെ, സോ ഇത് ഏകദേശം നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് പരീക്ഷയ്ക്ക്. റെഡി? ഈ ചാപ്റ്ററിൽ നിന്ന് ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ റെഡി. ഇനി ഇത് വേണമെങ്കിലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. യെസ്, prove that the oscillations of a okay അതിൻ്റെ a ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ്സ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ്സ് പെൻഡുലം എന്നാണ് നമ്മളിതിനെ പറയാം. ഓക്കെ, അതായത് പണ്ടത്തെ ക്ലോക്കുകളുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പെൻഡുലം ക്ലോക്കുകൾ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ, ക്ലോക്കിൻ്റെ താഴെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൻഡുലം ഉണ്ടായിരുന്നു. അതായത് 1 സെക്കൻഡ് മുന്നോട്ടേക്കും പോകും, 1 സെക്കൻഡ് തിരിച്ചങ്ങോട്ട് പുറകോട്ടേക്കും വരും. സോ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സെക്കൻഡ്സ് ആണ്. 1 സെക്കൻഡ് കൊണ്ട് മുന്നോട്ട് പോയി തിരിച്ച് 1 സെക്കൻഡ് കൊണ്ട് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന ടൈം എത്രയാണ്, 2 സെക്കൻഡ്സ് ആണ്. സോ ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഈസ് 2 സെക്കൻഡ്സ്. അങ്ങനെയും 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡ്സ് ടിക്ക് ചെയ്യുന്ന, അതായത് വിച്ച് ടിക്സ് സെക്കൻഡ്സ് കണ്ടോ. ഓക്കെ, ഒരു പെൻഡുലം ടിക്സ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പെൻഡുലാണ്, സെക്കൻഡ്സ് പെൻഡുലാണ്. സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എപ്പോഴും എത്രയായിരിക്കും, 2 സെക്കൻഡ്സ് ആയിരിക്കും. അതിൻ്റെ ലെങ്ത് ചോദിക്കുന്നു. അതിൻ്റെ ലെങ്ത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്താണ്, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π √l/g. ഓക്കെ, ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ റൂട്ടിനുള്ളിലാണ്. അപ്പോൾ ഇതിനൊന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ t² ഇസ് ഈക്വൽ ടു എന്താണ്, 2π അല്ല, സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 4 × π² എന്ന് വരും അല്ലേ. 2πനെ സ്ക്വയർ ചെയ്യുമ്പോൾ 4π² റൂട്ട് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആ റൂട്ട് അങ്ങ് ഒഴിവായി പോകും. അപ്പോൾ l/g എന്ന് വരും. സോ l ഇസ് ഈക്വൽ ടു gt²/4π² ചെയ്യുക. ജിക്ക് പകരം 9.8 കൊടുക്കുക. ടൈം പീരീഡ് എത്രയാണ്, 2 സെക്കൻഡ്. 2 സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും, 4 വരും. ബൈ 4π². ഈ 4ഉം 4ഉം വെട്ടി 9.8 ബൈ π² വാല്യൂ എത്രയാണോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ലെങ്ത്. അത്രയും മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ലെങ്ത് വരിക.
സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, then അടുത്ത why does the time period of a pendulum changes when it taken to the top of a mountain or deep in a mine? തൊട്ട് മുന്നത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷനിലെ സാറ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഹൈറ്റിലോട്ട് പോകുന്ന സമയത്ത് ജീൻ്റെ വാല്യൂ കുറയും, അതേപോലെ തന്നെ ഭൂമിൻ്റെ സർഫസിന് ഉള്ളിലോട്ട് പോകുമ്പോഴും ജീൻ്റെ വാല്യൂ കുറയും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ ജിയോ ആയിട്ട് അതിനെന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. അതായത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ജി, അല്ലെങ്കിൽ ജി ആയിട്ട് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ജി കുറയുന്ന സ്ഥലത്ത് ടൈം പീരീഡ് കൂടും, ജി കൂടുന്ന സ്ഥലത്ത് ടൈം പീരീഡ് എന്താവും, കുറയും. അപ്പോൾ അതുകൊണ്ടാണ് മൗണ്ടൻ്റെ മുകളിൽ പോകുമ്പോഴും ഡീപ്പ് മൈൻസിനുള്ളിലേക്ക് പോകുമ്പോഴൊക്കെ എന്താകുന്നത്, ടൈം പീരീഡ് കൂടാനുള്ള കാരണം. ഓക്കെ, കാരണം അവിടെയൊക്കെ എന്താണ്, ജി കുറവാണ്. റെഡി, സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ അതേപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ നിർത്തിയ സാധനം തന്നെയാണ് പറഞ്ഞത്. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ടി. വാട്ട് വിൽ ബി ദ പീരീഡ് ഓഫ് the pendulum when it is suspended in a lift moving down with an acceleration g/3? Okay, time period t is equal to 2 pi root l/g ആണ്. ഓക്കെ, ദെൻ ഒരു മൂവിങ് ആയിട്ടുള്ള താഴോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലിഫ്റ്റിലാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മൾ ഈ സിമ്പിൾ പെൻഡുലം വെച്ചെങ്കിൽ അതിൻ്റെ ടൈം പീരീഡിനൊരു ചേഞ്ച് ഉണ്ടാവും. നമ്മൾ ടി ഡാഷ് എന്ന് കൊടുക്കുന്നു. ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2 pi റൂട്ട്. മക്കളെ ശ്രദ്ധിക്കുക, ലെങ്ത്തിന് മാറ്റം ഉണ്ടാവുക, അതേ പെൻഡുലം തന്നെയാണ് നമ്മൾ അവിടെയും കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ലെങ്ത്തിന് മാറ്റം ഉണ്ടാവില്ല, എൽ അങ്ങനെ തന്നെ ഉണ്ടാവും. ജീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് പറയുന്നുണ്ട്, g/3 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ 2 pi റൂട്ട് ഈ l/g/3 എന്ന് വരുന്ന സമയത്ത് ആ 3 മുകളിൽ വരും, 3l/g എന്ന് വരും. ഓക്കെ, സോ ടി ഡാഷ് ഇസ് ഈക്വൽ ടു, ഈ റൂട്ട് 3നെ ഞാൻ അങ്ങോട്ട് പുറത്തെടുത്തു. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു 2 pi റൂട്ട് l/g എന്ന് വന്നു. ഓക്കെ, ദെൻ ഈ സാധനം എന്താണ്, 2 pi റൂട്ട് l/g എന്ന് പറഞ്ഞാൽ നേരത്തെ ടൈം പീരീഡ് തന്നെയാണ്. ഇതും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ടി ഡാഷ് ന്യൂ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 ടൈംസ് ഓഫ് ദി ഓൾഡ് ടൈം പീരീഡ്. ഇത്രയുള്ള പരിപാടി. ഓക്കെ, യെസ്. Next question. Derive the equation for the following quantities of an SHM. SHM, simple harmonic motion ആയിട്ട് ബന്ധപ്പെട്ട following quantities derive ചെയ്യാൻ പറയുന്നു. SHMൻ്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, കൈനറ്റിക് എനർജി മുതലായവ ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യാ. സോ സിമ്പിൾ ഹാർമോണിക് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ പറഞ്ഞു എക്സും എടുക്കാൻ പറ്റും, നമുക്ക് വൈയും എടുക്കാൻ പറ്റും. ഓക്കെ, എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നാണ് നമ്മൾ എടുക്കുക. ഒരു ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക്. ആ ആംപ്ലിറ്റ്യൂഡാണ് ഇവിടെ കാണിക്കുന്നത് എ. പിന്നെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി, പിന്നെ ഫൈ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് ആണ്. ഫൈ ഈസ് ദ ഇനീഷ്യൽ ഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് എന്ന് പറയും. സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഫൈ, ഓൾമോസ്റ്റ് സമയത്തൊക്കെ ഫൈ എന്തെന്ന് എടുക്കാറുണ്ട്, 0 എന്നങ്ങോട്ട് എടുത്താൽ മതി. ഓക്കെ, എപ്പോഴും ഈ ഒരു വാല് പോലെ ഫൈനെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇഫ് ഫൈ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് വരും. വൈ എടുക്കുവാണെങ്കിൽ എന്ത് വരും, എ സൈൻ ഒമേഗ ടി വരും. ഈ രണ്ട് വേരിയബിൾസും നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, യാ. സോ വെലോസിറ്റി കാണാനും ആക്സിലേഷൻ ഇതെല്ലാം ഞാൻ വൈ വെച്ചിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എക്സ് വെച്ചിട്ടും കാണാം. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് മക്കളെ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഇവിടെ വൈ ആയതുകൊണ്ട് ഡി വൈ ബൈ ഡി ടി എന്ന് എടുത്തു. അതായത് ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനൊരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എ കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ഡിഫറൻഷ്യൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി ഇൻറ്റു എന്താണ്, ഒമേഗയാണ്. ഓക്കെ, സോ വി ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വന്നു. ഇനി കോസ് ഒമേഗ ടീനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടീനെ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് കോസ് സ്ക്വയർ എക്സ് എന്താണ്,
1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇനി കോസ് എക്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു റൂട്ടും കൂടെ വരും. അങ്ങനെ വന്നതാണ്. ഓക്കെ, സിമ്പിൾ റിലേഷൻഷിപ്പാണത്. അതുവഴി നമ്മൾ ഇങ്ങനെ എഴുതി. ദെൻ ഈ എനെ ഞാൻ ഇതിനകത്തേക്ക് അങ്ങോട്ട് എന്താക്കി മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഈസ് ഈക്വൽ ടു റൂട്ടിനകത്തേക്ക് ഒരു നമ്പറിനെ കൊണ്ടുപോയാൽ അതിൻ്റെ സ്ക്വയർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കാരണം സ്ക്വയർ ആണല്ലോ പുറത്തെടുക്കുമ്പോൾ ഒരു നോർമൽ നമ്പർ ആവുന്നത്. സോ എ ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എ സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ ഇൻറ്റു 1 ഈസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. നമ്മൾ തുടങ്ങിയത് എ സൈൻ ഒമേഗ ടി ആണ് വൈ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതിനുള്ളിൽ നോക്ക് നിങ്ങൾ, എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നുണ്ട്. അതായത് വൈൻ്റെ സ്ക്വയർ ആണ്. ഇതാ ഇവിടെ ഒരു സ്ക്വയർ ഇട്ട് കൊടുത്താൽ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടുമല്ലോ. അതാണ് ഇതിനുള്ളിൽ കിടക്കുന്നത്. ഓക്കെ, യെസ്, വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത്. വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കിട്ടി. എക്സ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കാണാവുന്നതാണ്. ഇനി ഇതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വെലോസിറ്റീനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്തായി, ആക്സിലറേഷനായി. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ വെലോസിറ്റി കണ്ടിട്ട് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ രൂപം മാറ്റിയിട്ട് നമ്മൾ വൈൻ്റെ ടേംസിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയത്. അപ്പം വൈനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത സമയത്ത് വെലോസിറ്റി കിട്ടി. അതിനൊന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ആക്സിലറേഷൻ ഞാൻ ഇങ്ങനെ റെഡ് കളറിൽ എഴുതാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അതിൽ ഡി ബൈ ഡി ടി ഓഫ് വിക്ക് പകരം എന്ത് കൊടുത്തു, എ ഒമേഗ എ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എ ഒമേഗ പുറത്തെടുത്തു. ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒരു ഒമേഗയും കൂടി വരും. സോ എ ഈസ് ഈക്വൽ ടു എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. ഓക്കെ, ഒരു മൈനസ് സൈൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ. ബാക്കിയുള്ള രണ്ട് സാധനങ്ങൾ നിങ്ങൾ നോക്കുക. അവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട്. എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ വൈ ആണ്. അത് നേരെ ഇവിടെ കൊടുക്കുക. സോ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് വന്നു. ഇതാണ് അടുത്ത ഇക്വേഷൻ, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ഓക്കെ, ദെൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പഠിച്ചിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു മാസ് നമ്മൾ ഓൾറെഡി നമുക്കറിയാം, മാസ് എം ആണ്. വൈ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ, സോറി, ആക്സിലേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ വൈ ആണ്. സോ എം ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് കൊടുക്കുക. അപ്പം ഫോഴ്സ് ഇസ് ഈക്വൽ ടു വി ഗെറ്റ് മൈനസ് എം ഒമേഗ സ്ക്വയർ വൈ എന്ന് കിട്ടും. ഇതിൽ ഈ എം ഒമേഗ സ്ക്വയറിനെ എപ്പോഴും നിങ്ങൾക്ക് എന്തെന്ന് എടുക്കാം, കെ എന്ന് എടുക്കാം. കാരണം തുടർന്ന് അങ്ങോട്ടുള്ള കൈനറ്റിക് എനർജിയിലായാലും പൊട്ടൻഷ്യൽ എനർജിയിലായാലും ഒക്കെ കയറി വരുന്ന ഒരു സാധനമാണ് എം ഒമേഗ സ്ക്വയർ. അപ്പോൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് എന്തെന്ന് എടുത്താൽ മതി, കെ എന്ന് എടുത്താൽ മതി. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ വൈ എന്ന് വരും. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എസ് എച്ച് എമ്മിൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇത് തന്നെ നമുക്ക് എക്സിൻ്റെ കേസിൽ എഴുതാം. എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എന്തെന്ന് വരും, കെ എക്സ് എന്ന് വരും. എക്സും എടുക്കാം വൈയും എടുക്കാം, നോ ഇഷ്യൂസ്. റെഡി? ഓക്കെ, ദെൻ ഇനി കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഞാൻ ഡിറൈവ് ചെയ്യുന്നില്ല, അതിൻ്റെ ഇക്വേഷൻസും മാത്രം എഴുതി തരാം. കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ വരുന്നത് ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് വരിക. എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഹാഫ് കെ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് വരും. എക്സ് ആണെങ്കിൽ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നായിരുന്നു വരിക. വൈ ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാ സ്ഥലത്തും എന്താക്കിയത്, വേരിയബിളിൻ്റെ എല്ലാ സ്ഥലത്തും വൈ വന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതെല്ലാം എന്താക്കുക, നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം നമുക്ക്.
Which one of the following relationship between the acceleration and displacement of the particle involves simple harmonic motion? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇക്വേഷൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നു. ആക്സലറേഷൻ ഇസ് ഈക്വൽ നമുക്കറിയാം -ω² y അല്ലെങ്കിൽ -ω² x ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈ x² വരൂല, x³ വരൂല, പോസിറ്റീവ് നമ്പർ വരൂല. അപ്പോൾ എന്ത് വരും? a = -10 × x എന്ന് വരും. അതായത് a = -ω² × y x വരാം. നോ ഇഷ്യൂസ്. ഓക്കെ, സോ തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. A simple harmonic motion represents as x is equal to a cos omega t. Okay. Obtain the expression for the velocity and acceleration of the object, hence prove that acceleration is directly proportional to the displacement. ഇതിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും കാണാനാണ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മൾ y വെച്ചിട്ടാണ് കണ്ടത്, ഇപ്പം x വെച്ചിട്ടാണ് ചോദിച്ചത്. എക്സാമിന് നിങ്ങൾ y വെച്ചിട്ടാണ് പഠിച്ചതെങ്കിലും x വെച്ചിട്ട് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏതാണോ പഠിച്ചത് അത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്ത് ഈ വെലോസിറ്റിനെയും ആക്സിലേഷനെയും ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. പക്ഷേ ആക്സിലേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പ്രൂവ് ചെയ്യണം. അത് ഓൾറെഡി ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. a = -ω² y, ദാറ്റ് ഈസ് a പ്രൊപ്പോർഷണൽ ടു y ഓർ a പ്രൊപ്പോർഷണൽ ടു എന്താണ് -ω² x എന്നാണെങ്കിൽ a പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് കിട്ടും? x എന്ന് കിട്ടും. സിമ്പിൾ. ഓക്കെ, യാ. അഞ്ചാമത്, among the following which are the examples of simple harmonic motion? Rotation of earth about its axis, simple harmonic അല്ല. Vertical oscillation of a loaded spring, അല്ലേ? ലോഡഡ് സ്പ്രിങ് ഇങ്ങനെ കുത്തനെ ഓസിലേറ്റ് ചെയ്യുക, അത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. യൂണിഫോം സർക്കുലർ മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. ഓക്കെ, ദെൻ ഞാൻ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കുന്നില്ല. ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷനിൽ ഫൈ ഫേസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ എ ആൻഡ് ഒമേഗ ഇൻ ദ ഇക്വേഷൻ. ഒമേഗയും എയും എന്താണെന്ന് ചോദിക്കുന്നു. എ എന്ന് പറഞ്ഞാൽ ആരാണ്? ആംപ്ലിറ്റ്യൂഡാണ്. എങ്ങനെയാ അപ്പോൾ ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷന് ഏറ്റവും കൂടുതലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗുലാർ ഫ്രീക്വൻസി 2π/t എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 2π ന്യൂ എന്ന് എഴുതിയാൽ മതി, ആംഗുലർ ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Motion of a simple pendulum is an example of simple harmonic motion. What do you mean by simple harmonic motion? ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്ന സാധനമാണത്. ഓക്കെ, ഞാൻ എഴുതിയും തന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഒന്ന് നോക്കിയാൽ മതി, കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളത്. ഓക്കെ, യാ. Then B question. The acceleration due to gravity on the surface of the moon is 1.7 m/s². What is the time period of a simple pendulum on the moon if its time period on the earth is 2.5 seconds? എർത്തിലെ ടൈം പീരീഡ് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ടൈം പീരീഡ് ഓഫ് ദി എർത്ത് 2π√L/g ആണല്ലോ. ഓക്കെ, ദെൻ ഇവിടെ എർത്തിൻ്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്, എർത്തിൻ്റെ ജിയും നമുക്കറിയാം. അപ്പോൾ എൽ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ. എൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സ്ക്വയർ ചെയ്തു കേട്ടോ. ഇതിനെ ഞാൻ അങ്ങോട്ട് സ്ക്വയർ ചെയ്തു. അപ്പോൾ t² ഈസ് ഈക്വൽ ടു t² ഈസ് ഈക്വൽ ടു 4π² ഇൻറ്റു L/g എന്ന് കിട്ടി. അപ്പോൾ L ഈസ് ഈക്വൽ ടു എന്ത് വരും? g(t²/4π² എന്ന് വരും. ഓക്കെ, ജിന് 9.8 എന്ന് കൊടുക്കുക ഇൻറ്റു t². ടൈം പീരീഡ് 3.5 ആണ്. അപ്പോൾ 3.5 ഇൻറ്റു 3.5 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു π², ദാറ്റ് ഈസ് 3.14 ഇൻറ്റു 3.14. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ലെങ്ത്ത് 3.04 എന്ന് കിട്ടും. 3.04 മീറ്റർ. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ജി നമുക്ക് ഓൾറെഡി അറേഞ്ച് ചെയ്യാം. അതുകൊണ്ട് സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചു. ഈ സെയിം പെൻഡുലാണ് എവിടെ കൊണ്ടുവെക്കുന്നത്? മൂണിൽ കൊണ്ടുവെക്കുന്നത്. മൂണിൽ എന്തൊന്നും കൂടി തന്നിട്ടുണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ ടൈം പീരീഡ് കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ടൈം പീരീഡ് ഇൻ മൂൺ TM ഈസ് ഈക്വൽ ടു 2π√ എന്താണ്? L/g ആണ്. ഇതിൽ 2π വാല്യൂ നമുക്കറിയാം, √L ലെങ്ത് നമുക്ക് കണ്ടുപിടിച്ചു
3.04 ആണ്. ഡിവൈഡ് ബൈ ജിൻ്റെ വാല്യൂ 1.7 ആണ്. അത് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദി ആൻസർ 8.4 seconds. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 8.4 seconds. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. A particle executing SHM is an example of SHM, simple harmonic motion. എന്തിന് എക്സാമ്പിൾ ആണ്? ആക്സലേഷൻ ഓഫ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഒരേ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ആണോ? അല്ല, ഇത് അങ്ങോട്ട് പോകുന്നുണ്ട്, തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്, ആക്സലേഷൻ ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പം ഇതല്ല, തെറ്റാണ്. ഓക്കെ, രണ്ടാമത്തെ അവിടെ കട്ടെ. മൂന്നാമത്തത് ആക്സലേഷൻ ഓഫ് ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് ബട്ട് കോൺസ്റ്റന്റ് ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലാണോ ആക്സലേഷൻ? അല്ല, അതും തെറ്റാണ്. ഓക്കെ, ആക്സലേഷൻ ഓഫ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ബട്ട് ചേഞ്ചിങ് ഡയറക്ഷൻ. അത് തന്നെയാണല്ലോ, അപ്പോൾ അതും തെറ്റാണ്. ഓക്കെ, രണ്ടാമത്തെ നോക്ക്, ആക്സലേഷൻ ഓഫ് ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, ആക്സലേഷൻ്റെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആവുന്നുണ്ട്, ഡയറക്ഷനും ചേഞ്ച് ആവുന്നുണ്ട്, ഇല്ലേ? ശരിയല്ലേ? നോക്ക്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണ്? ആക്സലേഷൻ കുറഞ്ഞു വരും, പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും, ആക്സലേഷൻ കൂടി, പിന്നെ ഇങ്ങോട്ട് ഈ അറ്റത്തെത്തുമ്പോഴേക്കും കുറഞ്ഞു വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി, ആക്സലേഷൻ ഇസ് ഈക്വൽ ടു -ω²y. ഈ y എന്ന് പറഞ്ഞ സാധനം കൂടുന്ന സമയത്ത് ആക്സലേഷൻ കൂടും, y എന്ന് പറഞ്ഞ സാധനം കുറയുമ്പോൾ ആക്സലേഷൻ എന്താവും? കുറയും. ഓക്കെ, വൈൻ്റെ ഡയറക്ഷൻ മാറുന്ന സമയത്ത് ആക്സിലേഷൻ്റെ ഡയറക്ഷൻ എന്താവും? മാറും. കാരണം ഇത് അങ്ങോട്ട് പോകുന്നുണ്ട്, തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ട്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ലിസ്റ്റ് എനി ടു കണ്ടീഷൻസ് ഫോർ എ മോഷൻ ഓഫ് എ ബോഡി ടു ബി സിമ്പിൾ ഹാർമോണിക്. സിമ്പിൾ ഹാർമോണിക് ആവാനുള്ള രണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്റ്റഡ് ബൈ എ റീസ്റ്റോറിംഗ് ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ബോഡീസ് മാത്രമേ സിമ്പിൾ ഹാർമോണിക് ആവുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീരിയോഡിക് മോഷനിലായിരിക്കണം. ഓക്കെ, ഒരേ മോഷൻ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ്, ഒരു റെഗുലർ ഇൻ്റർവെൽസിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ആ രണ്ട് കണ്ടീഷൻ എഴുതിയാൽ മതി. ദെൻ an SHM is given by 8 sin into 10 pi minus pi by 4 meter. At which position will its kinetic energy become equal to its potential energy? ഏത് കേസിലാണ് ഇതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ കാണിച്ചുതരാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതി വെക്കാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് കെ ഇൻറ്റു a² മൈനസ് y² ആണ്. പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ ഹാഫ് കെ ഇൻറ്റു y² ആണ്. ഹാഫ് കെ എന്തായി? രണ്ട് ഭാഗത്തും കട്ടായി. പിന്നെ a² മൈനസ് y² ഇസ് ഈക്വൽ ടു y² എന്നാണ് വരുന്നത്. അപ്പം a² ഞാൻ ഇവിടെ വെച്ചു. a² ഇസ് ഈക്വൽ ടു മൈനസ് y² അങ്ങോട്ട് പോയി. അപ്പം y² പ്ലസ് y², 2 ഇൻറ്റു y² എന്നായി. ഓക്കെ, ദെൻ y² ഇസ് ഈക്വൽ ടു a² ബൈ 2 എന്ന് വന്നു. അപ്പം y ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് a² ബൈ 2 എന്ന് വരും. ദറ്റ് ഈസ് a ബൈ റൂട്ട് 2 എന്ന് വരും. ഓക്കെ, y എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ്, അതെന്താണ്? a ബൈ റൂട്ട് 2 എന്ന് കിട്ടി. ഇനി നോക്ക്, y ഇസ് ഈക്വൽ ടു, ഇതിലെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് മക്കളെ? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതാ 8 ആണ്. 8 സൈൻ എന്നുള്ള രീതിയിൽ 8 ആണ് ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. ഓക്കെ, ദെൻ 8 ബൈ റൂട്ട് 2 ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ഈ പൊസിഷനിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത്. ഓക്കെ, ഇത് കാണുന്ന സമയത്ത് വിചാരിക്കും വലിയ ക്വസ്റ്റ്യൻ ആണെന്ന്, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി? ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Oscillation of a loaded spring are simple harmonic motion. What do you mean by simple harmonic motion? Already പറഞ്ഞു കഴിഞ്ഞു, 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ചോദ്യം. Derive an expression for period of oscillation of a loaded spring. ഒരു ലോഡഡ് സ്പ്രിങ്, എം മാസുള്ളൊരു ലോഡഡ് സ്പ്രിങ് എന്താക്കിയിട്ടുണ്ട്? ഒരു ലോഡഡ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എം മാസുള്ളൊരു സ്പ്രിങ് എന്താക്കുവാണ്? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. ഒരു ഭാഗം ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മറ്റേ ഭാഗം നിലത്താണുള്ളത്. ഇതിങ്ങനെ എന്താക്കുന്നുണ്ട്? ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും പിന്നെ തിരിച്ചിങ്ങോട്ടേക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാവുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ഒരു ഫോഴ്സ് F ഇസ് ഈക്വൽ ടു
മൈനസ് കെ എക്സ് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ വൈ ആണ്, അല്ലെങ്കിൽ എന്താണ് മൈനസ് കെ എക്സ് ആണ്. അതെടുത്തു. യെസ്, എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് നമുക്കറിയാം. എം എ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ദെൻ എം ഇൻറ്റു എക്ക് പകരം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഓക്കെ, ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. ദെൻ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് കെ എക്സിന് ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പം പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. എമ്മിനെ കൊണ്ട് അതിനെ അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന ഈ ടേം, അപ്പോൾ രണ്ടാമത്തെ ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പം പ്ലസ് കെ ബൈ എം എന്ന് വരും ഇൻറ്റു എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ 1ഉം 2ഉം ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒമേഗ സ്ക്വയർ എവിടെ വരുന്നോ ആ സ്ഥാനത്ത് ഇവിടെ കെ ബൈ എം വന്നിട്ടുണ്ട്. നേരെ അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം. ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ടൈം പീരീഡ് അല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ 2π ബൈ ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ നേരിട്ട് കാണുക, അല്ലെങ്കിൽ 1/t ഇസ് ഈക്വൽ ടു 2π എന്നുള്ള അങ്ങോട്ട് പോകുമ്പോൾ 1/2πയോ 1/2π റൂട്ട് കെ ബൈ എം വരും. ദെൻ 1/tനെ റെസിപ്രോക്കൽ കണ്ടാൽ ടി കിട്ടും. അപ്പോൾ ബാക്കിയുള്ള രണ്ടും റെസിപ്രോക്കൽ ആവും. 1/2π എന്നുള്ളത് 2π ആവും. റൂട്ട് ഓഫ് കെ ബൈ എം എന്നുള്ളത് റൂട്ട് ഓഫ് എം ബൈ കെ ആവും. ഓക്കെ, സോ വി ഗോട്ട് ദി time period of a simple pendulum 2π root m by k. ഇതേ സോറി സിമ്പിൾ പെൻഡുലം അല്ല, വി ഗോട്ട് ദി ടൈം പീരീഡ് ഓഫ് എ ലോഡഡ് ഓസിലേറ്റിംഗ് സ്പ്രിങ്. ഒരു സ്പ്രിങ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഫസ്റ്റ് ഞാനൊരു ഡെറിവേഷൻ ചെയ്തിരുന്നു. എന്നിട്ട് പറഞ്ഞിരുന്നു എന്താണ്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രയോറിറ്റി ഉള്ള ഡെറിവേഷൻ ഇതാണ്. ഓക്കെ, ഈ രണ്ട് ഡെറിവേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ, ദെൻ പിന്നെ ഇതും കഴിഞ്ഞിട്ട് എന്ത് ചോദിക്കുള്ളൂ. ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ ഇതാ വെലോസിറ്റിയും ആക്സിലേഷനും ഫോഴ്സൊക്കെ കാണാനുള്ള ഡെറിവേഷൻസ് ഉണ്ട്. ഇതിൽ വെലോസിറ്റിയും ആക്സിലേഷൻ തന്നെയാണ് കൂടുതലും ചോദിക്കാറുള്ളത്, ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലോഡഡ് സ്പ്രിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെയോ ഇത് മാത്രം പഠിച്ചാൽ തന്നെ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യാ, ഇതൊരു സി ക്വസ്റ്റ്യനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതും കൂടി നമുക്കൊന്ന് പറഞ്ഞാൽ ഈ ഭാഗം കംപ്ലീറ്റ് ആവും. A body oscillates with SHM is given by x is equal to 5 cos 2πt plus pi by 4. Calculate the displacement at time t is equal to 1.5 second. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആണ് ഓൾറെഡി ഇവിടെ തന്നത്. ഇതിൽ ടൈം 1.5 സെക്കൻഡ് നേരെ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 5 കോസ് ടൈമിൻ്റെ ഭാഗത്ത് 2π ഇൻറ്റു ടൈമിൻ്റെ ഭാഗത്ത് എന്ത് വരും 1.5 എന്ന് വരും പ്ലസ് പൈ ബൈ 4. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് എക്സ് ഇസ് ഈക്വൽ ടു 5 കോസ് 2π ഇൻറ്റു 1.5 ദാറ്റ് ഈസ് 3 അല്ലേ. 1.5 ഇൻറ്റു 2 എന്ന് പറയുമ്പം 3 വരും. ഓക്കെ, 3π പ്ലസ് പൈ ബൈ 4. ഓക്കെ, സോ 5 കോസ് 3 ഇൻറ്റു 4 12 പ്ലസ് പൈ 13π ബൈ 4 വരും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് മൈനസ് 3.535 മീറ്റർ എന്ന് കിട്ടും. ഓൾ റൈറ്റ്, ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വരാം. താങ്ക് യു.
ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് 1-ലെ 5ാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, അതേപോലെ ബാങ്കിങ് ഓഫ് ഫ്രോഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ ഇതിലെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതിൽ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എ ലൈറ്റ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ. ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ചൂസ് ദ കറക്റ്റ് വൺ. സ്പീഡ് ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. Momentum of gun and bullet are equal in magnitude and are in same direction. Velocity of gun and bullet are equal. അതിൽ കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ബി: ബൈ യൂസിങ് സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് യുവർ ആൻസർ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നും അത് പ്രൂവ് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിതിൽ ശരിയായിട്ടുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാം. അതായത് രണ്ടാമത്തത്, അതായത് മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഇതാണ് ശരി. എന്തുകൊണ്ട് ശരി എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഈ രണ്ടാമത്തതാണ് ശരി. ഓക്കെ, മൊമെൻറ്റം ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് ചെയ്യാം, നമുക്ക് ശ്രദ്ധിക്കുക. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. റീകോയിൽ ഓഫ് ഗണ്ണ്. റീകോയിൽ ഓഫ് ഗണ്ണ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഫയറിങ് നടക്കുമ്പോൾ, അതായത് ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നു, അതാണ് ഫയറിംഗ് എന്ന് പറയുന്നത്. ബുള്ളറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ബുള്ളറ്റ് ഹൈ സ്പീഡിലാണ് പോവുക. ആ ബുള്ളറ്റിൻ്റെ സ്പീഡിനെ മസിൽ വെലോസിറ്റി എന്നാണ് പറയാം. അതേ സമയത്ത് ഗണ്ണ് പുറകിലോട്ട് മൂവ് ചെയ്യും. അതിനെയാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയാം. ആ ഗണ്ണ് പുറകിലോട്ട് മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക. റീകോയിൽ ഓഫ് ഗൺ പഠിക്കുമ്പോൾ ആദ്യം ബിഫോർ ഫയറിങ്ങിന് മുമ്പ് മൊമെൻറ്റം ഓഫ് ഗൺ. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. എങ്കിൽ മൊമെൻറ്റം ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി. എങ്കിൽ ക്യാപിറ്റൽ എം ഗണ്ണിൻ്റെ മാസ്, ക്യാപിറ്റൽ വി ഗണ്ണിൻ്റെ വെലോസിറ്റി. എങ്കിൽ മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ് സ്മോൾ എം വി എന്നാണ് വരേണ്ടത്. ഓക്കെ, പക്ഷേ ബിഫോർ ഫയറിങ് ഗണ്ണിന് വെലോസിറ്റി ഇല്ല, ബുള്ളറ്റിനും വെലോസിറ്റി ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും 0 ആയിട്ടാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഫയറിങ്ങിന് മുമ്പ് ഇത് രണ്ടും 0 ആണ് കേട്ടോ. ഫയറിങ്ങിന് മുമ്പ്, ബിഫോർ ഫയറിങ്, മൊമെൻറ്റം ഓഫ് ഗണ്ണ് 0 ആണ്, മൊമെൻറ്റം ഓഫ് ബുള്ളറ്റും 0 ആണ്. എന്താ കാരണം? രണ്ടിൻ്റെയും വെലോസിറ്റി 0 ആണ്. ഫയറിങ്ങിന് മുമ്പ് ബുള്ളറ്റ് മൂവ് ചെയ്യുന്നില്ല, ഗണ്ണ് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വെലോസിറ്റി 0 ആണെങ്കിൽ മൊമെൻറ്റം 0 ആണ്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം ഓഫ് ഗണ്ണ് 0, മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ് 0. എങ്കിൽ ടോട്ടൽ മൊമെൻറ്റം രണ്ടിൻ്റെയും കൂടി മൊമെൻറ്റം ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ മൊമെൻറ്റം. 0 ആണ്. ഓക്കെ, അപ്പോൾ ബിഫോർ ഫയറിങ് മൊമെൻറ്റം ഓഫ് ഗണ്ണും മൊമെൻറ്റം ഓഫ് ബുള്ളറ്റും രണ്ടും 0 ആണ്. എങ്കിൽ ടോട്ടൽ മൊമെൻറ്റവും 0 ആണ്. ഓക്കെ, എങ്കിൽ ആഫ്റ്റർ ഫയറിങ്ങിന് ശേഷം മൊമെൻറ്റം ഓഫ് ഗൺ ക്യാപിറ്റൽ എം വി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗണ്ണിൻ്റെ മാസാണ് ക്യാപിറ്റൽ എം, വെലോസിറ്റിയാണ് ക്യാപിറ്റൽ വി. ഗണ്ണിൻ്റെ വെലോസിറ്റി എന്തുകൊണ്ടുണ്ടായി? ബുള്ളറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഗണ്ണ് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെലോസിറ്റിയാണ് വി, ആ ക്യാപിറ്റൽ വി. അത് റീകോയിൽ വെലോസിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിൽ മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ് എന്താണ്? സ്മോൾ എം വി. സ്മോൾ എം എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ മാസ്, സ്മോൾ വി എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി. അത് മസിൽ വെലോസിറ്റി എന്ന് അറിയപ്പെടുന്നു, ഹൈ വെലോസിറ്റി ആണത്. ഓക്കെ, എങ്കിൽ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം വി പ്ലസ് സ്മോൾ എം വി ആണ് അല്ലേ? ഇത് ഗണ്ണിൻ്റെ മൊമെൻറ്റം പ്ലസ് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം അല്ലേ ടോട്ടൽ മൊമെൻറ്റം? അപ്പോൾ എം വി പ്ലസ് എം വി. ഓക്കെ, അപ്പോൾ ഫയറിങ്ങിന് മുമ്പ് ടോട്ടൽ മൊമെൻറ്റം 0, ഫയറിങ്ങിന് ശേഷം ടോട്ടൽ മൊമെൻറ്റം എം വി പ്ലസ് എം വി. എങ്കിൽ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം,
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് അനുസരിച്ച് ടോട്ടൽ മൊമെൻ്റം ആഫ്റ്റർ ഫയറിംഗ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻ്റം ബിഫോർ ഫയറിംഗ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം അനുസരിച്ച് ഫയറിങ്ങിന് മുമ്പുള്ള ടോട്ടൽ മൊമെൻ്റവും ഫയറിങ്ങിന് ശേഷമുള്ള ടോട്ടൽ മൊമെൻ്റവും ഈക്വൽ ആയിരിക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം അനുസരിച്ച് ഒരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ മൊമെൻ്റവും ആക്ഷൻ നടന്നു കഴിഞ്ഞാലുള്ള ടോട്ടൽ മൊമെൻ്റവും ഈക്വൽ ആയിരിക്കണം. എങ്കിൽ ടോട്ടൽ മൊമെൻ്റം ആഫ്റ്റർ ഫയറിംഗ് എത്ര? എം വി പ്ലസ് എം വി ഈക്വൽ ടു ടോട്ടൽ മൊമെൻ്റം ബിഫോർ ഫയറിംഗ് എത്ര? 0 അല്ലേ? ടോട്ടൽ മൊമെൻ്റം ബിഫോർ ഫയറിംഗ് 0 അല്ലേ? ടോട്ടൽ മൊമെൻ്റം ആഫ്റ്റർ ഫയറിംഗ് എം വി പ്ലസ് എം വി ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലേ? എങ്കിൽ ഈ സ്മോൾ എം വിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്താ? ക്യാപിറ്റൽ എം വി ഇവിടെ ഉണ്ട്, സ്മോൾ എം വി അപ്പുറത്ത് പോയാൽ മൈനസ് എം വി. ഈ മൈനസ് സ്മോൾ എം വി എന്ന് പറയുന്നത് എന്താ? മൊമെൻ്റം ഓഫ് ബുള്ളറ്റ്. ക്യാപിറ്റൽ എം വി ആരാ? മൊമെൻ്റം ഓഫ് ഗൺ. എങ്കിൽ ഗണ്ണിൻ്റെ മൊമെൻ്റവും ബുള്ളറ്റിൻ്റെ മൊമെൻ്റവും ഈക്വൽ, പിന്നെ ഒരു മൈനസ് ഇല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. മൊമെൻ്റം ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? ഇതാരാ? മൊമെൻ്റം ഓഫ് ഗണ്ണ്. ഇതാരാ? മൊമെൻ്റം ഓഫ് ബുള്ളറ്റ്. രണ്ടും ഈക്വൽ എന്ന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ മൈനസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്പോസിറ്റ്. അപ്പോൾ മൊമെൻ്റം ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പ്രൂവ് ചെയ്യപ്പെട്ടില്ലേ? ഇതാ രണ്ടാമത്തത് എന്താ? മൊമെൻ്റം ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അതല്ലേ ശരി? അത് നമ്മൾ ഈ രീതിയിൽ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് ഈ ക്യാപിറ്റൽ വി ഇല്ലേ? ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ ആരാ? ഗണ്ണിൻ്റെ വെലോസിറ്റി അല്ലേ? അതിനെ റീക്വൽ വെലോസിറ്റി എന്ന് പറയാം. ആ റീക്വൽ വെലോസിറ്റിക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതുക? ക്യാപിറ്റൽ എം അപ്പുറത്ത് പോയാൽ മതി, മൈനസ് എം വി റൈറ്റ് സൈഡിലുണ്ട്, ക്യാപിറ്റൽ എം അടിയിലേക്ക് പോവും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. ക്യാപിറ്റൽ വി ഈക്വൽ ടു മൈനസ് സ്മോൾ എം സ്മോൾ വി ബൈ ക്യാപിറ്റൽ എം. ഇതാണ് റീക്വൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇത്രയും ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസസ് ഇമ്പെൻഡിങ് മോഷൻ. ഫ്രിക്ഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എ, റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണക്റ്റിംഗ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിത്ത് നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂവും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ബന്ധം. സ്റ്റാറ്റിക് ഫ്രിക്ഷനെ എഫ് എസ് എന്നാണ് വിളിക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമത്തിനെ എഫ് എസ് മാക്സ് എന്ന് എഴുതാം. എഫ് എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ബ്രാക്കറ്റിൽ ഒരു മാക്സ് കൊടുത്താൽ അത് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. ഇത് എപ്പോഴും നോർമൽ റിയാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. നോർമൽ റിയാക്ഷനെ ചിലർ എൻ എന്ന് എഴുതും, ചിലർ ആർ എന്ന് എഴുതും. നോർമൽ റിയാക്ഷൻ്റെ എൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിയാക്ഷൻ്റെ ആർ ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എപ്പോഴും നോർമൽ റിയാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഏത് പ്രകാരം? ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രകാരം. എങ്കിൽ എഫ് എസ് മാക്സ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ എന്ന് കൊടുത്താൽ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും, അതാണ് മ്യൂ എസ്. മ്യൂ എസ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, പിന്നെ ആരുണ്ട്? എൻ. അപ്പോൾ എഫ് എസ് മാക്സിമം ഈക്വൽ ടു മ്യൂ എസ് എൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കിങ്ങനെ കിട്ടും. എന്താ ചോദിച്ചത്? റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണക്റ്റിംഗ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. ഇതാണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇതാണ് നോർമൽ റിയാക്ഷൻ, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് ചോദിച്ചത്. എഫ് എസ് മാക്സിമം ഈക്വൽ ടു മ്യൂ എസ് എൻ. മ്യൂ എസ് ആരാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എയുടെ ആൻസറാണ് ഇപ്പോൾ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ബി, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കൈനറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡി മൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫ്രിക്ഷനാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിലുള്ള ഫ്രിക്ഷനാണ്. ഈ രണ്ട് ഫ്രിക്ഷനും ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ് പഠിച്ചു വെക്കേണ്ടത്. അത് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ സി നോക്കൂ. എ മാസ് റെസ്റ്റ് ഓൺ എ ഹോറിസോണ്ടൽ പ്ലെയിൻ. ദ പ്ലെയിൻ ഈസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ വിത്ത് ഹോറിസോണ്ടൽ. ദ മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. Show that the coefficient of static friction between block and the surface is equal to tan theta. ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ പ്രൂവ് ചെയ്ത് കാണിക്കാം നമുക്ക്. അതായത് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, എ മാസ് റെസ്റ്റ് ഓൺ ഹോറിസോണ്ടൽ പ്ലെയിൻ എന്നാണ് ആദ്യം പറഞ്ഞത്.
എന്നിട്ട് ദ പ്ലെയിൻ ഗ്രാജുവലി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിരുന്നു, അതിൽ ഒരു മാസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്ലെയിൻ ഇങ്ങനെ ഉയർന്ന് മേലേക്ക് പോയി ഇതേപോലെ ആയി. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ മാസ് ഉള്ളത്, ചെരിഞ്ഞാണ് ഇപ്പോൾ മാസ് നിൽക്കുന്നത്. ഓക്കെ, അതാണ് ഈ കേസാണത് കേട്ടോ. ആദ്യം ലെവൽ സർഫേസിലാണ് മാസ് ഉണ്ടായിരുന്നത്, പിന്നെ ആ മാസ് ആ പ്ലെയിൻ ഇങ്ങനെ ചെരിഞ്ഞപ്പോൾ ആ മാസ് ഇങ്ങനെ ചെരിഞ്ഞു വന്നു. ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ഇപ്പോൾ മാസ് ഉള്ളത്. ഓക്കെ, എങ്കിൽ ഇതിൽ നേരെ ഈ ഡയറക്ഷനിൽ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ നേരെ കുത്തനെ ഇങ്ങോട്ട് എം ജി ഉണ്ടാവും. ഓക്കെ, നോർമൽ റിയാക്ഷൻ എപ്പോഴും ബോഡി എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് ഉണ്ടാകുക. ബോഡി നേരെ നിന്നാൽ നോർമൽ റിയാക്ഷൻ നേരെ മേലെ, ബോഡി ചെരിഞ്ഞ് നിന്നാൽ നോർമൽ റിയാക്ഷൻ ചെരിഞ്ഞിട്ടായിരിക്കും. എന്നാൽ ബോഡി എങ്ങനെ നിന്നാലും വെയിറ്റ് നേരെ കുത്തനെ താഴേക്ക് ഉണ്ടാകുക. അപ്പോൾ താഴേക്ക് കാണിച്ചിരിക്കുന്നത് എം ജി. ഇനി എം ജിനെ രണ്ടെണ്ണാക്കി മുറിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു ആംഗിൾ കാണാം തീറ്റ. എം ജിനെ രണ്ടെണ്ണാക്കി മുറിക്കുന്നു. ഒന്ന് എം ജി കോസ് തീറ്റ, പിന്നൊന്ന് എം ജി സൈൻ തീറ്റ. എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയും കാണാമല്ലോ. എം ജിനെ രണ്ടെണ്ണാക്കി മുറിച്ചു, എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയും. ഇവിടെ കോസ് വരാൻ കാരണം ഇവിടെ തീറ്റ ഉണ്ട്. ഈ തീറ്റയും ഈ രണ്ട് തീറ്റയും തുല്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫിഗർ വരുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബോഡി ചെരിഞ്ഞൊരു പ്രതലത്തിലല്ലേ ബോഡി നിൽക്കുന്നത്, എങ്കിൽ അത് താഴോട്ടല്ലേ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടാണ് ഉണ്ടാകുക? മുകളിലേക്ക്. ഫ്രിക്ഷൻ മുകളിലേക്കാണ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഫ്രിക്ഷൻ എം ജി സൈൻ തീറ്റയ്ക്ക് ഓപ്പോസിറ്റാണ് ഉണ്ടാകുക. നോർമൽ റിയാക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാരാ? എം ജി കോസ് തീറ്റ. എങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ഈക്വൽ ആയിരിക്കും. ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ ഏതൊക്കെ ഓപ്പോസിറ്റ് ഫോഴ്സുകൾ? ഒന്ന് നോർമൽ റിയാക്ഷൻ, പിന്നെ ഒന്ന് എം ജി കോസ് തീറ്റ. എങ്കിൽ ഇങ്ങനെ എഴുതട്ടെ, എം ജി കോസ് തീറ്റ ഈക്വൽ ടു എൻ എഴുതിക്കൂടെ? നോർമൽ റിയാക്ഷനും എം ജി കോസ് തീറ്റ ഓപ്പോസിറ്റ് അല്ലേ? ഇക്വിലിബ്രിയം കേസിൽ ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ഈക്വൽ ആയിരിക്കും. എങ്കിൽ വേറൊരു ഇക്വേഷൻ നോക്ക്, ഇക്വേഷൻ 1 ഇത്. ഇക്വേഷൻ 2 നോക്കിക്കോ. വേറെ ഏതൊക്കെ ഓപ്പോസിറ്റ് ഫോഴ്സുകൾ? ഫ്രിക്ഷനും എം ജി സൈൻ തീറ്റ അല്ലേ? എം ജി സൈൻ തീറ്റ പിന്നെ ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എഫ് എസ് മാക്സിമാണ്. എന്താ എഫ് എസ് മാക്സിമം എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ ഇത് എഫ് എസ് മാക്സിമാണ്. ഓക്കെ, എങ്കിൽ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, എങ്കിൽ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യാം. ഇക്വേഷൻ 2 എന്താ? എം ജി സൈൻ തീറ്റ ഈക്വൽ ടു എഫ് എസ് മാക്സിമം. എം ജി സൈൻ തീറ്റ ഈക്വൽ ടു എഫ് എസ് മാക്സിമം. ഇക്വേഷൻ 1 എന്താ? എം ജി കോസ് തീറ്റ ഈക്വൽ ടു എൻ. ഓക്കെ, അപ്പോൾ മുകളിൽ കാണുന്നത് ഇക്വേഷൻ 2, താഴെ കാണുന്നത് ഇക്വേഷൻ 1 ആണ്. ഓക്കെ, എങ്കിൽ എം ജി രണ്ടിടത്തുനിന്ന് വെട്ടിപ്പോവും. സൈൻ ബൈ കോസ് ടാൻ തീറ്റ ഈക്വൽ ടു എഫ് എസ് മാക്സിമം ബൈ എൻ എന്ന് പറഞ്ഞാൽ മ്യൂ എസ് ആണ്. മ്യൂ എസ് അതെങ്ങനെ കിട്ടി? നിങ്ങൾ നേരത്തെ പഠിച്ചില്ലേ? എഫ് എസ് മാക്സിമം ഈക്വൽ ടു മ്യൂ എസ് എൻ, ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ തൊട്ട് മുമ്പ്? എങ്കിൽ അതിലെ എൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്താവും? എഫ് എസ് മാക്സിമം ബൈ എൻ ഈക്വൽ ടു മ്യൂ എസ്. കണ്ടോ? എഫ് എസ് ഇതാ ഇവിടെ എഫ് എസ് മാക്സിമം ബൈ എൻ. എഫ് എസ് മാക്സിമം ബൈ എൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വരാം മ്യൂ എസ്. എഫ് എസ് മാക്സിമം ബൈ എൻ ഈക്വൽ ടു മ്യൂ എസ് ആണ്. അതുകൊണ്ട് ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ എസ് എന്ന് കിട്ടിയില്ലേ? നിങ്ങളോട് എന്താ കാണാൻ ചോദിച്ചത്? ഇതാ a mass rests on a horizontal plane. The plane is gradually inclined until at an angle with the horizontal. Mass just begins to slide. Show that coefficient of static friction. Ara coefficient of static friction? Mu s. Between block and the surface is equal to tan theta. അപ്പോൾ mu s equal to tan theta എന്ന് പ്രൂവ് ചെയ്യാനല്ലേ ചോദിച്ചത്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ ചോദിച്ചത്? അപ്പോൾ ഇതാ mu s equal to tan theta എന്ന് പ്രൂവ് ചെയ്തു. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ 3 നോക്കൂ. ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സർക്കുലർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. Question: if the centripetal force is provided by the horizontal components of n and f, arrive at an expression for maximum safe speed. Very important question. എന്തായാലും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് 100% വിശ്വസിക്കുന്നത്. അത് ഉണ്ടാകുമെന്ന് ഞാനും ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. എന്തായാലും ഇത് 2023 മാർച്ചിലെ, അതായത് അടുത്ത ദിവസം എഴുതാൻ പോകുന്ന എക്സാമിന്
ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഡെറൈവ് ചെയ്യണം. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. ഡെറൈവ് ചെയ്യാൻ പഠിക്കണം. അതിൽ അതിൻ്റെ കൂടെ ബി പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട് ദ ഓപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക് റോഡ് ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ ഓൺ ഇറ്റ്സ് ടയേഴ്സ് ഈസ് ഗിവൺ ബൈ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. ഈ ഫിഗർ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഫിഗർ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഫിഗറിൽ മുകളിൽ n കാണാം, n കോസ് തീറ്റ കാണാം, mg കാണാം, അതുപോലെ f സൈൻ തീറ്റ കാണാം. പിന്നെ ഈ a = v²/r എന്ന് പറയുന്ന ഒരു ഭാഗവും നിങ്ങൾക്ക് കാണാം. ഓക്കെ, എങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് n-ഉം ഇത് n കോസ് തീറ്റയാണെങ്കിൽ ഇത് n സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അവിടെ n സൈൻ തീറ്റ ഉണ്ടാവും. അതുപോലെ ഇത് f, ഇങ്ങോട്ട് f, ഇതാണ് f എങ്കിൽ താഴേക്ക് f സൈൻ തീറ്റ ഉണ്ട് എങ്കിൽ ഇത് ഇവിടെ f കോസ് തീറ്റ ഉണ്ടാവും. ആ a = v²/r എന്ന് കാണുന്ന സ്ഥലം ഏതാ? a = v²/r എന്ന് പറയുന്ന ആ ഭാഗം ഏതാ? സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ സ്ഥലമാണ്. ആക്സിലറേഷൻ v²/r വരും എപ്പോഴാണ്? സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ കാണുന്ന n-ൻ്റെ ഒരു കോമ്പണൻ്റാണ് n സൈൻ തീറ്റ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനത് വീണ്ടും വരക്കാൻ വേണമെങ്കിൽ ഇതാണ് ആ ഫിഗർ. ഓക്കെ, ഇവിടെയാണ് കാറുള്ളത്. ഇതാണ് നോർമൽ റിയാക്ഷൻ. ആ നോർമൽ റിയാക്ഷനെ രണ്ടെണ്ണാക്കി മുറിച്ചാൽ ഒന്ന് n കോസ് തീറ്റ, ഒന്ന് n സൈൻ തീറ്റ. ഓക്കെ, പിന്നെ താഴേക്ക് നേരെ കുത്തനെ കാണുന്നതാണ് mg, ഇങ്ങോട്ട് കാണുന്നതാണ് f. എഫിനെ രണ്ടെണ്ണാക്കി മുറിച്ചാൽ mgയുടെ ഡയറക്ഷനിൽ ഒരാൾ വരും f സൈൻ തീറ്റ, പിന്നെ n സൈൻ തീറ്റേൻ്റെ ഡയറക്ഷനിൽ ഒരാൾ വരും f കോസ് തീറ്റ. ഈ f കോസ് തീറ്റയും n സൈൻ തീറ്റയും സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് ഉണ്ടാകുക. ഓക്കെ, അതാണ് ആ ഫിഗർ കേട്ടോ. ആ ഫിഗർ ഞാൻ വീണ്ടും ജസ്റ്റ് വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ. ഈ ഫിഗർ വെച്ചാണ് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് നമുക്ക് പോകേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ആ ഫിഗർ കളിയാണ്, മേളിൽ ഫിഗർ ഉള്ളത് കൊണ്ട്. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക. ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ ഇക്വേഷൻ എഴുതേണ്ടത്? ഇവിടെ നോക്ക്, a = v²/r എന്ന് കാണിച്ചത് സെൻട്രിപീറ്റൽ ആക്സലറേഷനെയാണ്. സെൻട്രിപീറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ഡയറക്ഷനിലാണ് ആരുണ്ടാകുക? സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടാകുക. എങ്കിൽ സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv²/r ആണ്. ആ mv²/rൻ്റെ ഡയറക്ഷനിലാണ് ആരൊക്കെ ഉള്ളത്? n സൈൻ തീറ്റ, പിന്നെയോ f കോസ് തീറ്റ. f കോസ് തീറ്റ, f എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷനാണ്. അപ്പോൾ നമുക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സ് mv²/rന് പകരമാണ് ആരൊക്കെ ഉള്ളത്? n സൈൻ തീറ്റയും f കോസ് തീറ്റയും ഉള്ളത് അല്ലേ? n സൈൻ തീറ്റയും f കോസ് തീറ്റയും ഒരേ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. കിട്ടിയല്ലോ. എന്താണ്? n സൈൻ തീറ്റ പ്ലസ് f കോസ് തീറ്റ = mv²/r. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്ക്, നേരെ മുകളിലേക്കുള്ള ഫോഴ്സ് ഏതാ? n കോസ് തീറ്റയാണ് അല്ലേ? നേരെ മുകളിലേക്കുള്ളത് n കോസ് തീറ്റയാണ്. താഴേക്ക് ആരൊക്കെയാണുള്ളത്? mg ഉണ്ട്, അതേപോലെ തന്നെ f സൈൻ തീറ്റ ഉണ്ട്. എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിക്കൂടെ? എന്ത്? n കോസ് തീറ്റ, മുകളിലേക്കുള്ളത് n കോസ് തീറ്റ, താഴേക്ക് ആരൊക്കെയുള്ളത്? mg പ്ലസ് f സൈൻ തീറ്റ. താഴേക്ക് രണ്ടെണ്ണില്ല, mg ഉണ്ട്, f സൈൻ തീറ്റ ഉണ്ട്. മുകളിലേക്ക് n കോസ് തീറ്റ മാത്രം, താഴേക്ക് mg ഉണ്ട്, f സൈൻ തീറ്റ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങോട്ട്, അതായത് a = v²/r എന്ന് പറയുന്ന സെൻട്രിപീറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷനിലുള്ള രണ്ട് ഫോഴ്സുകളാണ് n സൈൻ തീറ്റയും f കോസ് തീറ്റയും. അത് രണ്ടും സെൻട്രിപീറ്റൽ ഫോഴ്സിന് പകരം എഴുതി mv²/r = n സൈൻ തീറ്റ പ്ലസ് f കോസ് തീറ്റ. പിന്നെ നേരെ മുകളിലേക്കുള്ളത് n കോസ് തീറ്റ, നേരെ താഴേക്കുള്ളത് mgയും f സൈൻ തീറ്റയും. അങ്ങനെ എഴുതി. എങ്കിൽ ഈ f സൈൻ തീറ്റേനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ n കോസ് തീറ്റ മൈനസ് f സൈൻ തീറ്റ = mg. ഓക്കെ, ഇങ്ങനൊരു സംഭവം കിട്ടിയല്ലോ. എങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ, ഇത് ഞാൻ ആദ്യം എഴുതാണ്. ഈ ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതാണ്. ഇത് എന്താണത്? ഇതിങ്ങനെ എഴുതാണ്. n സൈൻ തീറ്റ പ്ലസ് f കോസ് തീറ്റ = mv²/r. ഇതാണ് ഇക്വേഷൻ 1. ഈ ഇക്വേഷനെയാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഇക്വേഷനെയാണ് ഞാൻ നെക്സ്റ്റ് എഴുതുന്നത്. ഇതാണ് ഇക്വേഷൻ. n കോസ് തീറ്റ മൈനസ് f സൈൻ തീറ്റ = mg. ഓക്കെ, ഇതാണ് ഇക്വേഷൻ 2. രണ്ട് ഇക്വേഷനും ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. എങ്കിൽ
ഇനി ശ്രദ്ധിക്കേണ്ടത് ഇക്വേഷൻ 1/2 ചെയ്യാം. ഇക്വേഷൻ 1/2. ഇക്വേഷൻ 1/2 ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ശ്രദ്ധിക്കുക. മുകളിൽ എൻ സൈൻ തീറ്റ പ്ലസ് ഈ എഫ് കോസ് തീറ്റ. ഈ എഫ് എന്ന് പറയുന്നത് എഫ് എസ് മാക്സിമാണ്. എഫ് എന്ന് പറഞ്ഞാൽ ആരാ? എഫ് എന്ന് പറയുന്നത് എഫ് എസ് മാക്സിമാണ്. എഫ് എസ് മാക്സിമത്തിനെ മ്യൂ എസ് എന്ന് എഴുതിക്കൂടെ? എഫ് എസ് മാക്സിമത്തിനെ മ്യൂ എസ് എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എഫ് എസ് മാക്സിമാണ്, അതിന് മ്യൂ എസ് എന്ന് എഴുതാം. അതുകൊണ്ട് ഈ എൻ സൈൻ തീറ്റ ഞാൻ എഴുതി. പിന്നെ ഈ എഫില്ലേ, എഫിന് പകരം എന്ത് കൊടുക്കാം? മ്യൂ എസ് എൻ. പിന്നെ ആരുണ്ട്? കോസ് തീറ്റ. ഇനി റൈറ്റ് സൈഡിൽ എന്തുണ്ട്? mv²/r. ഓക്കെ. ഇനി ഇക്വേഷൻ 2ൻ്റെ അടിയിൽ എഴുതണം. എന്താ? എൻ കോസ് തീറ്റ പിന്നെ മൈനസ് എഫിൻ്റെ സ്ഥാനത്ത് നേരത്തെ എഴുതിയ പോലെ തന്നെ മ്യൂ എസ് എൻ എഴുതണം. പിന്നെ ആരുണ്ട്? സൈൻ തീറ്റ. അടിയിൽ പിന്നെ എം ജി ആണുള്ളത്. ഇപ്പോൾ ഒരു എം ജി കൊടുക്കുക. ഓക്കെ. എങ്കിൽ ശ്രദ്ധിക്കുക, ഇതിൽ മുകളിലും താഴെ എല്ലാത്തിലും എൻ ഉണ്ട്. അതുകൊണ്ട് എൻ ക്യാൻസലായിപ്പോൾ പിന്നെ എന്ത് ബാക്കിയുണ്ട്? സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ അല്ലേ? എല്ലാത്തിലും എൻ ഉണ്ട്. മേലെ ഇതിൽ എൻ ഉണ്ട്, ഇതിലും എൻ ഉണ്ട്. രണ്ടും പുറത്തെടുക്കും. താഴത്തേലും എൻ രണ്ടിലും ഉണ്ട്, പുറത്തെടുക്കും. എങ്കിൽ എണ്ണും വെട്ടിപ്പോവും. ഓക്കെ. അടിയിൽ ഇനി എന്താ ബാക്കിയുള്ളത്? കോസ് തീറ്റ ഉണ്ട്, മൈനസ് മ്യൂ എസ് ഉണ്ട്, പിന്നെ സൈൻ തീറ്റ ഉണ്ട്. പിന്നെ മുകളത്തെയും താഴത്തെ എം വെട്ടിപ്പോയി. എങ്കിൽ റൈറ്റ് സൈഡിൽ v²/rg ആണ് ഉള്ളത്. ഓക്കെ. ഇത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. എങ്കിൽ ഞാനിത് ഇപ്പുറത്തെ സൈഡിൽ എഴുതിയത് ഒഴിവാക്കണേ. ഇനി ഞാൻ ഈ ആർ ജിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ ആർ ജി പിന്നെ സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ. ഓക്കെ. ഈക്വൽ ടു v². നമുക്ക് വി ആണ് കിട്ടേണ്ടത്. വി കിട്ടാൻ ഇതിന് റൂട്ട് കൊടുത്താൽ മതി. ഓക്കെ. അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് എഴുതാതെ ഇതിൽ തന്നെ എഴുതാണ്. ഇവിടെ ഒരു റൂട്ട് കൊണ്ട് കൊടുത്താൽ വി കിട്ടി. ഓക്കെ. ഇതൊന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി. ഈ സൈൻ തീറ്റേനെയും കോസ് എല്ലാത്തിനെയും കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താവും? ടാൻ ആവും. പ്ലസ് മ്യൂ എസ്. കോസിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോസ് പോവും അല്ലേ? കോസ് ബൈ കോസ് 1 ആയി പോയില്ലേ? അടിയിൽ എല്ലാത്തിനെയും കോസ് കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. എങ്കിൽ ഈ കോസിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മൈനസ് മ്യൂ എസ്. ഈ സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. ഇതാണ് മാക്സിമം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. ഈ ഡെറിവേഷനാണ് എല്ലാ വർഷവും ചോദിക്കുക. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇതാണ് മാക്സിമം സേഫ് സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. ചെരിച്ച് നിർമ്മിച്ച റോഡിൽ ഒരു കാറിന് പോകാൻ പറ്റുന്ന മാക്സിമം സേഫ് സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ. എന്നാൽ ഓപ്റ്റിമം സ്പീഡ്, ക്വസ്റ്റ്യൻ ബി നോക്ക്. ഓപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ചോദിച്ചാൽ നിങ്ങൾ മ്യൂ എസ് കളയുക. ഇതിൽ നിന്ന് മ്യൂ എസ് കളഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്റ്റിമം സ്പീഡ് കിട്ടും. ഞാനിവിടെ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം. മ്യൂ എസ് കളഞ്ഞാൽ ഓപ്റ്റിമം സ്പീഡ് കിട്ടും. നോക്കിക്കോ, വി മാക്സ്. ഓപ്റ്റിമം സ്പീഡാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ വി മാക്സ് ഈക്വൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റ ഉണ്ട്. ഈ മ്യൂ എസ് എന്തായിപ്പോയി? ഈ മ്യൂ എസ് 0 ആയിപ്പോയി. ഓക്കെ, അത് കളഞ്ഞു. പിന്നെ ഈ മ്യൂ എസ് 0 ആയാൽ ഇത് മൊത്തം 0 ആയി പോവും. ഓക്കെ. പിന്നെ 1 - 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ റൂട്ട് ആർ ജി ടാൻ തീറ്റ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇതാണ് ഓപ്റ്റിമം സ്പീഡ്. ഓപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ തേയ്മാനില്ലാതെ കാറിന് പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ തേയ്മാനില്ലാതെ, ടയറിന് തേയ്മാനില്ലാതെ കാറിന് പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡാണ് ഈ ഓപ്റ്റിമം സ്പീഡ്. അതിൻ്റെ ഇക്വേഷനാണ് റൂട്ട് ആർ ജി ടാൻ തീറ്റ. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. റൂട്ട് ആർ ജി ടാൻ തീറ്റ ഇതാണ് ആൻസർ. ഓക്കെ. റേഡിയസിനെ സ്മോൾ ആറോ ക്യാപിറ്റൽ ആറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ഫോൾസ്. അതായത് നിങ്ങളോട് കറക്റ്റ് സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫോൾസ് എന്നാണ്. ഇതിലേതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചത് അല്ലേ? സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫോൾസ്. ശരി ഏതാണ്, തെറ്റേതാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ഫോൾസ്.
തെറ്റാണെങ്കിൽ അത് ശരിയാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ്? തെറ്റാണെങ്കിൽ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, സ്പ്രിംഗ് ബാലൻസ് ഗീവ്സ് ദ മാസ് ഓഫ് ദി ബോഡി വൈൽ കോമൺ ബാലൻസ് ഗീവ്സ് ഇറ്റ്സ് വെയ്റ്റ്. തെറ്റാണ്. ഇത് ഫോൾസ് ആണ്. നേരെ തിരിച്ചാണ് പറയേണ്ടത്. സ്പ്രിംഗ് ബാലൻസ് ഗീവ് ദ വെയ്റ്റ് ആൻഡ് കോമൺ ബാലൻസ് ഗീവ്സ് ദ മാസ്. തിരിച്ചാണ് കേട്ടോ. സ്പ്രിംഗ് ബാലൻസിന്ന് വെയ്റ്റും കോമൺ ബാലൻസിന്ന് മാസുമാണ് അളക്കുന്നത് കേട്ടോ. ആ രീതിയിലാണ് തിരിച്ചാണ് വരേണ്ടത്. നേരെ തിരിച്ച് പറഞ്ഞാൽ മതി. ഇപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നേരെ തിരിച്ച്. സ്പ്രിംഗ് ബാലൻസ് എന്തുമായിട്ട് ബന്ധമാണ്? വെയ്റ്റുമായിട്ട്. കോമൺ ബാലൻസ് മാസുമായിട്ടാണ് ബന്ധം. തിരിച്ചാണ് പറയേണ്ടത്. രണ്ടാമത്തെ എന്താ? ഇഫ് ദ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ടു ബോഡീസ് ഓഫ് ഡിഫറെൻറ്റ് മാസസ് ഫോർ ദി സെയിം ടൈം ആൻഡ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ടു ബോഡീസ് ഈസ് ദ സെയിം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? If the same force is applied on two bodies of different masses for the same time and change in momentum of two bodies is same. Force same ആണെങ്കിൽ if the same force is applied on two bodies of different masses, അല്ലേ, ഫോഴ്സ് സെയിം ആണ്, ഒരേ ടൈമിൽ സെയിം ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നു എങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം സെയിം ആണ്. ഇത് ശരിയാണ്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രൂ. ഒന്നും പറയാനില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ ബി. സ്റ്റേറ്റ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആൻഡ് അറൈവ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ ബി. എന്താ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. Rate of change of momentum of a body is directly proportional to applied force. ഇതല്ലേ? Newton's second law states that rate of change of momentum of a body is directly proportional to applied force and change in momentum takes place in the direction of force എന്ന് കൂടി അതിൽ പറയണം അല്ലേ? എന്താണ് അവിടെ എക്സ്ട്രാ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് സംഭവിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത്രയും പറയണം കേട്ടോ സ്റ്റേറ്റ്മെൻറ്റ്. എങ്കിൽ അറൈവ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം dp/dt പ്രൊപ്പോർഷണൽ ടു എഫ് എന്നാണ് അല്ലേ? ആണല്ലോ. ഇതിനെ ഞാൻ ശ്രദ്ധിക്കുക. ഞാനിതിനെ ഇങ്ങനെ എഴുതാണ്, എഫ് പ്രൊപ്പോർഷണൽ ടു dp/dt എഴുതാലോ. dp/dt പ്രൊപ്പോർഷണൽ ടു എഫ് അല്ലെങ്കിൽ എഫ് പ്രൊപ്പോർഷണൽ dp/dt. എങ്കിൽ ഈ dp/dt എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ്. എങ്കിൽ എഫ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും കെ, പിന്നെ ആര്? dp/dt. ഓക്കെ. ഇനി എഫ് ഈക്വൽ ടു കെ 1 ആയിട്ട് എടുക്കുക. കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സിംപ്ലിസിറ്റിക്ക് വേണ്ടി കെ 1 എടുക്കുക. എങ്കിൽ കെ 1 ആയിട്ട് പോയി. പിന്നെ d/dt. പി എന്ന് പറഞ്ഞാൽ എം വി എന്ന് എഴുതിക്കൂടെ? പി എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് അല്ലേ? മൊമെൻ്റത്തിന് എം വി എന്ന് എഴുതാലോ. എങ്കിൽ എഫ് ഈക്വൽ ടു എം കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? dv/dt. എങ്കിൽ എഫ് ഈക്വൽ ടു എം dv/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു എം എന്ന് കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ? സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് അറൈവ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് എന്നല്ലേ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയല്ലോ, എഫ് ഈക്വൽ ടു എം എ. ഓക്കെ, എഫ് ഈക്വൽ ടു എം എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചത്. ഇനി ക്വസ്റ്റ്യൻ സി. എ മോട്ടോർ സൈക്കിൾ ആൻഡ് ബസ് ആർ മൂവിങ് വിത്ത് സെയിം മൊമെൻറ്റം. വിച്ച് ഓഫ് ദം ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? ജസ്റ്റിഫൈ. ഓക്കെ, ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് മോട്ടോർ സൈക്കിളും ബസ്സും സെയിം മൊമെൻറ്റത്തിലാണ് മൂവ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദം ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി എന്ന ചോദ്യം. നിങ്ങൾ കൈനറ്റിക് എനർജീനെ p²/2m എന്ന് പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജിക്ക് ഇക്വേഷൻ എന്താ? p²/2m. എങ്കിൽ ബസ്സിനും മോട്ടോർ സൈക്കിളിനും മൊമെൻറ്റം സെയിം ആണ്. എങ്കിൽ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലേ? കൈനറ്റിക് എനർജി ഇവിടെ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. മൊമെൻറ്റം രണ്ടിനും സെയിം ആണെങ്കിൽ പി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാമല്ലോ. പിന്നെ 2 ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. എങ്കിൽ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലേ? കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. എങ്കിൽ
ഒരു കാര്യം ശ്രദ്ധിക്കുക, മാസ് കുറഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും. മാസ് കുറഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും. ഇവിടെ മാസ് കുറവായിരിക്കാം മോട്ടോർ സൈക്കിളിനല്ലേ, ബസ്സിനേക്കാൾ മാസ് കുറവ് മോട്ടോർ സൈക്കിളിനല്ലേ. അപ്പോൾ മോട്ടോർ സൈക്കിളിന് മാസ് കുറവാണ്, അതുകൊണ്ട് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ചോദ്യം എന്താ? വിച്ച് ഓഫ് ദം ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി എന്നല്ലേ. ആൻസർ എന്താ? മോട്ടോർ സൈക്കിളിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ. അതിന് കാരണം മോട്ടോർ സൈക്കിളിന് മാസ് കുറവാണ്, അതല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്? ഈ സംഭവം വെച്ചാണ് പറയേണ്ടത്, ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് അത് പറയേണ്ടത്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വി ആർ ഫെമിലിയർ വിത്ത് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. സ്റ്റേറ്റ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, വീണ്ടും പറയുന്നില്ല. യൂസിങ് എബോ ലോ എക്സ്പ്ലെയിൻ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഈ ലോയിൽ നിന്ന് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാൻ. പിന്നെ രണ്ടാമത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പ്രൂവ് ചെയ്യാൻ. ഈ രണ്ട് സാധനങ്ങളും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ബിയുടെ ഒന്നാമത്തത് ചെയ്യാം. ഇമ്പൾസ് മൊമെൻറ്റം തിയറിയാണ് ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എഫ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി, ഇതല്ലേ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. എങ്കിൽ ശ്രദ്ധിക്കുക, ഞാനിതിൽ എഫ് ഈക്വൽ ടു കെ ഡി പി ബൈ ഡി ടി എന്ന് എഴുതട്ടെ. എന്തിനാ കെ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണമല്ലോ, അതാണ് കെ. എങ്കിൽ കെ ഞാൻ 1 എന്ന് എടുത്തു, എങ്കിൽ ഇതെന്തായി മാറി? എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, ഇനി ഈ ഡി ടിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എഫ് ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി പി എന്നായി മാറിയില്ലേ. എങ്കിൽ എഫ് ഇൻറ്റു ഡി ടി, എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ഡി ടി എന്ന് പറഞ്ഞാൽ ടൈം. ഈ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഇമ്പൾസാ, ഇമ്പൾസ്. ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം. എന്ത് കിട്ടി? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നതാണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറി. അപ്പോൾ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ ഞാൻ പ്രൂവ് ചെയ്തല്ലോ. എവിടെ നിന്നാണ് പ്രൂവ് ചെയ്തത്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന്. ഇതാണ് ക്വസ്റ്റ്യൻ ബിയുടെ ഒന്നാമത്തതിൻ്റെ ആൻസർ. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ ബിയുടെ രണ്ടാമത്തിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ ബിയുടെ രണ്ടാമത്തത് എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ. വീണ്ടും ഞാൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഴുതുന്നു, എഫ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. എങ്കിൽ എഫ് ഈക്വൽ ടു കെ ഡി പി ബൈ ഡി ടി. ഓക്കെ, എങ്കിൽ കെനെ എന്തായിട്ട് എടുക്കുക? 1 ആയിട്ട് എടുക്കുക. എങ്കിൽ എഫ് ഈക്വൽ ടു എന്താ? ഡി പി ബൈ ഡി ടി. അപ്പോൾ എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ. എങ്കിൽ ഇഫ് എഫ് ഈക്വൽ ടു 0, ആരാ എഫ്? എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എഫ് 0 ആയാൽ ഡി പി ബൈ ഡി ടി എന്താവും? ഡി പി ബൈ ഡി ടി എന്താവും? 0 ആവില്ലേ. ഈ എഫ് ഈക്വൽ ടു 0 ആയാൽ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 അല്ലേ. എന്താ ഈ ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ? ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം 0 എന്ന് പറഞ്ഞാൽ പി എന്താണ്? പി ഈസ് കോൺസ്റ്റൻറ്റ്. ശരിക്കും ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ പീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യലല്ലേ. പീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 0 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? പി കോൺസ്റ്റൻ്റ് ആണെന്നാ. കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലല്ലേ 0 കിട്ടുക. അതുകൊണ്ട് ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ പി കോൺസ്റ്റൻ്റ് എന്നർത്ഥം. പി കോൺസ്റ്റൻറ്റ്. എഫ് 0 ആയിരിക്കുമ്പോൾ പി കോൺസ്റ്റൻറ്റ്. ഇതല്ലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയുന്നത്. If external force acting on a body is 0, its total linear momentum is constant. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അത് ഈ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രൂവ് ചെയ്തു. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ സി. എ സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 meter is banked at an angle 15 degree. The coefficient of friction between the wheels of race car and the road is 0.2. Find optimum speed of race car to avoid wear and tear on its tire. Maximum permissible speed to avoid slipping. രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞത്? ഒന്ന് ഓപ്റ്റിമം സ്പീഡ് അല്ലേ. ക്വസ്റ്റ്യൻ സിയുടെ 1. ഓപ്റ്റിമം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, റൂട്ട് ആർ ജി ടാൻ തീറ്റ കേട്ടോ. എങ്കിൽ റൂട്ട് ആർ എത്ര? റേഡിയസ്. സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 meter. അപ്പോൾ ആറിന് 300 ഇൻറ്റു ജീന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എത്രയാണെന്ന് തന്നിട്ടില്ല, 9.8 എടുക്കാം, അല്ലെങ്കിൽ 10 എടുക്കാം. ഇവിടെ 9.8 ഒന്ന് എടുക്കാം. ഇൻറ്റു ടാൻ, ഇവിടെ ആംഗിൾ 15 ആണ്, അതുകൊണ്ട് ടാൻ 15. ഓക്കെ, ഇത് ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഏകദേശം
28.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, സ്വന്തമായി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. റൂട്ട് 300 × 9.8 × 1015 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, എങ്കിൽ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ്. മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ റൂട്ട് RG tan തീറ്റ പ്ലസ് മ്യൂ എസ് അല്ലേ ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇതല്ലേ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ വാല്യൂസ് അപ്ലൈ ചെയ്യുക. R എത്രയാ 300 ഇൻറ്റു G എത്രയാ 9.8 ഓക്കെ ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ tan 15 പ്ലസ് മ്യൂ എസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ 0.2. ഇത് അവിടെ 0.2 തന്നിട്ടുണ്ട്. ഇതാ ഈ 0.2 മ്യൂ എസ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ബൈ 1 മൈനസ് മ്യൂ എസിൻ്റെ വാല്യൂ എത്ര 0.2 ഇൻറ്റു ടാൻ തീറ്റ ഇല്ലേ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ tan 15. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസറാണ് കിട്ടുക 38.1 മീറ്റർ പെർ സെക്കൻഡ്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചൊരു വാല്യൂ ആണ്. കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ആൻസർ 38.1 എന്നാണ് കിട്ടുക. നിങ്ങൾ സ്വന്തമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മാച്ച് ദ ഫോളോയിങ് ആണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്തുമായിട്ടാണ് ബന്ധം? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അറിയപ്പെടുന്നത് ലോ ഓഫ് ഇനർഷ്യ എന്നാണ് കേട്ടോ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ലോ ഓഫ് ഇനർഷ്യ എന്നറിയപ്പെടുന്നു. ഇനി കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. മൊമെൻറ്റം ബിഫോർ കൊളീഷനും മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനും തുല്യമാണ്. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് കൊളീഷന് മുമ്പുള്ള മൊമെൻറ്റവും കൊളീഷന് ശേഷമുള്ള മൊമെൻറ്റവും തുല്യമായിരിക്കും. അല്ലെങ്കിൽ ഫയറിങ്ങിന് മുമ്പുള്ള മൊമെൻറ്റവും ഫയറിങ്ങിന് ശേഷമുള്ള മൊമെൻറ്റവും തുല്യമായിരിക്കും. ഏത് പ്രകാരം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പ്രകാരം. ന്യൂട്ടൻ്റെ തേർഡ് ലോ. ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താ? ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്ന് പറഞ്ഞാൽ ആക്ഷനും റിയാക്ഷനും അല്ലേ? ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ലോ അല്ലേ തേർഡ് ലോ. പിന്നെ ഇമ്പൾസ്. ഇമ്പൾസ് ആരുമായിട്ടാണ് ബന്ധം? ഇമ്പൾസ് ആരുമായിട്ടാണ് ബന്ധം? ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻറ്റുമായിട്ടാണ് ബന്ധം. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻറ്റുമായിട്ടല്ലേ ബന്ധം? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നല്ലേ ഇമ്പൾസ് മൊമെൻറ്റം തിയറി പറയുന്നത്? യെസ്, അപ്പോൾ ഇതാണ് കണക്ഷൻ കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഔട്ടർ സൈഡ് ഓഫ് എ circular track of radius 200 meter is raised to make an angle 15 with the horizontal. Which force provides necessary centripetal force for a car taking the circular track? ഒരു കാറ് ഒരു ടേണിംഗ് കടന്നു പോകണമെങ്കിൽ ഏത് ഫോഴ്സാണ് അവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ്. കാറിൻ്റെ ടയറിനും റോഡിനും ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് കാറിന് ഒരു വളവ് തിരിഞ്ഞു പോകാൻ സഹായിക്കുന്ന സെൻട്രിപീറ്റൽ ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. കാറിന് ഒരു വളവ് തിരിഞ്ഞു പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. വളവ് തിരിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷനാണ്. സർക്കുലർ മോഷൻ നടക്കണമെങ്കിൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. അവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സെൻട്രിപീറ്റൽ ഫോഴ്സായിട്ട് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നത് ആരാണ്? ആ കാറിൻ്റെ ടയറിന് റോഡിനിടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ക്വസ്റ്റ്യൻ ബി. Name the process by which the outer side of curved track is raised a little above the inner side. Banking of road. Banking of road. അതായത് വളവുകളിൽ റോഡ് ഇങ്ങനെ ചെരിച്ച് നിർമ്മിക്കൂലേ, പുറത്തെ ഭാഗം ഔട്ടർ സൈഡ് പൊക്കിയിട്ട് ലോവർ സൈഡ് താഴ്ന്നിട്ടുണ്ടാവും. ഇങ്ങനെ ചെരിഞ്ഞാണ് റോഡ് ഉണ്ടാകുക. അതിനെയാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയാം. പിന്നെ സി. യൂസിങ് ദ ഡാറ്റ പ്രൊവൈഡഡ് ഇൻ ദിസ് കേസ് ഡിറ്റർമൈൻ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്കിഡിങ്. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം. എന്ത്? വി ഈക്വൽ ടു റൂട്ട് RG ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഓക്കെ, വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. 6 റേഡിയസ് 200 മീറ്റർ. ജിയുടെ വാല്യൂ നിങ്ങൾക്ക് 9.8 എന്ന് എടുക്കാം. ഓക്കെ, ഇൻറ്റു ടാൻ തീറ്റ ടാൻ 15 പ്ലസ് മ്യൂ എസ് ഇവിടെ തന്നിട്ടുള്ളത് എത്രയാ? 0.25. ഓക്കെ, ബൈ 1 മൈനസ് മ്യൂ എസ് 0.25 ഇൻറ്റു ടാൻ തീറ്റ 50 ആണ്, ടാൻ 15. ഓക്കെ, ഇതാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിനും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്.
ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം, പൊട്ടൻഷ്യൽ എനർജി. വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം, ഡാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. പൊട്ടൻഷ്യൽ എനർജിക്ക് എന്താ ഇക്വേഷൻ? mgh. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, ഡാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh. ഇനി ഇവിടെ കൈനറ്റിക് എനർജി, ആർക്കാ കൈനറ്റിക് എനർജി ഉണ്ടാകുക? മൂവിങ് ബോഡിക്ക്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ മൂവിങ് ബോഡി അല്ലേ. മൂവിങ് ബോഡിക്ക് കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഈക്വൽ ടു 12mv². ക്വസ്റ്റ്യൻ സി നോക്കും. മാസ് 10 കിലോഗ്രാം, ആക്സിലറേഷൻ കാണണം, ഫോഴ്സ് തന്നിട്ടുണ്ട് 10. എഫ് ഈക്വൽ ടു എം എന്നല്ലേ നിങ്ങൾ പഠിച്ചത്? എഫ് എത്ര തന്ന്? 10. മാസ് തന്നത് 10 ഇൻറ്റു ആക്സിലറേഷൻ. എങ്കിൽ 10 ഇപ്പുറത്തേക്ക് എടുക്കുക. 10/10 ഈക്വൽ ടു എ. 10/10 തന്നെ 1 ആണ്. അപ്പോൾ ആക്സിലറേഷൻ 1. അപ്പോൾ ഇവിടെ 1 എന്നാണ് ആൻസർ. 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാണ് കേട്ടോ. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് സിയുടെ ആൻസർ. അപ്പോൾ എയുടെ ആൻസർ mgh, ബിയുടെ ആൻസർ മൂവിങ് ബോഡി, പിന്നെ സിയുടെ ആൻസർ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡിയുടെ ആൻസർ ലിഫ്റ്റ് ഫോൾസ് ഫ്രീലി. ഒരു ലിഫ്റ്റ് ഫ്രീലി ഫാളിങ്, സാധാരണ ലിഫ്റ്റ് ഫ്രീലി ഫാളിങ് അല്ല, ഒരു കൃത്യമായി ഒരു കയറിൽ നമ്മുടെ കൺട്രോളിലാണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ലിഫ്റ്റ് എപ്പോഴാണ് ഫ്രീലി ഫാളിങ് ആകുക? ലിഫ്റ്റിൻ്റെ കയർ പൊട്ടിയാൽ, ലിഫ്റ്റിൻ്റെ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് ലിഫ്റ്റ് പൊട്ടി വീണാൽ അത് ഫ്രീലി ഫാളിങ് ആയിരിക്കും. ആ കേസിൽ എ ഈക്വൽ ടു ജി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ R 0 ആയിരിക്കും. R 0 ആയിരിക്കും. R എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ആട്ടോ. ചിലപ്പോൾ N എന്നും നമുക്ക് ഉപയോഗിക്കാം. N അല്ലെങ്കിൽ R 0 ആയിരിക്കും. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പാരൻ്റ് വെയിറ്റ് ആണ്. അപ്പാരൻ്റ് വെയിറ്റ് 0 ആയിരിക്കും. അതായത് അങ്ങനെ ലിഫ്റ്റ് പൊട്ടി വീണാൽ ആ ലിഫ്റ്റിൽ നിൽക്കുന്ന ആൾക്ക് 0 വെയിറ്റ് ആണ് ഫീൽ ചെയ്യുക. അതിനെയാണ് ഈ R അല്ലെങ്കിൽ N എന്നൊക്കെ പറയുന്നത്. നോർമൽ റിയാക്ഷൻ മീൻസ് അല്ലെങ്കിൽ R മീൻസ് അപ്പാരൻ്റ് വെയിറ്റ്. ഓക്കെ, അത് 0 ആയിരിക്കും. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. സ്റ്റേറ്റ് വെദർ ദ ഫോഴ്സ് ഈസ് എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ. ജസ്റ്റിഫൈ യുവർ ആൻസർ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ ഏത് ഫോഴ്സ് ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ? എക്സ്റ്റേണൽ ആണ്. എപ്പോഴും ഇൻറ്റേർണൽ ഫോഴ്സിന് ഒരിക്കലും ബോഡീനെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ എക്സ്റ്റേണൽ ഫോഴ്സാണ് ബോഡീനെ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ആൻസർ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ് കേട്ടോ. എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ് ആൻസർ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ പറയുന്ന ഫോഴ്സ് ഏതാണ്? എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ? നമുക്ക് അറിയുന്നതാണ് കേട്ടോ, എക്സ്റ്റേണൽ ഫോഴ്സ്. പിന്നെ ക്വസ്റ്റ്യൻ ബി, വാട്ട് ഹാപ്പൻസ് ടു ദി ലീനിയർ മൊമെൻറ്റം ആൻഡ് ഫോഴ്സ് ഈസ് ആബ്സെൻറ്റ്. വാട്ട് ഹാപ്പൻസ് ടു ലീനിയർ മൊമെൻറ്റം ആൻഡ് ഫോഴ്സ് ആബ്സെൻ്റ് ആണെങ്കിൽ, ഫോഴ്സ് 0 ആണെങ്കിൽ, ഫോഴ്സ് ആബ്സെൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഫോഴ്സ് 0. ഫോഴ്സ് 0 ആയാൽ ലീനിയർ മൊമെൻറ്റത്തിന് എന്ത് സംഭവിക്കുന്നല്ലേ? പി കോൺസ്റ്റൻറ്റ്. നേരത്തെ പറഞ്ഞല്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഫോഴ്സ് 0 ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റം പി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഫോഴ്സ് ആബ്സെൻ്റ് ആണെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, എങ്കിൽ അതിലടുത്ത ക്വസ്റ്റ്യൻ എന്താ? വൈ ഈസ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു റൊട്ടേറ്റ് എ സ്റ്റോൺ ബൈ ട്രൈങ് ഇറ്റ് ടു എ ലോങ്ങർ സ്ട്രിങ് ദാൻ എ ഷോർട്ടർ സ്ട്രിങ്. അതായത് ഒരു വലിയ നീളം കൂടിയ സ്ട്രിങ്ങിനെ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. വൈ ഈസ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു റൊട്ടേറ്റ് എ സ്റ്റോൺ ബൈ ട്രൈങ് ഇറ്റ് ടു എ ലോങ്ങർ സ്ട്രിങ്. വലിയ നീളമുള്ളൊരു കയറിൽ കല്ല് കെട്ടിയിട്ട് കറക്കൽ റിസ്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാരണം? ഇറ്റ് നീഡ് മോർ ടോർക്ക്. കൂടുതൽ ടോർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് കൂടിയാൽ ടോർക്ക് കൂടും. ലെങ്ത്ത് കൂടിയാൽ, അപ്പോൾ ഇവിടെ നിങ്ങൾ പറയേണ്ടത് മോർ ടോർക്ക് റിക്വയർഡ്. മോർ ടോർക്ക് റിക്വയർഡ് എന്തിന്? വലിയ സ്ട്രിങ് ആണെങ്കിൽ കൂടുതൽ ഇറ്റ് നീഡ് മോർ ടോർക്ക് എന്നാണ് നിങ്ങൾ ആൻസറായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ സിയുടെ ആൻസർ കിട്ടി. എന്തായിരുന്നു? സ്റ്റേറ്റ് വെദർ ദ ഫോഴ്സ് ഈസ് എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ്. ഫോഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിന് ഒരു മറുപടി കൂടി ഇങ്ങനെ കൊടുക്കണം. ഇതാണ് എക്സ്റ്റേണൽ എന്നാണ് ആൻസർ. എക്സ്റ്റേണൽ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയേണ്ടത്. ബിക്കോസ് ഇൻറ്റേർണൽ ഫോഴ്സ് can't change the momentum of a body.
ഇൻറ്റേർണൽ ഫോഴ്സിന് ഒരിക്കലും ഇൻറ്റേർണൽ ഫോഴ്സിന് ബോഡിയുടെ മൊമെൻറ്റത്തിനെ ചേഞ്ച് ആക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം അത്. ഓക്കെ, ഇൻറ്റേർണൽ ഫോഴ്സിന് ബോഡിയുടെ മൊമെൻറ്റത്തിനെ ചേഞ്ച് ആക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് എക്സ്റ്റേണൽ ഫോഴ്സാണ് അവിടെ വരേണ്ടത്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പാസഞ്ചർ ഓഫ് മാസ് 30 kg ഈസ് സ്റ്റാൻഡിങ് ഇൻ എ ലിഫ്റ്റ് വിച്ച് ഈസ് മൂവിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വിത്ത് ആൻ ആക്സലറേഷൻ 1.8 m/s². ക്വസ്റ്റ്യൻ എ, വിൽ ദ പാസഞ്ചർ എക്സ്പീരിയൻസ് എ ഡിക്രീസ് ഓർ ആൻ ഇൻക്രീസ് ഇൻ ഹിസ് വെയ്റ്റ്? എക്സ്പ്ലെയിൻ. ഇവിടെ ക്വസ്റ്റ്യനെ ശ്രദ്ധിക്കുക. ലിഫ്റ്റ് എ എന്ന് പറയുന്ന ആക്സലറേഷനിൽ താഴേക്ക് വരികയാണ് എങ്കിൽ പാസഞ്ചറിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വെയ്റ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. W = mg - a. ലിഫ്റ്റ് എ എന്ന് പറയുന്ന ആക്സലറേഷനിൽ താഴേക്ക് വരുമ്പോൾ ആ പാസഞ്ചറിൻ്റെ വെയ്റ്റ് W = mg - a ആണ് എപ്പോഴും പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇതാണ് ഇക്വേഷൻ. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ലിഫ്റ്റ് എ എന്ന് പറയുന്ന ആക്സലറേഷനിൽ വരുമ്പോൾ വെയ്റ്റ് ഡിക്രീസ് ആകുകയാണ് ചെയ്യുക. ആൻസർ ഡിക്രീസ് എന്നാണ് വരിക. ഓക്കെ, വിൽ ദ പാസഞ്ചർ എക്സ്പീരിയൻസ് ഡിക്രീസ് എന്നാണ് അവിടെ ആൻസർ വരേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ബി, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഇഫ് ദ കേബിൾ ഈസ് കട്ട് ആൻഡ് ദ ലിഫ്റ്റ് ഫാൾസ് ഫ്രീലി? ഓക്കെ, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഇഫ് ദ കേബിൾ ഈസ് കട്ട് ആൻഡ് ലിഫ്റ്റ് ഫാൾസ് ഫ്രീലി? കേബിൾ കട്ടായി എന്ന് വിചാരിക്കുക. അതായത് കേബിൾ പൊട്ടി വീണാൽ ഫ്രീലി ഫാളിങ്. അത് പൊട്ടി വീഴാന്ന് പറഞ്ഞാൽ ഫ്രീലി ഫാളിങ്ങാ. അങ്ങനെ സംഭവിച്ചാൽ എയും ജിയും തുല്യമാവും. എയും ജിയും തുല്യമായാൽ W = m × ഇത് G - G എന്നാവും. G - G എന്ന് പറഞ്ഞാൽ എന്താ? 0. അതുകൊണ്ട് വെയിറ്റ് 0 ആവും. അപ്പോൾ പൊട്ടി വീണ ലിഫ്റ്റിൽ അയാൾക്ക് 0 വെയിറ്റാണ് ഫീൽ ചെയ്യാം. എ എന്ന് പറയുന്ന ആക്സലറേഷനിൽ ലിഫ്റ്റിൽ താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ അയാൾക്ക് വെയിറ്റ് കുറയുന്നതായിട്ടാണ് തോന്നുക. എന്നാൽ ലിഫ്റ്റ് പൊട്ടി വീണാൽ അയാൾക്ക് 0 വെയിറ്റാണ് ഫീൽ ചെയ്യുക. അതാണ് ഈ കേസ്. ഓക്കെ, എന്നാൽ ഈ കേസാണ് ലിഫ്റ്റ് പൊട്ടാത്ത കേസിൽ ഇതാണ് സംഭവം. ക്വസ്റ്റ്യൻ എയുടെ ആൻസർ ഈ ഇക്വേഷൻ വെച്ചാൽ പറയാം. ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ ഇതാണ്. W = 0, വെയിറ്റ് 0 ആയിട്ടാണ് അയാൾക്ക് ഫീൽ ചെയ്യുക. അതാണ് നിങ്ങളിതിൽ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ.
ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ചെറിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. എന്തായാലും ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നത് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം. എ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 10 millimeter and length 1 meter and a 100 kN force stretches it along its length. Calculate the elongation of the steel rod. അവിടെ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ y = FL/A∆L. A∆L ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, എൽ ഒറിജിനൽ ലെങ്ത്ത്, എ ഏരിയ, ∆L എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ. അത് ഈ ∆Lനെ ചിലപ്പോൾ സ്മോൾ എൽ എന്ന് മാത്രം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഇതാണ് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ. എങ്കിൽ നിങ്ങൾക്കിതിൽ കാണാൻ പറഞ്ഞത് കാൽക്കുലേറ്റ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ കാണാൻ ചോദിച്ചാൽ ∆L കാണേണ്ടത്. ഓക്കെ, എങ്കിൽ ഈ ∆L ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് FL/AY എന്ന് എഴുതുക. ഉണ്ടോ? ഈ ∆L ഇങ്ങോട്ട് എടുത്തിട്ട് y അങ്ങോട്ട് ഉണ്ടായാൽ മതി. അപ്പോൾ ഇതാണ് ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, എങ്കിൽ ∆L എങ്ങനെ കാണാം? ∆L = FL/AY എന്നാണ്. എഫ് ഇവിടെ എത്രയാണ് തന്നത്? 100 kN ആണ്. 100 kN. ഞാനിവിടെ ഓരോന്നും എഴുതാം. എഫ് 100 kN അല്ലേ? K എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. അപ്പോൾ ഈ 100 എന്ന് പറഞ്ഞാൽ 10⁻², K എന്ന് പറഞ്ഞാൽ 10⁻3. അപ്പോൾ ഇത് മൊത്തം 10⁵n. അപ്പോൾ എഫിനെ 10⁵n ഇതാ കേട്ടോ. 100 10⁻², K 10⁻3, അപ്പോൾ 10⁵n ആയി കേട്ടോ. ഇനി ലെങ്ത് എത്രയാ? 1 മീറ്റർ. പിന്നെ റേഡിയസ് തന്നിട്ടുണ്ട് 10 മില്ലിമീറ്ററാണ്. 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 × 10⁻³ മീറ്ററാണ്. 10 മില്ലിമീറ്റർ അല്ലേ? അപ്പോൾ 10 × 10⁻³ ആണ്. എങ്കിൽ 10 × 10⁻³ എന്ന് പറഞ്ഞാൽ ഇത് 10⁻² എന്ന് എഴുതിയാൽ മതി. 10⁻² മീറ്റർ. ഓക്കെ, ഇതാണ് റേഡിയസ്. ഓക്കെ, എങ്കിൽ ഇതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ എന്ന് പറയുന്നത് πr². π എന്ന് പറഞ്ഞാൽ 3.14. r എന്ന് പറയുന്നത് ഇവിടെ 10⁻² ആണ്. അതിന് സ്ക്വയർ വന്നാൽ 10⁻⁴. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ഇതിലിത് അപ്ലൈ ചെയ്യാം അല്ലേ? ∆L = FL/AY ആണ്. എഫ് എത്രയാണ്? 10⁵. ഓക്കെ, അപ്പോൾ ∆L = 10⁵ ഇൻറ്റു ഈ 10⁵ എന്ന് പറഞ്ഞാൽ എഫിന് പകരം കൊടുത്താണ്. എഫ് എത്രയാ? 10⁵. എൽ എത്രയാ? 1 മീറ്റർ ബൈ A∆L അല്ല, AY ആണ് വരേണ്ടത് അല്ലേ? നമ്മൾ ∆Lൻ്റെ ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. എഫ് എത്രയാ? 10⁵ ഇവിടെ തന്നിട്ടുണ്ട്. എൽ 1 മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയും വൈയും ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എ എത്രയാ? 3.14 ഇൻറ്റു 10⁻⁴. ഓക്കെ, ഇതല്ലേ എ? ഓക്കെ, പിന്നെ ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാണ്? 2 × 10⁻11 അല്ലേ? എങ്കിൽ ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് ആൻസറാണ് കിട്ടുക? സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ മുകളിൽ 10⁵ ഉണ്ട്, അടിയിലൊരു 10⁻⁻4 ഉണ്ട്, അത് മേലെ വന്നാൽ 10⁻⁴. പിന്നെ 10⁻11 ഉണ്ട്, അത് മുകളിൽ വന്നാൽ 10⁻⁻11. അടിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? 3.14 ഇൻറ്റു 2. ഓക്കെ, എങ്കിൽ 2 × 3.14 എന്ന് പറഞ്ഞാൽ 6.28 ആണ്. 1/6.28 അല്ലേ? എത്ര കിട്ടുക? 0.159 എന്നാണ് കിട്ടുക. ഇൻറ്റു ഈ വാല്യൂസൊക്കെ സോൾവ് ചെയ്യുക. 10⁻9 ആണ് ഇത് ഉണ്ടാകുക അല്ലേ? 5ഉം 4ഉം കൂടി 9, ഇത് 11. അപ്പോൾ എന്താവും? 10⁻2 എന്നാണ് ബാക്കി ഉണ്ടാകുക. ഇത്രയും മീറ്ററാണ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്താണ്?
0.159 into 10 raised to minus 2 meter. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിടുത്തം കിട്ടിയല്ലോ. ഇവിടെ ഏരിയ കണ്ടുപിടിച്ചത് πr² വെച്ചാണ്. പൈ 3.14 ആണ്. ആർ എത്രയായിരുന്നു? 10 raised to minus 2 ആണ്. പക്ഷേ സ്ക്വയർ ഉള്ളതുകൊണ്ട് 10 raised to minus 4 ആയതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ സ്ട്രെസ്. ഇത് സ്ട്രെസ് എന്നാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ വയേഴ്സ് ഓഫ് 2 മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ ഗിവൺ ബിലോ. ഓക്കെ, വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ? ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഗ്രാഫിൽ ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ അത് കൂടുതൽ ഡക്റ്റൈലാണ്. എന്നാൽ ഗ്രാഫ് പെട്ടെന്ന് അവസാനിച്ചാൽ അത് ബ്രിട്ടിലാണ്. അതായത് ഈ പ്ലാസ്റ്റിക് ഇത് ഇത്രയും ഭാഗം പ്ലാസ്റ്റിക് റീജിയനാണ്. പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലുള്ളത് ഡക്റ്റൈലാണ്. ഇതിൽ പ്ലാസ്റ്റിക് റീജിയൻ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അത് ബ്രിട്ടിലാണ്. അതുകൊണ്ട് ഡക്റ്റൈലായിട്ടുള്ള ഗ്രാഫ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് നീണ്ടു പോകുന്നത് ഡക്റ്റൈലും പെട്ടെന്ന് അവസാനിക്കുന്ന ഗ്രാഫാണെങ്കിൽ അത് ബ്രിട്ടിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ എന്ന് ചോദിച്ചാൽ എ ആണ് മോർ ഡക്റ്റൈൽ. എ ഈസ് മോർ ഡക്റ്റൈൽ. ഇനി അതിൽ ക്വസ്റ്റ്യൻ ബി. When spring balances are continuously used for long time, they show wrong reading. Explain why. എന്തും ലോങ് യൂസ് കാരണമായിട്ട് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് അതിൻ്റെ റീഡിംഗ് ഒക്കെ തെറ്റും. ഇപ്പം പാലങ്ങളാണെങ്കിലും പാലം കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അത് പൊട്ടി വീഴും. അതുപോലെ സ്പ്രിംഗ് ബാലൻസ് കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ റീഡിംഗ് ഒക്കെ തെറ്റായിട്ട് കാണിക്കും. അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതിനെ ഫാറ്റീഗ് എന്നാണ് പറയാം. ഫാറ്റീഗ് എന്നാണ് പറയാം. ഓക്കെ, ദിസ് ഈസ് ഡ്യൂ ടു ഫാറ്റീഗ് എന്നാണ്. ദിസ് ഈസ് ഡ്യൂ ടു ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഡ്യൂ ടു കണ്ടിന്യൂസ് യൂസേജ് for a long time, elasticity of material decreases. ഓക്കെ, അപ്പോൾ കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് ഈ ഫാറ്റിഗ് എന്ന് പറയാം. അങ്ങനെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റോങ് റീഡിങ് കാണിക്കും. പാലങ്ങളൊക്കെ ആണെങ്കിൽ തകർന്ന് വീഴുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ആ പറഞ്ഞത്. ക്വസ്റ്റ്യൻ 3. എ റബ്ബർ ബോൾ ഈസ് ടേക്കൺ 100 meter ഡൗൺ ഇൻ എ ഡീപ്പ് ലേക്ക് ആൻഡ് ഇറ്റ്സ് വോളിയം ഡിക്രീസസ് ബൈ 0.1%. ഓക്കെ, എന്താണ് ശ്രദ്ധിക്കുക? വോളിയം ഡിക്രീസസ് ബൈ 0.1%. പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ വോളിയം ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 എത്രയാണ് കിട്ടിയത്? 0.1. ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ആണ് 0.1 എന്ന് തന്നിരിക്കുന്നത് കേട്ടോ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വോളിയം അല്ലേ 0.1 എങ്കിൽ ഡെൽറ്റ വി ബൈ വി ഈക്വൾ ടു എത്രയാണ്? ഈ 100 അപ്പുറത്ത് പോയാൽ 0.1/100 ആണല്ലോ. അതാണ് ആ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എ. വാട്ട് ഈസ് എ ഹൈഡ്രോളിക് സ്ട്രെയിൻ? ഹൈഡ്രോളിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ വി ബൈ വി ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. ഇനി ഡെൽറ്റ വി ബൈ വിയുടെ ആൻസർ എന്താ? 0.1/100. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ എന്ത്? 0.1/100. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.1/100. ഇത് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. 0.1/100 നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ ബി. കാൽക്കുലേറ്റ് ഹൈഡ്രോളിക് പ്രഷർ ബിലോ 100 meter. ഹൈഡ്രോളിക് പ്രഷർ കാണാനുള്ള ഇക്വേഷനും അവിടെ തന്നിട്ടുണ്ട്. എന്താ? P = H/ρg. H എത്രയാ? 100 meter ഇൻറ്റു റോ എത്രയാ? 1000 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു G എത്രയാ? G 100 എന്നാണ് തന്നിട്ടുള്ളത്. G 100 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. 100 എന്നാണെങ്കിൽ 100 തന്നെ ഉപയോഗിക്കുക. 100 എന്ന് ഉപയോഗിക്കാൻ പാടില്ല, ശരിക്കും 10 ആണ് ഉപയോഗിക്കേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ആൻസർ കിട്ടും. എത്രയാ? 7 10⁻⁷ ആണ് കിട്ടുക. 10⁻⁷ എന്ന് കിട്ടും. ഓക്കെ, 10⁻⁷. യെസ്, 10⁻⁷ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്ക് ഇത്
100 ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് 10 ഉപയോഗിക്കുക നിങ്ങൾ. ഇതെന്താ കിട്ടുക? മാറ്റിയതാ. പീക്കളുടെ എച്ച് റോ ജി. എച്ച് എത്രയാ? 100. റോ എത്രയാ? 1000 അല്ലേ? ഇൻറ്റു ജി എത്രയാ? ഇത് തെറ്റിയതായിരിക്കും. 10 ഉപയോഗിക്കാൻ പാടുള്ളൂ. 9.8 അല്ലെങ്കിൽ 10. 100 ഉപയോഗിക്കാൻ പാടില്ല. എങ്കിൽ 2 0 3 0 അപ്പോൾ 5 ആയി. 6 0 അപ്പോൾ 10⁶. ഇതാണ് പ്രഷർ. ക്വസ്റ്റ്യൻ സി. വാട്ട് ഈസ് എ ബൾക്ക് മോഡുലസ്? ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് കാണാനുള്ള വഴി എന്താ? ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പി ബൈ ഡെൽറ്റ വി ബൈ വി. ഇതാണ് ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ കേട്ടോ. അതിലൊരു മൈനസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഇതാണ് ഇക്വേഷൻ. എങ്കിൽ പി എത്രയാ? പി പ്രഷറല്ലേ? എത്രയാണ് തന്നത്? 10⁶. നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞാൽ എത്ര? 0.1/100 അല്ലേ? ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എസ്. എങ്കിൽ എന്ത് കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 10⁶ ഉണ്ട്. ഈ 100 മേലേക്ക് പോയാൽ ഇൻറ്റു 100 ബൈ 0.1 അതല്ലേ ബൾക്ക് മോഡുലസ് കിട്ടുക? എങ്കിൽ ഇത് 10⁸ ആവും അല്ലേ? 0.1 എന്ന് പറഞ്ഞാൽ 1/10 അപ്പോൾ നോക്ക് ഇതെന്തായി മാറും? 100 എന്ന് പറഞ്ഞാൽ 10² ആണല്ലോ. 10² 10⁶ 10⁸ ബൈ 0.1 എന്ന് പറഞ്ഞാൽ 1/10. ഈ 10 കൂടി മേലെ പോവും. അപ്പോൾ 10⁹ ആവും. അപ്പോൾ ആൻസർ 10⁹. അപ്പോൾ ബൾക്ക് മോഡുലസ് 10⁹ കിട്ടി കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഡി. ക്വസ്റ്റ്യൻ ഡി എന്താ? ഡിഫൈൻ കംപ്രസിബിലിറ്റി. കാൽക്കുലേറ്റ് കംപ്രസിബിലിറ്റി ഓഫ് റബ്ബർ. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ്. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് compressibility. Reciprocal of bulk modulus is called compressibility. ഓക്കെ, അങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി. കാൽക്കുലേറ്റ് കംപ്രസിബിലിറ്റി ഓഫ് റബ്ബർ. നമുക്കിവിടെ ബൾക്ക് മോഡുലസ് കിട്ടിയില്ലേ? എങ്കിൽ കംപ്രസിബിലിറ്റി ആണ്. കംപ്രസിബിലിറ്റി കാണാൻ 1/b ആണ് ചെയ്യേണ്ടത്. 1/b നമുക്കിപ്പോൾ കിട്ടിയ എത്രയായിരുന്നു? ബൾക്ക് മോഡുലസ് 10⁹ അല്ലേ? 1/10⁹. ഇത് മുകളിലേക്ക് വന്നാൽ 10⁻⁹. ഉണ്ടോ? കംപ്രസിബിലിറ്റി എന്താ കിട്ടിയത്? 10⁻⁹ എന്ന് കിട്ടി. ഓക്കെ, ബൾക്ക് മോഡുലസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ കംപ്രസിബിലിറ്റിയുടെ യൂണിറ്റ് എന്ത് വരും? ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ. അങ്ങനെയാണ് വരിക കേട്ടോ. അങ്ങനെയാണ് വരിക. ഇതാണ്. ഓക്കെ, ഇത് ശരിക്കും എന്താ? ന്യൂട്ടൺ മീറ്റർ. ഇതല്ലേ? ഇതാണ് ബൾക്ക് മോഡുലസിൻ്റെ യൂണിറ്റ്. ന്യൂട്ടൺ മീറ്റർ പവർ -2 ആണ്. എന്നാൽ അത് നേരെ തിരിച്ചു വരും ആർക്ക്? കംപ്രസിബിലിറ്റി. കാരണം റെസിപ്രോക്കൽ ആണല്ലോ. യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. യങ്സ് മോഡുലസ് ഓഫ് അലൂമിനിയം ഈസ് 70 × 10⁹ ആൻഡ് ദാറ്റ് ഓഫ് കോപ്പർ ഈസ് 120 × 10⁹. അല്ലേ? ആർക്കാ കൂടുതൽ? കോപ്പറിന്. സെയിം സ്ട്രെയിൻ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ആൻ അലൂമിനിയം വയർ ആൻഡ് കോപ്പർ വയർ ഓഫ് ഈക്വൽ ക്രോസ് സെക്ഷൻ വിച്ച് വയർ റിക്വയർസ് മോർ ഫോഴ്സ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ FL/A ∆L ആണ്. ഓക്കെ ആണല്ലോ? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്ക്, യങ്സ് മോഡുലസ് ഓഫ് അലൂമിനിയം 70 × സംതിങ് ആണ് ആൻഡ് ദാറ്റ് ഓഫ് കോപ്പർ 120 സംതിങ് ആണ്. സെയിം സ്ട്രെയിൻ എന്നാണ്. നിങ്ങൾ നോക്ക്, യങ്സ് മോഡുലസ് ശരിക്കും ഇങ്ങനെയാണ് എഴുതാറ്. ഫോഴ്സ് ബൈ ഏരിയ. ഇതാരാ? സ്ട്രെസ് ബൈ ∆L/L. ഇതാരാ? സ്ട്രെയിൻ. ഇത് സ്ട്രെസ്, ഇത് സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ് ശരിക്കും. ആണല്ലോ? എങ്കിൽ ഇതിൽ പറയുന്നത് സെയിം സ്ട്രെയിൻ എന്നല്ലേ? അപ്പോൾ ഈ ∆L/L നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കാരണം രണ്ടിലും സെയിം സ്ട്രെയിൻ ആണ്. പിന്നെ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ആൻ അലൂമിനിയം വയർ ആൻഡ് കോപ്പർ വയർ ഓഫ് ഈക്വൽ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഈ എയും എന്താണ്? രണ്ടിലും സെയിം ആണ്. രണ്ടിലും സ്ട്രെയിൻ സെയിം ആണെന്ന് പറഞ്ഞാൽ ∆L/L നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഏരിയ സെയിം എന്ന് പറഞ്ഞാൽ എനെയും മൈൻഡ് ചെയ്യണ്ട. എങ്കിൽ ആര് തമ്മിലാണ് ബന്ധം? യങ്സ് മോഡുലസും ഫോഴ്സും. ഇങ്ങനെയാണ് ബന്ധം അല്ലേ? ഇതാണ് ബന്ധം. യങ്സ് മോഡുലസും ഫോഴ്സും തമ്മിൽ മാത്രമാണ് ബന്ധം. എങ്കിൽ യങ്സ് മോഡുലസ് കൂടുതലുള്ള ആൾക്ക് ഫോഴ്സ് കൂടുതലായിരിക്കും. ഉണ്ടോ? ഇവിടെ യങ്സ് മോഡുലസ് ആർക്കാ കൂടുതൽ? കോപ്പറിന് അല്ലേ?
കോപ്പറിനല്ല യങ്സ് മോഡുലസ് കൂടുതൽ എങ്കിൽ ഫോഴ്സും കോപ്പറിലാണ് കൂടുതൽ. വിച്ച് വയർ റിക്വയർസ് മോർ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ കോപ്പർ വയർ. കോപ്പർ വയർ റിക്വയർസ് മോർ ഫോഴ്സ്. എന്തുകൊണ്ട്? യങ്സ് മോഡുലസ് കൂടുതലുള്ള ആൾക്ക് ഫോഴ്സ് കൂടുതൽ വേണം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ബോഡിക്ക് യങ്സ് മോഡുലസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനെ നമുക്ക് പൊട്ടിക്കണമെങ്കിലൊക്കെ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. സ്റ്റീലിന് യങ്സ് മോഡുലസ് കൂടുതലാണ്, അതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ആക്കാനൊക്കെ റിസ്ക് ആണ്, പൊട്ടിക്കാനൊക്കെ റിസ്ക് ആണ്. സ്ട്രോങ് ആയിരിക്കും ആ മെറ്റീരിയൽ. യങ്സ് മോഡുലസ് കൂടുതലാണെങ്കിൽ അത് സ്ട്രോങ് ആണ്. കൂടുതൽ ഫോഴ്സ് കൊടുത്താലേ അതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഡാമേജ് വരുത്താൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The graph below shows how the force applied to a metal wire is related to the extension of the wire. ശ്രദ്ധിക്കുക. റൈറ്റ് ദ ലെറ്റർ ദാറ്റ് കറസ്പോണ്ട്സ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് ഫ്രാക്ചർ പോയിന്റ്. ഈ ഗ്രാഫ് ഇങ്ങനെയാണ് ഈ ഗ്രാഫ് ഉള്ളത്. ഇങ്ങനെയാണ് ഈ ഗ്രാഫ് ഉള്ളത്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ഇ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഈ ബി എന്ന് പറയുന്ന പോയിൻ്റാണ് എപ്പോഴും ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പോയിൻ്റാണ്. എ എന്ന് പറയുന്ന പോയിന്റ് പ്രൊപ്പോർഷണൽ ലിമിറ്റാണ്. ഈ ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇ എന്ന് പറയുന്ന പോയിൻ്റാണ് ഫ്രാക്ചർ പോയിന്റ്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ബി. The wire has unstretched length of 2.40 meter and an area of cross section 3.90 into 10⁻⁻7 meter square. Determine Young's modulus of material. യങ്സ് മോഡുലസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ ഇവിടെ ഫോഴ്സ് അതേപോലെ എക്സ്റ്റൻഷൻ ഗ്രാഫാണിത്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ. ഇവിടെ ഫോഴ്സ്, ഇവിടെ ഡെൽറ്റ എൽ. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് കാണാനുള്ള വഴി എന്താ? FL/A ഡെൽറ്റ എൽ ആണ്. ഓക്കെ, ഇവിടെ ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഡെൽറ്റ എൽ ഉണ്ട്. എക്സ് ആക്സിൽ ഡെൽറ്റ എൽ. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ. അത് മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ ഇവിടെ ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ഈ 40 നേരെ ഒരു സ്ലോപ്പ് എടുക്കുക. ഇങ്ങനെ സ്ലോപ്പ് വരയ്ക്കുക. ഇവിടെ 40 ഉണ്ട്. ഈ 40 നേരെ അവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് വരയ്ക്കുക. ഇവിടെ 2 ആയിരിക്കും വാല്യൂ. ഓക്കെ, ഏകദേശം ഇവിടെ 5 നിങ്ങൾക്ക് കാണാം, അതിൻ്റെ തൊട്ടിപ്പുറത്ത് 2 ആയിരിക്കും. എങ്കിൽ ഇത് ഫോഴ്സും ഇത് ഡെൽറ്റ എല്ലും ആണ്. എങ്കിൽ ഇവിടെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ F/ഡെൽറ്റ എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. F/ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇവിടെ ഫോഴ്സ് 40, ഡെൽറ്റ എൽ 2 ആണ്. മില്ലിമീറ്റർ ആയതുകൊണ്ട് 10⁻³ വേണം. ഓക്കെ, അപ്പോൾ F/ഡെൽറ്റ എൽ അവിടുന്ന് ആ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രാഫ് ക്ലിയർ അല്ലെങ്കിൽ പ്രശ്നമാക്കണ്ട. ഇവിടെ ഒരു സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എഫും ഡെൽറ്റ എല്ലും അവിടുന്ന് കിട്ടും. സ്ലോപ്പ് എന്നാണ് കിട്ടുക. ഓക്കെ, എങ്കിൽ F40, ഡെൽറ്റ എൽ 2 × 10⁻³ ഞാൻ എടുത്താണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അവിടെ സ്ലോപ്പ് എടുക്കാം. എങ്കിൽ ഇവിടെ F/ഡെൽറ്റ എല്ലിന് പകരം എന്ത് കൊടുത്തു? 40/2 × 10⁻³. പിന്നെ എൽ എത്രയാ? ലെങ്ത്ത് തന്നിട്ടുണ്ട്. ലെങ്ത്ത് 2.40. പിന്നെ ഏരിയ തന്നിട്ടുണ്ട് 3.90 × 10⁻⁷. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൂക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. വാട്ട് ഈസ് ദ നെസസറി കണ്ടീഷൻ ഫോർ ദി എബോവ് ലോ ടു ബി വാലിഡ്? ഹൂക്സ് ലോ പറയുന്നത് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. അവിടെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റിലാണ് ഈ സംഭവം പറയാം. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ അവിടെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയണം. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റാണ് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആകുക കേട്ടോ. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എന്ത് വേണം? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയണം. അതാണ് നെസസറി കണ്ടീഷൻ കേട്ടോ. അപ്പോൾ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ ഈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ പറഞ്ഞാൽ മതി. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതാണ് ഹൂക്സ് ലോ. ഇനി ക്വസ്റ്റ്യൻ ബി. എക്സ്പ്ലെയിൻ ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഫോർ എ ഗിവൺ സോളിഡ് മെറ്റീരിയൽ അണ്ടർ ഇൻക്രീസിങ് ടെൻസൈൽ സ്ട്രെസ്. നിങ്ങൾ ആ ഗ്രാഫ് വരയ്ക്കാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ആ ഗ്രാഫ് വരയ്ക്കാനാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങൾ NCERT
ആ ഗ്രാഫ് പോയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ ജസ്റ്റ് ആ ഗ്രാഫ് ഇങ്ങനെ ഇവിടെ റഫായിട്ട് കാണിക്കാം. ഇതാണ് ആ ഗ്രാഫ്. ഇങ്ങനെയാണ് ആ ഗ്രാഫ് കാണുക. ഇവിടെ ഫ്രാക്ചർ പോയിൻ്റ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇവിടെ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇവിടെ സി എന്ന് പറയുന്ന പോയിൻ്റ്, ഇവിടെ ഡി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് നിങ്ങളുടെ NCERT-യിലുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് പോയിട്ട് ആ ഗ്രാഫ് പഠിക്കണം. ഈ ഗ്രാഫിലെ ഓരോ ഭാഗങ്ങളും എന്താണെന്ന് പഠിക്കണം. ഇത് എന്താണ്? ഈ ഗ്രാഫ് വരക്കാനാണ് ചോദിച്ചത്. ഈ പോയിൻ്റ് എന്താണ്? പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇത് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇവിടെ സിയിലാണ് പ്ലാസ്റ്റിക് റീജിയൻ തുടങ്ങുക. ഇവിടെ വരെ അത് പ്ലാസ്റ്റിക് ആയിരിക്കും. ഇത്രയും ഭാഗം പ്ലാസ്റ്റിക് റീജിയനാണ്, ഇത്രയും ഭാഗം ഇലാസ്റ്റിക് റീജിയനാണ്. ഈ O മുതൽ A വരെയാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ O മുതൽ A വരെ സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. Y ആക്സിൽ സ്ട്രെസ് ആണ്, X ആക്സിൽ സ്ട്രെയിൻ ആണ്. ഈ ഗ്രാഫ് വരക്കാനാണ് ചോദിച്ചത് കേട്ടോ. ഗ്രാഫ് കൃത്യമായിട്ട് NCERT-യിൽ പോയിട്ട് പഠിക്കുക. Question 7 നോക്കൂ. ഹൂക്സ് ലോ is a basic law of elasticity. State Hooke's law in elasticity. എന്താ? ഇത്രയേ ഉള്ളൂ. It states that within elastic limit stress directly proportional to strain. ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഡയറക്ട്ലി proportional to strain. Question B. Which is more elastic, steel or rubber? Why? ആരാണ് കൂടുതൽ ഇലാസ്റ്റിക്? സ്റ്റീലാണ്. ആൻസർ, ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ സ്റ്റീൽ എന്നാണ്. എന്തുകൊണ്ട്? സ്റ്റീലിനാണ് യങ്സ് മോഡുലസ് കൂടുതലുള്ളത്. റബ്ബറിനേക്കാൾ യങ്സ് മോഡുലസ് ഉള്ളത് സ്റ്റീലിനാണ്. സ്റ്റീൽ ഹാസ് മോർ യങ്സ് മോഡുലസ്. സ്റ്റീൽ ഹാസ് മോർ യങ്സ് മോഡുലസ് ദാൻ റബ്ബർ. യങ്സ് മോഡുലസ് കൂടുതലുള്ള മെറ്റീരിയലിനാണ് കൂടുതൽ ഇലാസ്റ്റിറ്റി ഉണ്ടാകുക, കൂടുതൽ സ്ട്രോങ് ആയിരിക്കുക, കൂടുതൽ ഇലാസ്റ്റിറ്റി ഉണ്ടാകുക ഒക്കെ യങ്സ് മോഡുലസ് കൂടിയ മെറ്റീരിയൽസിനാണ്. സ്റ്റീലിന് കൂടുതൽ യങ്സ് മോഡുലസ് ഉണ്ട്, അതുകൊണ്ട് അതിന് ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്, അതേപോലെ തന്നെ അത് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ സി. ഇഫ് എ വയർ ഈസ് കട്ട് ഇൻ ടു ഹാഫ്, വാട്ട് വിൽ ഹാപ്പൻസ് ടു ദി എക്സ്റ്റൻഷൻ ആൻഡ് മാക്സിമം ലോഡ് ഓഫ് എ വയർ ക്യാൻ ബിയർ? ഒരു വയർ പകുതിയാക്കി മുറിച്ചാൽ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ. നിങ്ങൾ ശ്രദ്ധിക്ക്, ഇതല്ലേ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ? y = FL/A ഡെൽറ്റ എൽ. ഇങ്ങനെ ഡെൽറ്റ എൽ ഇങ്ങോട്ട് എടുത്താൽ ഡെൽറ്റ എൽ = FL/AY. ഓക്കെ. വയർ കട്ട് ചെയ്തിട്ട് പകുതിയാക്കിയാൽ എൽ എന്താവും? L/2 ആവും. ഇതാണ് ശരിക്കും ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ. എങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം ഡെൽറ്റ എൽ ഡാഷ് എഴുതാണ്. എഫ് ലെങ്ത് എന്തായി മാറി? പകുതിയായില്ലേ? ലെങ്ത്ത് പകുതിയാക്കി മുറിച്ചു എന്നല്ലേ? അപ്പോൾ എല്ലിന് വേറെ L/2 എന്ന് കൊടുക്കണം. L/2 കൊടുത്തു. പിന്നെ അവിടെ A ഉണ്ട്, Y ഉണ്ട്. ഈ എയും വൈ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ L/2 ആയി. എങ്കിൽ നിങ്ങൾ നോക്ക്, ഡെൽറ്റ എൽ ഡാഷ് = എഫ്. ഈ എല്ലിന് വേറെ L/2 എന്നാണ് കൊടുത്തത് അല്ലേ? എങ്കിൽ FL/AY എന്ന് പറഞ്ഞാൽ ആരാ? ഡെൽറ്റ എൽ. ഈ ഡെൽറ്റ എൽ FL/AY എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ എൽ അല്ലേ? പിന്നെ അടിയിൽ ആരുണ്ട്? 2 ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, എന്താ സംഭവിച്ചത്? ലെങ്ത്ത് പകുതിയാക്കി മുറിച്ചാൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് പകുതിയാവും. എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ പകുതിയാവും. ലെങ്ത്ത് പകുതിയായാൽ എക്സ്റ്റൻഷനും പകുതിയാവുമെന്നാണ് ആൻസർ. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ അല്ലേ? ആദ്യത്തെ എക്സ്റ്റൻഷൻ ഡെൽറ്റ എൽ ആയിരുന്നു, അതിൻ്റെ ഇക്വേഷൻ FL/AY ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ എക്സ്റ്റൻഷൻ എന്താ? ഡെൽറ്റ എൽ ഡാഷ് ആണ്, അത് FL/2AY ആണ്. എന്ന് പറഞ്ഞാൽ FL/AY എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്റ്റൻഷനാണ് ഡെൽറ്റ എൽ ഡാഷ്, ആദ്യത്തെ എക്സ്റ്റൻഷനാണ് ഡെൽറ്റ എൽ. ഇപ്പോഴത്തെ എക്സ്റ്റൻഷൻ ആദ്യത്തെ എക്സ്റ്റൻഷൻ്റെ പകുതിയാണ്. അപ്പോൾ ലെങ്ത്ത് പകുതിയായാൽ എക്സ്റ്റൻഷനും പകുതിയാവും. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ, ചേഞ്ച് ആവുന്ന ലെങ്ത്ത് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ വയർ സ്ട്രെച്ചസ് ബൈ സർട്ടൈൻ എമൗണ്ട് അണ്ടർ എ ലോഡ്. ഇഫ് ദ ലോഡ് ആൻഡ് റേഡിയസ് ബോത്ത് ഇൻക്രീസ് ടു 4 times, ഫൈൻഡ് സ്ട്രെച്ച് കോസ്റ്റ് ഇൻ ദി വയർ. ഞാൻ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ എഴുതുന്നു. ഡെൽറ്റ എൽ = FL/AY. ഓക്കെ. എങ്കിൽ FL/A πr² എന്ന് എഴുതുന്നു. പിന്നെ ആരുണ്ട്? Y ഉണ്ട്. ഇതാണ് ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ. ഓക്കെ. FL/πr²Y. എങ്കിൽ ഇതിൽ
ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ വയർ സ്ട്രെച്ചസ് ബൈ സർട്ടൈൻ എമൗണ്ട് അണ്ടർ എ ലോഡ് ഇഫ് ദ ലോഡ് ആൻഡ് റേഡിയസ് ബോത്ത് ഇൻക്രീസ്ഡ് ടു 4 ടൈംസ്. ലോഡ് എന്ന് പറയുന്നത് എഫ് ആണ് കേട്ടോ. എഫിൻ്റെ സ്ഥാനത്ത് എം ജി എന്ന് ഉപയോഗിക്കും. ഇത് ശരിക്കും ഇങ്ങനെ എഴുതിയാൽ മതി, എഫിന് പകരം എം ജി, പിന്നെ എല് ബൈ പൈ ആർ സ്ക്വയർ വൈ, ഇങ്ങനെയും ഈ ഇക്വേഷൻ ഉപയോഗിക്കും. അപ്പോൾ ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാ? ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫോഴ്സിനെ അല്ലെങ്കിൽ എം ജിനെ കേട്ടോ. പിന്നെ റേഡിയസ് രണ്ടും 4 ഇരട്ടിയായി മാറി എങ്കിൽ എക്സ്റ്റൻഷൻ എന്താ സംഭവിക്കുക എന്നാണ് ചോദ്യം. ഇതല്ലേ ഇപ്പോഴത്തെ എക്സ്റ്റൻഷൻ ഇക്വേഷൻ ഇതല്ലേ? എങ്കിൽ ഞാൻ അടുത്ത എക്സ്റ്റൻഷൻ എഴുതുന്നു. ഡെൽറ്റ എൽ ഡാഷ് ഈക്വൽ ടു എം ജി എന്താവും? 4 mg ആവൂലേ? 4 ഇരട്ടി കൂടിയില്ലേ? 4 ഇരട്ടി കൂടിയില്ലേ? അപ്പോൾ 4 mg. പിന്നെ ആര്? എല് ബൈ പൈ. റേഡിയസും 4 ഇരട്ടി കൂടും. അപ്പോൾ ആറിന് പകരം 4 ആറ് അല്ലേ? ആറിന് പകരം 4 ആർ, അതിനെന്ത് വരും? സ്ക്വയർ. പിന്നെ ആര്? വൈ. എങ്കിൽ ഇതെന്തായി മാറും? 4 mg/L ബൈ ഇവിടെ പൈ ഉണ്ട്. ഈ 4ന് സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ 4 × 4. പിന്നെ ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, പിന്നെ വൈ ഉണ്ട്. മുകളിലത്തൊരു 4ഉം താഴത്തൊരു 4ഉം വെട്ടിപ്പോയി. എങ്കിൽ എന്ത് ബാക്കിയുണ്ട്? ഡെൽറ്റ എൽ ഡാഷ് ഈക്വൽ ടു mg/L ബൈ 4 പുറത്ത് എഴുതുക, പിന്നെ പൈ, പിന്നെ ആർ സ്ക്വയർ വൈ. ഇങ്ങനല്ലേ കിട്ടിയത്? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, mg/L ബൈ പൈ ആർ സ്ക്വയർ വൈ. mg/L ബൈ പൈ ആർ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ അല്ലേ? mg/L ബൈ പൈ ആർ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ. അപ്പോൾ mg/L ബൈ പൈ ആർ സ്ക്വയർ വൈക്ക് വരും ഡെൽറ്റ എൽ കൊടുത്തു, അടിയിലൊരു 4 ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്റ്റൻഷൻ ഡെൽറ്റ എൽ ഡാഷ് അല്ലേ? ആദ്യത്തെ എക്സ്റ്റൻഷൻ ഏതായിരുന്നു? ഡെൽറ്റ എൽ. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്റ്റൻഷൻ ആദ്യത്തെ എക്സ്റ്റൻഷൻ്റെ ബൈ 4 ആണ്. ഇതല്ലേ കിട്ടിയത്? ഇപ്പോഴത്തെ എക്സ്റ്റൻഷനാണ് ഡെൽറ്റ എൽ ഡാഷ്, അത് ആദ്യത്തെ എക്സ്റ്റൻഷൻ ഡെൽറ്റ എല്ലിൻ്റെ ബൈ 4 ആണ്. എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഇപ്പോഴത്തെ എക്സ്റ്റൻഷൻ ആദ്യത്തെ എക്സ്റ്റൻഷൻ്റെ 1/4 ഭാഗമായിട്ട് മാറി എന്നല്ലേ എൻ്റെ അർത്ഥം? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ആൻഡ് ബി ആർ 2 wires of same material. Radius of A is twice that of B. If they are stretched by same load, the stress on A is. Stress on A. Stress എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, സെയിം ലോഡ്. ഈ ഫോഴ്സിനെയാണ് ശരിക്കും ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും mg/A എന്ന് എഴുതാൻ പറ്റും. ഏരിയനെ, ഫോഴ്സിനെ mg എന്ന് എഴുതും, ഏരിയനെ a എന്ന് എഴുതും. അപ്പോൾ mg/A എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, എങ്കിൽ ഇവിടെ സെയിം ലോഡ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് mgനെ മൈൻഡ് ചെയ്യണ്ട. എങ്കിൽ സ്ട്രെസ് ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന? ഏരിയനെ. അപ്പോൾ സ്ട്രെസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഏരിയ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. എ ആൻഡ് ബി ആർ 2 wires ഓഫ് സെയിം മെറ്റീരിയൽ. റേഡിയസ് ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി. എങ്കിൽ ഇത് ഞാനൊരു റേഷ്യോ ആക്കി എഴുതാണ്. സ്ട്രെസ് ഓഫ് എ ബൈ സ്ട്രെസ് ഓഫ് ബി ഈക്വൽ ടു ഏരിയ ഓഫ് ബി ബൈ ഏരിയ ഓഫ് എ. എന്താ അങ്ങനെ എഴുതിയത്? സ്ട്രെസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എ അല്ലേ? എങ്കിൽ സ്ട്രെസ്സിൻ്റെ റേഷ്യോ ഇത്, ഏരിയൻ്റെ റേഷ്യോ ഇത്. സ്ട്രെസ്സിൻ്റെ റേഷ്യോ 2 മെറ്റീരിയലില്ലേ, 2 വയറില്ലേ, എയും ബിയും ആണ്. സ്ട്രെസ് ഓഫ് എ ബൈ സ്ട്രെസ് ഓഫ് ബി. എങ്കിൽ ഏരിയ ഓഫ് ബി ബൈ ഏരിയ ഓഫ് എ ആണ് എഴുതേണ്ടത്. തിരിച്ചെഴുതേണ്ടത്, ഇൻവേഴ്സ് എഴുതേണ്ടത്. എന്തുകൊണ്ട്? ഇവിടെ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാലിറ്റി ആയതുകൊണ്ട്. എങ്കിൽ സ്ട്രെസ് ഓഫ് എ ബൈ സ്ട്രെസ് ഓഫ് ബി ഈക്വൽ ടു ഏരിയ ഓഫ് ബി. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. റേഡിയസ് ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി എന്നാ അല്ലേ? റേഡിയസ് ട്വൈസ് ആയാൽ ഏരിയയും എന്താവും? അതിനനുസരിച്ച് മാറൂലേ? മാറും. എന്ത് സംഭവിക്കും പറ? ഇവിടെ ഏരിയനെ പൈ ആർ സ്ക്വയർ എന്ന് എഴുതുന്നു, ഇവിടെ ബി ആണ്, ബൈ ഇവിടെ ഏരിയനെ പൈ ആർ സ്ക്വയർ എ എന്ന് എഴുതുന്നു. ഓക്കെ, എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. എസ് എ ബൈ എസ് ബി ഈക്വൽ ടു പൈ മുകളിലും താഴെയുണ്ട്, വെട്ടിപ്പോയി. ഇവിടെ പറയുന്നത് റേഡിയസ് ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി എന്നല്ലേ? അപ്പോൾ ആർ ബി സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാം. അടിയിൽ ആറ് എയുടെ റേഡിയസ് ബീൻ്റെ റേഡിയസിൻ്റെ ഡബിളാണെന്നാണ്. അപ്പോൾ ആർ എക്ക് പകരം 2RB എന്നാണ് എഴുതേണ്ടത്, ഹോൾ സ്ക്വയർ. എൻ്റെ റേഡിയസ് ബീൻ്റെ റേഡിയസിൻ്റെക്കാൾ ഡബിൾ അല്ലേ?
എൻ്റെ റേഡിയസ് ബീൻ്റെ ഡബിളാണ് എങ്കിൽ ആർ എക്ക് പകരം 2RB എന്നാണ് എഴുതേണ്ടത്. എങ്കിൽ ഇതെന്തായി മാറി? RB സ്ക്വയർ മേലും താഴെയുണ്ട് വെട്ടിപ്പോവും. പിന്നെ അടിയിൽ 1/2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ SA/SB എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലേ? എങ്കിൽ സ്ട്രെസ് ഓൺ എ അല്ലേ SA, സ്ട്രെസ് ഓൺ ബി അല്ലേ SB അല്ലേ? നിങ്ങളോട് ചോദിച്ചത് സ്ട്രെസ് ഓൺ എ എന്താണെന്നല്ലേ? സ്ട്രെസ് ഓൺ എ, ഈ SB അപ്പുറത്തേക്ക് പോവും ബൈ ഇവിടെ SB മുകളിൽ വന്നാൽ അടിയിൽ 4 ഇല്ലേ? SB അങ്ങോട്ട് പോയാൽ മുകളിൽ SB വരും, അടിയിൽ 4 ഉണ്ടാവും. അപ്പോൾ സ്ട്രെസ് ഓൺ എ എന്താവും? സ്ട്രെസ് ഓൺ ബിയുടെ /4 അല്ലെങ്കിൽ 1/4 ഓഫ് SB ആണ് സ്ട്രെസ് ഓൺ എ. അപ്പോൾ ദ സ്ട്രെസ് ഓൺ എ ഈസ് 1/4 ദാറ്റ് ഓൺ ബി എന്നാണ് ആൻസർ വരിക. ഈ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക അല്ലേ? ഈ ആൻസറാണ് കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ രീതിയിൽ ഈ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ.
ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു സെഷൻ, ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അതിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇതിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് തെർമോഡൈനാമിക്സ്. അതിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് കൈനറ്റിക് തിയറി. ഈ 3 ചാപ്റ്റേഴ്സിനെയാണ് നമ്മൾ പൊതുവെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ അതിൻ്റെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ചാപ്റ്ററാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്തൊരു ചാപ്റ്ററാണ്, എന്നാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ തെർമൽ എക്സ്പാൻഷനെ പറ്റിയിട്ട് പറയാം. തെർമൽ എക്സ്പാൻഷൻ, ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് വസ്തുക്കൾ എന്താക്കുന്നു, വികസിക്കുന്നു. ഓക്കെ, ഇതിപ്പം ഒരു സാധനത്തെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചിലപ്പം വലുതാവുമായിരിക്കും. വേറൊരു സാധനത്തിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് അളവിൽ എന്താവുള്ളൂ, വലുതാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വസ്തുക്കളെ ചൂടാക്കി കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മെറ്റീരിയൽസിനും ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ട്. That coefficient is known as coefficient of thermal expansion. ആൽഫ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, coefficient of thermal expansion. ഇനി വസ്തുക്കളുടെ എന്ത് ഡയമെൻഷനാണ് കൂടുന്നത്? ഇപ്പം നേരെയുള്ളൊരു വസ്തുവാണ്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പി നമ്മൾ എടുത്തു. ഈ കമ്പി ചൂടായി കഴിഞ്ഞാൽ കമ്പിയുടെ നീളം കൂടുക ചെയ്യുക. അപ്പം ലെങ്ത് വൈസ് ആണ് അതിന് എക്സ്പാൻഷൻ ഉണ്ടാവുക. അപ്പം വസ്തുക്കളുടെ നീളം കൂടുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. അപ്പോൾ ലീനിയർ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവിനെയാണ് നമ്മൾ ലീനിയർ എക്സ്പാൻസിവിറ്റി ഓർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എൽ എന്ന് പറയുന്നത്. ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി ആണ് ഇക്വേഷൻ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ടെമ്പറേച്ചറിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അതേപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ ഏരിയയിലാണ് അതിന് എക്സ്പാൻഷൻ ഉണ്ടായതെങ്കിൽ ഒരു അടിച്ച് പരത്തിയ ഒരു പ്ലെയിൻ ഷീറ്റ് നമ്മളെടുത്തു, ഇരുമ്പിൻ്റെ ഷീറ്റ് എടുത്തു, അതാണ് നമ്മൾ ചൂടാക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ മൊത്തം വലുതാവും. ഓക്കെ, അപ്പം അതിൻ്റെ ആ ഒരു എക്സ്പാൻസിവിറ്റിനെയാണ് നമ്മൾ ഏരിയ എക്സ്പാൻസിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. ഇനി ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്, ഒരു ഇരുമ്പിൻ്റെ കട്ട അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു സ്ഫിയർ നിങ്ങൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എന്താവും, വലുതാവും. ഓക്കെ, സോ വോളിയം മൊത്തം എന്താവും, എക്സ്പാൻഡ് ആവും. അപ്പം വോളിയം എക്സ്പാൻസിവിറ്റി എന്നാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റന്റ് പറയുന്നത്. ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി ആണ് ഇക്വേഷൻസ്. ഓക്കെ, ഇത് മൂന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ ആൽഫ വിയും അതിൻ്റെ ആൽഫ എല്ലും തമ്മിലുള്ള റിലേഷൻ 3 ടൈംസ് ഓഫ് ആൽഫ എൽ ആയിരിക്കും ഒരു വസ്തുവിൻ്റെ ആൽഫ വി എന്ന് പറയുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ആൽഫ എൽ നിങ്ങൾക്ക് കിട്ടി, ആൽഫ വി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആൽഫ എൽ ഇൻറ്റു 3 ചെയ്താൽ മതി. എന്നാൽ ഇരുമ്പിൻ്റെ ആൽഫ എൽ തന്നിട്ട് ഗോൾഡിൻ്റെ ആൽഫ വി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് നടക്കില്ല. ഓക്കെ, ഒരു വസ്തുവിൻ്റെ ആൽഫ എല്ലും അതിന് തന്നെ ആൽഫ വിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഈ പറഞ്ഞ ആൽഫ വി ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ആൽഫ എൽ. അതേപോലെ തന്നെ ആൽഫ എ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ആൽഫ എൽ, അങ്ങനെയും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, യാ. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിൽ. ഓക്കെ, കെൽവിൻ സ്കെയിലുണ്ട്, ഫാരൻഹൈറ്റ് സ്കെയിലുണ്ട്, അതേപോലെ തന്നെ സെൽഷ്യസ് സ്കെയിലുണ്ട്. ഓക്കെ, സെൽഷ്യസ് സ്കെയിലിൽ നമുക്ക് ടി സി എന്ന് എഴുതാം, ഫാരൻഹൈറ്റ് ഓർ ഫാരൻഹീറ്റ് ടി എഫ് എന്ന് എഴുതാം. ഓക്കെ, നമ്മുടെ കെൽവിൻ സ്കെയിലിൽ നമുക്ക് എന്തെന്ന് എഴുതാം, ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. കാരണം കെൽവിൻ ആണല്ലോ നമ്മുടെ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ, അതുകൊണ്ട് ക്യാപിറ്റൽ ടി എന്ന് എഴുതി. റെഡി? അപ്പം സെൽഷ്യസും ഫാരൻഹൈറ്റും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു, ടി എഫ് ഇസ് ഈക്വൽ ടു 9/5 TC പ്ലസ് 32. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യാ. കുറേ പേര് കമൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അക്സ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വോളിയം എക്സ്പാൻഷൻ ആൽഫ വി 3 ടൈംസ് ഓഫ് ആൽഫ എൽ. വെരി ഗുഡ്, വെരി ഗുഡ്. യാ, ഓക്കെ, ഫൈൻ. ദെൻ
കെൽവിൻ ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താക്കിയാൽ മതി എന്നാൽ സെൽഷ്യസ് ടെമ്പറേച്ചറിനോട് ഒരു 273 കൂട്ടിയാൽ മതി. ആക്ച്വലി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 273.15 കൂട്ടണം. ബട്ട് 273 അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഓക്കെ, ഫൈൻ. സോ ഇത് രണ്ടും ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് മറ്റ് 2 ഇക്വേഷൻസ്. ഒന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ, 1 കിലോഗ്രാം വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീനെ നമ്മൾ സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ ക്യൂ ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി ആണ് അതിൻ്റെ ഇക്വേഷൻ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓൾറൈറ്റ്, ഓക്കെ. ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. അതാകുമ്പം 1 കിലോഗ്രാം സബ്സ്റ്റൻസ് എന്നുള്ളത് മാറിയിട്ട് 1 മോൾ സബ്സ്റ്റൻസ് എന്നാവും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ഇവിടെയുള്ള മാസിന് പകരം, ഇവിടെയുള്ള ഈ മാസിന് പകരം ഇപ്പുറത്ത് എന്താവും? നമ്പർ ഓഫ് മോൾസിനെ n എന്ന് എടുക്കാം, അല്ലെങ്കിൽ എന്തെന്ന് എടുക്കാം? മ്യൂ എന്ന് എടുക്കാം. ഞാൻ എൻ്റെ ക്ലാസ്സിൽ മ്യൂ എന്നുള്ള ലെറ്ററാണ് നമ്പർ ഓഫ് മോൾസിനെ കാണിക്കാൻ എടുക്കുന്നത്. ഓക്കെ, മ്യൂ ഇൻറ്റു ഡെൽറ്റ ടി. റെഡി? ഓക്കെ, ദെൻ ഈ 2 ഇക്വേഷൻസും നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാറുണ്ട്. പക്ഷേ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. അതാണ് ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം സോളിഡ് സബ്സ്റ്റൻസ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ആയി പിന്നെ അതിൻ്റെ സ്റ്റേറ്റ് മാറിയിട്ട് എന്താവും? ലിക്വിഡ് ആവും. ഓക്കെ, ലിക്വിഡ് നന്നായിട്ട് ചൂടാക്കിയാൽ അതും ഇങ്ങനെ എക്സ്പാൻഡ് ആയി അത് എന്തായി പോകും? ഗ്യാസ് ആയി പോകും. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വസ്തുക്കളുടെ സ്റ്റേറ്റ് എന്താവുന്നുണ്ട്? മാറുന്നുണ്ട്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. -9 ആയി, -8 ആയി, -4 ആയി, -2 ആയി, 0 ഡിഗ്രി സെൽഷ്യസ് ആയി. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലേക്ക് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ചെറുതായിട്ട് ഉരുകാൻ തുടങ്ങും, മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മെൽറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കും. ഫേസ് ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് മാത്രമായിട്ട് ഉപയോഗിക്കും. അത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ടെമ്പറേച്ചർ എന്താവുള്ളൂ? കൂടുള്ളൂ. റെഡി? ഓക്കെ, അപ്പം ഒരു ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് പെർ യൂണിറ്റ് മാസിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം ഈ 2 ഇക്വേഷൻസും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കാറുള്ളത്. പക്ഷേ ഇത് നമ്മുടെ എക്സാമിന് ഉപയോഗിക്കപ്പെടുന്നത് ഈ ഒരു രീതിയിലല്ല. മറിച്ച് ഞാൻ കാണിച്ചു തരാം. ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഇപ്പം 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒന്നും സംഭവിച്ചില്ല, ഒരേ സ്റ്റേറ്റ് തന്നെയാണ്. ഇപ്പം ലിക്വിഡ് ആയിട്ടുള്ളത് ലിക്വിഡ് അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നതെങ്കിൽ അവിടുത്തെ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം എസ് ഡെൽറ്റ ടി. ഓക്കെ, എം എസ് ഡെൽറ്റ ടി എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ഡെൽറ്റ ക്യൂവിൻ്റെ ഇക്വേഷൻ. നേരെ മറിച്ചിട്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് എടുത്ത് അത് ചൂടാക്കി 0 ഡിഗ്രി സെൽഷ്യസ് എത്തി. പിന്നെ ചൂടാക്കുന്ന സമയത്ത് അതിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഫേസ് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്തുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് കാണണമെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഇവിടെ നോക്ക്, ഡെൽറ്റ ക്യൂ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം ആണ്. അപ്പം എം ഇൻറ്റു എന്ത് കൊടുക്കുക? എൽ അങ്ങോട്ട് കൊടുക്കുക, എം ഇൻറ്റു എൽ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതാണ് ഈ ഒരു ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരൊറ്റ ഡെറിവേഷൻ പോലും ഇല്ല നമുക്ക് പഠിക്കാൻ. പക്ഷേ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് വരും. കുറച്ച് തിയറി ഭാഗങ്ങളും പിന്നെ കുറച്ച് പ്രോബ്ലംസാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പം ഈ ഡെറിവേഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ പ്രോബ്ലത്തിൽ നമുക്ക് ഈ എസിൻ്റെ ഇക്വേഷനും എല്ലിൻ്റെ ഇക്വേഷനും ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ പഠിച്ച രീതിയിലായിരിക്കില്ല. ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റ് കാണുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഫേസ് ചേഞ്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും? എം ഇൻറ്റു എൽ എന്ന് ഉപയോഗിക്കും. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇല്ലെങ്കിൽ എം എസ് ഡെൽറ്റ ടി ആണ് ഉപയോഗിക്കുക. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, വാട്ട് ഈസ് സബ്ലിമേഷൻ? റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ സബ്ലൈം മെറ്റീരിയൽ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സബ്സ്റ്റൻസ്
സോളിഡ് സബ്സ്റ്റൻസ് നേരിട്ട് ഗ്യാസ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം കർപ്പൂരം ഒക്കെ എന്താണ്? നേരിട്ട് ഗ്യാസായി മാറും പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ദ കൺവേർഷൻ ഓഫ് സോളിഡ് ടു ഗ്യാസ് വിതൗട്ട് ഫോമിങ് ലിക്വിഡ്. ലിക്വിഡ് ഫോം ചെയ്യാണ്ട് സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാംഫർ, പിന്നെ അതേപോലെ തന്നെ ക്യാംഫറിന്റെ സ്പെല്ലിംഗ് ഇതാണ് അല്ലേ, ക്യാംഫർ. അതേപോലെ തന്നെ നാഫ്തലിൻ, ഓക്കെ, നമ്മുടെ ഈ കൂറേനെയും പാറ്റനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ചെറിയ ചെറിയ ടാബ്ലറ്റ്സ് നമ്മൾ വെക്കൂലേ, കൂറ ഗുളിക, പാറ്റ ഗുളിക എന്നൊക്കെ പറഞ്ഞ സാധനം. ഈ സാധനം എന്താണ്? നേരെ സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, draw a graph showing variation of volume of a given mass of water with the temperature from 0 degrees Celsius. In the graph, mark the temperature at which water has maximum density. Okay, വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ബാക്കി എല്ലാ വസ്തുക്കളും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം കൂടും, എക്സ്പാൻഷൻ സംഭവിക്കും. വെള്ളത്തിനും ഇത് തന്നെ സംഭവിക്കും. പക്ഷേ ഒരു 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 പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റീജിയനെ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വോളിയം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സാധാരണ വസ്തുക്കൾ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വോളിയം എങ്ങനെ കൂടും? ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക, അല്ലെ ഈ ഒരു രീതിയിലോ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. എന്നാൽ വെള്ളത്തിൻ്റെ കേസിൽ ഇത് രണ്ടുമല്ല. 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിൻ്റെ വോളിയം എന്താക്കും? കുറയും. ദെൻ പിന്നെ അവിടെ നിന്ന് എന്താക്കും? ബാക്കിയുള്ള വസ്തുക്കൾ പോലെ ഇത് എന്താക്കും? കൂടും. ഓക്കെ, അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളത്തിന് ഏറ്റവും വോളിയം കുറവുണ്ടാവുക. നിങ്ങൾക്കറിയാം മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റി കൂടും, കാരണം ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. സോ ഇതിൻ്റെ ഡെൻസിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ അത് നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി, മാക്സിമം ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇത് ഉള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. റെഡി? ഓക്കെ, യാ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ 0.5 കിലോഗ്രാം ഐസ് at 0 degrees Celsius is mixed with 0.3 kilogram of water at 50 degrees Celsius in a container. The resulting temperature is 6.7 degrees Celsius. Calculate the latent heat of fusion of ice. Given specific heat capacity of water is 4186 joule per kilogram per Kelvin. Okay, നല്ലൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ശ്രദ്ധിക്കാം, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണിത്. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ്. ഇപ്പോൾ ചൂടുള്ള സാധനങ്ങളും തണുത്ത സാധനങ്ങളും മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ചൂടുള്ള സാധനത്തിൽ നിന്ന് ഹീറ്റ് എങ്ങോട്ടേക്ക് പോകും? തണുത്ത സാധനത്തിലേക്ക് പോകും. അപ്പം ചൂടുള്ള സാധനത്തിൻ്റെ ഹീറ്റ് കുറയുകയും ചെയ്യും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. തണുത്ത സാധനത്തിൻ്റെ ടെമ്പറേച്ചർ എന്താവുകയും ചെയ്യും? കൂടുകയും ചെയ്യും. അപ്പോൾ ഒന്നിൻ്റെ ഹീറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും, ടെമ്പറേച്ചർ കുറഞ്ഞു വരും, മറ്റേതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുമ്പോഴേക്കും അതിന്ന് അങ്ങോട്ട് ഒന്നിന്ന് മറ്റതിലേക്കുള്ള ഹീറ്റ് ഫ്ലോ എന്താക്കും? നിൽക്കും. ഓക്കെ, നിങ്ങൾക്കറിയാലോ, ഹീറ്റ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് പറയുന്നത്. അതായത് എത്ര ഹീറ്റ് ചൂടുള്ള വസ്തുവിന് നഷ്ടപ്പെട്ടോ അത്ര തന്നെ ഹീറ്റ് തണുത്ത വസ്തുവിന് കിട്ടിയിട്ടുണ്ട്. റെഡി? അപ്പം ഹീറ്റ് ലോസ്റ്റ് ബൈ ദി ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ ദി കോൾഡ് ബോഡി. ഓക്കെ, എത്ര ഹോട്ട് ബോഡിക്ക് നഷ്ടപ്പെട്ട ഹീറ്റ് തന്നെയാണ് കോൾഡ് ബോഡി എന്താക്കിയത്? ഗെയിൻ ചെയ്തത്. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ,
0.1 കിലോഗ്രാം ഐസ് ഉണ്ട് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് 0.3 കിലോഗ്രാം ഓഫ് വാട്ടർ 50 ഡിഗ്രി സെൽഷ്യസിലെ 0.3 കിലോഗ്രാം ഓഫ് വാട്ടറിനെ ആയിട്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിങ് ടെമ്പറേച്ചർ എന്തായിട്ടുണ്ട്? 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി നോക്കുക, ആർക്കാണ് ഹീറ്റ് കൂടുതൽ കിട്ടിയത്? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിന്. ഓക്കെ, സോ ഹീറ്റ് ഗെയിൻഡ് ടു മെൽറ്റ് ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ്. ഓക്കെ, അപ്പം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് എന്തായിട്ടുണ്ട്? മെൽറ്റ് ചെയ്തിട്ട് 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയുള്ള വെള്ളമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഫേസ് ചേഞ്ച് അവിടെ നടന്നു. എന്നതിന് ശേഷമാണ് അത് 6.7 ഡിഗ്രി സെൽഷ്യസിലോട്ട് എത്തിയത്. ഓക്കെ, അപ്പോൾ അതിന് ഒരു ഹീറ്റ് വേണം. സോ പ്ലസ് ഹീറ്റ് ഗെയിൻഡ് ബൈ ദി വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ടു 6.7 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസിലെ വെള്ളം 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ തണുത്ത വസ്തുവിന് എന്ത് ലഭിച്ചത്? ഹീറ്റ് ലഭിച്ചത്. അതേപോലെ തന്നെ ചൂടുള്ള വസ്തുവിന് ഇങ്ങനെ രണ്ട് കാര്യമൊന്നുമില്ല. 50 ഡിഗ്രി സെൽഷ്യസ് എന്നത് നേരെ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് 6.7ലേക്ക് മാറിയിട്ടുണ്ട്. സോ നേരെ എഴുതാം നമുക്ക്, ഹീറ്റ് ലോസ്റ്റ് ബൈ ദി വാട്ടർ അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ് ടു 6.7 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് മൂന്നും കണ്ടുപിടിച്ചാൽ മതി. ഞാൻ തൊട്ട് മുന്നേ നിങ്ങളോട് പറഞ്ഞു, ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഹീറ്റിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? M × L ആണ്. ഇവിടെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് വരിക. കാരണം സോളിഡ് മെറ്റീരിയൽ എന്തായിട്ട് മാറിയതാണ്? ലിക്വിഡായിട്ട് മാറിയതാണ്. പ്ലസ് ഇവിടുത്തെ മാസ് M1 കൊടുക്കാം. ഓക്കെ, M1 × LF പ്ലസ് അതേ മാസ് തന്നെയാണ് എന്തായത്? 0 ഡിഗ്രി സെൽഷ്യസിന് 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയത്. അപ്പം M1 × S ഡെൽറ്റ ടി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ML-ഉം MS ഡെൽറ്റ ടിയും ആണ് നമ്മൾ ഹീറ്റിൻ്റെ ഇക്വേഷനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഫേസ് ചേഞ്ച് ഉണ്ടെങ്കിൽ ML, ഫേസ് ചേഞ്ച് ഇല്ലെങ്കിൽ MS ഡെൽറ്റ ടി. ദാറ്റ്സ് ഈക്വൽ ടു M2S ഡെൽറ്റ ടി. ഓക്കെ, ഇത് ഡെൽറ്റ T1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ T എന്ന് കൊടുക്കാം, ഇത് ഡെൽറ്റ T ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ 0.15 കിലോഗ്രാം ഓഫ് ഐസ് ആണ്. സോ 0.15 × LF പ്ലസ് 0.15 ഇൻറ്റു വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4186 ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 6.7ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ 6.7 ദാറ്റ്സ് ഈക്വൽ ടു M2 ദറ്റ് ഈസ് 0.3 ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4186 ഇൻറ്റു ഇതിലെ ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണ് മക്കളെ? 50 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 6.7ലേക്ക് കുറഞ്ഞു പോയി. അപ്പം 43.3 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ചേഞ്ച് നമ്മൾ കൊടുത്തു. ഈ വാല്യൂസ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ LF സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. LF ഒഴികെ ബാക്കി എല്ലാം വാല്യൂസാണ്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും LF is equal to 3.34 into 10⁵ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി. ഇനി ഗ്രാഫ് ബിലോ എക്സിബിറ്റ്സ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫ്. ഓക്കെ, വെള്ളത്തിൻ്റെ അസാധാരണമായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. എന്തായിരുന്നു ആ സ്വഭാവം? 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്ന സമയത്ത് വെള്ളം അതിൻ്റെ വോളിയം എന്താവുക ചെയ്യുക? കുറയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ഗ്രാഫ് എക്സ്പ്ലെയിൻ ഹൗ ലേക്സ് ഫ്രീസ് ഫ്രം ദി ടോപ്പ് ടു ബോട്ടം റേദർ ദാൻ ഫ്രം ബോട്ടം ടു ടോപ്പ്. ഓക്കെ, സിമ്പിളാണ്. ശൈത്യരാജ്യങ്ങളിൽ, ശൈത്യകാലങ്ങളിൽ എന്ത് സംഭവിക്കും? ഈ വാട്ടർ ബോഡീസ്, പുഴയും കുളമൊക്കെ, ഓക്കെ, ഇത് അറ്റ്മോസ്ഫിയറായിട്ട് എപ്പോഴും എന്തിലായിരിക്കും? കോൺടാക്റ്റിലായിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒബ്വിയസ്ലി കുറയും. അങ്ങനെ കുറഞ്ഞ് മുകൾ ഭാഗത്തെ ടെമ്പറേച്ചർ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്ത് മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ താഴെയും 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പം ഈ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ പിന്നെ എങ്ങോട്ടേക്ക് പോവില്ല? താഴേക്ക് പോവില്ല. കാരണം അതിനാണ് ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, സോറി, അങ്ങനെയല്ല, ഡെൻസിറ്റി ഉള്ളത് താഴെ നിൽക്കും. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് താഴെ നിൽക്കും. ഇനി ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ
അതായത് ഇതെല്ലാം 4 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് കൂട്ടിക്കും. ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 3 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പം ഉറപ്പായിട്ടും ഈ അറ്റ്മോസ്ഫിയറിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗവും 3 ഡിഗ്രി സെൽഷ്യസ് ആവും. പക്ഷെ താഴെ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ഉണ്ട്. നിങ്ങൾക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന് എന്തുള്ളത്, ഡെൻസിറ്റി ഉള്ളത്. അപ്പോൾ ഡെൻസിറ്റി കൂടിയ സാധനം എപ്പോഴും അടിയിലേക്ക് കിടക്കുള്ളൂ, അത് മുകളിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിലത്തെ ടെമ്പറേച്ചർ 3 ഡിഗ്രി ആയി കഴിഞ്ഞാൽ പിന്നെ അത് താഴേക്ക് പോവില്ല. പിന്നെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എത്രയാവും, 3 എന്നുള്ളത് എത്രയാവും, 2 ഡിഗ്രി സെൽഷ്യസ് ആവും. അപ്പം ഈ മുകൾ ഭാഗം 2 ഡിഗ്രി സെൽഷ്യസ് ആവും. അത് താഴേക്ക് പോവോ, ഇല്ല. കാരണം താഴെ ഡെൻസിറ്റി കൂടുതലുള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ഉണ്ട്. അങ്ങനെ മുകൾ ഭാഗം ടെമ്പറേച്ചർ കുറഞ്ഞ് അത് ഏകദേശം 0 ഡിഗ്രി സെൽഷ്യസ് ആയി ഇതിങ്ങനെ ഫ്രീസ് ആവും. അപ്പം താഴത്തെ ടെമ്പറേച്ചറും സ്വാഭാവികമായിട്ടും അതിന് പ്രപ്പോർഷണലായിട്ട് കുറയും. പക്ഷെ ഒരിക്കലും അത് എങ്ങോട്ട് വരില്ല, മുകളിലേക്ക് വരില്ല. റെഡി? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ലേക്കുകളുടെയൊക്കെ മുകൾ ഭാഗം നല്ല രീതിയിൽ ഫ്രീസായി നിൽക്കും. അപ്പം താഴത്തെ ഭാഗം ആ ലിക്വിഡ് സ്റ്റേറ്റ് തന്നെ എന്താക്കും, എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ്, ഈ ഈ ജലജീവികൾക്കൊക്കെ എന്താണ് രക്ഷപ്പെട്ട് പോകാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റും. റെഡി? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A steel beam of length 5 meters is kept at a temperature of 20 degrees Celsius. On a hot day, the temperature rises to 40 degrees Celsius. What is the change in its length due to thermal expansion? Thermal expansion, alpha L in the equation. Alpha L is equal to delta L by L delta T ആണ്. നമ്മളോട് ചോദിച്ചത് what is the change in length ആണ്. അപ്പം delta L കണ്ടാൽ മതി. Delta L is equal to what we get. Delta L is equal to alpha L into L delta T. Alpha L in the value 1.2 into 10 raised to minus 5 into length എത്രയാണ്, 5 meter ആണ്. 5 into delta T, change in temperature 20 ഡിഗ്രി സെൽഷ്യസ് 40ലേക്ക് പോയി. അപ്പോൾ 40 minus 20 ചെയ്താൽ മതി. ഓക്കെ മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ടെമ്പറേച്ചർ എടുക്കുന്ന സമയത്ത് ഇതിനൊക്കെ കെൽവിനിലേക്ക് മാറ്റണം. പക്ഷേ ടെമ്പറേച്ചറിൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെൽവിനിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാകുന്ന ചേഞ്ചും സെയിം ആയിരിക്കും. അതുകൊണ്ട് ടെമ്പറേച്ചർ എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ഡിഗ്രി സെൽഷ്യസ് നിന്ന് കെൽവിനിലേക്ക് മാറ്റണം. ബട്ട് ഇഫ് യു ടേക്ക് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, യു ക്യാൻ ടേക്ക് ഐദർ ഡിഗ്രി സെൽഷ്യസ് ഓർ കെൽവിൻ. റെഡി? ഓക്കെ. സോ 20 എന്നും കൂടി വരും ഇവിടെ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു വി ഗെറ്റ് 0.0012 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ. സ്റ്റീം പോയിന്റ് വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. ഐസ് പോയിന്റ് കെൽവിൻ സ്കെയിലിൽ ഐസ് ആവുന്നത് 273.15 കെൽവിനിലാണ്. അതിനെയാണ് നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഫാരൻഹൈറ്റിൽ ഏകദേശം 32 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്. ഫാരൻഹൈറ്റിലും ഡിഗ്രി എഴുതാറുണ്ട്, സെൽഷ്യസിലും ഡിഗ്രി എഴുതാറുണ്ട്. കെൽവിൻ ഒരിക്കലും ഡിഗ്രി എഴുതാൻ പാടില്ല. ഓക്കെ, യാ. ദെൻ അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയാവുന്ന ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ ആണ്. ദറ്റ് ഈസ് -273.15 ഡിഗ്രി സെൽഷ്യസ്. ദറ്റ് ഈസ് 0 കെൽവിൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. There are 3 distinct mode of heat transfer. The main mode of transmission of heat by which the sun heats the surface of the earth. Okay, സൂര്യനിൽ നിന്ന് ഹീറ്റ് എർത്തിലേക്ക് എത്തുന്നത് പ്രധാനമായിട്ടും ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫറിലൂടെയാണ് ചോദിക്കുന്നു. ദാറ്റ് ഈസ് റേഡിയേഷൻ ആണ്. കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും ഉണ്ട്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ അഡ്ജസൻറ്റ് പാർട്ടിലൂടെ ഹീറ്റ് ഫ്ലോ ചെയ്യുക. ദെൻ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിലെ മോളിക്യൂൾസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് കൊണ്ട് എന്താക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി മീഡിയം, ഒരു മീഡിയം ഇല്ലാതെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ രീതിയിൽ അല്ലെങ്കിൽ അതായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് ഹീറ്റ് റേഡിയേഷൻ ആയിട്ട് എന്താക്കുക, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഒക്കറൻസ് ഓഫ് സീ ബ്രീസ് ബേസ്ഡ് ഓൺ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, എളുപ്പം പറയാം നമുക്കത്. നമുക്കൊരു കടൽ വേണം. ഇതാ ഇവിടെ കടലുണ്ട്, കര ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് സീ, this is sea, this is land. ഓക്കെ, പകൽ സമയത്ത് ലാൻഡ് നന്നായിട്ട് ചൂട് പിടിക്കും. എന്തിനേക്കാളും?
വെള്ളത്തിനേക്കാളും. കാരണം വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ ചൂട് പിടിക്കുള്ളൂ, ഉള്ള ചൂട് മെല്ലെ നഷ്ടപ്പെടുള്ളൂ. കുറേ സമയം ഹീറ്റ് കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ ആർക്ക് പറ്റും? വെള്ളത്തിന് പറ്റും. സോ പകൽ സമയങ്ങളിൽ ലാൻഡ് ഹീറ്റ്സ് അപ്പ് മോർ ക്വിക്ക് ദാൻ വാട്ടർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടുത്തെ എയറും എന്താക്കും? ചൂട് പിടിച്ച് മുകളിലേക്ക് പോകും. ഓക്കെ, ചൂട് പിടിച്ച എയർ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു വോയിഡ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഹോട്ട് എയർ ആണ് ഉണ്ടാവുക, ഹോട്ട് എയർ. എന്നാൽ ഇവിടെ എന്താ ഉണ്ടാവുക? കോൾഡ് എയർ ആണ് ഉണ്ടാവുക. കോൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്തൊന്നായിരിക്കില്ല, മറ്റേ കരഭാഗത്തുള്ള എയറിനേക്കാളും കുറച്ചുകൂടി തണുത്ത എയർ ആയിരിക്കും എവിടെ ഉണ്ടാവുക? സീൻ്റെ മുകളിൽ ഉണ്ടാവുക. കാരണം കടൽ അത്രത്തോളം ചൂട് പിടിച്ചിട്ട് ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പം ഈ ഹോട്ട് എയർ ഒക്കെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു വോയിഡ് ഉണ്ടാവും, ഇവിടെ ഒരു ഒഴിവുണ്ടാവും. ആ ഒഴിവിലേക്ക് ആര് കയറി വരും? കോൾഡ് എയർ നേരെ കയറി വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീ ബ്രീസ് എന്ന് പറയുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റാണ് സീ ബ്രീസ്. ഇത് ഡേ ടൈമിലാണ് നടക്കുക. ഓക്കെ, നൈറ്റിൽ നേരെ തിരിച്ചിട്ടാണ് നടക്കുക. എവിടുന്ന്? ലാൻഡിൽ നിന്ന് സീയിലേക്കാണ് അടിക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവെക്ഷൻ എന്നുള്ള മെത്തേഡാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? എയർ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യല്ലേ. ഇത് ആക്ച്വലി മുകളിലേക്ക് പോകുന്ന എയർ നേരെ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, എന്നിട്ട് തണുത്തിട്ട് പിന്നെ താഴേക്ക് പോവും. സോ ഇതിങ്ങോട്ട് പോകും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, രാത്രിയാണെങ്കിൽ നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ടുള്ളൊരു സൈക്കിളായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുക. ഓൾ റൈറ്റ്. ഓക്കെ, ഇനി the temperature is the degree of hotness of a body. Temperature of normal human body is 98.6 Fahrenheit. What is the corresponding temperature shown in Celsius scale? Okay. Yeah. അപ്പം ഫാരൻഹൈറ്റ് സ്കെയിലിൽ ഒരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ സെൽഷ്യസ് സ്കെയിലാണ് നമ്മളോട് ചോദിക്കുന്നത്. TF is equal to 9/5 TC plus 32 ആണല്ലോ. അങ്ങനെ ആവുന്ന സമയത്ത് ഈ 32 അങ്ങോട്ട് ഇടുക. അപ്പോൾ TF plus 32 is equal to 9/5 TC എന്ന് കിട്ടും. ഓക്കെ, സോ TC is equal to 5/9 into TF plus 32 എന്ന് കിട്ടും. ആ TFൻ്റെ സ്ഥാനത്ത് എന്ത് വാല്യൂ കൊടുക്കുക? 98.6 എന്നുള്ള വാല്യൂ കൊടുക്കുക. നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഐ തിങ്ക് 37 ഡിഗ്രി സെൽഷ്യസ്. ഏകദേശം 36 പോയിന്റ് സംതിങ് കിട്ടും. അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സിമ്പിളാണ്. Specific heat capacity of water is 4186 joule per gram per Kelvin. What do you understand by the term specific heat? Okay, specific heat എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നേരത്തെ. A brass tumbler feels much colder than a wooden tray on a chilly day. Why? ഒരു ബ്രാസ് ടംബ്ലറും ഒരു വുഡൻ ട്രേയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇതിൽ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിനൊക്കെ പാത്രം ഉണ്ടാവില്ല. ഈ സ്റ്റീലിൻ്റെ പാത്രം അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. നേരെ മറിച്ച് മരത്തിന് എന്തെങ്കിലും സാധനങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അത്രത്തോളം തണുപ്പുണ്ടാവില്ല. അതിന് കാരണം എന്താണ്? ടെമ്പറേച്ചർ നന്നായിട്ട് കടത്തി വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്, ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. ഈ പറഞ്ഞ ബ്രാസിനും അതേപോലെ തന്നെ മെറ്റൽസിനൊക്കെ തെർമൽ കണ്ടക്ടിവിറ്റി നല്ലോണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് നല്ല തണുത്തായിട്ട് നമുക്ക് എന്താക്കും ഫീൽ ചെയ്യും. അതേപോലെ തന്നെ അത് ചൂടാകുന്ന സമയത്ത് അത് നന്നായിട്ട് ചൂടാവുകയും ചെയ്യും. ഓക്കെ, എന്നാൽ ഈ പറഞ്ഞ മരം എന്താണ്? ഇറ്റ്സ് എ ബാഡ് കണ്ടക്ടർ. റെഡി. വാട്ടർ ഈസ് യൂസ്ഡ് ആസ് കൂളൻസ് ഇൻ റേഡിയേറ്റേഴ്സ്. ഗിവ് റീസൺ. അതിൻ്റെ റീസൺ ആണ് ഈ മോളിൽ എഴുതിയ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ഞാൻ തൊട്ട് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മറ്റ് മെറ്റീരിയൽസിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറേ ഹീറ്റ് അതിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ വാഹനങ്ങളുടെ ഏറ്റവും ചൂട് പിടിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ എഞ്ചിനും അല്ലെങ്കിൽ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിരിക്കും റേഡിയേറ്റർ ഉണ്ടാവുക. ഈ റേഡിയേറ്ററിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് എഞ്ചിൽ നിന്ന് വരുന്ന ഹീറ്റ് എന്താക്കും? ഈ റേഡിയേറ്ററിലെ വെള്ളത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ആ വെള്ളം ചൂടാവും. വെള്ളം ചൂടായി കഴിഞ്ഞാൽ വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് ഒരുപാട് ഹീറ്റിനെ വെള്ളത്തിന് എന്താക്കാൻ പറ്റും? അബ്സോർബ് ചെയ്യാൻ പറ്റും. മറ്റേതെങ്കിലും ഫ്ലൂയിഡ്സ് ആണ് നിങ്ങൾ അവിടെ നിറയ്ക്കുന്നതെങ്കിൽ അത് നേരെ പെട്ടെന്ന് എന്തായി പോവും? ആവിയായി പോവും. അപ്പോൾ ആ ഒരു പ്രശ്നം
ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, വെള്ളം തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര ഇലാബറേറ്റഡ് ആയിട്ടൊന്നും പറയണ്ട, എന്ത് പറഞ്ഞാൽ മതി, വാട്ടർ ഹാസ് മോർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, two liquids at temperature 20 degrees Celsius and 40 degrees Celsius, when the same mass of both of them is mixed, the temperature of the mixture is 32 degrees Celsius. What is the ratio of their specific heats? Okay, രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ എന്താക്കി തമ്മിൽ മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്, പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ്. ഹീറ്റ് ലോസ്റ്റ് ബൈ ദി ഹോട്ട് ബോഡി is equal to heat gained by the cold body. Okay, അപ്പോൾ ഹോട്ട് ബോഡി നമുക്ക് നോക്കാം. ആദ്യം 20 ഡിഗ്രി സെൽഷ്യസും 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചെഴുതാം. അത് 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതിന് ഹീറ്റ് കിട്ടിയതല്ല, അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ആദ്യം എഴുതാം. ഇസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെയും നോക്കുക, ഹീറ്റ് നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ML ഉപയോഗിക്കണം, ഫേസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ MS ഡെൽറ്റ ടി ഉപയോഗിക്കണം. ഇവിടെ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല, അപ്പോൾ MS ഡെൽറ്റ ടി ഉപയോഗിക്കാം. EM സെയിം എമൗണ്ട് ഓഫ് മാസ് ആണ്, രണ്ട് ലിക്വിഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒന്നിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി S1 എന്ന് കൊടുത്തു. അതിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടായ ഡിഫറൻസ് വന്നാൽ 20 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി സെൽഷ്യസിലേക്കായി. അപ്പോൾ 32 മൈനസ് 20 ഈക്വൽ ടു രണ്ടാമത്തേൻ്റെ മാസും സെയിം ആണ്, എന്ന സബ്സ്റ്റൻസ് മാറ്റുള്ളത് കൊണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി S2 എന്ന് കൊടുക്കാം. അതിൻ്റെ ടെമ്പറേച്ചർ മാറിയിരിക്കുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് എത്രയിലേക്കാണ്, 32ലേക്കാണ്. ഓക്കെ, എമ്മും എന്തായി, കട്ടായി, എമ്മും കട്ടായി. S1 ഇൻറ്റു 32 മൈനസ് 20 എന്ന് പറയുന്ന സമയത്ത് 12 S1 ഇസ് ഈക്വൽ ടു 40 മൈനസ് 32 എന്ന് പറയുമ്പോൾ 8 S2. So S1 by S2 is equal to 8 by 12, that is 2 by 3. Simple question ആണ്. Moving on to the next question. Temperature of the human body is 98.6 ആണ്, 98.6 degree Fahrenheit. Find the corresponding temperature on Celsius scale and Kelvin scale. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തു അത്. At what temperature do the Celsius and Fahrenheit scale coincide? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം ഇവിടെ വെച്ചത്. At what temperature do the Celsius and Fahrenheit scale coincide? ഇത് ഇടയ്ക്ക് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹൈറ്റ് സ്കെയിലും ഒരേ വാല്യൂ ആയിരിക്കും. അത് ഏത് ടെമ്പറേച്ചർ ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ളത് TF is equal to എന്താണ്, 9/5 TC plus 32 ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത് രണ്ടും ഈക്വൽ ആവുകയാണ്. അപ്പോൾ TFന് പകരം ഞാൻ എന്ത് തന്നെ കൊടുത്തു, TC തന്നെ കൊടുത്തു. TC is equal to 9/5 TC plus 32 ആണ്. ഓക്കെ, ദെൻ ഈ 9/5 TC എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, അപ്പോൾ TC മൈനസ് 9/5 TC ഈക്വൽ ടു 32 എന്ന് വന്നു. ഓക്കെ, ദെൻ 5 TC minus 9 TC minus 4 TC by 5 is equal to 32. Then minus 4 TC is equal to 32 into 5 എന്ന് പറയുമ്പോൾ 160 വരും, I think. Okay, so TC is equal to 160 by minus 4, that is minus 40 degrees Celsius. minus 40 degrees Celsiusലാണ്. -40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാലും -40 ഡിഗ്രി ഫാരൻഹൈറ്റ് എന്ന് പറഞ്ഞാലും സെയിം ടെമ്പറേച്ചർ ആണ്. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രമാണ് സെൽഷ്യസും ഫാരൻഹൈറ്റും കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾ റൈറ്റ്, സി ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് എ ടെമ്പറേച്ചർ -10 കെൽവിൻ. ഗിവ് റീസൺ. നമുക്ക് എത്തിച്ചേരാൻ കഴിയാവുന്നതിൽ ഏറ്റവും ചെറിയ ടെമ്പറേച്ചറിനാണ് നമ്മൾ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അത് 0 കെൽവിൻ ആണ്. കെൽവിൻ സ്കെയിൽ ഒരിക്കലും എന്താവില്ല, മൈനസ് ആവില്ല. അതുകൊണ്ടാണ് അത് ഒരിക്കലും പോസിബിൾ അല്ലാത്തത്. റെഡി? യാ, ദ റൂം ടെമ്പറേച്ചർ ഈസ് 20 ഡിഗ്രി സെൽഷ്യസ്. Water in a container cools from 55 degrees Celsius to 45 degrees Celsius in 8 minutes. How much time will it take the cooling from 45 degrees Celsius to 35 degrees Celsius? ഓക്കെ, ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, -dq/dt is equal to k into T2 minus T1 എന്നുള്ള ഇക്വേഷനാണ്.
ഓക്കെ, അപ്പോൾ അതിൽ ഡി ക്യൂ ബൈ ഡി ടി എന്നുള്ളതിന് പകരം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, ഫംഗ്ഷൻ ആയിട്ടൊന്നും അല്ല തന്നത്, ജസ്റ്റ് ഡിഫറൻസ് ആണ് തന്നത്. അപ്പം ഡി ബൈ ഡി ടിനെ നമുക്ക് ഡെൽറ്റ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഡെൽറ്റ ക്യൂ ബൈ അതിനെടുത്ത ടൈം ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു, മൈനസ് ഞാൻ എടുക്കുന്നില്ല, ദാറ്റ്സ് ഈക്വൽ ടു കെ ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി മൈനസ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കാം. ഈ ഡി ക്യൂ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു എന്നറിയോ? ഇവിടെ ഫേസ് ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പം എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി, ടെമ്പറേച്ചറിലെ ചേഞ്ച് എന്ന് പറയുന്നത് എം എസ് ഡെൽറ്റ ടിക്ക് പകരം ടെമ്പറേച്ചറിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് 55 45 അപ്പം ഇൻറ്റു 10 വരും, ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം എത്രയാണ് 8 മിനിറ്റ്സ്. അപ്പം 8 ഇൻറ്റു 60 ദാറ്റ്സ് ഈക്വൽ ടു കെ ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി. ഏതാണ് ഇപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആയിട്ട് നമുക്ക് എടുക്കാം? കണ്ടെയ്നറിൽ കൂൾസ് ഫ്രം 55 ഡിഗ്രി സെൽഷ്യസ് ടു 45 ഡിഗ്രി സെൽഷ്യസ്, 55 നിന്ന് 45 കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ടെമ്പറേച്ചർ നമുക്ക് എടുക്കാൻ പറ്റുമോ? നമ്മൾ അതിൻ്റെ ആവറേജ് എടുത്താൽ മതി ഇങ്ങനത്തെ കേസിൽ കേട്ടോ. അപ്പം 55നെ 45നെ ആവറേജ് പറഞ്ഞാൽ 50 മൈനസ് ഇതെടുത്താൽ മതി, ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ദാറ്റ് ഈസ് 20. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുള്ള് സോൾവ് ചെയ്യാൻ നിൽക്കുന്നില്ല. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എം എസ് ബൈ കെക്ക് ഒരു വാല്യൂ കിട്ടും. എനിക്ക് കിട്ടിയ എം എസ് ബൈ കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1440 കിട്ടും. ഓക്കെ, ഇത് വെച്ചിട്ട് തൊട്ടടുത്ത കേസ് ചെയ്യാം. അപ്പം 55 നിന്ന് 45 തന്നെ 8 മിനിറ്റ്സ് എടുത്തു. അപ്പം അതിൽ എം ഇൻറ്റു എസ് ബൈ കെ ഒരു വാല്യൂ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? അതേ സാധനം തന്നെ എന്താണ് 45 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകാൻ എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ കേസിൽ നമ്മൾ ഇതേ ഇക്വേഷൻ എടുക്കുന്നു. ഡെൽറ്റ ക്യൂവിന് പകരം എം ഇൻറ്റു എസ് ഇൻറ്റു 45 നിന്ന് 35 പോയത്. അപ്പം 10 ബൈ അതിൻ്റെ ടൈം നമുക്കറിയില്ല, ടി എന്ന് എടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു കെ ഇൻറ്റു 45 നിന്ന് 35 പോകുന്ന സമയത്ത് ആ ബോഡീൻ്റെ ടെമ്പറേച്ചർ ആയിട്ട് അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള 40 എടുക്കുക. 40 മൈനസ് 20. ഓക്കെ, ഇതിങ്ങനെ വരുന്ന സമയത്ത് എം എസ് ബൈ കെ ഇൻറ്റു 10 ഉണ്ട് ഇവിടെ. ഈ താഴെയുള്ള ടീനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി, ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ദാറ്റ്സ് ഈക്വൽ ടു ടി ഇൻറ്റു 20. ഈ ഇവിടെയുള്ള ഇൻറ്റു 20നെ ഈ 20 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഡിവൈഡ് ബൈ 20 എന്നാവും. ഓക്കെ, ദെൻ എം എസ് ബൈ കെൻ്റെ വാല്യൂ എത്രയാണ്? 1440 ഇൻറ്റു 1/2 ദാറ്റ്സ് ഈക്വൽ ടു ടൈം. ഈ ടൈം ഇസ് ഈക്വൽ ടു എത്ര കിട്ടുമെന്ന് അറിയോ? 720 എന്ന് കിട്ടും. 720 സെക്കൻഡ്സ്. 720 സെക്കൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 12 മിനിറ്റ്സ് വരും. ഏതാണ്ടല്ല, കറക്റ്റ് 12 മിനിറ്റ്സ് വരും. റെഡി? അപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷേ ഡിലീറ്റഡ് അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ തന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. എ സെൻറ്റിഗ്രേഡ് ആൻഡ് എ ഫാരൻഹൈറ്റ് തെർമോമീറ്റേഴ്സ് are put in a same liquid. The reading of the Fahrenheit thermometer is 5 times that on the centigrade thermometer. The temperature on the Celsius scale is, നമ്മൾ ഒരു ലിക്വിഡിലേക്ക് ഒരു പെർട്ടിക്കുലർ ലിക്വിഡിലേക്ക് നമ്മൾ 2 തെർമോമീറ്റർ മുക്കി വെച്ചു. ഒന്ന് സെൻറ്റിഗ്രേഡ് ആണ്, അല്ലെങ്കിൽ സെൽഷ്യസ് ടെമ്പറേച്ചറിൽ കാണിക്കുന്ന തെർമോമീറ്റർ ആണ്. മറ്റത് ഫാരൻഹൈറ്റ് തെർമോമീറ്റർ ആണ്. ഇത് രണ്ടും കാണിച്ച സമയത്ത് നമ്മളോട് എന്താ പറഞ്ഞത്? ഫാരൻഹൈറ്റ് തെർമോമീറ്റർ എന്ത് കാണിച്ചു? സെൻറ്റിഗ്രേഡ് തെർമോമീറ്ററിനേക്കാളും 5 ടൈംസ്. സെൻറ്റിഗ്രേഡിൽ ഇപ്പോൾ ഒരു എക്സ് എന്നുള്ള വാല്യൂ ആണ് കാണിക്കുന്നതെങ്കിൽ മറ്റേതിൽ എത്ര കാണിച്ചു? 5 ഇൻറ്റു എക്സ് കാണിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇതും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി എഫ് ഇസ് ഈക്വൽ ടു 9/5 TC പ്ലസ് 32 എന്നാണ്. ഓക്കെ, ദെൻ ടി എഫിന് പകരം നമ്മൾ എന്ത് കൊടുക്കാം? 5 ടൈംസ് ഓഫ് TC അല്ലേ കണ്ടത്? ദാറ്റ്സ് ഈക്വൽ ടു 9/5 TC പ്ലസ് 32. യെസ്, ഇത് നേരെ ഇങ്ങോട്ട് എടുത്തു. 5 TC
പ്ലസ് 9 അല്ല പ്ലസ് അല്ല അവിടെ മൈനസ് ആണ് വരിക. മൈനസ് 9/5 TC ഇസ് ഈക്വൽ ടു 32. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 25 TC മൈനസ് 9 TC ദാറ്റ് ഈസ് 16/5 TC ഇസ് ഈക്വൽ ടു 32 എന്ന് വരും. അപ്പം TC ഈസ് ഈക്വൽ ടു എന്താണ് 32 ഇൻറ്റു 5/16 വരും. 16ഉം 32ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 32 കിട്ടി. 2 ഇൻറ്റു 5 10 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. റെഡി? നമുക്ക് തെർമോഡൈനാമിക്സുമായിട്ട് കാണാം ഇനി. താങ്ക് യു. ഓക്കെ, യെസ്, മൂവിങ് ഓൺ ടു തെർമോഡൈനാമിക്സ്. നമുക്ക് ഇതിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങ് പിടിക്കാം. ഓക്കെ, റെഡി. ഓക്കെ, തെർമോഡൈനാമിക്സിൽ കുറേ തെർമോഡൈനാമിക് പ്രോസസ്സുകളുണ്ട്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഐസോകോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അഡിയാബാറ്റിക് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഹീറ്റ് ഫ്ലോ ഫ്രം ദ സിസ്റ്റം ടു ദി സറൗണ്ടിങ്സ് ഓർ വൈസ് വേഴ്സ. ഓക്കെ, ഈ 4 പ്രോസസ്സുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളായിട്ട് വരുന്നത്. പിന്നെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സും സൈക്ലിക് പ്രോസസ്സും ഒക്കെ ഉണ്ടാകുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ അതിലെ കുറച്ച് ഫീച്ചേഴ്സും അതേപോലെ തന്നെ അത് ഇവിടുത്തെ വർക്ക് ഡണ്ണും ഒക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്.
ഇതിൽ മാച്ച് ദ ഫോളോയിങ് നോക്കാം. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ദെൻ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഡെൽറ്റ വി അല്ലെങ്കിൽ പി ഇൻറ്റു V2 മൈനസ് V1 ഇതാണ് വരിക. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതിലെ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μRT ലോഗ് V2 ബൈ V1 ഇതാണ് വരിക. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ്, നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയാണ്. അതിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അതാ തൊട്ടിപ്പുറത്ത് കാണുന്ന വെറും R അല്ല μR വരുന്നുണ്ട്. μ ഈക്വൽ ടു 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ വെറും R എന്ന് എടുക്കാം. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് ദ right answer. And heat engine is a device used to convert heat energy into mechanical energy. Okay, heat energy നെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു എഞ്ചിനാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ്റെ ഭാഗം ഡിലീറ്റഡ് ആണ്, പക്ഷേ ഹീറ്റ് എഞ്ചിൻ ആയിട്ടുള്ള കാർനോട്ട് എഞ്ചിൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് എഞ്ചിൻ്റെ ബേസിക്സ് ചിലപ്പം ചോദിച്ചേക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെയിം ദ 4 പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഓൺ കാർനോട്ട് സൈക്കിൾ. ഡ്രോ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓഫ് എ കാർനോട്ട് സൈക്കിൾ. ഒരു ഗിവൺ ടെമ്പറേച്ചർ ഡിഫറൻസിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിനായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ച ഒരു എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ. ഈ കാർനോട്ട് എഞ്ചിൻ്റെ PV ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് വി ഹാവ് 4 പ്രോസസ്സസ്. ഇവിടെ വോളിയമാണ്, ഇവിടെ പ്രഷറാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഇതാ ദിസ് ഇസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അടുത്തത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഐസോതെർമൽ കംപ്രഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് അഡിയാബാറ്റിക് കംപ്രഷൻ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ദിസ് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, ദിസ് ഈസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. 2 തരത്തിലുള്ള എക്സ്പാൻഷൻ. ഇങ്ങോട്ട് എറോ മാർക്ക് ഉണ്ട്, ഇങ്ങോട്ടേക്കും എറോ മാർക്ക് ഉണ്ട്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ. തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണ്? അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. അപ്പം കാർനോട്ട് സൈക്കിളിൻ്റെ അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, PV ഡയഗ്രത്തിനാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the variables which determine the thermodynamic behavior of a system are called thermodynamic variables. Pick out the one which is not a thermodynamic variable. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള തെർമോഡൈനാമിക് വേരിയബിൾസ് ഉണ്ട്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള തെർമോഡൈനാമിക് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് രണ്ടിലും പെടാത്ത ഒരു തെർമോഡൈനാമിക് വേരിയബിൾ അല്ലാത്തൊരു സാധനമാണ് വർക്ക്. ഓക്കെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, വോളിയം ആയിക്കോട്ടെ തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്. എന്നാൽ വർക്ക് ഒരിക്കലും തെർമോഡൈനാമിക് വേരിയബിൾ അല്ല. ഓക്കെ, അടുത്തത്, what happens to the internal energy of a gas during isothermal expansion? ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ സമയത്ത് ഇൻറ്റേർണൽ എനർജി എന്താക്കും? കൂടും. ഇൻറ്റേർണൽ എനർജി കൂടും. ഓക്കെ, ദെൻ സോറി ദർ ഇസ് എ മിസ്റ്റേക്ക്. ഐസോതെർമൽ ആണ്. ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണ്. അല്ലെങ്കിൽ ഇന്റേണൽ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് ഒരു കാരണവശാലും ഇന്റേണൽ എനർജി എന്താവൂല? മാറൂല. ഓക്കെ, സോ ഇന്റേണൽ എനർജി നോ ചേഞ്ച്. ഓക്കെ, നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആവുന്ന സമയത്ത് ഇന്റേണൽ എനർജി എന്താവും? ഇന്റേണൽ എനർജി അഡിയാബാറ്റിക് എക്സ്പാൻഷൻ്റെ സമയത്ത് ഇന്റേണൽ എനർജി നെഗറ്റീവ് ആവും. ഓക്കെ, അതായത് ഇന്റേണൽ എനർജി എന്താവുക ചെയ്യുക? ആക്ച്വലി കുറയാണ് ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ ഒരു കൂളിംഗ് ഒക്കെ ചെയ്യും. ആ കൂളിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, സോ അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ ഇന്റേണൽ എനർജി കുറയാണ് കേട്ടോ ചെയ്യുക. Next question. The figure shows the pressure volume relationship of an ideal gas that undergoes a Carnot cycle. The process B to C takes place in a constant temperature of 1000 Kelvin and the process from D to A at a constant temperature of 500 Kelvin. Name the process occurring between A and B. ഇതിൽ എക്കും ബിക്കും ഇടയിലുള്ള പ്രോസസ്സ് ചോദിക്കുന്നതാണ്. എക്കും ബിക്കും ഇടയിൽ ഒരു കാർനോട്ട് സൈക്കിളാണ് വരച്ചത്, പക്ഷേ അത്ര
നല്ല ഷേപ്പിലൊന്നല്ല വരച്ചത്. എന്നിരുന്നാലും ഇത് വെച്ചിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, A to B എന്ന് പറഞ്ഞാൽ അഡയാബാറ്റിക് കംപ്രഷൻ ആണ്, ഞാൻ നേരത്തെ വരച്ചു തന്നിരുന്നു. ഓക്കെ, ദെൻ B to C എന്ന് പറയുന്നത് എന്താണ്, ഐസോ തെർമൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ദെൻ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ P ആണ് വരേണ്ടത്, ഇവിടെ എന്താണ് വരേണ്ടത്, V ആണ് വരുന്നത്. ഓക്കെ, യെസ്. Yeah. During which of the four process work done is work done by the gas? Work done by the gas. ഈ 4 പ്രോസസ്സിലും work done by the gas. നിങ്ങൾ കെമിസ്ട്രിയിൽ ഈ സാധനം പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ ദി ഗ്യാസും വർക്ക് ഡൺ ഓൺ ദി ഗ്യാസും, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റവും വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റവും. ഒരു ഗ്യാസ് കംപ്രസ്ഡ് ആവുക അത് സ്വയം കംപ്രസ്ഡ് ആവില്ല. അതിന് മുകളിൽ നമ്മളൊരു വർക്ക് കൊടുത്താൽ മാത്രമേ അതെന്താവുള്ളൂ, കംപ്രസ്ഡ് ആവുള്ളൂ. നേരെ മറിച്ച് ഒരു ഗ്യാസ് സ്വയം എന്താവും, എക്സ്പാൻഡ് ആവും. ഓക്കെ, അപ്പം എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്താണ് വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് വരുന്നത്. അപ്പം ഐസോ തെർമൽ എക്സ്പാൻഷനിലും അഡയാബാറ്റിക് എക്സ്പാൻഷനിലും എന്താണ്, വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആണ്. ഓക്കെ, ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ ഡ്യൂറിങ് എ സൈക്കിൾ ഫ്രം ദി ഗ്രാഫ്? ഒരു കാർനോട്ട് സൈക്കിൾ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇതാ ഇവിടെ എന്താ കൊടുത്തത്, എ എവിടെയാ കൊടുത്തത്, ബി സി ഡി ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തിട്ട് നോക്ക്, വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു work done from B to C plus work done from C to D plus work done from D to A plus work done from A to B. ഇതിൽ അഡയാബാറ്റിക് ആയിട്ടുള്ള എക്സ്പാൻഷനും കംപ്രഷനും നേരെ നെഗറ്റീവായി പോകും. നേരെ എന്താവും, നെഗറ്റീവായി പോകും. നോക്കാം, അതായത് ഇതും എന്തായി പോകും, സോറി, ഡബ്ല്യു സി ഡിയും അതേപോലെ തന്നെ ഡബ്ല്യു എ ബി എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. ഡബ്ല്യു സി ഡിൻ്റെ തന്നെ മൈനസ് ആയിരിക്കും ഡബ്ല്യു എ ബി ഉണ്ടാവുക, അത് ക്യാൻസൽ ആയി പോകും. അപ്പം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി സി പ്ലസ് ഡബ്ല്യു ഡി എ എന്ന് വരും. ഓക്കെ, ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ വർക്ക് ഡൺ കിട്ടും. ദെൻ കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ. ഇതിൻ്റെ എഫിഷ്യൻസി കാണാൻ പറയുന്നു. ആ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് efficiency eta is equal to 1 minus T2 by T1. ഈ T2 എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ലോ ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ കോൾഡ് റിസർവോയർ എന്ന് പറയും. ഒരു ഹീറ്റ് എഞ്ചിനിൽ ഒരു ഹോട്ട് റിസർവോയർ ഉണ്ട്, അവിടുന്ന് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അവിടുന്ന് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഹോട്ട് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്, കോൾഡ് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, T2 ആണ്. ഓക്കെ, സോ 1 minus T2 by T1. ഇത് ചെയ്യുന്ന സമയത്തും കുട്ടികൾ പലരും തെറ്റിക്കും. T1 പകരം T2 കൊടുക്കും, T2 പകരം T1 കൊടുക്കും. തെറ്റിക്കരുത്. മുകളിൽ വരുന്ന എപ്പോഴും എന്താണ്, T2 എന്ന് വരുന്നത് എന്താണ്, കോൾഡ് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ ആണ്. T1 എന്ന് പറഞ്ഞാൽ ഹോട്ട് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ കോൾഡ് റിസർവോയർ എന്ന് പറഞ്ഞാൽ 500 കെൽവിൻ ആണ്. 1 minus 500 by 1000. ഓക്കെ, സോ ഈറ്റ ഈസ് ഈക്വൽ ടു 1 minus 1 by 2, ദാറ്റ് ഈസ് 1 by 2. അപ്പം പെർസെൻറ്റേജിലാണ് നമ്മൾ എഫിഷ്യൻസി പറയുക. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്, 50%. ഓക്കെ, യാ, ഓക്കെ. അശ്വിൻ ഹായ് പറയുന്നുണ്ട്. ഹായ് അശ്വിൻ, ഇത്രയും നേരം വൈകിട്ടും നമ്മളെ ക്ലാസ് കേട്ടിരിക്കുന്ന അശ്വിന് ഹായ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അശ്വിൻ. ഓക്കെ, എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ദെൻ ഫിഗർ ഗിവൻ ബിലോ ഷോസ് ബിലോ ഡെപിക്ട്സ് ദ സ്കീമാറ്റിക് റിപ്രസെൻറ്റേഷൻ ഓഫ് എൻ ഹീറ്റ് എഞ്ചിൻ. റൈറ്റ് 4 സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി കാർനോട്ട് സൈക്കിൾ. ഇനി പറയേണ്ട കാര്യമില്ല, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. A Carnot engine is working between temperatures 27 degrees Celsius and 327 degrees Celsius. Find its efficiency. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ടും ഞാനിത് വെച്ചതിനൊരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ഒരു മേഖലയാണത്. ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ അതേപടി അങ്ങോട്ട് എന്താക്കും, എഫിഷ്യൻസി കാണാൻ അങ്ങോട്ട് ഉപയോഗിക്കും, തെറ്റിപ്പോവും. എഫിഷ്യൻസി കാണാൻ ഉപയോഗിക്കുന്ന ഈറ്റ ഈസ് ഈക്വൽ ടു 1 minus T2 by T1 ഉപയോഗിക്കുന്നില്ലേ? അതിൽ T2 ഉം T1 നമ്മൾ എന്തിൽ കാണണം? യെസ്, T2 ഉം T1 എന്തിൽ കാണണം? കെൽവിൻ സ്കെയിലിൽ കാണണം. അപ്പം T2 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, കോൾഡ് റിസർവോയർ. അപ്പം ഈറ്റ ഈസ് ഈക്വൽ ടു 27 എന്ന് പറയുന്ന സമയത്ത് 273 കൂട്ടിയാൽ എത്ര കിട്ടും? 300 കിട്ടും. 1 minus 300 കെൽവിൻ ബൈ 327 എന്ന് പറയുമ്പോഴും അതിനോട് 273 കൂട്ടിയാൽ എത്ര കിട്ടും? 600 കിട്ടും. 1
മൈനസ് 300/600 എന്ന് പറഞ്ഞാൽ 1/2. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ വീണ്ടും 1/2 കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 50%. ഓക്കെ. Isothermal, isochoric and adiabatic processes are some special thermodynamic processes in which these processes the work done is maximum when gas expands from V1 to V2. Okay. ഈ പറഞ്ഞ പ്രോസസ്സുകൾ ഐസോതെർമൽ ആയിക്കോട്ടെ, ഐസോകോറിക് ആയിക്കോട്ടെ, അഡയാബാറ്റിക് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ ഏത് പ്രോസസ്സിനാണ് ഉണ്ടാവുക? ഓക്കെ. ഒരു പെർട്ടിക്കുലർ V1 വോളിയത്തിൽ നിന്ന് V2 വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ ഏതെന്നാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഐസോബാറിക് ആണ് കേട്ടോ. ഓക്കെ. ഐസോബാറിക്കിന്റെ പേര് അവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ്. ഐസോബാറിക്കിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ ഉണ്ടാവുക. Next, B. Which law of thermodynamics implies that no heat engine can be 100% efficient? അത് എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ. ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഒന്ന് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് ചോദിച്ചേക്കാം പരീക്ഷയ്ക്ക്. ഓക്കെ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ ഹോട്ട് റിസർവോയർ ടു ദി കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ ഹോട്ട് റിസർവോയർ ടു ദി കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് വർക്ക്. ഓക്കെ. അതായത് ഹോട്ട് റിസർവോയറിൽ നിന്ന് എടുത്ത ഹീറ്റ് മുഴുവനായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല? വർക്ക് ആക്കി മാറ്റാൻ പറ്റില്ല. ഓക്കെ. അതാണ് ഒന്നാമത്തെ അതായത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. അപ്പം ഈ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് എടുക്കുന്നു, അത് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് കൊടുക്കുന്നു, ആ വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ആവുന്നു, അത് വെച്ചിട്ട് എന്താകുന്നു? ഇത് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പം കിട്ടുന്ന ഹീറ്റ് മുഴുവൻ എന്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു? വർക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് 100% എഫിഷ്യൻസി അവിടെ ഉണ്ടാവില്ല. ഓക്കെ. ദെൻ അതിൻ്റെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദി കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് അല്ലെങ്കിൽ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡർ ബോഡി ടു എ ഹോട്ടർ ബോഡി. ഒരു കാരണവശാലും എന്താണ് കോൾഡർ ബോഡിയിൽ നിന്ന് നമുക്ക് ഹീറ്റ് എന്താക്കാൻ പറ്റില്ല? കോൾഡർ ബോഡിയിലേക്ക് കോൾഡർ ബോഡിയിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റില്ല? ഹോട്ടർ ബോഡിയിലേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു. ഓക്കെ. യെസ്. സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊടുക്കാണ്ട് നമുക്ക് ഒരിക്കലും അത് നാച്ചുറലി നടക്കൂല. ഓക്കെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. For an ideal gas, Cp minus Cv is equal to R ആണ്. What do the terms Cp and Cv represent? Cp എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. Cv എന്ന് പറഞ്ഞാൽ അതേ സാധനം അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഗ്യാസുകൾക്ക് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ളതാണ്, ഒന്ന് കോൺസ്റ്റന്റ് പ്രഷറിലുള്ളതാണ്. കാരണം ഇത് ചൂടാക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് ചൂടാക്കാൻ പറ്റും ഗ്യാസിനെ. ഒന്ന് കോൺസ്റ്റന്റ് പ്രഷറിൽ ചൂടാക്കാൻ പറ്റും, ഒന്ന് കോൺസ്റ്റന്റ് വോളിയത്തിൽ ചൂടാക്കാൻ പറ്റും. റെഡി? ഫോർ എ ഡയാറ്റോമിക് ഗ്യാസ് Cv is equal to 5/2R. Find the values of Cp and R. ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് കൈനറ്റിക് തിയറി എന്നുള്ള ചാപ്റ്ററിനെ ബന്ധപ്പെടുത്തിയിട്ടും പറയാവുന്നതാണ്. ഓക്കെ. ഇവിടെ മേയേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞ റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Cp മൈനസ് Cv ഈക്വൽ ടു എന്താണ്? R ആണ്. ഓക്കെ. ഈ റിലേഷൻ പറയുന്ന പേരാണ് മേയേഴ്സ് റിലേഷൻ. ഇതിന് നേരെ വാല്യൂ കൊടുത്താൽ മതി. Cp മൈനസ് Cvക്ക് പകരം എത്ര കൊടുത്തത്? 5/2R എന്ന് കൊടുത്തു. അപ്പോൾ 5/2R is equal to R. അപ്പോൾ Cp is equal to മൈനസ് 5/2R അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 5/2R ആവും. അപ്പോൾ R പ്ലസ് 5/2R is equal to എന്ത് കിട്ടും? 7/2R എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ Cpയും കിട്ടി, Cvയും കിട്ടി. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് Cp ആൻഡ് R. അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ R അല്ല, ആക്ച്വലി അവിടെ ഗാമയാണ് കേട്ടോ. ഗാമ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ്. അപ്പോൾ ഗാമേൻ്റെ ഇക്വേഷൻ ഗാമ ഈസ് ഈക്വൽ ടു Cp/Cv. Cpൻ്റെ വാല്യൂ 7/2R ആണ്. Cvൻ്റെ വാല്യൂ 5/2R ആണ്. 2R കട്ടായി രണ്ടിലും. അപ്പം എന്ത് കിട്ടും? ഗാമ ഈസ് ഈക്വൽ ടു 7/5. ഓക്കെ. Next question. A gas enclosed inside a perfectly non-conducting cylinder fitted with a perfectly non-conducting piston is compressed quickly. Write the relation connecting P and V for an adiabatic changes in
പെർഫെക്റ്റ് ഗ്യാസ്. ഓക്കെ, അഡയാബാറ്റിക് പ്രോസസ്സിലെ പി വിയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന 2 ഡയഗ്രാംസ് ഉണ്ട്. ഇതിൽ ഏതാണ് ഐസോതെർമലും ഏതാണ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് ചോദിക്കുന്നു. ഇത് രണ്ടിലും ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്റ്റീപ്നെസ് കൂടുതലുള്ളത് അല്ലെങ്കിൽ സ്ലോപ്പ് കൂടുതലുള്ളത് എപ്പോഴും അഡയാബാറ്റിക് ആയിരിക്കും. സോ എ സി എന്ന് പറയുന്നത് എന്താണ്? അഡയാബാറ്റിക് ആണ്. ഓക്കെ, സ്ലോപ്പ് കുറവുള്ള എന്തായിരിക്കും? ഐസോതെർമൽ ആയിരിക്കും. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഐസോതെർമൽ. ഓക്കെ, then when a motor car tire bursts, air is cooled. Give reason. Yes, ടയർ പൊട്ടുന്ന സമയത്ത് എന്താണ്? അവിടെ കൂളിംഗ് ഉണ്ടാവും. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡയാബാറ്റിക് എക്സ്പാൻഷനിൽ എന്തുണ്ടാവുന്നു? കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നു. ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ട്, ആ സമയം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, നോക്കാം, പറഞ്ഞുതരാം. ഒരു അഡയാബാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0 ആണ്. പുറത്തുനിന്ന് ഉള്ളിലോട്ടും ഉള്ളിൽ നിന്ന് പുറത്തേക്കും, അതായത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് സിസ്റ്റത്തിലേക്ക് എന്ത് വരുന്നില്ല? ഹീറ്റ് വരുന്നില്ല. അപ്പോൾ നെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ ടു 0. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്നാണല്ലോ. ഇതിൽ ഡെൽറ്റ ക്യൂ അങ്ങ് 0 ആയി പോകും. അപ്പോൾ 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്നാവും. ഇതിൽ തന്നെ ഈ ഡെൽറ്റ യുവിനെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്താണ്? മൈനസ്, അല്ലെങ്കിൽ പി ഡെൽറ്റ വിനെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എടുത്തു. മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഓക്കെ, അപ്പോൾ അത് ഇത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതാം. ഓക്കെ, മുന്ന അടിപൊളി ക്ലാസ് ആണ് സാർ, താങ്ക് യു സോ മച്ച് മുന്ന. ഓക്കെ, യെസ്, പി ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് എഴുതാം. ഇതിൽ നിങ്ങളൊരു കാര്യം നോക്കിക്കേ, ഈ ഡെൽറ്റ വി പോസിറ്റീവ് ആയാൽ ഡെൽറ്റ യു എന്തായിരിക്കും? നെഗറ്റീവ് ആവും. അതേപോലെ തന്നെ ഡെൽറ്റ വി നെഗറ്റീവ് ആയാൽ ഡെൽറ്റ യു എന്തായിരിക്കും? പോസിറ്റീവ് ആവും. അതിൽ ഒന്ന് പോസിറ്റീവ് ആയിരിക്കും, ഒന്ന് നെഗറ്റീവ് ആയിരിക്കും, അത് ഉറപ്പാണ്. ഒരു സാധനം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുക, അതിനാണ് നമ്മൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുക. അഡയാബാറ്റിക് പ്രോസസ്സുകളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതായിരിക്കും. ഓക്കെ, ബലൂണ് പെട്ടെന്ന് പൊട്ടുന്ന സമയത്ത്, കാറിന്റെ ടയർ അല്ലെങ്കിൽ ബസ്സിന്റെ ടയർ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ടയർ പെട്ടെന്ന് പൊട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പെട്ടെന്ന് അതിനകത്തുള്ള ഗ്യാസ് എക്സ്പാൻഡ് ആവുക ചെയ്യുക. സോ ദാറ്റ് ഈസ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അഡയാബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൂടുക ചെയ്യും. വോളിയം കൂടുന്ന സമയത്ത് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഇപ്പോൾ ആദ്യത്തെ വോളിയം ചെറുതാണ്, പിന്നത്തെ വോളിയം വലുതാണെങ്കിൽ വലുതെന്ന് ചെറുത് കുറച്ചാൽ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും കിട്ടുക, അത് വലുതാവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ്റെ സമയത്ത് ഡെൽറ്റ വി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഫോർ എക്സ്പാൻഷൻ ഡെൽറ്റ വി ഈസ് പോസിറ്റീവ്, സോ ഡെൽറ്റ യു ഈസ് നെഗറ്റീവ്. ഇന്റേണൽ എനർജി കുറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്റേണൽ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആര് മാത്രമാണ്? ടെമ്പറേച്ചർ മാത്രമാണ്. ഇതേപോലെ തന്നെ പെട്ടെന്ന് ഒരു പിസ്റ്റണൊക്കെ വെച്ച് പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കൈൻഡ് ഓഫ് ഗ്യാസിനെ എന്താ പറയുക, ഒരു സാമ്പിൾ ഓഫ് ഗ്യാസിനെ നമ്മൾ എന്താക്കി? പെട്ടെന്ന് അങ്ങ് കംപ്രസ് ചെയ്തു. അങ്ങനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെൽറ്റ വി എന്തായി പോകും? നെഗറ്റീവ് ആയി പോകും. വലിയ സാധനം, വലിയ വോളിയം ഉള്ളത് ചെറുതാക്കുക ചെയ്ത്. അപ്പോൾ ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ ആയിരിക്കും. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറച്ചാൽ എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഓക്കെ, സോ കംപ്രഷൻ ഫോർ അഡയാബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ ഡെൽറ്റ വി നെഗറ്റീവ് ആവും, അപ്പോൾ ഡെൽറ്റ യു എന്താവും? പോസിറ്റീവ് ആവും. റെഡി? ഓക്കെ, അപ്പം അഡയാബാറ്റിക് എക്സ്പാൻഷൻ്റെ സമയത്ത് കൂളിങ്ങും, എന്നാൽ അഡയാബാറ്റിക് കംപ്രഷൻ്റെ സമയത്ത് എന്ത് നടക്കും? ഹീറ്റിങ്ങും നടക്കും. അതുകൊണ്ടാണ് ബലൂണൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ, ബലൂണൊക്കെ കുത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ബലൂണിൻ്റെ കഷ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനടിയിലൊക്കെ നനവ് കാണാം. ഇതേപോലെ തന്നെ സൈക്കിളിൻ്റെ ടയറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടയറിൻ്റെ ട്യൂബിനകത്ത് എന്താക്കാം? ഏകദേശം ഒരു നനവ് നമുക്ക് എന്താക്കാൻ പറ്റും? കാണാവുന്നതാണ്. ഓക്കെ, യാ, നെക്സ്റ്റ്. Name the thermodynamic process in which PV is constant. PV constant ആയ thermodynamic process ഏതാണെന്ന് ചോദിക്കുന്നു. PV equal to mu r T ആണല്ലോ മക്കളെ. മ്യൂവും ആറും നമ്പർ ഓഫ് മോൾസും എന്താ പറയുക, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അത് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇവിടെ ആരാ കോൺസ്റ്റന്റ് ആണ്? ടെമ്പറേച്ചർ. അതുകൊണ്ടല്ലേ പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് കിട്ടുന്നത്. അപ്പം
ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ്സിലാണ് പി വി ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റുക, ഒരു കോൺസ്റ്റന്റ് എഴുതാൻ പറ്റുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. Yeah. Derive an expression for work done in an isothermal process. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ രണ്ട് ഡെറിവേഷൻ ആണ് നിങ്ങൾക്കുള്ളത്. ആ 2 ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം അടുത്ത സ്ലൈഡിലാണ് അത് ചെയ്യുന്നത്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിലുള്ള വർക്ക് ഡൺ ഒരു പി വി ഡയഗ്രാം എടുത്തു, ഇൻഡിക്കേറ്റർ ഡയഗ്രാം എടുത്തു. എന്നിട്ട് ഐസോതെർമൽ എക്സ്പാൻഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് V1, ഇവിടെ V2. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഭാഗം ഞാൻ എടുത്തു. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? dV ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഈ പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ കാണുമ്പോഴാണ് നമുക്ക് വർക്ക് ഡൺ കിട്ടുക. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് പി വി ഡയഗ്രാം. സോ സ്മോൾ വർക്ക് ഡൺ DW ഇസ് ഈക്വൽ ടു DA, ചെറിയ ഏരിയ. അപ്പം ഈ ഒരു ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കറസ്പോണ്ടിങ് എന്തുണ്ടാവും? പ്രഷർ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഈ വോളിയത്തിന്, ഈ ചെറിയ വോളിയത്തിനാണ് നമ്മൾ താഴെ dV എന്ന് കൊടുത്തത്. ഓക്കെ, സോ P ഇൻറ്റു dV എന്ന് വരും. സോ DW ഇസ് ഈക്വൽ ടു P dV. W ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ P dV. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ V1 മുതൽ V2 വരെ ചെയ്യണം. ദെൻ W ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഓക്കെ, അവിടെ ചെറിയൊരു എക്സ്ട്രാ സാധനം പറയാനുണ്ട്. ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ പി വി ഈക്വൽ ടു എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ് വരിക. ഓക്കെ, അപ്പം ഈ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ പി വി ഈക്വൽ ടു മ്യൂ ആർ ടി എന്ന് എഴുതാം നമുക്ക്. മ്യൂ ആർ ടി. ഓക്കെ, സോ പി ഈസ് ഈക്വൽ ടു വാട്ട് യു ഗെറ്റ്? മ്യൂ ആർ ടി ബൈ വി എന്ന് വരും. അത് ഇതാ ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ എന്ത് വരും? 1 ബിക്കം W is equal to integral mu RT by V into dV എന്ന് വരും. ഇൻ്റഗ്രേഷൻ V1 മുതൽ എത്ര വരെയാണ്? V2 വരെയാണ്. mu RT കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. സോ W is equal to mu RT into integral V1 to V2 1 by V dV എന്ന് വന്നു. 1 by Vയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ log V ആണ്. mu RT into log, natural log V എന്ന് വന്നു. upper limit of V2 and lower limit of V1. so mu RT log V2 minus log V1 എന്നാണുള്ളത്. അപ്പം log A minus log B നെ log A by B എന്ന് എഴുതാം. so mu RT log V2 by V1 എന്ന് എഴുതാം. So here is the work done. PV is work done is equal to mu RT log V2 by V1. Okay. Yeah. ഓക്കെ, സോ ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അറിയാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കൂ. എന്നിട്ട് ഒന്ന് എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ദെൻ തിരിച്ചു വരാം. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ വെൻ 3 moles ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇസ് കംപ്രസ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ 300 Kelvin ഫ്രം ദ ഇനീഷ്യൽ വോളിയം ഓഫ് 6 liters to 2 liters. എളുപ്പം കഴിയും. W ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ എഴുതി mu RT log V2 by V1. നോക്ക്, ഇത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ 300 Kelvin എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് ആണ്, അതുകൊണ്ടാണ് വർക്ക് ഡൺ ഈ ഇക്വേഷൻ എടുത്തത്. അപ്പം mu RT, mu എന്ന് പറഞ്ഞാൽ 3 moles, 3 ഇൻറ്റു ആറിന് പകരം 8.13 ഇൻറ്റു T, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 300 Kelvin തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ 300 log V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിറ്റർ ആണ്. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 ലിറ്റർ ആണ്. ഇത് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ കിട്ടും 8039 ജൂൾ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യാ, ഇതും ഒരു ഡെറിവേഷനാണ്. ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 ഡെറിവേഷനാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഒന്ന് വർക്ക് ഡൺ ബൈ ദി ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി വർക്ക് ഡൺ ബൈ ദി അഡിയാബാറ്റിക് പ്രോസസ്സ്. ഓക്കെ, ഡെറിവേഷൻ സിമിലർ ആണ്,
ഒരേ ഗ്രാഫ് തന്നെയാണ്, ഐ മീൻ അതേപോലത്തെ ഗ്രാഫ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പി വി മറ്റേതിനേക്കാളും കുറച്ചുകൂടി സ്റ്റീപ്പർ ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും ഇതിനുണ്ടാവുക. V2 ആണിത്, ഇത് V1, ഇതിൻ്റെ ചെറിയൊരു ഭാഗം എടുക്കുന്നു, ഷെയ്ഡ് ചെയ്ത ഭാഗം. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് dV ആണ്. ഇതിന് കറസ്പോണ്ടിങ് ഒരു പ്രഷർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഏരിയ ഈസ് ഈക്വൽ ടു പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ വർക്ക് ഡൺ ഏരിയ small work is equal to small area dA. Then work is equal to integral v1 to v2 p dv എന്ന് കൊടുത്തു. dA എന്ന് പറഞ്ഞാൽ p dv എന്ന് എടുക്കാം, നേരത്തെ എടുത്ത പോലെ തന്നെ. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇവിടെ ഈ കേസിൽ അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി ഈസ് ഈക്വൽ ടു എന്താണ്, ആ കോൺസ്റ്റന്റ് ബൈ എന്തായിരിക്കും എന്നറിയോ, ആ കോൺസ്റ്റന്റ് ബൈ വി റേസ് ടു ഗാമ ആയിരിക്കും. ഇത് നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നൗ ഇക്വേഷൻ 1 ബിക്കം ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ v1 ടു v2 k ബൈ വി റേസ് ടു ഗാമ ഇൻ ടു ഡി വി എന്ന് കിട്ടി. then അടുത്ത സ്റ്റെപ്പിൽ കേനെ നമ്മൾ പുറത്തെടുത്തു, വി റേസ് ടു 1 ബൈ വി റേസ് ടു ഗാമ എന്നുണ്ടാവും, അതിനെ വി റേസ് ടു ഗാമ മൈനസ് ഗാമ എന്നാക്കി. കാരണം പവർ മുകളിലേക്ക് പോകുന്ന സമയത്ത് പവർ നെഗറ്റീവ് ആവും. അപ്പോൾ ഇൻ്റഗ്രൽ v1 ടു v2 ഓക്കെ ഇൻറ്റു ഡി വി. ഇത് ചെയ്യുന്ന സമയത്ത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് v2, ലോവർ ലിമിറ്റ് v1. then w is equal to k. ഈ താഴത്തെ കോൺസ്റ്റന്റ് നമ്മൾ നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നു. മൈനസ് ഗാമ പ്ലസ് 1ന് പകരം 1 മൈനസ് ഗാമ എന്ന് എഴുതിയാൽ മതിയല്ലോ, 1 മൈനസ് ഗാമ. അതേപോലെ തന്നെ വിൻ്റെ പവർ നമ്മൾ എന്താക്കി, മൈനസ് ഗാമ പ്ലസ് 1 എന്നുള്ളതിന് പകരം 1 മൈനസ് ഗാമ എന്ന് എഴുതി, 1 മൈനസ് ഗാമ. upper limit v2, lower limit v1. okay, so w is equal to k by 1 minus gamma into v2 raised to 1 minus gamma minus v1 raised to 1 minus gamma. okay, then k by 1 minus gamma is equal to ഈ kനെ ഇതിനുള്ളിലേക്ക് നമ്മൾ എന്താക്കി, മൾട്ടിപ്ലൈ ചെയ്തു. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് കെ വി ടു റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് കെ വി 1 റേസ് ടു 1 മൈനസ് ഗാമ എന്ന് കിട്ടി. ഇനി ഈ കെ എന്ന് പറഞ്ഞാൽ P1 V1 അല്ലെങ്കിൽ എന്താണ് P2 V2 ആണ്. അപ്പം ഈ V2ൻ്റെ കൂടെ ഉള്ള കെനെ നമുക്ക് P2 V2 എന്ന് കൊടുക്കാം. P1ൻ്റെ കൂടെ V1ൻ്റെ കൂടെയുള്ള കെക്ക് നമുക്ക് P1 V1 എന്ന് കൊടുക്കാം. ഓക്കെ, സോ W is equal to 1 by 1 minus gamma into P2 V2 into V2 raised to 1 minus gamma minus P1 V1 raised to V1 into V1 raised to 1 minus gamma എന്ന് കിട്ടി. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് രണ്ട് പവറുകൾ, ഒരേ വാല്യൂവിൻ്റെ രണ്ട് പവറുകൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ചെയ്യുന്ന സമയത്ത് എ റേസ് ടു എം പ്ലസ് എൻ ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പവറുകളൊന്ന് കൂട്ടി നോക്കിയാൽ മതി നിങ്ങൾ. 1 by 1 minus gamma is equal to ഇൻറ്റു P2 V2 റേസ് ടു 1ഉം V2 റേസ് ടു 1 മൈനസ് ഗാമയും. അപ്പോൾ 1 plus 1 മൈനസ് ഗാമ എന്ന് പറയുന്ന സമയത്ത് എന്താ കിട്ടുക, there is a mistake. ഈ കെ നമ്മൾ നേരത്തെ ഇത് ഒരു അഡയാബാറ്റിക് പ്രോസസ് ആണല്ലോ. അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ പി വി റേസ് ടു ഗാമയാണ് എന്ത്, കോൺസ്റ്റന്റ്. അപ്പോൾ ഈ കോൺസ്റ്റന്റിന് പകരം P1 V1 റേസ് ടു ഗാമ എന്നോ അല്ലെങ്കിൽ P2 V2 റേസ് ടു ഗാമ എന്നോ ആണ് കൊടുക്കേണ്ടത്. അങ്ങനെയാവുന്ന സമയത്ത് ഇവിടെ V2 റേസ് ടു ഗാമ എന്ന് വരും, ഇവിടെ V1 റേസ് ടു ഗാമ എന്ന് വരും. ഓക്കെ, ആ ഒരു ഗാമേൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, സോറി, അത് ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടേ. ഓക്കെ,
Then back to this. V2 raised to gamma into V2 raised to 1 minus gamma ചെയ്യുന്ന സമയത്ത് a plus a raised to m into a raised to n a raised to m plus n ചെയ്യുന്ന പോലെ ഗാമ പ്ലസ് 1 മൈനസ് ഗാമ എന്ന് പറയുമ്പോൾ ഗാമയും മൈനസ് ഗാമയും പോയി V2 raised to 1 അതായത് V2 മൈനസ് P1 V1 ഓക്കെ V1 അതേപോലെ ഗാമ എന്തായി പോകും കട്ടായി പോകും. ഇങ്ങനെ കിട്ടും. ഒന്നുകിൽ ഇത് എഴുതാം അല്ലെങ്കിലോ P2 V2 എന്ന് പറഞ്ഞാൽ mu r t അല്ലേ. അപ്പം W is equal to 1 by 1 minus gamma into mu r T2 minus mu r T1 എന്ന് എഴുതാം. ഇതിൽ നിന്ന് രണ്ടിന്ന് mu r പുറത്തു എടുക്കാം. അപ്പോൾ W is equal to mu r into mu r by 1 minus gamma into T2 minus T1. ഈ ഇക്വേഷൻ എടുക്കാം. ഇതാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ വർക്ക് ഡൺ കാണാനൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല മാർക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. ഈ രണ്ട് ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഡൺ ബൈ ദി ഐസോതെർമൽ പ്രോസസ്സും വർക്ക് ഡൺ ബൈ ദി അഡിയാബാറ്റിക് പ്രോസസ്സും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കാർനോട്ട് സൈക്കിളിൻ്റെ ആ 4 പ്രോസസ്സുകളും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ തന്നെ ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു.
ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ചാപ്റ്ററാണ് വേവ്സ്. നമ്മൾ +1 ഏറ്റവും അവസാനമായിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് വേവ്സ് എന്ന് പറയുന്നത്, ചാപ്റ്റർ 15. ഓക്കെ, എങ്കിൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. എന്താണ്? എ വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y ഓഫ് എക്സ് ടി ഈക്വൽ ടു 0.005 sin 80x minus 3t in which the numerical constants are in SI units. Calculate wavelength and frequency of wave. Okay, എങ്കിൽ ഇതാണ് ഇക്വേഷൻ. y ഈക്വൽ ടു 0.005 sin 80.0 എന്ന് പറഞ്ഞാൽ 80x മൈനസ് 3.0 എന്ന് പറഞ്ഞാൽ 3t. ഇത് y ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി. ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ്റെ ഒരു ഫോമിലാണുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇക്വേഷൻ ഫോർ എ ട്രാവലിംഗ് വേവ്. ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനാണിത്. ആ ഇക്വേഷൻ്റെ രൂപത്തിലാണ് ഇത് കാണുന്നത്. ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ്റെ രൂപത്തിലാണ്. ഓക്കെ, എങ്കിൽ ഇതിൽ നിങ്ങൾ നോക്ക്, എയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? ഇതാണ് എക്ക് പകരം വന്നിരിക്കുന്നത്. എങ്കിൽ എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0.005 ആണ്. ഇനി ഇതിൽ കെ എന്നുള്ളതിന് പകരം ആരാ വന്നിരിക്കുന്നത്? 80 ആണ്. അതുപോലെ ഒമേഗയ്ക്ക് പകരം വന്നിരിക്കുന്നത് 3 ആണ്. ഓക്കെ, നിങ്ങളോട് ചോദിച്ചത് എന്താ? വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കാണാനാണ്. വേവ് ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, 2π/k. ഇതാണ് വേവ് ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ ഈക്വൽ ടു ω/2π ആണ്. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ വേവ് ലെങ്ത്ത് കാണാൻ ഇത്, ഫ്രീക്വൻസി കാണാൻ ഇത്. ട്രാവലിംഗ് വേവിൻ്റെ കേസിലാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. എങ്കിൽ 2π എന്ന് പറയുന്നത് 3.14 കെയുടെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് 80 എന്നാണ്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ കിട്ടും. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2 × 3.14 എന്ന് പറയുന്നത് 6.28/80. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത്രയും മീറ്റർ ആയിരിക്കും വേവ് ലെങ്ത്സ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, എങ്കിൽ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ് തന്നത്. 3/2 × π എന്ന് പറയുന്നത് 3.14. എങ്കിൽ 3/6.28. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത്രയും ഹെഡ്സ് ആയിരിക്കും ഫ്രീക്വൻസി. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളോട് ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചാൽ 0.005 മീറ്റർ എന്നാണ് വരിക. ആംപ്ലിറ്റ്യൂഡിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 0.477 ഹെഡ്സ് എന്നായിരിക്കും വരിക. ഇതിൻ്റെ റിസൾട്ട് ഏകദേശം വരുന്നത് 0.078 മീറ്റർ എന്നായിരിക്കും ഏകദേശം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡ്രോ ഡയഗ്രാംസ് ഷോയിങ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ക്ലോസ്ഡ് പൈപ്സ്. ക്ലോസ്ഡ് പൈപ്പിലെ ഫസ്റ്റും തേർഡും ഹാർമോണിക്സ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ക്ലോസ്ഡ് പൈപ്പ്. ഇതാണ് ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ക്ലോസ്ഡ്, ഒരെൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പാണ് ക്ലോസ്ഡ് പൈപ്പ്. എങ്കിൽ ഇതിലെ ഫസ്റ്റ് ഹാർമോണിക്കിൻ്റെ വേവ് ഇങ്ങനെയാണ് വരയ്ക്കുക. ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്കിൻ്റെ വേവ് വരയ്ക്കുന്നത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്കിൻ്റെ വേവ് എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചത് ഡ്രോ ഡയഗ്രാം ഷോയിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് ഹാർമോണിക്കാണ്. അടുത്ത് തേർഡ് ഹാർമോണിക്ക്. തേർഡ് ഹാർമോണിക്ക് വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഇതാണ് തേർഡ് ഹാർമോണിക്കിൻ്റെ ഫിഗർ. ഓക്കെ, ഈ ഫിഗേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് ഹാർമോണിക്, ഇത് തേർഡ് ഹാർമോണിക്. ഓക്കെ, ഈ രണ്ട് ഫിഗേഴ്സാണ് ആ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എങ്കിൽ ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ഇക്വേഷൻ ഫോർ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് ലെങ്ത് ഓഫ് ദി പൈപ്പ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ഇത് ക്ലോസ്ഡ് പൈപ്പ് അല്ലേ? ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ന്യൂ ഫ്രീക്വൻസി വി ബൈ ക്ലോസ്ഡ് പൈപ്പാണ് 4L. ഇതാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ക്ലോസ്ഡ് പൈപ്പ് ന്യൂ ഈക്വൽ ടു V/4L. ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ V/2L ആണ്.
ഓക്കെ, ഇത് ക്ലോസ്ഡ് പൈപ്പാണ്, V/4L. ഫ്രീക്വൻസിയാണ് ന്യൂ, V സ്പീഡാണ്, L പൈപ്പിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. എങ്കിൽ ക്വസ്റ്റ്യൻ 3 നോക്കൂ. ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഈസ് ഷോൺ ബിലോ. കാണാലോ. എങ്കിൽ ഡ്രോ സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്. ഇത് സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിൽ ആദ്യം വരുന്ന വേവ് ഇതാണ്. ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്. ഇതാണ് ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വരുന്ന കേസ്. ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് മോഡാണിത്. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിഗർ. ചോദ്യം എന്താ? ക്വസ്റ്റ്യൻ എ എന്താ? ഡ്രോ സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്. സെക്കൻഡ് ഹാർമോണിക് വരക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇതാണ് സെക്കൻഡ് ഹാർമോണിക്. ഇത് ഫസ്റ്റ് ഹാർമോണിക്, ഇത് സെക്കൻഡ് ഹാർമോണിക്. ഫസ്റ്റ് ഹാർമോണിക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സെക്കൻഡ് ഹാർമോണിക്കാണിത്. എങ്കിൽ തേർഡ് ഹാർമോണിക് കൂടി ഇതിൽ വരക്കണം. തേർഡ് ഹാർമോണിക് വരക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് തേർഡ് ഹാർമോണിക്. ഇതിലെ എണ്ണം ശ്രദ്ധിച്ചാൽ മതി. ഇതിലൊന്ന്, ഇതിലിങ്ങനത്തെ 2 ഉണ്ട്, ഇങ്ങനത്തെ 3 ഉണ്ട്. ഇതാണ് തേർഡ് ഹാർമോണിക്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് സെക്കൻഡും തേർഡും ആണ് വരയ്ക്കാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ എയുടെ ആൻസറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ബി എന്താ? പ്രൂവ് ദാറ്റ് ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സ്ട്രിങ് ആർ ഇൻ ദ റേഷ്യോ 1:2:3. സ്ട്രിങ്ങിൽ ഫ്രീക്വൻസീസ് 1:2:3 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 ഫിഗർ വെച്ചാണ് ഇത് പറയേണ്ടത്. ഓക്കെ, ഈ 3 ഫിഗർ വെച്ചാണ് ഈ സംഭവം പറയേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നോഡാണ്, ഇത് നോഡാണ്. ഇതല്ലേ ഫസ്റ്റ് ഹാർമോണിക്, ഇതല്ലേ സെക്കൻഡ് ഹാർമോണിക്, ഇതല്ലേ തേർഡ് ഹാർമോണിക്. ഇത് നോഡ്, ഇത് നോഡ്. 2 നോഡുകൾക്കിടയിലുള്ള അകലം. ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് പറയാം, ഈ ഫിഗർ മാറ്റിയിട്ട്. ക്വസ്റ്റ്യൻ ബിയുടെ ആൻസറാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ബി, ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ പറയാണ്. ആദ്യം ഫസ്റ്റ് ഹാർമോണിക്കിൻ്റെ കേസിൽ ഇങ്ങനെയാണ് ഫിഗർ വരിക. ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്കിൻ്റെ ഫിഗർ. ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്കിൻ്റെ ഫിഗർ. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് L ആണ്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് L. ഇത് നോഡ്, ഇത് നോഡ്. 2 നോഡുകൾക്കിടയിൽ അകലം എപ്പോഴും λ/2 ആണ്. 2 നോഡുകൾക്കിടയിൽ അകലം λ/2 ആണ് എപ്പോഴും. ഓക്കെ, എങ്കിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് L ആയിരുന്നു. ഇവിടെ 2 നോഡുകളാണ് 2 അറ്റത്തുള്ളത്. എങ്കിൽ ആ ദൂരം λ/2 എന്നാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ L = λ/2 അല്ലേ? L = എന്താ? λ/2 എന്ന് എഴുതിക്കൂടെ? സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആയിരുന്നു L. ഇപ്പോൾ ഈ ലെങ്ത്തിൽ വേവ് ആണുള്ളത്. എങ്കിൽ വേവിൻ്റെ ഈ 2 നോഡുകൾക്കിടയിൽ അകലം λ/2 ആണ്. എങ്കിൽ L = λ/2. എങ്കിൽ 2 ഇങ്ങോട്ട് എടുത്താൽ 2L = λ. എങ്കിൽ ഫ്രീക്വൻസീനെ നമ്മൾ എഴുതാറുള്ളത് V/λ എന്നാണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എപ്പോഴും V/λ ആണ്. എങ്കിൽ ഇവിടെ ഫ്രീക്വൻസി V/λക്ക് എന്തെഴുതാം? λ = 2L ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഫ്രീക്വൻസി. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയ ഫ്രീക്വൻസി. ഇതിനെയാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ. രണ്ടാമത്തെ കേസിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ L ആണ്. L ആണ്. ഫിഗർ ഇതാണ്. ഇതാണ് ഫിഗർ. ഇത് നോഡ്, ഇത് നോഡ്, ഇത് നോഡ്. 2 നോഡുകൾക്കിടയിൽ അകലം എപ്പോഴും λ/2. ഈ 2 നോഡുകൾക്കിടയിലും അകലം എന്താണ്? λ/2. ഓക്കെ, എങ്കിൽ ശ്രദ്ധിക്കുക. L = ഇത് മുഴുവനല്ലേ L? ഇത് മുഴുവനല്ലേ L? ഇവിടെ L കിട്ടാൻ ഈ λ/2 കൂട്ടണം. ഓക്കെ, λ/2 കൂട്ടിയാൽ λ അല്ലേ കിട്ടുക? അതുകൊണ്ട് L = λ. ഓക്കെ, എങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ V/λ എന്നല്ലേ നിങ്ങൾ പഠിച്ചത്? എങ്കിൽ ഫ്രീക്വൻസി V/λ എന്ന് പറഞ്ഞാൽ ഇവിടെ L അല്ലേ? എങ്കിൽ ഫ്രീക്വൻസി V/L. ഇത് സെക്കൻഡ് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി V/L കേട്ടോ. ഫ്രീക്വൻസി എന്താണ്? V/L ആണ്. ഇതാണ് സെക്കൻഡ് ഫ്രീക്വൻസി. ആദ്യത്തെ ഫ്രീക്വൻസി V/2L, ഇപ്പോൾ കിട്ടിയ ഫ്രീക്വൻസി V/L. ഇനി മൂന്നാമത്തെ കേസ് നോക്കിക്കോ. ഇവിടെയാണ്, ഇങ്ങനെയാണ് ഫിഗർ വരിക. ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് നേരത്തെ പോലെ തന്നെ L. നോഡ്, 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 നോഡ്. 2 നോഡുകൾക്കിടയിൽ അകലം λ/2. ഓരോ 2 നോഡുകൾക്കിടയിലുള്ള അകലം λ/2 ആണ്. ഓരോ 2 നോഡുകൾക്കിടയിലുള്ള അകലം λ/2 ആണ്. ഓക്കെ, എങ്കിൽ L കിട്ടണമെങ്കിൽ λ/2
പ്ലസ് λ/2 പ്ലസ് λ/2 ചെയ്യണം. 3 λ/2 ഉണ്ട്, അതുകൊണ്ട് L ഈക്വൽ ടു 3 λ/2. L കിട്ടാൻ 3 λ/2 ചെയ്യണം. എങ്കിൽ 2 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 2L, 3 ഇപ്പുറത്ത് വന്നാൽ അടിയിൽ ഈക്വൽ ടു ലാംഡ. അപ്പോൾ ലാംഡൻ്റെ വാല്യൂ എന്താ? 2L/3. എങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ V/λ അല്ലേ? എങ്കിൽ V/λയുടെ വാല്യൂ എന്താ? 2L/3 ആണ്. 3 മേലിലേക്ക് പോയാൽ 3V അല്ലേ? 3 മുകളിൽ പോയാൽ 3V/2L. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്താ കിട്ടിയത്? 3V/2L. ഇതാണ് മൂന്നാമത്തെ ഫ്രീക്വൻസി. മൂന്നാമത്തെ ഫ്രീക്വൻസി ഏതാ? 3V/2L. ആദ്യത്തെ ഫ്രീക്വൻസി V/2L, രണ്ടാമത്തെ ഫ്രീക്വൻസി V/L, മൂന്നാമത്തെ ഫ്രീക്വൻസി 3V/2L. ഓക്കെ, എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഫ്രീക്വൻസീനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. ഒന്നാമത്തെ ഫ്രീക്വൻസി ഇല്ലേ, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മുകളിലത്തെ 2ഉം താഴത്തെ 2ഉം ഇതാ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇതാണ് ന്യൂ 1. അത് ശരിക്കും V/2L അല്ലേ? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? 2ൻ്റെ വെട്ടിപ്പോവും, V/L കിട്ടും. അതല്ലേ രണ്ടാമത്തത്. അപ്പോൾ ഒന്നാമത്തേനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് രണ്ടാമത്തത്. ഇനി ഈ ഒന്നാമത്തേനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, 3V/2L ആവില്ലേ? അതാണ് മൂന്നാമത്തത്. അപ്പോൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെയും തമ്മിലുള്ള റേഷ്യോ എന്താ? മൂന്നും തമ്മിലുള്ള റേഷ്യോ എന്താ? ഒന്നാമത്തെ ഫ്രീക്വൻസീനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ കിട്ടും, ഒന്നാമത്തേനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൂന്നാമത്തെ കിട്ടും. എങ്കിൽ 3 ഫ്രീക്വൻസികളും തമ്മിലുള്ള റേഷ്യോ എന്താ? ന്യൂ 1ഉം ന്യൂ 2ഉം ന്യൂ 3യും തമ്മിലുള്ള റേഷ്യോ എന്താ? 1:2:3 എന്നല്ലേ? ഒന്നാമത്തേനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ രണ്ടാമത്തെ കിട്ടുക, ഒന്നാമത്തേനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ മൂന്നാമത്തെ കിട്ടുക. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, 3V/2L ആവൂലേ? അപ്പോൾ റേഷ്യോ എന്താ? 1:2:3 ആണ്. ചോദ്യം എന്താ? പ്രൂവ് ദാറ്റ് ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രിങ് ആർ ഇൻ ദ റേഷ്യോ 1:2:3. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, നെക്സ്റ്റ്. ഇതിൽ സി പാർട്ട് നോക്കൂ. ലെറ്റ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് 45 ഹെർട്സ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി 45 ഹെർട്സ് ആണ്. ഓക്കെ, ആൻഡ് ലെങ്ത് ഓഫ് വയർ തന്നിരിക്കുന്നത് 87.5 സെൻറ്റിമീറ്റർ ആണ്. ഇഫ് ലീനിയർ ഡെൻസിറ്റി ഓഫ് വയർ ഈസ്, ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, മ്യൂ ഈസ് 4 × 10⁻². ഫൈൻഡ് ടെൻഷൻ ഇൻ ദി സ്ട്രിങ്. ഫൈൻഡ് ടെൻഷൻ ഇൻ ദി സ്ട്രിങ് എന്നാണ്. നിങ്ങൾ സ്ട്രിങ്ങിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി പഠിച്ചിട്ടുണ്ട്, V/2L. ഇതാണ് സ്ട്രിങ്ങിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. എങ്കിൽ ന്യൂ ഈക്വൽ ടു, ഈ V എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്ട്രിങ് ആണ്. എങ്കിൽ Vക്ക് പകരം √T/μ എന്നാണ് എഴുതുക, ബൈ 2L. ഇതാണ് ശരിക്കും ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് ന്യൂ ഈക്വൽ ടു V/2L എന്നാണ് എഴുതാറ്. ഇവിടെ Vക്ക് √T/μ എന്ന് കൊടുക്കണം. എന്തിനാ Vക്ക് √T/μ എന്ന് കൊടുക്കുന്നത്? V എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്ട്രിങ് ആണ്. ആ Vയുടെ ഇക്വേഷനാണ് √T/μ. മ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി ആണ് കേട്ടോ. എങ്കിൽ നിങ്ങളോട് കാണാൻ പറഞ്ഞത് എന്താ? ടെൻഷനാണ്. ഈ T ആണ് കാണാൻ പറഞ്ഞത്. എങ്കിൽ ഇതിനെ മൊത്തമായിട്ട് ഞാൻ സ്ക്വയർ ചെയ്യാണ്. ഇതിനെ സ്ക്വയർ ചെയ്താൽ ന്യൂ സ്ക്വയർ ഈക്വൽ ടു, മുകളിൽ T ഉണ്ട്, അടിയിൽ മ്യൂ വരും. പിന്നെ ഈ 2നും Lനും സ്ക്വയർ വരൂലേ? ഈ റൂട്ട് വാല്യൂവിന് സ്ക്വയർ വന്നാൽ റൂട്ട് പോവുള്ളൂ, വേറൊന്നും സംഭവിക്കില്ല. ഈ 2നും Lനും സ്ക്വയർ വന്നാൽ 2ന് സ്ക്വയർ വന്നാൽ 4, Lന് സ്ക്വയർ വന്നാൽ L². കാണേണ്ടത് T അല്ലേ? എങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ന്യൂ സ്ക്വയർ ഇൻറ്റു മ്യൂ ഇൻറ്റു 4 × L² ഈക്വൽ ടു T. മ്യൂവിൻ്റെ സ്ക്വയർ, മ്യൂ എന്ന് പറഞ്ഞാൽ 45, 45ൻ്റെ സ്ക്വയർ ഇൻറ്റു ഈ മ്യൂ ഇല്ലേ ലീനിയർ ഡെൻസിറ്റി എത്രയാണ്? 4 × 10⁻² ഇൻറ്റു ഈ 4 ഇൻറ്റു L എത്രയാണ്? 87.5 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 10⁻² വേണം, അതിന് സ്ക്വയറും വേണം. ദാറ്റ്സ് ഈക്വൽ ടു T. ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്താൽ T കിട്ടും. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യണം. 45ൻ്റെ സ്ക്വയർ ഇൻറ്റു 4 × 10⁻² ഇൻറ്റു 4 ഇൻറ്റു 87.5ൻ്റെ സ്ക്വയർ 10⁻²ൻ്റെ സ്ക്വയർ. ഇത്രയും ചെയ്താൽ T കിട്ടും, ടെൻഷൻ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക.
എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എന്താണ് y ഈക്വൽ ടു 3 എന്ന് മാത്രം മതി സൈൻ 0.018 എക്സ് പ്ലസ് 36t. ഓക്കെ, where x and y are in centimeters, amplitude of wave is, ഇത് ശരിക്ക് ഇതല്ലേ ഫോം ഇക്വേഷൻ, a sin kx പ്ലസ് ഒമേഗ ടി. ആ ഫോമിലല്ലേ ഇക്വേഷൻ ഉള്ളത്? എങ്കിൽ എയുടെ സ്ഥാനത്ത് 3 അല്ലേ ഉള്ളത്? ഏരാ ആംപ്ലിറ്റ്യൂഡ്, എങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എ ഈക്വൽ ടു 3 ആണ്. പക്ഷേ ഇവിടെ എക്സും വൈയും സെൻറ്റിമീറ്ററിൽ അളക്കാൻ പറഞ്ഞതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡും സെൻറ്റിമീറ്ററിലാണ് അളക്കേണ്ടത്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മീറ്ററിലാണ് അളക്കുക. അതുകൊണ്ട് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഈ എക്ക് പകരം 3 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 3 ആണ്, പക്ഷെ അത് സെൻറ്റിമീറ്റർ ആണ്. എന്തുകൊണ്ട്? ഇവിടെ എക്സും വൈയും സെൻറ്റിമീറ്ററിൽ അളക്കാൻ പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഫിൽ ചെയ്യേണ്ടത് 3 സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ. എങ്കിൽ അടുത്തത് ക്വസ്റ്റ്യൻ ബി നോക്കൂ. ഫിഗർ ബിലോ ഷോസ് ദ ഫണ്ടമെൻ്റൽ മോഡ് or first harmonic in a stretched string when a standing wave is formed in this string. എന്നിട്ട് draw the figure that shows the second harmonic in this string. If L is the length of the string and V is the speed of wave in the string, what are the equations of first and second harmonic frequencies? സ്ട്രിങ്ങിലെ സെക്കൻഡ് ഹാർമോണിക് വരക്കാനും ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഫ്രീക്വൻസി എഴുതാനുമാണ് ചോദിച്ചത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടി പറയാൻ വേണമെങ്കിൽ. അതായത് എന്താ പറഞ്ഞത്? ഡ്രോ ഫിഗർ ദാറ്റ് ഷോസ് സെക്കൻഡ് ഹാർമോണിക്. സ്ട്രിങ്ങിൽ ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്, അതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. സെക്കൻഡ് ഹാർമോണിക് ഇതാണ് സ്ട്രിങ്ങിൽ, ഇതാണ് സ്ട്രിങ്ങിലെ സെക്കൻഡ് ഹാർമോണിക്. നേരത്തെ ഞാൻ വരച്ചിരുന്നതാണ് കേട്ടോ. ഇനി അത് വരച്ചു. പിന്നെന്താ ചോദിച്ചത്? വാട്ട് ആർ ദ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി? ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ V/2L, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ V/L, ഇതും പറഞ്ഞിരുന്നു നേരത്തെ. തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി എന്താ? 3V/2L ആണ് അല്ലേ, പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇൻ റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റ്, റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പൈപ്പാണ്. We can hear maximum sound at a certain height. This is due to phenomenon of resonance. Question A. Show that for a pipe closed at one end, frequencies are in the ratio 1:3:5. ക്ലോസ്ഡ് പൈപ്പിൽ ഫ്രീക്വൻസികൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. ഓക്കെ, എങ്കിൽ ക്ലോസ്ഡ് പൈപ്പിലെ ഈ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ശ്രദ്ധിക്കുക. ആദ്യം ഇതാണ് ഒരു ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസ്ഡ് പൈപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ L എന്ന് എടുക്കുന്നു. എങ്കിൽ അതിൽ ആദ്യം ഉണ്ടാകുന്ന വേവ് ഇതാണ് ഫസ്റ്റ് വേവ്. ഇത് നോഡാണ്. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ആൻറ്റി നോഡാണ്. ഒരു നോഡും ഒരു ആൻറ്റി നോഡും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എപ്പോഴും λ/4 ആണ്. ഓക്കെ, എങ്കിൽ പൈപ്പിൻ്റെ ലെങ്ത് L ആയിരുന്നു. നോഡും ആൻറ്റി നോഡും തമ്മിലുള്ള അകലം λ/4 ആണ്. എങ്കിൽ L = λ/4. എങ്കിൽ 4 ഇങ്ങോട്ട് എടുത്താൽ 4L = λ. ഫ്രീക്വൻസീനെ നമ്മൾ V/λ എന്നാണ് പഠിച്ചിട്ടുള്ളത്. എങ്കിൽ ഫ്രീക്വൻസി = V/λ 4L എന്ന് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ഫ്രീക്വൻസി. ഇതിനെ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്നാണ് പറയുക. ഓക്കെ, എങ്കിൽ ഇതിൽ സെക്കൻഡ് ഫിഗർ എങ്ങനെ വരുന്നു എന്ന് നോക്കുക. ഇതാണ് ക്ലോസ്ഡ് പൈപ്പിൽ വരുന്ന സെക്കൻഡ് ഫിഗർ. ഫിഗർ ഒന്നുകൂടി നന്നാക്കി വരക്കാം. ഇങ്ങനെയാണ് ക്ലോസ്ഡ് പൈപ്പിലെ ഫിഗർ വരിക. സെക്കൻഡ് ഫിഗർ ഇങ്ങനെയാണ് വരിക കേട്ടോ. സെക്കൻഡ് ഫിഗർ ഇങ്ങനെയാണ് ക്ലോസ്ഡ് പൈപ്പിൽ വരിക. പൈപ്പിൻ്റെ ലെങ്ത്ത് നേരത്തെ എടുത്തതുപോലെ തന്നെ L. പിന്നെ ഇത് നോഡ്, ഇത് നോഡാണ്. രണ്ട് നോഡുകൾക്കിടയിലുള്ള അകലം എന്താ? λ/2 ആണ്. ഇത് ആൻറ്റി നോഡാണ്, ഇത് നോഡാണ്. ഒരു ആൻറ്റി നോഡിനും നോഡിനും ഇടയിലുള്ള അകലം λ/4 ആണ്. എങ്കിൽ L കിട്ടണമെങ്കിൽ λ/2 + λ/4 ചെയ്യണം. ഓക്കെ, എങ്കിൽ L എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ലാംഡയും 1/2 ലാംഡയാണിത്. എങ്കിൽ 3/4 ലാംഡ, 3/4 ലാംഡ അല്ലേ. λ/2 λ/4 കൂട്ടിയാൽ 3/4 ലാംഡയാണ് കിട്ടുക. എങ്കിൽ 4 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്താ? 4L, 3 പുറത്ത് കൊണ്ടുവന്നാൽ /3 = λ. എങ്കിൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും V/λ. എങ്കിൽ V/λയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 4L/3 ആണ്. എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി = 3 മേലെ വന്നാൽ 3V
ബൈ 4L. അപ്പോൾ ഫ്രീക്വൻസി 3V ബൈ 4L എന്നാണ് കിട്ടിയത്. ഇതാണ് രണ്ടാമത് കിട്ടുന്ന ഫ്രീക്വൻസി. എന്താണ്? 3V ബൈ 4L. ഇനി ഇതിൽ മൂന്നാമതായിട്ട് വരുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് മൂന്നാമതായിട്ട് വരുന്ന ഫിഗർ, ശ്രദ്ധിക്കുക. ഇതാണ് ഫിഗർ. ഇങ്ങനെയാണ് മൂന്നാമതായിട്ട് ഫിഗർ വരയ്ക്കേണ്ടത്. ഓക്കെ, എങ്കിൽ ഇത് നോഡ്, ഇത് നോഡ്, ഇത് നോഡ്, 3 നോഡ്. ഈ പുറത്തെ ഭാഗം ആൻറ്റി നോഡാണ്. ആൻറ്റി നോഡും നോഡും തമ്മിലുള്ള അകലം λ/4. നോഡും നോഡും തമ്മിലുള്ള അകലം λ/2. നോഡും നോഡും തമ്മിലുള്ള അകലം λ/2. ഓക്കെ, എങ്കിൽ ഈ പൈപ്പിൻ്റെ നീളം എന്താണ്? L ആണ്. എങ്കിൽ L കിട്ടാൻ എന്താ ചെയ്യുക? λ/4 പ്ലസ് λ/2 പ്ലസ് λ/2 ചെയ്യാം. എങ്കിൽ എന്ത് കിട്ടും? L ഈക്വൽ ടു λ/2 λ/2 ഒരു ലാംഡ അല്ലേ, അര ലാംഡയും കൂട്ടി ഒരു ലാംഡ, പിന്നെ അതിൻ്റെ കൂടെ ഒരു λ/4 കൂടി വന്നാൽ 5/4 ലാംഡ അല്ലേ, 1.25 ലാംഡ അല്ലേ വരിക, 5/4 ലാംഡ. എങ്കിൽ 4 ഇങ്ങോട്ട് വരും, ഇപ്പോൾ 4L, 5 അടിയിലേക്ക് വരും, ഈക്വൽ ടു ലാംഡ. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എപ്പോഴും V ബൈ ലാംഡയാണ്. ഇവിടെ V ബൈ ലാംഡയ്ക്ക് എത്ര വാല്യൂ? 4L/5 ആണ്. എങ്കിൽ ഫ്രീക്വൻസി എന്തായി മാറി? 5 മേലേക്ക് വരും, 5V അടിയിൽ 4L. ഇതാണ് മൂന്നാമതായിട്ട് കിട്ടിയ ഫ്രീക്വൻസി. എങ്കിൽ നിങ്ങൾ നോക്കുക, ഈ 3 ഫ്രീക്വൻസികൾ തമ്മിൽ എന്ത് ബന്ധം? ആദ്യം കിട്ടിയ ഫ്രീക്വൻസി V/4L, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ ഈ ഫ്രീക്വൻസി കിട്ടുക. ഇതിനെ നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, 3V/4L ആവില്ലേ. ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, 5V/4L ആവില്ലേ. എങ്കിൽ 3 ഫ്രീക്വൻസികൾ തമ്മിലുള്ള റേഷ്യോ എന്താ? ഇതാണ് 1:3:5 അല്ലേ. ഈ ഫ്രീക്വൻസി V/4L, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3V/4L, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 5V/4L. എങ്കിൽ 3 ഫ്രീക്വൻസികൾ തമ്മിലുള്ള റേഷ്യോ 1:3:5 ആണ്. എങ്കിൽ നിങ്ങൾ നോക്ക്, ഇത് ഫസ്റ്റ് ഹാർമോണിക് എന്ന് അറിയപ്പെടുന്നത്, ഇത് തേർഡ് ഹാർമോണിക് എന്ന് അറിയപ്പെടുന്നത്, ഇത് ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. ഫണ്ടമെൻ്റലിനെ അല്ലെങ്കിൽ ഫസ്റ്റത്തതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ അടുത്ത് കിട്ടുന്നത്, ഫണ്ടമെൻ്റലിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ അടുത്ത് കിട്ടുന്നത്. അതുകൊണ്ട് 1, 3, 5 അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് 2ഉം 4ഒന്നും ഇല്ല അല്ലേ, സെക്കൻഡ് ഹാർമോണിക് ഇല്ല, ഫോർത്ത് ഹാർമോണിക് ഇല്ല, അങ്ങനത്തെ സാധനങ്ങളില്ല. ഓപ്പൺ പൈപ്പിൽ ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫോർത്ത് ഹാർമോണിക് എല്ലാം ഉണ്ട്. എന്നാൽ ക്ലോസ്ഡ് പൈപ്പിൽ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇടയിൽ ഹാർമോണിക്സ് മിസ്സിംഗ് ആണ്. ക്വസ്റ്റ്യൻ ബി ശ്രദ്ധിക്കുക. ഓപ്പൺ പൈപ്പ്സ് ആർ പ്രിഫേർഡ് ടു ക്ലോസ്ഡ് പൈപ്പ്സ് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. വൈ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത് ഓപ്പൺ പൈപ്പാണ്, ക്ലോസ്ഡ് പൈപ്പ് ഉപയോഗിക്കാറില്ല. എന്താ കാരണം? ക്ലോസ്ഡ് പൈപ്പിൽ ഈവൻ ഹാർമോണിക്സ് മിസ്സിംഗ് ആണ്, ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ, 1, 3, 5 അങ്ങനെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ, ഈവൻ ഹാർമോണിക്സ് മിസ്സിംഗ് ആണ്. ഈവൻ ഹാർമോണിക്സ് ഇല്ലാത്തതുകൊണ്ട് മ്യൂസിക്കിൽ അത് നല്ലതാണോ? ഇടയ്ക്ക് സൗണ്ട് മിസ്സായി പോകുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് ക്ലോസ്ഡ് പൈപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല. എന്താ റീസൺ? ഇൻ ക്ലോസ്ഡ് പൈപ്പ് only odd harmonics are present, but in open pipe all harmonics are present. Okay, in open pipe all harmonics are present, but in closed pipe only odd harmonics are present. So closed pipe is not suitable for musical instrument. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 2 sound waves in air have wavelength 1:3. Find their frequency ratio. വേവ്ലെങ്ത്തിൻ്റെ റേഷ്യോ തന്നു എങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ, വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ് അല്ലേ, അറിയില്ലേ? ഇൻവേഴ്സ് ആണ്. വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ 1:3 എങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ 3:1 ആയിരിക്കും. ഓക്കെ, നേരെ തിരിച്ച് വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ 1:3 ആണെങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ 3:1. ആ കാര്യം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതാണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ ബി ഇൻവേഴ്സ് ആണ്, വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഇൻവേഴ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ബി, വിച്ച് ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി, മെക്കാനിക്കൽ വേവ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിനാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത്. എന്താ കാരണം? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലൈറ്റ് ഉൾപ്പെടെ ഉള്ളത്, ലൈറ്റിനല്ല ഏറ്റവും കൂടുതൽ സ്പീഡ് പറയല്, 3 × 10⁸. മെക്കാനിക്കൽ വേവ്സിനേക്കാൾ സ്പീഡുള്ളത്. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ അതിലൊരു എക്സാമ്പിളാണ് സൗണ്ടൊക്കെ, സൗണ്ടിനേക്കാളൊക്കെ സ്പീഡുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് 3 × 10⁸ എന്ന് പറയുന്ന സ്പീഡിൽ സഞ്ചരിക്കുന്നത്. ആ സ്പീഡിനേക്കാൾ ആരും ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല. 3 × 10⁸ m/s ആണ് സ്പീഡ്. ഓക്കെ, അപ്പോൾ സ്പീഡ് കൂടുതൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനാണെന്ന് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ അടുത്തത് ശ്രദ്ധിക്കുക. ദർ ആർ സർട്ടൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ വിച്ച് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻസ് ഓഫ് എയർ കോളം. ഡ്രോ ദ പാറ്റേൺ ഓഫ് വേവ് ഫോംസ് ഓഫ് ഫസ്റ്റ്
2 harmonics formed in closed pipe. ആദ്യത്തെ രണ്ട് ഫിഗറുകൾ, ആദ്യത്തെ രണ്ട് ഹാർമോണിക്സിൻ്റെ ഫിഗറുകൾ വരയ്ക്കാനാണ് ചോദിച്ചത്. ഇതാ ഈ ഫിഗർ, ഒന്ന് ഈ ഫിഗർ വരയ്ക്കാൻ, ഒന്ന് ഈ ഫിഗർ വരയ്ക്കാൻ. ഇതല്ലേ ആദ്യത്തെ രണ്ടെണ്ണം, ഇത് മൂന്നാമത്തെയാണ്. ആദ്യത്തെ രണ്ട് ഹാർമോണിക്സിൻ്റെ ഫിഗർ വരയ്ക്കാനാണ് ചോദിച്ചത്. ഈ ഫിഗറും ഈ ഫിഗറുമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ. പിന്നെ ഷോ ദാറ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ക്ലോസ്ഡ് ഓർഗാൻ പൈപ്പ് ആർ ഇൻ ദ റേഷ്യോ 1:3:5. അത് നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ, അത് തന്നെയാണ് വീണ്ടും ചെയ്യേണ്ടത്. 1:3:5 ആണ് ഫ്രീക്വൻസി റേഷ്യോ. എവിടെ? ക്ലോസ്ഡ് പൈപ്പിൽ. അത് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചത്. സ്ട്രിങ്ങിൽ, അതേപോലെ ഓപ്പൺ പൈപ്പിൽ, ക്ലോസ്ഡ് പൈപ്പിൽ ഈ റേഷ്യോസ് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ഇത് പ്രൂവ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ സ്റ്റുഡൻറ്റ് പ്ലഗ്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആൻഡ് ഒബ്സർവ്സ് ടേൺ പ്രൊഡ്യൂസ്ഡ്. ക്വസ്റ്റ്യൻ എ, വാട്ട് ടൈപ്പ് ഓഫ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സ്ട്രിങ്? സ്ട്രിങ്ങിലുണ്ടാവുന്ന വേവ്. ഇത് സ്ട്രിങ് ആണ്. സ്ട്രിങ് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് വിടുക, അതാണ് പറഞ്ഞത്. സ്ട്രിങ് ഇങ്ങനെ വലിച്ചു കെട്ടുക, എന്നിട്ട് പിടിച്ച് വലിച്ചു വിടുക. അപ്പോൾ ഉണ്ടാകുന്ന വേവ് ഇതായിരിക്കും, സ്റ്റേഷനറി വേവ്. ഇത് ട്രാൻസ്വേഴ്സ് സ്റ്റേഷനറി വേവ് എന്നാണ് അറിയപ്പെടുന്നത്. ട്രാൻസ്വേഴ്സ് സ്റ്റേഷനറി വേവ്. അപ്പോൾ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ ട്രാൻസ്വേഴ്സ് സ്റ്റേഷനറി വേവ് എന്നാണ്. അതായത് സ്ട്രിങ്ങിലുണ്ടാകുന്ന വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അത് ട്രാൻസ്വേഴ്സ് സ്റ്റേഷനറി വേവ് ആയിരിക്കും ഈ കേസിൽ. ഒരു രണ്ട് ഭാഗവും വലിച്ചു കെട്ടി, ഒരു സ്ട്രിങ്ങിനെ രണ്ട് ഭാഗം സ്ട്രെച്ച് ചെയ്തിട്ട് വലിച്ചു കെട്ടുക, പിടിച്ച് വലിച്ചു കെട്ടുക, എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ടാണ് വിടുക. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലേ, ഒരു കയറിങ്ങനെ വലിച്ചു കെട്ടിയിട്ട് മേലെ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് വിട്ടാൽ ഇങ്ങനത്തെ ഒരു വേവാണ് ഉണ്ടാകുക. അത് ട്രാൻസ്വേഴ്സ് സ്റ്റേഷനറി വേവാണ്. ക്വസ്റ്റ്യൻ ബി, പ്ലോട്ട് ദ എബോവ് വേവ് പാറ്റേൺ പിക്ചോറിക്കലി. ലേബൽ ദ നോട്ട്സ് ആൻഡ് ദി ആൻറ്റി നോട്ട്സ് ഓഫ് ദി പാറ്റേൺ. ഞാനിവിടെ വരച്ചല്ലോ, വേണമെങ്കിൽ ഒന്നുകൂടി വരക്കാം. ഇതാ ക്വസ്റ്റ്യൻ ബി ആണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതാ ഇങ്ങനൊരു വേവ് വരക്കാം അല്ലേ. സ്ട്രിങ്ങിലെ തേർഡ് ഹാർമോണിക്കിലാണ് ഇങ്ങനെ ഫിഗർ വരിക. ഇത് നോഡാണ്, ഇത് നോഡാണ്, ഇത് നോഡാണ്, ഇത് നോഡാണ്. ലേബൽ ദ നോഡ് ആൻഡ് ആൻറ്റി നോഡ് ചോദിച്ചിട്ടില്ലേ, ഇതൊക്കെ നോഡാണ്. നോട്ട്, നോഡ്, നോഡ്. ഈ ഭാഗമാണ് ആൻറ്റി നോഡ്. ഇതാ ഈ ഭാഗമല്ലേ ഇവിടെ, ഈ വീർത്തിരിക്കുന്ന ഭാഗമാണ് ആൻറ്റി നോഡ്. ഇത് ആൻറ്റി നോഡാണ്, ആൻറ്റി നോഡാണ്, ആൻറ്റി നോഡാണ്. ഇങ്ങനെ മാർക്ക് ചെയ്യാനാണ് ചോദിച്ചത്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. When a tuning fork of frequency 256 Hz is excited together with another fork, 3 beats are heard per second, then frequency of fork is. ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ν1 തന്നിരിക്കുന്നു 256. ഓക്കെ. മറ്റേ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ν2 അറിയില്ല. ബീറ്റ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതാ 3 beats heard per second. 3 ബീറ്റ് ഒരു സെക്കൻഡിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ബീറ്റ് ഫ്രീക്വൻസിയാണ്. ബീറ്റ് ഫ്രീക്വൻസി തന്നത് 3 എന്നാണ്. ഓക്കെ. ഒരു സെക്കൻഡിൽ കേൾക്കുന്ന ബീറ്റ്സിൻ്റെ എണ്ണാണ് ബീറ്റ് ഫ്രീക്വൻസി. അത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി 256 തന്നിട്ടുണ്ട്. വേറൊന്നിൻ്റെത് അറിയില്ല, അത് കണ്ടുപിടിക്കണം. എങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ν1 - ν2 ആണ് എപ്പോഴും. ഇവിടെ ബീറ്റ് ഫ്രീക്വൻസി 3 എന്ന് തന്നിട്ടുണ്ട്, ν1 256. ഓക്കെ. എങ്കിൽ ν2 എന്തായാലും ഈ രണ്ട് ഫ്രീക്വൻസികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 3 അല്ലേ. അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ν1 ν2 തമ്മിലുള്ള വ്യത്യാസം എടുത്താലാണ് ബീറ്റ് ഫ്രീക്വൻസി കിട്ടേണ്ടത്. ഇവിടെ ബീറ്റ് ഫ്രീക്വൻസി 3 ആണ്. അപ്പോൾ 256 വേറെ ഏതോ ഒന്നും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ആ 3 വരേണ്ടത് അല്ലേ. 256 എന്തും തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ ആ 3 കിട്ടുക. ν1 ν2 തമ്മിലുള്ള വ്യത്യാസമാണ് ബീറ്റ് ഫ്രീക്വൻസി. ν1 ν2 തമ്മിലുള്ള വ്യത്യാസം ബീറ്റ് ഫ്രീക്വൻസിയാണ്, അത് 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എങ്കിൽ ν1 ν2 തമ്മിലുള്ള ആ ഡിഫറൻസ് ഇല്ലേ, ആ 3 എങ്ങനെ കിട്ടും? 256 259 തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. അതുകൊണ്ട് ബീറ്റ് ഫ്രീക്വൻസി 3 എന്ന് പറയാം. ഇനി അതേപോലെ 253 256 തമ്മിലുള്ള വ്യത്യാസവും 3 ആണ്. അതുകൊണ്ട്
ഇത് രണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഏത്? 253 വരാം, 259 വരാം. 253ഉം 256ഉം തമ്മിലുള്ള വ്യത്യാസം 3ആണ്. 256 259 തമ്മിലുള്ള വ്യത്യാസം 3ആണ്. അതുകൊണ്ട് ഈ ന്യൂട്ടന് ഈ 253 വരാൻ ചാൻസ് ഉണ്ട്, 259ഉം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ രണ്ട് ട്യൂണിംഗ് ഫോർക്കുകളുടെ ഫ്രീക്വൻസികൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിവിടെ 3 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഞാൻ ആ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ പറഞ്ഞല്ലോ, ആ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനായി ബന്ധപ്പെട്ട പ്രോബ്ലം എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് സ്ട്രിങ്ങിലെ സ്റ്റേഷനറി വേവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അതേപോലെ ഓപ്പൺ പൈപ്പിലെ സ്റ്റേഷനറി വേവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അതേപോലെ ക്ലോസ്ഡ് പൈപ്പിലെ സ്റ്റേഷനറി വേവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ വരുന്ന എക്സാമിന് സ്ട്രിങ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ് ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ മാപ്പിലുണ്ടാവും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിൽ നമുക്കിതിൽ വേറൊരു ചാപ്റ്റർ കൂടി ഡിസ്കസ് ചെയ്യണം, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ +1 ഏറ്റവും വലിയ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. +1 നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, അതുപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, 2 ചാപ്റ്ററുകൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലിക്വിഡ്സും ഗ്യാസും ഒരുമിച്ച് അറിയപ്പെടുന്നതാണ് ഫ്ലൂയിഡ്സ് എന്ന്, അല്ലേ? ലിക്വിഡ്സിനെയും ഗ്യാസിനെയും ഒരുമിച്ചാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കാറുള്ളത്. എങ്കിൽ ഞാനിതിൽ ഈ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിലാദ്യം നിങ്ങൾക്ക് കാണാം ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു പാത്രത്തിൽ വെള്ളം എടുത്തു, വാട്ടർ ഈ രീതിയിലെടുത്തു എങ്കിൽ ഇതാണ് ആ പാത്രത്തിൻ്റെ വോള്, ഇതാണ് വെള്ളത്തിൻ്റെ സർഫേസ്. ഓക്കെ, എങ്കിൽ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ വെള്ളം ആ വാളിൽ ടച്ച് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റിൽ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. എങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ആംഗിൾ കാണാം. ഈ ആംഗിളിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കേണ്ടത്? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. എങ്കിൽ ശ്രദ്ധിക്കുക, ഇത് വെള്ളത്തിൻ്റെ കേസാണ്. എന്നാൽ ഈ പാത്രത്തിൽ നമ്മൾ മെർക്കുറിയാണ് എടുത്തതെങ്കിൽ മെർക്കുറി ഇങ്ങനെയാണ് നിൽക്കുക. എങ്കിൽ ഈ പോയിന്റിൽ നമുക്ക് ഇങ്ങോട്ടാണ് ടാൻജൻറ്റ് വരക്കാൻ പറ്റുക. അപ്പോൾ ഈ ആംഗിൾ ഇതാണ്, ആംഗിൾ കൂടുതലാണ് ആ കേസിൽ. ഓക്കെ, എങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. എന്നാൽ നിങ്ങളോട് ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങളതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് ദ, ഇത് ഇതേപോലെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് ദ ആംഗിൾ between solid surface, angle between solid surface. ഇവിടെ ഈ പാത്രത്തിൻ്റെ സർഫേസ് ആണ് ഈ സോളിഡ് സർഫേസ് എന്ന് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ സോളിഡ് സർഫേസ് ആൻഡ് ടാൻജൻറ്റ് ഡ്രോൺ. ആൻഡ് ടാൻജൻറ്റ് ഡ്രോൺ, എവിടെയാണ് ടാൻജൻറ്റ് ഞാൻ വരച്ചത്? ഇതാ ഇവിടെ നിങ്ങൾക്ക് ടാൻജൻറ്റ് കാണാം. ആൻഡ് ടാൻജൻറ്റ് ഡ്രോൺ ടു ദി liquid surface. Tangent drawn to the liquid surface at the point of contact. At the point of contact inside the liquid. At the point of contact inside the liquid. ഇങ്ങനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടത്. എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ between solid surface and a tangent drawn to the liquid surface at the point of contact inside the liquid. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പഠിക്കണം. എങ്കിൽ ക്വസ്റ്റ്യൻ ബി എന്താ? വാട്ടർ പ്രൂഫിംഗ് ഏജൻറ്റ്സ് ആർ ആഡഡ് ടു ക്രിയേറ്റ് ലാർജ് ഓർ സ്മോൾ ആംഗിൾസ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഫൈബേഴ്സ്. ഒരു വസ്തു നന്നായിട്ട് നനയണമെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറവായിരിക്കണം. നന്നായി നനയണമെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറവായിരിക്കണം. ഒരു വസ്തു തീരെ നനയാതിരിക്കണമെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂടുതലായിരിക്കണം. എങ്കിൽ ഇവിടെ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് നനയാതിരിക്കലാണല്ലോ, അതുകൊണ്ട് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ലാർജ് ആയിരിക്കണം. നനയാതിരിക്കണമെങ്കിൽ വാട്ടർ പ്രൂഫിങ്ങിന് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ലാർജ് ആയിരിക്കണം. എന്നാൽ നമ്മൾ ഡ്രസ്സ് അലക്കുന്നതൊക്കെ കേസിൽ നമ്മൾ ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറയ്ക്കാനാണ്.
ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറഞ്ഞാൽ നന്നായി നനയും, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കൂടിയാൽ വാട്ടർ പ്രൂഫിംഗ് ആണ്, നനയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? ലാർജ് എന്നാണ്. ഓക്കെ, ഇതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതിൽ സി പാർട്ട് എന്താ? കാൽക്കുലേറ്റ് ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ ഓഫ് റേഡിയസ് 1 millimeter formed just below the free surface of water. Given surface tension of water 72 into 10 raised to minus 3 Newton per meter. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സസ് പ്രഷർ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസൈഡ് ആൻ എയർ ബബിൾ ആണ്. എയർ ബബിളിൻ്റെ കേസിൽ എക്സസ് പ്രഷർ കാണാൻ, എക്സസ് പ്രഷർ എയർ ബബിൾ എക്സസ് പ്രഷർ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 2s/r എന്നാണ് എക്സസ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ. എവിടെ? ഒരു എയർ ബബിൾ ആണെങ്കിലും ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിലും എക്സസ് പ്രഷർ കാണാൻ 2s/r എന്നാണ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. എന്നാൽ സോപ്പ് ബബിൾ ഉണ്ടല്ലോ, സോപ്പ് ബബിൾ ആണെങ്കിൽ അത് 4s/r ആയിട്ട് വരും. 2 സർഫേസ് ഉണ്ട്, 2 ഫ്രീ സർഫേസ് ഉണ്ട് സോപ്പ് ബബിളിന്. ഉള്ളിലൊരു ഫ്രീ സർഫേസ് ഉണ്ട്, ഉള്ളു കാലിയല്ലേ സോപ്പ് ബബിളിൻ്റെ, അതുപോലെ പുറവും കാലിയാണ്. അപ്പോൾ 2 ഫ്രീ സർഫേസ് ഉള്ളതുകൊണ്ട് എക്സസ് പ്രഷർ 4s/r ആ വരിക എവിടെ? സോപ്പ് ബബിളിൽ. എന്നാൽ എയർ ബബിളിലും ലിക്വിഡ് ഡ്രോപ്പിലൊക്കെ 2s/r ആണ് എക്സസ് പ്രഷർ വരിക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ എസ് എന്ന് പറയുന്നത് സർഫേസ് ടെൻഷനാണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 2 into എസ് സർഫേസ് ടെൻഷൻ ഓഫ് വാട്ടർ ഇവിടെ തന്നിട്ടുണ്ട് 72 into 10 raised to minus 3 ബൈ റേഡിയസ് ഇവിടെ 1 mm എന്നാണ് തന്നിരിക്കുന്നത്. 1 mm എന്ന് പറഞ്ഞാൽ 1 into 10 raised to minus 3 millimeter അല്ലേ? എങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 into 72 എന്ന് പറയുന്നത് 144. പിന്നെ 10 raised to minus 3 താഴെയുണ്ട്, മുകളിലുണ്ട്, വെട്ടിപ്പോവും. അപ്പോൾ ഇത്രയും പാസ്കൽ അല്ലേ, പ്രഷർ അല്ലേ, പ്രഷർ പാസ്കലിലാണ് നമ്മൾ അളക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, 144 പാസ്കൽ എന്നാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ അടുത്തത് നോക്കുക. ഡെറൈവ് ബെർണോളീസ് ഇക്വേഷൻ ഫോർ ദി സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ബെർണോളീസ് ഇക്വേഷൻ, ബെർണോളീസ് തിയറം, അതുപോലെ ബെർണോളീസ് ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ എല്ലാ എക്സാമുകളിലും ചോദിക്കുന്നു. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ഈ മോഡൽ എക്സാമിനും അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെറൈവ് ബെർണോളീസ് ഇക്വേഷൻ ഫോർ ദി സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, അത് പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകാൻ പാടില്ല. ബെർണോളീസിൻ്റെ തിയറം പ്ലസ് അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ ആ ഡെറിവേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇതിൽ ക്വസ്റ്റ്യൻ ബി ചോദിച്ചിട്ടുള്ളത് ഫിഗർ എ ആൻഡ് ബി റെഫർ ടു ദി സ്റ്റഡി ഫ്ലോ ഓഫ് ലിക്വിഡ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് 2 figures ഈസ് ഇൻകറക്റ്റ് എന്നാണ്. ഇതിൽ 2 ഫിഗർ, ഈ 2 ഫിഗറിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ തന്നെ കാണാം. ഇവിടെ ഈ വണ്ണം കുറഞ്ഞ ഭാഗമല്ലേ, അവിടെ എന്തുകൊണ്ടാണ് വണ്ണം കുറഞ്ഞിരിക്കുന്നത്? മുകളിൽ നിന്നുള്ള തള്ള് കൂടുതലായതുകൊണ്ടല്ലേ. മുകളിൽ നിന്നുള്ള തള്ള് കൂടുതൽ വന്നാൽ ഇവിടുത്തെ ഈ ലിക്വിഡിൻ്റെ ലെവൽ താഴ്ന്നല്ലേ ഇരിക്കണ്ടേ? മുകളിൽ നിന്ന് തള്ള് കൂടുതൽ വന്നാൽ ലിക്വിഡ് താഴ്ന്നല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന ഫിഗർ തെറ്റാണ്. ഇൻകറക്റ്റ് ഫിഗർ ഏതാണെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ എ എന്ന് പറയുന്ന ഫിഗർ തെറ്റാണ്. ഓക്കെ, അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ടെർമിനൽ വെലോസിറ്റി ഓഫ് കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 millimeter falling through a tank of oil at 20 degrees Celsius is 6.5 centimeter per second എന്നാണ്. കാൽക്കുലേറ്റ് ദ വിസ്കോസിറ്റി ഓഫ് ഓയിൽ അറ്റ് 20 degrees Celsius. വിസ്കോസിറ്റി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ടെർമിനൽ വെലോസിറ്റിയായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ടെർമിനൽ വെലോസിറ്റിക്ക് നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. VT is equal to 2/9 r²g/eta into rho minus sigma. ഓക്കെ, സിഗ്മ എന്ന് പറയുന്നത് ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. റോ എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന ആ സോളിഡായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയാണ്. ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, ആർ റേഡിയസ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വി ടി എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി. നിങ്ങളോട് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കാണാനാണ് ചോദിച്ചത്. ഈറ്റ ആണ് കാണേണ്ടത്. ഈറ്റ ഇങ്ങോട്ട് എടുത്താൽ മതി. എന്നിട്ട് 2/9 r²g/vt അല്ലേ ഇൻറ്റു റോ മൈനസ് സിഗ്മ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്കിൽ 2/9 ആർ എത്ര ഇവിടെ തന്നിട്ടുള്ളത്? റേഡിയസ്
റേഡിയസ് 2 മില്ലിമീറ്റർ എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു മില്ലിമീറ്റർ ആയതുകൊണ്ട് 10⁻³ വേണം, പിന്നെ സ്ക്വയറും വേണം അല്ലേ, r² അല്ലേ. പിന്നെ ജിയുടെ വാല്യൂ നിങ്ങൾ എടുക്കേണ്ടത് എപ്പോഴും 9.8 അറിയാലോ. എങ്കിൽ ബൈ വി ടി എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി ആണ്. ടെർമിനൽ വെലോസിറ്റി തന്നിരിക്കുന്നത് ഇതാ 6.5 cm/s ആണ്. എങ്കിൽ 6.5 സെൻറ്റിമീറ്ററിൻ്റെ മാറ്റണ്ടേ മീറ്റർക്ക്, അപ്പോൾ 10⁻². ഓക്കെ. പിന്നെ റോയും സിഗ്മയും. റോ എന്ന് പറയുന്നത് അവിടെ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും. സോളിഡ് എന്ന് പറയുന്നത് ഇവിടെ കോപ്പറാണ്, അതുകൊണ്ട് കോപ്പറിൻ്റെ ഡെൻസിറ്റി എത്രയത് 8.9 × 10⁻³ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാ കോപ്പറിൻ്റെ ഡെൻസിറ്റി 8.9 × 10⁻³ മൈനസ് സിഗ്മ. സിഗ്മ എന്ന് പറയുന്നത് അവിടെ ഡെൻസിറ്റി ഓഫ് ഓയിലാണ്, അത് 1.5 × 10⁻³ എന്നാണ് തന്നിരിക്കുന്നത്. 1.5 × 10⁻³. ഓക്കെ. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിസ്കോസിറ്റി കിട്ടും. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് കാൽക്കുലേറ്റർ വെച്ച് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ് വരിക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വിസ്കോസിറ്റി കിട്ടും. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, എ ഡിവൈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഓട്ടോമൊബൈൽസ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇവിടെ നിങ്ങൾക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് കാണാം. നമുക്ക് വണ്ടികളൊക്കെ സർവീസിന് വേണ്ടി പൊക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെയാണല്ലോ നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയാം. ആ സംഭവം ഇവിടെ കാണാം. അതിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ക്വസ്റ്റ്യൻ എ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ നെയിം ഓഫ് ഡിവൈസ് എന്നാണ്. എന്താണ് ആൻസർ? ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റും ഉണ്ട്, ഹൈഡ്രോളിക് ബ്രേക്കും ഉണ്ട്. ഇത് ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. ഓക്കെ. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നാണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. ക്വസ്റ്റ്യൻ ബി എന്താ? ഇൻ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ഫിഗർ മാസ് ഓഫ് ദി കാർ ഈസ് 3000 കിലോഗ്രാം. കാറിൻ്റെ മാസ് 3000 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഏരിയ ഓഫ് ദി പിസ്റ്റൺ ക്യാരിയിങ് ഇറ്റ് ഈസ് 4 to 5 cm² എന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് പിസ്റ്റണും തന്നിട്ടുണ്ട്. വാട്ട് പ്രഷർ ഈസ് ടു ബി അപ്ലൈഡ് ടു ദി സ്മോളർ പിസ്റ്റൺ. പ്രഷർ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഷർ എന്ന് പറയുന്നത് ഇത് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. പ്രഷർ പാസ്കൽ ലോ അനുസരിച്ച് ഒരു ക്ലോസ്ഡ് ഫ്ലൂയിഡിലെ എവിടെ പ്രഷർ കൊടുത്താലും ആ പ്രഷർ എല്ലായിടത്തേക്കും ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമെന്നാണ് പാസ്കൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഈ ലിക്വിഡിലെ അല്ലെങ്കിൽ ഇവിടെ എടുത്തിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ആ പാത്രത്തിലെ അല്ലെങ്കിൽ ആ വെസലിലെ എവിടെയും പ്രഷർ സെയിം ആയിരിക്കും. അതുകൊണ്ട് എവിടുത്തെ പ്രഷർ ചോദിച്ചാലും നിങ്ങൾ ഒരേ ആൻസറാണ് പറയേണ്ടത്. അതുകൊണ്ട് പ്രഷർ സാധാരണ രീതിയിൽ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ പറയാം. ജസ്റ്റ് ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ എവിടുത്തെ പ്രഷറും അത് തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് F/A എത്രയാണ് ഫോഴ്സ്? ഇവിടെ ഫോഴ്സ് കിട്ടാൻ mg എഴുത്താൽ മതി അല്ലേ, ബൈ എ. എം എത്രയാ? 3000. ജി എത്രയാ? ജി നമുക്ക് ഏകദേശം 10 എന്നങ്ങ് എടുത്താൽ മതി. ബൈ എ എത്രയാ? 425 cm² അല്ലേ. സെൻറ്റിമീറ്ററിനെ മാറ്റുമ്പോൾ 10⁻² വരും. സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ളതുകൊണ്ട് 10⁻⁴ വരും. ഓക്കെ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രഷർ കിട്ടും. പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ എന്ന് കൂടി അതിൻ്റെ കൂടെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. പിന്നെന്താ ചോദിച്ചത്? വാട്ടർ റൈസസ് അപ്പ് ഇൻ എ നാരോ ട്യൂബ് ഇൻ സ്പൈറ്റ് ഓഫ് ഗ്രാവിറ്റി. ദിസ് ഫിനോമിന ഈസ് കോൾഡ്. ഒരു നാരോ ട്യൂബ് വെള്ളത്തിൽ മുക്കി വെച്ചാൽ ആ നാരോ ട്യൂബിലൂടെ വെള്ളം മുകളിലോട്ട് കയറിപ്പോകുന്ന പ്രതിഭാസം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? കാപ്പിലറി റൈസ്. കാപ്പിലറി ഫോളും കാപ്പിലറി റൈസൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മളൊരു നാരോ ട്യൂബ് ഇറക്കി വെച്ചാൽ ആ വെള്ളം മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോകുന്ന ആ ഫിനോമിന എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ ബി, ഡെറൈവ് എക്സ്പ്രഷൻ ഫോർ ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദി ട്യൂബ് ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ട്യൂബ് ആൻഡ് സർഫേസ് ടെൻഷൻ ഓഫ് ലിക്വിഡ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഡെറൈവ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഹൈറ്റ് കാണാനുള്ള, കാപ്പിലറി ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും ഡെറൈവ് ചെയ്യാൻ പഠിക്കണം. എന്താണ് ഇക്വേഷൻ? H = 2s cos θ ബൈ ρGA. ഓക്കെ. ഈ എസ് എന്താ? എസ് എന്ന് പറയുന്നത് സർഫേസ് ടെൻഷനാണ്, അറിയാം. ഓക്കെ. റോ എന്താ? ഡെൻസിറ്റിയാണ്. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ആ പൈപ്പിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. H = 2s cos θ ബൈ ρGA എന്ന് പറയുന്ന ഈ ഇക്വേഷൻ
ഡിറൈവ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഹൈറ്റ് ഓഫ് വാട്ടർ. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അതിൽ സി പാർട്ട് ചോദിക്കുന്നത് വാട്ടർ വിത്ത് ഡിറ്റർജൻറ്റ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് ഷുഡ് ഹാവ് ഡാഷ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്നാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു വാട്ടറിൽ ഡിറ്റർജൻസ് ചേർക്കുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറയാനാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറഞ്ഞാലാണ് നന്നായിട്ട് നനയുള്ളൂ. ഡ്രസ്സ് അലക്കുന്ന സമയത്ത് നന്നായി നനഞ്ഞാലേ അതിൽ നിന്നുള്ള ചെളിയൊക്കെ നമുക്ക് കളയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇവിടെ സ്മോൾ എന്നാണ് ആൻസർ വരേണ്ടത്, സ്മോൾ. അപ്പോൾ സിയുടെ ആൻസർ സ്മോൾ ആണ് അവിടെ വരിക. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എ റീജിയൻ ഓഫ് സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈസ് ഷോൺ ഇൻ ഫിഗർ. എന്നിട്ട് ബൈ കൺസിഡറിങ് മാസ് കൺസർവേഷൻ ഇൻ ദി ഫ്ലൂയിഡ് ഫ്ലോ അറൈവ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഡെറിവേഷനാണ് അവിടെ വരുന്നത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്കറിയാം എ വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അല്ലെങ്കിൽ A1V1 ഈക്വൽ ടു A2V2. എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി എന്ന് പറയുന്നത് സ്പീഡ് അല്ലേ. അപ്പോൾ ഏരിയ ഇൻറ്റു സ്പീഡ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആ ഒരു സംഭവമാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇതിൽ A1V1 ഈക്വൽ ടു A2V2 എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഈ പ്രൂഫാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഡെറിവേഷനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഫിഗർ വെച്ചിട്ട് അതിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A1V1 ഈക്വൽ ടു A2V2 എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. AV ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ ഇക്വേഷനായിട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ A1V1 ഈക്വൽ ടു A2V2 എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇതും പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ദ ഓൺസെറ്റ് ഓഫ് ടർബുലൻസ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ ഗിവൺ ആസ്. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നു. എന്നിട്ട് അതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അതിലേതാണ് ശരി എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R ഈക്വൽ ടു റോ വി ഡി ബൈ ഈറ്റ എന്നാണ്. ഇതാണ് ഇക്വേഷൻ. ഇതിൽ ഏതാണത്? R റെയ്നോൾഡ്സ് നമ്പർ ആയതുകൊണ്ട് RE എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. റോ ആര ഡെൻസിറ്റിയാണ്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. റോ ആര ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. വി ആര വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. വി ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പൈപ്പാണ്, ഡയമീറ്റർ ഓഫ് പൈപ്പ്. ഓക്കെ, ഈറ്റ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ഇതാണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷനായിട്ട് പഠിച്ചു നോക്കേണ്ടത്. ഇതിൽ ഓപ്ഷൻ 3 അല്ലേ, റോ വി ഡി ബൈ ഈറ്റ. റോയ്ക്ക് വരെ അവിടെ പി എന്നുള്ള ലെറ്ററാണ് തന്നിട്ടുള്ളത്. ഇതാണ് ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ്. The free surface of liquid behaves like a stretched elastic membrane, while liquid drops assumes spherical in shape എന്നാണ്. എപ്പോഴും സർഫേസ് ടെൻഷൻ കാരണമായിട്ട് ലിക്വിഡ്സൊക്കെ ഡ്രോപ്പായിട്ടാണ് കാണപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മറ്റ് ഷേപ്പുകളെ അപേക്ഷിച്ച് സ്ഫെറിക്കൽ ഷേപ്പിനാണ് ഏരിയ കുറവ്. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഡ്രോപ്പൊക്കെ ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ് എപ്പോഴും സ്വീകരിക്കുന്നത്. പരമാവധി ഏരിയ കുറഞ്ഞ് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ഏരിയ പരമാവധി കുറഞ്ഞ് നിൽക്കുന്നത് സർഫേസ് ടെൻഷൻ കാരണമായിട്ടാണ്. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്സ് സ്ഫെറിക്കൽ ഷേപ്പിൽ നിൽക്കാനുള്ള കാരണം സർഫേസ് ടെൻഷനാണ്. സർഫേസ് ടെൻഷൻ കാരണമായിട്ട് എന്തിന് സ്ഫെറിക്കൽ ഷേപ്പ് തന്നെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പിലാണ് ഏരിയ കുറവ്, അതുകൊണ്ടാണ് സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ സർഫേസ് ടെൻഷനാണ് അങ്ങനെ നിൽക്കാൻ കാരണം. സ്ഫെറിക്കൽ ഷേപ്പ് തന്നെ നിൽക്കാനുള്ള കാരണവും ഞാൻ പറഞ്ഞു. ഇനി അതിൽ തന്നെ ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. അപ്പോൾ ഇവിടെ എക്സസ് പ്രഷറിൻ്റെ ഡെറിവേഷനും കൂടി വരുന്നുണ്ട്. എക്സസ് പ്രഷർ ഞാൻ നേരത്തെ പറഞ്ഞതാണ് 2S/R. ഈ 2S/R എക്സസ് പ്രഷറാണ്. എക്സസ് പ്രഷറിനെ PI - PO എന്നൊക്കെ പറയും. അപ്പോൾ എക്സസ് പ്രഷർ 2S/R എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. എക്സസ് പ്രഷറിൻ്റെ ഡെറിവേഷൻ ഇത് 2S/R ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ഡെറിവേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ബെർണോളിസ് തിയറത്തിൻ്റെയാണ്, പിന്നൊന്ന് കാപ്പിലറി ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ്, പിന്നൊന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ അതാണ്,
പിന്നെ ഒന്ന് എക്സസ് പ്രഷറിൻ്റെതാണ്. ഈ 4 ഡെറിവേഷൻസാണ് ഞാനിതിൽ പ്രധാനമായിട്ട് നിങ്ങളോട് പഠിച്ചു വെക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The viscous force exists when there is a relative motion between the layers of fluid. State true or false എന്നാണ്. Viscosity of gases decreases with an increase in temperature എന്നാണ്. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്താണ് അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്, വിസ്കോസിറ്റി ഓഫ്, ഇത് ഗ്യാസ് ആണ് ചോദിച്ചത്. വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ആണെങ്കിൽ ഇവിടെ ഇൻക്രീസസ് എന്നാണ് വേണ്ടത്. വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറാണ്. എന്നാൽ ലിക്വിഡ് ആണെങ്കിൽ അത് ശരിയാണ്. ലിക്വിഡ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരുന്നു. പക്ഷേ ഇത് ഗ്യാസ് ആയതുകൊണ്ട് ഇവിടെ ഇൻക്രീസസ് എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ് പറയേണ്ടത്. പിന്നെ obtain an expression for terminal velocity attained by an object falling through viscous medium. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ VT = 2/9 r²g/eta ഇൻറ്റു റോ മൈനസ് സിഗ്മ. ഈ ഡെറിവേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് നമ്മളോട് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, എങ്കിൽ ഇതിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കാണുന്നു. എന്താണ് മാച്ച് ദ ഫോളോയിങ്? ഇതിൽ പാസ്കൽസ് ലോ പറയുന്നത് എന്താ? പാസ്കൽസ് ലോ ആയി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഇതാണ്. അതായത് ഞാനതിങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കാം. പാസ്കൽസ് ലോയ്ക്ക് F1/A1 = F2/A2. ഇതാണ് പാസ്കൽ ലോയ്ക്ക് വരിക. ഇതാണ് വരിക ഇത്. പിന്നെ പാസ്കൽ ലോ ആയി ബന്ധപ്പെട്ട ഒരു ഡിവൈസാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ പാസ്കൽ ലോയുടെ നേരെ F1/A1 = F2/A2 പിന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതാണ് വരേണ്ടത്. ഓക്കെ, ഇനി പിന്നെ സ്റ്റോക്സ് ഫോർമുല എന്ന് പറഞ്ഞത് ഈ ഫോർമുലയാണ്. F = 6π∗RV. 6π∗RV. ഈറ്റ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയാണ്. വി അവിടെ വെലോസിറ്റി, എ എന്ന് പറയുന്നത് അവിടെ റേഡിയസ് ആയിട്ട് എടുക്കുന്നതാണ്. അവിടെ ആറോ അല്ലെങ്കിൽ എയോ ഉപയോഗിക്കാം. ഓക്കെ, 6π∗RV. ഓക്കെ, പിന്നെ അതിൽ പിന്നെ വരുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിക്ക് എന്താ വരിക? A1 V1 A2 V2, അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. റെയ്നോൾഡ്സ് നമ്പർ ഇവിടെ ആ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. പിന്നെ അതിൽ റെയ്നോൾഡ്സ് നമ്പർ R = അതിൽ റോ വി അല്ലേ, അത് റോയ്ക്ക് പകരം പി ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞാണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. തൽക്കാലം അവിടെ ആ പിക്ക് പകരം റോയാണ്. പി എന്ന് പറഞ്ഞാൽ അവിടെ ഡെൻസിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ആ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഡെറിവേഷൻ, പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഡെറിവേഷൻ, പിന്നെ എക്സസ് പ്രഷറിൻ്റെ ഡെറിവേഷൻ, പിന്നെ കാപ്പിലറി ഹൈറ്റ്, പിന്നെ അതിൽ വരുന്നവരെന്നാണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ. ഓക്കെ, ഈ സംഭവങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും 1000 വിജയാശംസകൾ. ഓക്കെ.
ഓക്കെ, നമ്മൾ +1 ഫിസിക്സിലെ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആയിട്ടുള്ള കൈനറ്റിക് തിയറിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ കൂടിയാണ് കൈനറ്റിക് തിയറി എന്ന് പറയുന്നത്. ഇതിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ആകെ 3-4 പോയിന്റുകൾ മാത്രമേ ഇതിൽ നിന്ന് ചോദിക്കാറുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ കൈനറ്റിക് തിയറിയിലോട്ട് പോവാം. കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ലൈവിൽ കയറുന്നത്. യെസ്, ഓക്കെ, താങ്ക് യു. എന്തായാലും ഇത്രയും നേരം നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതല്ലേ, താങ്ക് യു. ലൈവ് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ലൈവ് കഴിഞ്ഞിട്ടില്ല. ഒരു 10-15 മിനിറ്റ് കൂടി നീണ്ടു നിൽക്കും. ഈ കൈനറ്റിക് തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ എന്താക്കുകയാണ്, ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. യെസ്, മൂവിങ് ഓൺ ടു കൈനറ്റിക് തിയറി. ഓക്കെ, question number 1. According to kinetic theory of gases, gas molecules are always in random motion. Write 4 postulates of kinetic theory of gases. Okay. ഈ കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഗ്യാസസ് ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്യാസസ് ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്യാസസ് ലോസുകൾ എല്ലാം കൂടി ഒരുമിപ്പിച്ചിട്ട് ഗ്യാസിന്റെ സ്വഭാവം മുഴുവനായിട്ട് പറയുന്ന ഒരു ലോ ആണ് എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, ഒരുപാട് സയന്റിസ്റ്റുകൾ അതിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് അത് മൊത്തത്തിലായിട്ട് പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്യാസുകളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻ ജനറൽ പറയുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ 4 പോസ്റ്റുലേറ്റ് ചോദിക്കാൻ പറയുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് 5 പോസ്റ്റുലേറ്റ്, 6 പോസ്റ്റുലേറ്റ്, 4 പോസ്റ്റുലേറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഓരോ പോയിന്റുകൾ നിങ്ങൾ ഓരോരോ പോസ്റ്റുലേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ആദ്യത്തത് എന്താണ് ഒരു ഗ്യാസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായി, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, സി ഒരു ഗ്യാസ് സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും. സോ എ ഗ്യാസ് കൺസിസ്റ്റിംഗ് ഓഫ്, അല്ലെങ്കിൽ എ സാമ്പിൾ ഓഫ് ഗ്യാസ്, എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, അതെന്തിലായിരിക്കും, വിച്ച് ആർ ഇൻ എ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. അത് ഒരേ സ്പീഡിലുള്ള എന്നാൽ പല പല ഡയറക്ഷനിലേക്ക് പോകുന്ന മോഷനിലായിരിക്കും. അതിനാണ് നമ്മൾ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ എന്ന് പറയുന്നത്. റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള മോഷൻ, പക്ഷേ അതിൻ്റെ സ്പീഡ് ഓൾമോസ്റ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു 5 മീറ്റർ/സെക്കൻഡിൽ ഒരു മോളിക്യൂൾ ഇങ്ങോട്ടാണ്, അതേ 5 ഒന്ന് താഴോട്ട്, ഒന്ന് മുകളിലോട്ട്, ഒന്ന് അങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പല പല ഡയറക്ഷനിലും പോകും. സോ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇതിങ്ങനെ റാൻഡം മോഷനിലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് തമ്മിൽ കൂട്ടിയിടിക്കും. ഓക്കെ, മാത്രമല്ല ഇത് ഏത് കണ്ടെയ്നറിലാണ് എടുത്തത്, ആ കണ്ടെയ്നറിനെ വാളുകളിലും പോയിട്ട് എന്താക്കും, കൂട്ടിയിടിക്കും. ഓക്കെ, സോ ഡ്യൂറിങ് ദെയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദേ കൊളൈഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് കൊളീഷൻസ് ആർ കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. ഈ കൊളീഷൻസ് എന്താണ്, ഇലാസ്റ്റിക് കൊളീഷനാണ്. നിങ്ങൾ വർക്ക് എനർജി പവറിൽ ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും പഠിച്ചിട്ടുണ്ട്. അതിലെ ഇലാസ്റ്റിക് കൊളീഷനാണ് ഈ കൊളീഷൻ. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാം. എന്താ പറഞ്ഞത്, ഗ്യാസ് മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ആർ ഇൻ എ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഡ്യൂറിങ് ദെയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് കൊളൈഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ദെൻ പിന്നെ എന്താ പറഞ്ഞത്, ദീസ് കൊളീഷൻസ് ആർ കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ, ദെൻ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഗ്യാസ് മോളിക്യൂൾസിന്റെ സൈസ്. നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മോളിക്യൂൾസിന്റെ സൈസ് ആ കണ്ടെയ്നറെ വെച്ച് നോക്കുമ്പോൾ വളരെ 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 എന്തായിരിക്കും, ചെറുതായിരിക്കും. ഇതാണ് അടുത്ത പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദ സൈസ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ്, അല്ലെങ്കിൽ ക്യാൻ ബി നെഗ്ലെക്റ്റഡ് ആസ് കമ്പയർഡ് ടു ദി volume of the container. The volume of the gas molecule is neglected or can be neglected as compared to the volume of the container. കണ്ടെയ്നറിന്റെ വോളിയം എടുത്ത് നോക്കുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം വളരെ 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 എന്തായിരിക്കും, ചെറുതായിരിക്കും. സോ വി ക്യാൻ നെഗ്ലെക്ട് ദാറ്റ് വോളിയം, റൈറ്റ്? ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ 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 കുറവാണ്. ഓക്കെ, ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ വെരി ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഓർ വെരി വീക്ക്, ഇത്രേ ഉള്ളൂ. ഇതിന് നിങ്ങൾക്ക് അനുസരിച്ച് 4 പോസ്റ്റുലേറ്റ് എങ്കിൽ 4 പോസ്റ്റുലേറ്റ് ആക്കാം, 6 എണ്ണമാണെങ്കിൽ 6 എണ്ണമാക്കാം. ഇനിയിപ്പോൾ 2 എണ്ണമായിട്ട് ചുരുക്കി എഴുതണേ, അങ്ങനെ എഴുതാം, നോ ഇഷ്യൂസ്. വാട്ട് ഡു യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്? ഗിവ് എൻ ഇക്വേഷൻ ഫോർ ദി മീൻ ഫ്രീ പാത്ത്. ഓക്കെ, ഈ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ എന്താക്കുന്നുണ്ട്, നിരന്തരമായിട്ടുള്ള കൊളീഷൻസ് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് മറ്റൊന്നിനെ ഇടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അപ്പോഴേക്കും അടുത്തത് വേറൊന്നിനെ ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, കൺസിക്യൂട്ടീവായിട്ട് ഇങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഗ്യാസ് മോളിക്യൂൾസ്. ഇങ്ങനെ ഏറ്റവും അടുത്ത് സക്സസീവ് ആയിട്ടുള്ള 2 കൊളീഷൻ്റെ ഇടയിലുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു മോളിക്യൂൾ, ഒരു ഗ്യാസ് മോളിക്യൂള് ഇതാ
ഒരു ഗ്യാസ് മോളിക്യൂൾ ഇവിടെ നിന്ന് എന്താക്കി ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ ഒന്നിനെ എന്താക്കി ഹിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടുന്ന് ഇവൻ ഇങ്ങോട്ട് പോയി അടുത്ത ഒന്നിനെ ഹിറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി വേറെ ഒന്നിനെ ഹിറ്റ് ചെയ്തു. ഇങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താണ്, അടുത്തടുത്ത രണ്ട് കൊളീഷൻ്റെ ഇടയിലുള്ള ആ ഒരു ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. മീൻ ഫ്രീ പാത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്, L = 1/√2 πn(d²). ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്, നമ്പർ ഡെൻസിറ്റി എന്ന് പറയും. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് എ മോളിക്യൂളിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, സോ ഇതാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞ പോയിന്റ്. യെസ്, നെക്സ്റ്റ് ഈസ് based on the kinetic theory of gas, derive an expression for the pressure exerted by an ideal gas. ഇതിൽ ചോദിക്കാവുന്ന വലിയൊരു ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഓക്കെ, ഇത് നമുക്ക് വളരെ ചെറുതായിട്ട് എഴുതാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, എൻ്റെ കയ്യിൽ XYZ ആക്സിസുകളുണ്ട്. അവിടെ ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ആ ബോക്സിലാണ് നമ്മൾ എന്താക്കിയത്, ഗ്യാസ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ഒരു കണ്ടെയ്നറാണിത്. ഇതിൻ്റെ ലെങ്ത്, ഇതൊരു ക്യൂബാണ്, ഇതിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ ആണ്. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്തായിരിക്കും, 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താക്കുന്നുണ്ട്, അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ N/V എന്നാണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. മക്കളെ, ഇതിൻ്റെ വോളിയം എത്രയാണ്, 1 മീറ്റർ ക്യൂബാണ്, അതല്ലേ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അതിനെ നമുക്ക് എന്തെന്ന് എടുക്കാം, സ്മോൾ ലെറ്റർ n എന്ന് എടുക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു മോളിക്യൂൾ എടുത്തു. ഈ ഒരു മോളിക്യൂൾ നേരെ എക്സ് ആക്സിലോട്ടാണ് പോകുന്നത്. ആക്ച്വലി ഇത് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, എക്സ് ആക്സിലോട്ടാണ്. ഇങ്ങോട്ട് പോയിട്ട് ഈ വാളിന് പോയിട്ട് ഇടിച്ച് ബാക്കോട്ടേക്ക് വരുന്നു. അപ്പം ഇങ്ങനെ വരയ്ക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിനെങ്ങനെ വരയ്ക്കുന്നു അറിയോ, കുറച്ച് ചരിച്ചിട്ട് ഇങ്ങോട്ട് വരച്ചു, ഇവിടെ തട്ടിയിട്ട് എന്താക്കുന്നു, ഇങ്ങോട്ടേക്ക് എത്തുന്നു. ആക്ച്വലി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയല്ല, നേരെ പോയി തട്ടി ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് വരച്ച് കാണിക്കാനുള്ളൊരു പ്രയാസം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. ബുക്കുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് കാണിക്കാറുള്ളത്. എനിവേ, ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു വോളിന് തട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇനീഷ്യൽ മൊമെൻറ്റം PI is equal to mv. ഓക്കെ, ഫൈനൽ മൊമെൻറ്റം PF is equal to -mv. അതെങ്ങനെ കിട്ടി? V എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്കുള്ള വെലോസിറ്റി, തട്ടി തിരിച്ച് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, -v ആയിരിക്കും. ഓക്കെ, സോ PI is equal to mv, PF is equal to -mv. ഓക്കെ, കുറേ പേര് മെസ്സേജുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇത് മാത്രം പഠിച്ചാൽ A+ കിട്ടുമോ? രാത്രി 1:24 ഷിബിലു മെസ്സേജ് അയക്കുന്നത്. അതെ, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും A+ കിട്ടും. ഈ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ. പക്ഷേ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് A+ കിട്ടും. കഴിഞ്ഞ 2-3 ലൈവുകളിൽ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അത് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൂ. സോ ഇന്നിപ്പോൾ സമയമില്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും നിങ്ങൾ എന്താക്കുക, ഈ ക്ലാസ്സുകളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഒന്ന് കാണുക. എന്നിട്ട് എന്താക്കുക, ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് A+ കിട്ടും, ഷുവറാണ്. ഓക്കെ, ദെൻ അടുത്തയാളെ കമൻറ്റ്, 10 മണിക്കൂറായി, ലേറ്റ് ആയില്ലേ? യെസ്, 10 മണിക്കൂറായി. പക്ഷേ നിങ്ങൾ കുറേ പേര് നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വൈകിട്ടും. ഇപ്പോൾ സമയം രാത്രി 1:25 ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. മാത്രമല്ല, നമ്മുടെ ഒരുപാട് കുട്ടികൾ അടുത്ത ദിവസങ്ങളിൽ ഈ ലൈവ് ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അപ്പോൾ അതും അവർ ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുന്നത്. റെഡി, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? യെസ്, ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. എനിവേ, കം ബാക്ക് ടു ദിസ്. അപ്പം ആ ഒരു ചേഞ്ച് ഇൻ മൊമെൻറ്റം ΔP ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ചെയ്ത് നോക്കട്ടോ നമ്മൾ. അങ്ങനെയാവുന്ന സമയത്ത് -mv എന്ന് കിട്ടും. ദറ്റ് ഈസ് -2mv എന്ന് കിട്ടും. പക്ഷേ നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ΔP ഈസ് ഈക്വൽ ടു എന്തെന്ന് എടുത്തു, ജസ്റ്റ് 2mv എന്ന് എടുത്തു. മൈനസ് നമ്മൾ എന്താക്കുന്നില്ല, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അതിന് വേണ്ട ടൈം ഇൻ്റർവെൽ ΔT ഈസ് ഈക്വൽ ടു T1, അങ്ങോട്ടേക്ക് പോയ ടൈം, അതായത് ഇത് ഇങ്ങോട്ടേക്ക് പോയ ടൈം T1, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ എടുത്ത ടൈം T2.
ഓക്കെ, സോ T1 പ്ലസ് T2 എന്ന് എടുത്തു. T1 ടൈം എങ്ങനെയാണ് കാണുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ന് വരും. ഓക്കെ, ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്കാണ് പോയത്. ഈ മോളിക്യൂള് ബോക്സിൻ്റെ ഒരറ്റത്ത് മറ്റൊരറ്റത്തേക്ക് പോയി. ഒരറ്റത്ത് നിന്ന് മറ്റൊരു അറ്റം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 1 ബൈ അതിൻ്റെ വെലോസിറ്റി എന്താണ്? V പ്ലസ് തിരിച്ചു വരുന്ന സമയത്ത് 1 ബൈ മൈനസ് വി എന്ന് വരും. പക്ഷേ ടൈം ആയതുകൊണ്ട് മൈനസ് എടുക്കണ്ട, 1 ബൈ വി എന്ന് തന്നെ എടുത്താൽ മതി. സോ 1 ബൈ വി പ്ലസ് 1 ബൈ വി ദാറ്റ്സ് ഈക്വൽ ടു 2 ബൈ വി. ഓക്കെ, യാ. അപ്പം ഡെൽറ്റ പിയും നമുക്ക് കിട്ടി, അതേപോലെ തന്നെ ഡെൽറ്റ ടിയും കിട്ടി. ഇനി എന്താക്കാം? ഫോഴ്സ് കാണാം. ഒരു മോളിക്യൂള് ഈ ഒരു വോളിൻ്റെ മുകളിൽ, ഏത് വോള് ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം, ഈ ഒരു വോള്, ഈ മഞ്ഞ കളറുള്ള വോള്, ആ വോളിൻ്റെ മുകളിൽ പോയി ഇടിക്കുന്ന സമയത്ത് ഇമ്പാർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഡെൽറ്റ പി നമുക്ക് കിട്ടി 2mv ഡിവൈഡഡ് ബൈ 2 ബൈ വി ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് 2 ക്യാൻസൽ ആയിപ്പോയി. എം വി ബൈ 1 ബൈ വി എന്ന് പറയുമ്പം mv² എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഒരു മോളിക്യൂൾ എന്താക്കുന്നത്? അവിടെ പോയി ഇടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കണ്ടെയ്നറിൽ എത്ര മോളിക്യൂളാണ് ഉണ്ടാവുക? n മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. അതിൽ നമ്മളിപ്പോൾ ഇതൊരു എക്സ് ഡയറക്ഷനിലേക്കുള്ള മോളിക്യൂളിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം എക്സ് ഡയറക്ഷനിലേക്കും വൈ ഡയറക്ഷനിലേക്കും സെഡ് ഡയറക്ഷനിലേക്കുള്ള എന്താ പറയുക, മോളിക്യൂൾസ് കോൺസ്റ്റന്റ് റാൻഡം മോഷനിലായിരിക്കും. അപ്പോൾ മൊത്തം ഒരു 100 മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഒരു 10-33 എണ്ണം ഒരു ഭാഗത്തേക്കായിരിക്കും, ഒരു 10-33 എണ്ണം വേറൊരു ഭാഗത്തേക്കായിരിക്കും, ഒരു 10-33 എണ്ണം വേറൊരു ഭാഗത്തേക്കായിരിക്കും. ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ 1/3 മാത്രമേ ഒരു ഭാഗത്തേക്ക് പോവുള്ളൂ നമ്മൾ അസ്യൂം ചെയ്യണം. ഏകദേശം അങ്ങനെ ആയിരിക്കുമല്ലോ, 3 ഡയറക്ഷനല്ലേ പോസിബിൾ ആവുക. അപ്പം ടോട്ടൽ ഉള്ളതിൻ്റെ ഒരു 1/3 ആണ് ഒരു ഡയറക്ഷനിലേക്ക് പോവുക. അപ്പം എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് goes in x-axis is equal to 1/3 n എന്നെടുക്കാം. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു 1/3 nmv² എന്ന് കിട്ടി. ഓക്കെ, ഒരു മോളിക്യൂളിൻ്റെ mv² ആണെങ്കിൽ 1/3 n മോളിക്യൂൾസിൻ്റെ എത്രയായിരിക്കും? 1/3 nmv² എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഈ എക്സ് ആക്സിലേക്ക് മാത്രമാണോ മോളിക്യൂൾസ് പോകുന്നത്? അല്ല, എക്സ് ആക്സിലേക്കും വൈ ആക്സിലേക്കും സെഡ് ആക്സിലേക്കും ഒക്കെ പോകുന്നുണ്ട്. സോ ഹിയർ വി ക്യാൻ ടേക്ക് ദി RMS velocity instead of v. ഓക്കെ, നമ്മളൊരു ഒരു മോളിക്യൂളിൻ്റെ വി എന്നുള്ള വെലോസിറ്റി കൺസിഡർ ചെയ്യുന്നതിന് പകരം കുറേ മോളിക്യൂൾസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് റാൻഡം മോഷനാണ്. ഒന്ന് ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒന്ന് മുകളിലോട്ടായിരിക്കും, ഒന്ന് താഴോട്ടായിരിക്കും, ഒന്ന് മുന്നോട്ടായിരിക്കും, ഒന്ന് പുറകോട്ടായിരിക്കും. ഇതിൻ്റെ ഒക്കെ മൊത്തത്തിൽ ഒരു ആവറേജ് എടുക്കുന്ന സമയത്ത് അത് 0 ആയി പോകും. അപ്പോൾ ആവറേജ് നമ്മൾ മറ്റു രീതിയിൽ കാണുന്നു. ഓരോ വെലോസിറ്റി എടുക്കും, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ മീൻ കാണും, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണും. ഇതിനെയാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ RMS വെലോസിറ്റി എന്ന് പറയാം. അപ്പം ഒരുപാട് മോളിക്യൂൾസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ വെറും വെലോസിറ്റി അല്ല നമ്മൾ എടുക്കേണ്ടത്, ആവറേജ് വെലോസിറ്റി ആയിട്ടുള്ള RMS വെലോസിറ്റിയാണ്. സോ ഐ കൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു 1/3 nmv². RMS വെലോസിറ്റിനെ നമ്മൾ v ബാർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ദെൻ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ ഈ മഞ്ഞ കളറ് കൊടുത്ത ഭാഗത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവിടെ 1 മീറ്റർ ആണ്, 1 മീറ്റർ. ഇവിടെ എന്താണ്? 1 മീറ്റർ ആണ്. 1 × 1 എത്രയാണ്? 1². ദാറ്റ് ഈസ് 1. ഓക്കെ, സോ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന സമയത്ത് എന്ത് തന്നെയാണ് കിട്ടുക? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ 1 എന്ന് കിട്ടും. ഫോഴ്സ് എന്താണ്? 1/3 nmv². ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഐഡിയൽ ഗ്യാസ് ഉള്ള ഡെറിവേഷൻ ഇതാണ്. ഓക്കെ, യാ, യെസ്. അപ്പം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക, എന്നിട്ട് ഒന്ന് എഴുതി പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, യാ. ദെൻ ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ഡെൻസിറ്റീൻ്റെ ടേമിൽ എഴുതണേ 1/3 ρ
വി ബാർ സ്ക്വയർ എന്ന് എഴുതാം. വേർ റോ ഈസ് ദ ഡെൻസിറ്റി ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോ ഗ്യാസ് ഇസ് ട്രൂലി ഐഡിയൽ. എന്താണ് അപ്പോൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഇപ്പോൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഗ്യാസിൻ്റെ എല്ലാ തരം സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്യാസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡിയൽ ഗ്യാസ്. എന്താ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്യാസ് എന്ന് പറഞ്ഞാൽ? അതിന് മോളിക്യൂൾസ് ഒരിക്കലും അടുത്തായിരിക്കില്ല, വളരെ അകലത്തിലായിരിക്കും. മോളിക്യൂൾസ് തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എന്താണ്? മോളിക്യൂൾസിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഗ്യാസിൻ്റെതായിട്ടുള്ള എല്ലാ നേച്ചറും കാണിക്കുന്ന, പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്ന ഗ്യാസുകളെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചില്ലേ? PV = μRT. നമ്മുടെ കെമിസ്ട്രിയിൽ നിങ്ങൾ PV = nRT എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, ഇവിടെ മ്യൂ എടുത്തിട്ടുണ്ട്, അതും നമ്പർ ഓഫ് മോൾസ് ആണ്, nRT എന്നും പറയാം. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ N-നെ നമ്മൾ നമ്പർ ഡെൻസിറ്റി എന്നുള്ള വേറൊരു ടേം ആയിട്ട് എഴുതും. നേരത്തെ നമ്മൾ എഴുതിയില്ലേ N = N/V. അപ്പോൾ അത് രണ്ടും കൂടി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ മ്യൂ എന്നുള്ള നൊട്ടേഷൻ തന്നെയാണ് ഉപയോഗിച്ചത്. ഓക്കെ, സോ നിങ്ങൾ N ഉപയോഗിച്ചാലും വിഷയമൊന്നുമില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ N-ഉം മറ്റേ N-ഉം മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, PV = μRT. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് PV = N kBT. ഇതിൽ KB എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ഓക്കെ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, മോൾസ് അല്ല മോളിക്യൂൾസ്, അതാണ് N എന്ന് പറയുന്നത്. റെഡി? ഓക്കെ, സോ എപ്പോഴാണ് റിയൽ ഗ്യാസ് അപ്രോച്ചസ് ടു ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ? എപ്പോഴാണ് ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിലേക്ക് മാറുക? ഗ്യാസിനെ നന്നായിട്ട് ചൂടാക്കണം, ലോ പ്രഷർ ആയിരിക്കണം. സോ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ, ഈ രണ്ട് കണ്ടീഷനിലുമാണ് റിയൽ ഗ്യാസ് എന്തായിട്ട് ബിഹേവ് ചെയ്യുക? ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ ഡിഫൈൻ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഓക്കെ, അതൊരു ലോ ആണ്, അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എനർജീനെ ഈക്വൽ ആയിട്ട് എന്താക്കുന്നുണ്ട്? പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കാണ്? ഓരോ മോളിക്യൂളിനും ഓരോരോ പല നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഫോർ വിച്ച് എ മോളിക്യൂൾ ക്യാൻ മൂവ്. ഒരു മോളിക്യൂളിന് ഏതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പോകാൻ പറ്റുമോ അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളതെങ്കിൽ മൊത്തം എനർജി 3 ആയിട്ട് എന്താക്കും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇനി ഒന്നിന് 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളതെങ്കിൽ മൊത്തം എനർജി എത്രയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും? 7 ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, സോ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി അത്ര തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ പറയാം, ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം, സിസ്റ്റം is in thermal equilibrium, equilibrium at a temperature T. ഒരു ടെമ്പറേച്ചർ Tയിൽ ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ the total energy of the system, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, the total energy of the system, സിസ്റ്റത്തിന് നമ്മൾ S/M എന്ന് എഴുതണ്ടേ, സിസ്റ്റം ഈസ് അല്ലെങ്കിൽ വേണ്ട, സിസ്റ്റം ഈസ് distributed equally in all degrees of freedom. ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഒരു ടെമ്പറേച്ചർ Tയിലുള്ള ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൻ്റെ മൊത്തം എനർജിയും ഏതൊക്കെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ അതിനൊക്കെ ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും കിട്ടുന്ന എനർജി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ എനർജി പെർ, അല്ലെങ്കിൽ ദ എനർജി ഇൻ ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം,
ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ 1/2 kBT ആണ്, ഹാഫ് kBT ആണ്. അതായത് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 3/2 kBT ആയിരിക്കും മൊത്തത്തിലുള്ള എനർജി ഉണ്ടാവുക. 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 5/2 kBT ആയിരിക്കും ഉണ്ടാവുക. 7 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 7/2 kBT ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ, ഒരു ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൊത്തം എനർജി കാണാനുള്ള ഒരു ഇക്വേഷനാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഓക്കെ, last question. Show that the average kinetic energy of a gas molecule is directly proportional to the absolute temperature. Okay, yeah, ഇതിന് നമ്മൾ ഇങ്ങനെ പറയും കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചറിനെ കൈനറ്റിക് തിയറി വെച്ചിട്ട് എന്താക്കുക, ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ P is equal to 1/3 n small n m v bar square എന്ന് എടുക്കാം. ഓക്കെ, P is equal to 1/3 സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ N/V എന്ന് എടുക്കുക, എം വി ബാർ സ്ക്വയർ എന്ന് എടുത്തു. then അടുത്ത കേസിൽ വിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, പി വി ഈസ് ഈക്വൽ ടു 1/3 ക്യാപിറ്റൽ എൻ എം വി ബാർ സ്ക്വയർ, പി വി അങ്ങനെ തന്നെ വെച്ചു. ഇതിനൊരു ഇൻറ്റു 2 കൊടുക്കുക, അപ്പോൾ 2/3 n എന്നാവും. ഒരു ഡിവൈഡഡ് ബൈ 2 കൂടി കൊടുക്കുക, അതായത് 1/2 ഇൻറ്റു എന്ന് കൊടുക്കുക, 1/2 എം വി ബാർ സ്ക്വയർ. ഇവിടെ നോക്കിയേ, പി വി ഈസ് ഈക്വൽ ടു 2/3 n ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, കൈനറ്റിക് എനർജി. ഇതിൽ വി ബാർ എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന എനർജി എന്താണ്, ആവറേജ് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് ഇട്ടാൽ മതി, ഇക്വേഷൻ നമ്പർ 1. പിന്നെ വി ഹാവ് പി വി ഈസ് ഈക്വൽ ടു n kBT. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പയറിംഗ് 1 and 2 we get 2/3 n kinetic energy is equal to capital N kBT. n and n got out, so we got kinetic energy is equal to 2/3 അങ്ങോട്ട് പോകുമ്പോൾ സമയത്ത് 3/2 kBT സാധനം കിട്ടി. ഇതിൽ നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 3/2 kB എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു എന്തെന്ന് എഴുതാം, കോൺസ്റ്റൻ്റ് ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, ഒരു സാധനം ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ടി ആണ്. അതായത് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഗ്യാഷ്യസ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിലെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി എന്താവും, കൂടും. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ. അതാണ് ടെമ്പറേച്ചറിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി എന്ന് പറയും. മാത്രമല്ല എങ്ങനെ പറയും, ഇറ്റ് ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഓൾ ദി മോളിക്യൂൾസ് ഓഫ് എ ബോഡി. ഓക്കെ, ഒരു ബോഡിയിലെ മൊത്തം മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ തന്നെയാണ്. അത് ഇവിടുന്ന് വന്നതാണ്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ലൈവ് അവസാനിക്കുകയാണ്. വളരെ കുറേ സമയം നീണ്ടു നിന്ന ഒരു മാരത്തോൺ ലൈവാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 10 മണിക്കൂർ 40 മിനിറ്റോളം നമ്മുടെ ലൈവ് നീണ്ടു നിന്നിട്ടുണ്ട്. അപ്പം കുറേ പേര് വന്നിട്ടുണ്ട്, കുറേ പേര് വന്ന് കയറി പോയിട്ടുണ്ട്, കുറേ പേര് കുറച്ച് ഭാഗം കണ്ടിട്ടുണ്ട്, ബാക്കി ഭാഗം നാളെ കാണാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ആവശ്യമുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസ്, കുറേ ടൈപ്പ് പ്രോബ്ലംസ് ഇപ്പം ഞാനും ഷൗക്കത്ത് സാറൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ പ്രോബ്ലംസ് ഒക്കെ എന്താക്കുക, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെയ്ത് പഠിക്കാം. പിന്നെ നാളെ ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ഉണ്ടെന്ന് തോന്നുന്നു, ആ ഒരു ഫ്രീ ഉള്ള ദിവസം മാക്സിമം എന്താക്കുക, ഈ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ തന്നെ A+ ഷുവറാണ്, ഫുൾ മാർക്ക് ഷുവറാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ +2 ഫിസിക്സ് എക്സാമിനൊക്കെ നമ്മൾ എന്ത് പറഞ്ഞോ അത് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൂ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താക്കുക, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.